എടാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എടാ കാണാൻ കഴിയുന്നുണ്ടാ എടാ ഗുഡ് ഈവനിങ് എടാ ഗുഡ് മോർണിംഗ് എടാ എവിടെ എല്ലാരും എടാ വന്ന എല്ലാരും നോക്കിയേ യെസ് 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 എടാ അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ എടാ എടാ ഓക്കെ അല്ലേ സംഭവം സെറ്റ് അല്ലേ എടാ ഗുഡ് മോർണിംഗ് സാർ എന്നെ രോഹിത് ഹാപ്പി ബർത്ത്ഡേ പിന്നെ അല്ല എടാ ഇതിനേക്കാളും നല്ല വേറെ ദിവസം ഉണ്ടോ എടാ ഹാപ്പി ബർത്ത്ഡേ എടാ ഗുഡ് മോർണിംഗ് എടാ എന്താ അവസ്ഥ എടാ ഓഡിയോ അതേപോലെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ ഈ കുളിക്കാത്ത മുടി മാത്രം വെള്ളം നനച്ചു വന്ന ഈ ഒരു മുഖം കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് എടാ രോഹിത് ഹാപ്പി ബർത്ത്ഡേ എടാ ബിലാലെ എടാ തീപ്പരി സാറാണ് എത്തിയടാ അപ്പൊ സർ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ അറിയാലോ ഫിസിക്സിന്റെ ഇന്നൊരു ഫുൾ ഡേ കൊണ്ട് നമ്മൾ ഫിസിക്സിന്റെ ടോട്ടൽ ചാപ്റ്റേഴ്സ് അടിപൊളിയായി പഠിക്കാൻ പോവാണ് നമ്മളെല്ലാവർക്കും പലർക്കും ടെൻഷൻ ആവും സാറേ ഇന്ന് പഠിച്ച തീരോ ഇന്ന് പഠിച്ച കംപ്ലീറ്റ് ആവോ ഒന്നും കൊണ്ടും ബേജാറാവണ്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങൾ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കണം സാറേ തുടങ്ങിയല്ലേ എടാ 150 ആയിട്ടുണ്ട് കഴിയുകയാണെങ്കിൽ സാറുമാർ എല്ലാവരും ഒരൊറ്റ ഷെയർ ബട്ടണിൽ കഴിയുകയാണെങ്കിൽ ആ ഒരു നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ വേണമെങ്കിൽ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടോ ആ അമ്മായിമാരൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടോ ആ കുടുംബശ്രീ ഗ്രൂപ്പിലൊക്കെ ഇട്ടോ എന്നിട്ട് ഇതെന്താ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ എങ്ങനെ മക്കളെ ടെമ്പറേച്ചർ ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എടാ ഒന്ന് എല്ലാവരും ഒന്ന് വേഗം ഷെയർ ചെയ്ത് എടാ ഗുഡ് മോർണിംഗ് എടാ വീണ ഗുഡ് മോർണിംഗ് ബിലാലെ എടാ സ്റ്റാർട്ടാക്കാം എടാ ബിലാൽ ബ്രോ 9:02 ഒറ്റ മിനിറ്റ് നമുക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോട്ടെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടാ എടാ തീപ്പൊരി നാമിയേ എന്തെല്ലാം യെസ് എടാ വിളിക്കും സാർ വരുന്നില്ല എന്നാ കുഴപ്പമില്ല നമുക്കങ്ങ് പഠിക്കാം എന്നാലും നോക്കണ അപ്പൊ സർ നമ്മൾ ഏറ്റവും ആദ്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ തെർമോ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് തെർമോ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പലർക്കുള്ള ഒരൊറ്റ ചോദ്യമായിരിക്കും ഏതൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ എത്ര മാർക്കിനാ എടാ 5 to 6 മാർക്സിനാണ് വരിക ഇതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി എല്ലാം പഠിക്കണ വേറെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ആ ടോപ്പിക് എത്തുമ്പോൾ രണ്ട് കണ്ണും നോക്കിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അപ്പം കണ്ണെണീറ്റ് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും വെരി 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 ഇമ്പോർട്ടൻറ്റ് അതേപോലെ മറ്റൊരു ടോപ്പിക്കാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ തണുപ്പ് കാലത്തെ നമ്മുടെ ലേക്ക് മൊത്തം ഫ്രീസ് ആവുന്നില്ല അങ്ങനെ ഫ്രീസ് ആവുകയാണെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മീൻസ് ഒറ്റടിക്ക് സ്റ്റക്ക് ആവും അല്ലല്ല മുകൾ ഭാഗം മാത്രമേ ഫ്രീസ് ആവുന്നുള്ളൂ വൈ അപ്പൊ ആ കാര്യങ്ങൾ മൊത്തം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ എടാ 192 ആയിട്ടുണ്ട് അപ്പൊ നേരെ സ്റ്റാർട്ട് ചെയ്യാം സർ ഏറ്റവും ആദ്യം നമ്മൾ ഈ ചാപ്റ്റേഴ്സ് മൊത്തം ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പൊ നിങ്ങൾ ആ ടോപ്പിക് കഴിയുമ്പോൾ ഓക്കെ ഈ ടോപ്പിക് സെറ്റോസ്കി അടുത്ത ടോപ്പിക് 2 ഈ ടോപ്പിക് സെറ്റോസ്കി അങ്ങനെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട ആ ഫസ്റ്റ് ടോപ്പിക് ആണ് വിച്ച് ഈസ് നോൺ ആസ് ഹീറ്റും അതേപോലെ സാറേ ടെമ്പറേച്ചറും എന്താ ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് വരിക സർ ടെമ്പറേച്ചറിന്റെ കുറെ യൂണിറ്റുകളുണ്ട് അതിന്റെ എന്തൊക്കെ ചോദിക്കുക കൺവേർഷൻ ചോദിക്കാം അപ്പൊ നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ ഇന്നാണ് പിടിച്ചോ റൈറ്റ് ദ റിലേഷൻ കണക്ടിങ് ദ ടെമ്പറേച്ചർ ഓൺ കെൽവിൻ ആൻഡ് ദ സെൽഷ്യസ് സ്കെയിൽ സർ ഏറ്റവും ആദ്യം ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല നമ്മൾ പറയുന്നത് ഒരു വെടിക്ക് ഒരു കൂട്ടം പക്ഷികൾ എടുക്കാൻ പോവാ അതായത് പല രീതിയിൽ ഈ ചോദ്യം പല രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ സെറ്റോസ്കി ആക്കാൻ പോവാ ഏറ്റവും ആദ്യം കെൽവിനും സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻ സർ ഏറ്റവും ആദ്യം ചോദിക്കട്ടെ ഈ രണ്ടെണ്ണത്തിൽ SI യൂണിറ്റ് ആരാടാ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റിനെ ഞങ്ങൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് എന്താ കെൽവിൻ എന്നാൽ കെൽവിൻ അല്ലാതെ ടെമ്പറേച്ചറിന്റെ ബാക്കി രണ്ട് യൂണിറ്റുകളെ നമ്മൾ പറയുന്ന പേരായിരുന്നു ഒന്ന് എത്രയാ സർ വിച്ച് ഈസ് നോൺ ആസ് സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാൻ പറ്റും രണ്ടാമത്തത് ഡിഗ്രി ഫാരൻഹീറ്റ് മൂന്നാമത്താണ് നമ്മൾ പറഞ്ഞ കെൽവിൻ ഇതിൽ കെൽവിൻ ആയിരുന്നു വിച്ച് ഈസ് നോൺ ആസ് എന്താ SI യൂണിറ്റ് സർ കൂടെ വരണേ വെരി ഗുഡ് അങ്ങനെയാണ് ഈ ചോദിക്കട്ടെ ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താ വെരി ഗുഡ് എനിക്ക് SI യൂണിറ്റ് ആയ ടെമ്പറേച്ചർ ഓഫ് കെൽവിനെ കണ്ടെത്തണമെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസിനെ കൊണ്ട് എന്ത് ആഡ് ചെയ്താൽ മതി 273.15 ആഡ് ചെയ്താൽ മതി അപ്പൊ ഇത് ആരൊക്കെ തമ്മിലുള്ള റിലേഷനാ ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആയ കെൽവിനും തമ്മിലുള്ള റിലേഷൻ ആണ് എടാ ലിയോ ഫാൻ ബൈ അജയ് മുത്തേ എടാ സെറ്റ് ആയില്ലേ എടാ ഇപ്പൊ സെറ്റ് ആയില്ലേ കമന്റ് ചെയ്യാൻ പറ്റിയില്ലേ മുത്തേ അടിപൊളി എടാ കുറെ ദിവസമായി അവൻ ഇങ്ങനെ ചോദിക്കുന്നത് സാറേ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല പേപ്പർ റെഡി അതുകൊണ്ടാണ് അല്ലാതെ ക്ലാസ്സിന്റെ പെട്ടെന്ന് അങ്ങ് അവിടേക്ക് പോയതല്ല വെരി ഗുഡ് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15 is equal to എത്രയാ ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ സിമ്പിൾ ആയ ചോദ്യം ഒരു വെടിക്ക് 1 2 3 പക്ഷി അപ്പൊ നമുക്ക് അടുത്ത പക്ഷികളെ നേരെ വെടിവെക്കാൻ പോയാലോ ഇന്ന് പഠിച്ചോ ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഷോൺ ഇൻ ദ എത്ര സ്കെയിലാണ് സെൽഷ്യസ് സ്കെയിൽ ഇവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ട് എവിടേക്കാ കൺവേർട്ട് ചെയ്യേണ്ടത് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണം സർ എന്തായിരിക്കും റിലേഷൻ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് മാറ്റണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് 9/5 വെരി ഗുഡ് 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 അടുത്ത തിയറി കിട്ടിയിട്ടുണ്ട്
പക്ഷേ സർ ഇത് എങ്ങനെ ചെയ്യാം? കുളിക്കാതെ നനയ്ക്കാതെ ഇന്നലെ വരെ 2 ദിവസം ഒരേ ടീഷർട്ട് ഇട്ടതിന് ശേഷം കുട്ടികൾ കമന്റ് ചെയ്തത് കൊണ്ട് മാത്രം തൊട്ടപ്പുറത്ത് ഹൈലൈറ്റ് ബാൻഡ് പുതിയ ഷർട്ട് വാങ്ങി വന്ന മഹാനായ മഹാനുഭവൻ. കമോൺ മനുഷ്യ. ഞാനേ ഇങ്ങനത്തെ ഡ്രസ് ഇടുന്നോണ്ട് കുളിച്ചില്ലെങ്കിൽ അറിയും. ഇത് കണ്ടേ, ഇത് എനിക്ക് തോന്നണേ ഇത് കിട്ടിയതിന് ശേഷം ഇപ്പൊ എത്ര അലക്കിയാൽ ഈ എച്ചുപോട്ട് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അലക്കില്ല എന്ന് പറഞ്ഞത്. ഇത് ക്വാളിറ്റിയുടെ ടീഷർട്ട് ആയതുകൊണ്ട് എൽപിന്ന് ലൂയിസ് ഫിലിപ്പിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തതാ സെറ്റ്. ഫിലിപ്പല്ല, ലൂയിസ് പാപ്പ ആണ്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, എനിക്ക് മാത്രം ബോർഡ് അത് ചോദിക്കുന്നില്ല. എല്ലാവർക്കും ബോർഡ് ക്ലിയർ അല്ലേ? ആർക്കും ബ്ലർ ഒന്നുമില്ല. അപ്പൊ റെഡി. ഓക്കെ ശരി, അപ്പൊ തുടങ്ങല്ലേ? റെഡി. നെക്സ്റ്റ് നെക്സ്റ്റ് അല്ല, തെർമൽ കഴിഞ്ഞിട്ട് അടുത്ത് ഓക്കെ യെസ്. അപ്പൊ പിടിച്ചോ, നമുക്ക് ഡിഗ്രി സെൽഷ്യസ് എന്താക്കണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി സർ? ഏറ്റവും ആദ്യം ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് എത്രയാ? 98.6 is equal to 9/5 into ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് എത്ര? അടി തരും, അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താ മനുഷ്യ, പ്ലസ് എത്രയാ? 32. സർ ഈ 32 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 98.6 മൈനസ് 32 is equal to നമുക്ക് എത്ര കിട്ടും? 9/5 into ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ്. 98.6 മൈനസ് 32 ആണ് 6. സർ എത്രയാ? 66.6 is equal to 9/5 into ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി മച്ച? 5 അങ്ങോട്ട് പോ, 9 താഴോട്ടേക്ക് വാടാ. സോ is equal to 66.6 into എനിക്ക് എത്ര കിട്ടും? 5/9. അത് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഉത്തരം വന്നേ പറ്റൂ. എപ്പോഴേ ഉത്തരം വന്നിട്ടുണ്ടല്ലോ, വെരി ഗുഡ്. വിച്ച് ഈസ് നോൺ ആസ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. സർ ഒരൊറ്റ കാര്യം, ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം. The normal human body temperature in degree Celsius is, comment box പോരട്ടെ. The normal human body temperature. സർ ഇതെന്താ ഫാരൻഹീറ്റ് സെൽഷ്യസിലേക്ക് ചോദിച്ചു. നാളെ മോഡൽ എക്സാമിന് സർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ച പോലെ തന്നെ ചോദ്യം വരണമെന്നില്ല. അപ്പം താഴത്തില്ല സർ, ഓവറാക്കി പറഞ്ഞല്ല. എപ്പോഴും നമ്മൾ പഠിച്ച അതേപോലെ ചോദ്യം വരണമെന്നില്ലടാ. എങ്ങനെ വേറെ പെർസ്പെക്റ്റീവിൽ ചോദിച്ചു കഴിഞ്ഞാലും സർ തലങ്ങും വിലങ്ങും ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കാം. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എത്രയാ? 37 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം സാറേ വരിക, ദ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇൻ ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ്. അതിനർത്ഥം എന്താ? കെൽവിനിലല്ലേ ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? എന്റെ സാറുമാർ പറഞ്ഞ് ഡിഗ്രി സെൽഷ്യസ് കിട്ടിയില്ലേ, കെൽവിനിലെ കൺവേർട്ട് എന്ത് ചെയ്താൽ മതി? 273.15 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 273.15 പ്ലസ് നമുക്ക് എത്ര കിട്ടും? 37 കിട്ടും. വെരി ഗുഡ്, ചെയ്ത് നോക്കിയാൽ മതി സാറേ എത്ര കിട്ടും കെൽവിൻ. എടാ ഹോംവർക്ക് ആണ്, എന്റെ സാറുമാർ ചെയ്ത് എനിക്കറിയാം. പിന്നല്ല ജസീൽ ഇപ്പേ ചെയ്ത് എടാ മിടുക്ക, which is equal to 310.15. വെരി ഗുഡ് സർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോലെ ഇന്നാ പിടിച്ചോ. എല്ലാം കൂടി ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഓവർ ആക്കുന്നല്ല. ഈ 2 ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കി, ടെമ്പറേച്ചറും കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരോ പോയിന്റ്, സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റ്, അബ്സല്യൂട്ട് സീറോ. അല്ല എന്ത് സ്റ്റീം പോയിന്റ്? എടാ നമ്മളെ വെള്ളം തിളയ്ക്കുന്ന സ്റ്റീം ആവുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് സ്റ്റീം പോയിന്റ്. നമ്മുടെ വെള്ളം ഐസ് ആവുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ഐസ് പോയിന്റ്. എന്താ അബ്സല്യൂട്ട് സീറോ? സിമ്പിൾ, 0 കെൽവിന്റെ കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. 3 തിയറി കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ആദ്യം സ്കെയിൽസുകൾ നോക്കാം. സ്റ്റീം പോയിന്റിലെ കെൽവിൻ സ്കെയിൽ 373.15 ഉണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതിനർത്ഥം എന്താ? വെള്ളം ചൂടാവുന്ന ടെമ്പറേച്ചർ അത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രയാ? 450 ഡിഗ്രി സെൽഷ്യസ്. ആ ബെസ്റ്റ് അല്ല സർ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. 100 പ്ലസ് 273.15 എത്ര കിട്ടി? 373.15. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐസ് പോയിന്റ്. എന്താ ഐസ് പോയിന്റ്? വെള്ളം ഐസ് ആവുന്ന ടെമ്പറേച്ചർ. എത്ര ടെമ്പറേച്ചറിലാണ് വെള്ളം ഐസ് ആവുന്നത്? 0 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ഐസ് ആവുന്നത്. എന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് കെൽവിൻ സ്കെയിലും അതേപോലെ ഫാരൻഹീറ്റ് സ്കെയിൽ നോക്കിയാലോ. എടാ 0 എനിക്ക് കെൽവിലേക്ക് ചെയ്യാൻ നേരെ ചെയ്താൽ മതി. 0 പ്ലസ് എത്രയാ? 273.15 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 273.15 കെൽവിൻ. അല്ല ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? കൺവേർട്ട് ചെയ്യണം സർ. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ അറിയില്ലേ? എന്താ സർ ഇക്വേഷൻ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു 9/5 ഇൻറ്റു എനിക്ക് എന്ത് ചെയ്താൽ പറ്റും? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഞാൻ ചെയ്യുമ്പോൾ പലരും മൊത്തം ചിരിയുണ്ട്, കള്ളപ്പൊട്ട തീപ്പൊരി, ഇത് 0 അല്ലേ? അതേടാ, 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് 0. അപ്പൊ ആനമുട്ട കോഴിമുട്ട കാടമുട്ട പ്ലസ് 32 വിച്ച് ഈസ് ഈക്വൽ ടു കോഴിമുട്ട പ്ലസ് 32 വിച്ച് ഈസ് ഈക്വൽ ടു കോഴിമുട്ടയല്ല, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. കിട്ടിയടാ ഒരു വെടിക്ക് 4 പക്ഷി. അതിനർത്ഥം
ഐസ് പോയിന്റിന്റെ കെൽവിൻ വാല്യൂ 273.15, സെൽഷ്യസ് വാല്യൂ 0 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് വാല്യൂ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ അല്ലേ സർ? വെരി ഗുഡ്, അടിപൊളിയായി കമന്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആൾക്കാർ ഒന്ന് പറഞ്ഞ് അബ്സല്യൂട്ട് സീറോ. സത്യം പറഞ്ഞാൽ ഇതൊരു തിയറിറ്റിക്കലായ കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് സീറോ. അതിന്റെ കെൽവിൻ സ്കെയിലാണ് 0 കെൽവിൻ, ഫാരൻഹീറ്റ് സ്കെയിലാണ് 459.69 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ ഒന്ന് സെൽഷ്യസ് സ്കെയിൽ ചെയ്ത് നോക്കിയാലോ. എടാ എത്രയായിരിക്കും സെൽഷ്യസ് സ്കെയിൽ? ഞാൻ വെയിറ്റ് ചെയ്യാം. എത്രയായിരിക്കും സാറേ സെൽഷ്യസ് സ്കെയിൽ? എടാ ഒന്നും അറിയാത്ത, എടാ ചെയ്യാൻ പറ്റും 345 ചെയ്യാൻ പറ്റും. 345 അല്ല, അപ് ടു 1000 വരെ നമുക്ക് എണ്ണാൻ പറ്റും. നോക്കിയ മുത്തേ ചെയ്യാൻ പറ്റും. വെരി ഗുഡ് ബിലാൽ സർ. എങ്ങനെ സെൽഷ്യസ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യാം? എടാ ടെമ്പറേച്ചർ ഓഫ് കറസ്പോണ്ടിങ് കെൽവിൻ is equal to എത്രയാ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. സർ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് കാണാൻ ഇവനെ മൈനസ് ചെയ്താൽ മതി. സോ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് is equal to ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ 0 ആണ്. 0 മൈനസ് 273.15 which is equal to എത്ര കിട്ടും? മൈനസ് 273.15. സർ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എന്താ? ഡിഗ്രി സെൽഷ്യസ്. സോ മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസ്. പരിപാടി കഴിഞ്ഞു. സർ എത്ര പേർക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്? എത്ര പേർക്ക് സർ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇന്നടാ പിടിച്ചോ. ഒരൊറ്റ ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വെറും 5 ടോപ്പിക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. പിടിച്ചോ സർ. ഓക്കെ അല്ലേ? എല്ലാവരും ഉഷാറായിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ സർ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയും. ദ ട്രിപ്പിൾ പോയിന്റ് of the carbon dioxide is minus 56.6 degrees Celsius. Express this temperature on എത്രയാ? ഫാരൻഹീറ്റ്. സത്യം പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയ കൺസെപ്റ്റ്. നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യണം. പക്ഷെ ഞാൻ ഉത്തരമൊക്കെ പറയും, അല്ല ചാമ്പി പോകുന്നില്ല. ഒന്ന് നോക്കിയടാ. യെസ് എടാ വെരി ഗുഡ്, അടിപൊളിയായി കമന്റ് ചെയ്തിട്ട്. പിന്നെ അല്ല എടാ -40 വെരി ഗുഡ് സർ. ഇതൊന്ന് ഹോംവർക്ക് ആയി ചെയ്യണേ. ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റിന്റെ വാല്യൂ ആണ് 9/5 ഇൻറ്റു. സാറെ കേട്ട് മടുത്തു. അങ്ങനെ മടുക്കണം, അപ്പേ നിങ്ങൾ ടോപ്പിക് സെറ്റ് ആവാന്ന് പറയുന്നത്. ഓക്കെ, 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് എത്രയാ? മൈനസ് 56.6 പ്ലസ് എത്രയാ? 32. സർ ഇത് ചെയ്തിട്ട് എന്തായാലും സാറേ ഒന്ന് വാല്യൂ എന്തായാലും എടാ ഒന്ന് ഈ കമന്റ് ബോക്സിൽ ഇപ്പൊ ഇടണ്ട, അല്ലെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിലേക്ക് കേട്ടോ. വെരി ഗുഡ് സർ. അടുത്ത ക്വസ്റ്റ്യൻ വെരി ഗുഡ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ ഡിഗ്രി ഫാരൻഹീറ്റ് ആർ എത്രയാ? ഈക്വൽ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സത്യം പറഞ്ഞ വാല്യൂ മാത്രം മതി. അതായത് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് ആവുന്ന ആ ഒരു മാന്ത്രികമായ സംഖ്യയെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് -40. ഈ -40 വെരി ഗുഡ് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റും ഈക്വൽ ആ. ഇതിന്റെ ഡിറൈവേഷൻ തൽക്കാലം നമുക്ക് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു മാർക്കിനെ ചോദിക്കുക. പക്ഷേ സാറുമാര് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇൻ കേസ് ചോദിച്ചു, പ്രൂവ് ദാറ്റ് അറ്റ് -40 ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ്. തളരൂല രാമൻകുട്ടി, തളരൂല. ഇങ്ങോട്ട് വാ. എന്താ ചെയ്യേണ്ട കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞേ സർ. ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിൽ ഇക്വേഷൻ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ? സാറേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവനും എന്താന്നാ പറഞ്ഞത്? ഈക്വൽ ആന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ തൽക്കാലം ഇവന് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസിന് ഒരു എക്സ് എന്ന് കൊടുക്കുന്നു. 9/5 ഇൻറ്റു 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസിന് ഞാൻ എത്ര കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു പ്ലസ് 32. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 13 എടുത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ എക്സ് മൈനസ് 32 ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? 9/5 ഇൻറ്റു എക്സ്. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എക്സ് ഈസ് ഈക്വൽ ടു -40. സർ വെറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഓവറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഞാൻ ഉദ്ദേശിച്ചത് 1 മാർക്കിന് സർ. എന്നാൽ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എത്ര മാർക്കിനാ സാറേ? 2 മാർക്കിന് വരാം, അല്ലെങ്കിൽ എത്ര മാർക്കിന് വരാം? 3 മാർക്കിന് വരാം. അതുകൊണ്ടാ പറഞ്ഞത് തലങ്ങും വിലങ്ങും സർ കൺസെപ്റ്റ് കിട്ടണം. പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് ആയി സർ. നേരെ അടുത്ത ടോപ്പിക്. എത്ര പേർക്ക് ഇത് സെറ്റ് ആയിരുന്നു? എല്ലാവരും ക്യുക്കായിട്ട് പറഞ്ഞ് എടാ റെഡി ആയില്ല. എടാ ഞാൻ സെറ്റാക്കാം മുത്തേ. എത്ര പേർക്ക് സാറേ ഫസ്റ്റ് ടോപ്പിക് ക്യുക്കായിട്ട് പറഞ്ഞ്? എടാ ബിസെ ഓർമ്മ ഉണ്ടോ ചോദിച്ചോ? കുറച്ച് ഓർമ്മ ഉണ്ട്, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. എടാ എത്ര പേർക്ക് സർ ഈ ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ ആയി? ഒറ്റ വാക്ക് തീപ്പൊരി പറയുന്ന പോലെ തൊണ്ടേന്നല്ല, മനസ്സൊന്ന് സർ അത് റെഡിയാണെന്ന് പറഞ്ഞ് അത് കൈകളിലൂടെ എത്തി ആ ചാറ്റ് ബോക്സിൽ തീപ്പൊരി സെറ്റായിന്. അല്ലാതെ വെറുതെ പറയരുത് സർ. അതിനോട് കാര്യമില്ലടാ. എന്തിനാ നമ്മൾ ആരെങ്കിലും ബോധിപ്പിക്കേണ്ടത്? ഉള്ളത് പറയാലോ. നമ്മൾ പഠിച്ചത് നമ്മളല്ലേ ബോധിപ്പിക്കേണ്ടത്, അല്ല വേറെ ആളെ ബോധിപ്പിക്കേണ്ടത്? നമ്മൾ അച്ഛനോട് അമ്മയോട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വേണം ഞാൻ 4 മണിക്കൂർ പഠിച്ചു, അല്ല നമുക്കറിയാം 4 മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ ഇത്ര ടോപ്പിക് പഠിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രം ദ ഹാർട്ട്. തൊണ്ടേന്നല്ല സാറേ, ഈ മനസ്സിനുള്ളിൽ നിന്ന് കയ്യിലൂടെ വന്ന് കമന്റ് ബോക്സിൽ തീപ്പൊരി മുത്തേ സെറ്റ് ആയിട്ടുണ്ട്, മുത്തേ വിളിച്ചിട്ടും കുഴപ്പമില്ല, സെറ്റ് ആയിട്ടുണ്ട്, അത് മതിയടാ സെറ്റോസ്കി. പിടിച്ചു സാറേ. അടുത്ത ക്വസ്റ്റ്യൻ. ശരത്തെ നിന്നെ എനിക്ക് ഓർമ്മണ്ടാ. അടുത്ത ക്വസ്റ്റ്യൻ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് അതിന്റെ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ്. വെരി ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിൽ ആകെയുള്ള ഒരേ ഒരു ഡിറൈവേഷൻ വിച്ച് ഈസ് ആൽഫയും അതേപോലെ ബീറ്റയും അതേപോലെ ഗാമയും തമ്മിലുള്ള റിലേഷൻ
ഉത്തരം പറയാൻ പറ്റുമോ നോക്കിയേ. 1 2 3 1:2:3. അയ്യടാ അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും, ചെയ്യാൻ നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ തെർമൽ എക്സ്പാൻഷൻ? പലർക്കും ഡൗട്ടാണ്, സർ ഇത് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് തിയറി അറിയില്ല. എടാ തിയറി മൊത്തം ക്വസ്റ്റ്യൻസ് ആയിട്ടാ പറയുന്നത്, അല്ലാതെ അതിന് ചോദിക്കുന്ന PYQs മാത്രമല്ല, PYQസും അതിലെ തിയറീസും മൊത്തം ക്വസ്റ്റ്യൻസ് ആയിട്ടാ പറയുന്നത്. ഈ ചോദ്യം നോക്കി, വാട്ട് ഈസ് തെർമൽ എക്സ്പാൻഷൻ? എന്താ തെർമൽ എക്സ്പാൻഷൻ? എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ സാറേ വികസിക്കുന്നു, തെർമൽ ചൂട് കാരണം, അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് കാരണം, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കാരണം ആ ബോഡിയുടെ ഡയമെൻഷൻസിന് ഒരു ഇൻക്രീസ് വരികയാണെങ്കിൽ സർ ആരൊക്കെയാ ഡയമെൻഷൻ? ഒന്നെങ്കിൽ ലെങ്ത് ആവാം, അല്ലെങ്കിൽ ഏരിയ ആവാം, അല്ലെങ്കിൽ വോളിയം ആണെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മച്ചേ തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ സർ ഞങ്ങൾക്കൊരു സംശയം വന്നു. എന്താ സംശയം? പറഞ്ഞോളൂ. ലെങ്ത് കൂടാണെങ്കിൽ, ഏരിയ കൂടാണെങ്കിൽ, വോളിയം കൂടാണെങ്കിൽ സർ ഇതിനെ മൂന്നും ഒരേ എക്സ്പാൻഷൻ ആണോ? നെഹി എന്ന് വെച്ചാൽ നെഹി. ലെങ്ത് കൂടാണെങ്കിൽ ആ ടൈപ്പ് എക്സ്പാൻഷനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ലീനിയർ എക്സ്പാൻഷൻ. എന്നാൽ ഏരിയ ആണ് കൂടുന്നെങ്കിൽ, എപ്പോ ടെമ്പറേച്ചർ കൂടുമ്പോൾ, എപ്പോ ചൂട് കൂട്ടുമ്പോൾ, കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഏരിയ കൂടാണെങ്കിൽ ആ ടൈപ്പ് എക്സ്പാൻഷനെ നമ്മൾ പറയുന്ന പേരാണ് ഏരിയ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. എന്നാൽ വോളിയം കൂടാണെങ്കിൽ ആ ടൈപ്പ് എക്സ്പാൻഷനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് വോളിയം എക്സ്പാൻഷൻ. സർ ഒരു വെടിക്ക് 4 പക്ഷി. എന്താ തെർമൽ എക്സ്പാൻഷൻ? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ? കമന്റ് പോരട്ടെ. എത്ര ടൈപ്പ് തെർമൽ എക്സ്പാൻഷൻ ഉണ്ട് സാറേ? ഒന്നെങ്കിൽ ലെങ്തോ ഏരിയ വോളിയോ കൂടും. പോരട്ടെ സാറേ, എത്ര എണ്ണം? 1 2 3 4 5. 3 ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. സർ a steel beam of length 5 meter is kept at a temperature of it actually 220 degrees Celsius. That's Dubai. Okay. And on a hot day, the temperature rises to 400 degrees Celsius. Padachona Surya 40 degrees Celsius. Sorry, my mistake. And at 20 degrees Celsius, 40 degrees Celsius. What is the change in its length due to the thermal expansion? Coefficient of linear expansion of the steel is 1.2 into 10 raised to minus 5 degrees Celsius. ചിലരുടെ മുഖത്ത് ഞാനൊരു നിഷ്കളങ്ക ഭാവം കാണുന്നുണ്ട്. കള്ളദീപം ഇത് എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം. എടാ തെർമൽ എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ ആവട്ടെ, ഏരിയ ആവട്ടെ, വോളിയം ആവട്ടെ, അതിൽ ആ ഒരു ഹീറ്റ് കൂടിയത് കാരണം ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എൽ. ഇതിൽ ആൽഫയെ പറയുന്ന പേരാണ്, പോരട്ടെ കമന്റ് ബോക്സ് പോരട്ടെ. യെസ് എടാ, റീപ്ലൈ ഞാൻ തരണോ? യെസ് എടാ, കമന്റ് ബോക്സ് പോരട്ടെ. ആൽഫയെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡാഷ് എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ. എന്നാൽ ഇതിന്റെ പകരം ആ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടിയ ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. അതേപോലെ വോളിയം എക്സ്പാൻഷനിൽ കൂടിയിരിക്കുന്ന ചേഞ്ച് ഇൻ വോളിയം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ഗാമ ഇൻറ്റു ഡെൽറ്റ ടി. സോറി കേട്ടോ, ഡെൽറ്റ ടി ഇൻറ്റു എൽ അല്ല, യെസ് ഡെൽറ്റ ടി ഇൻറ്റു എ. അതേപോലെ ഇവിടെ ഡെൽറ്റ ടി ഇൻറ്റു വി. സർ ഇത് ക്ലിയർ ആയോ? വെരി ഗുഡ്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അത് തന്നെയാണ് കൺസെപ്റ്റ്. സർ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ഒന്ന് ഫിഗർ നോക്കിയിട്ട് എന്റെ സാറുമാര് പറഞ്ഞേ, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് എന്റെ സാറുമാര് പറഞ്ഞേ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? എന്റെ സാറുമാര് കമന്റ് ചെയ്തേ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് 5 meter is kept at temperature of എത്രയാവട്ടെ, ദുബായ് ആവട്ടെ അല്ലെങ്കിൽ ഉഗാണ്ട ആവട്ടെ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് ലെങ്ത്? മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എന്താ? ഡെൽറ്റ എൽ അല്ലേ? വെരി ഗുഡ്. കമന്റ് ബോക്സിൽ ആറാട്ട്. എടാ ഡെൽറ്റ എൽ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അങ്ങനെയാ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യേണ്ടത്. സർ തന്നിരിക്കുന്നതിൽ 3 എണ്ണത്തിൽ ഇത് ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത്, ഇത് ചേഞ്ച് ഇൻ ഏരിയ, ഇത് ചേഞ്ച് ഇൻ വോളിയം. ചോദിച്ചിരിക്കുന്നത് അബുദാബിയിലെ ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പൊ എത്രയാ സർ? യെസ്, ആ ഒട്ടകത്തിന്റെ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, വെറുതെ പറയാട്ടോ, ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എൽ. സർ എന്താ ആൽഫ? ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ടോ? 1.2 into 10 raised to minus 5. സോ എനിക്ക് എഴുതാൻ പോവാ 1.2 into 10 raised to minus 5. എന്താ ഡെൽറ്റ ടി? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ? 20 എത്രയായത്? 40 ആയത്. അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയായിരിക്കും സർ? 40 മൈനസ് 20. അയ്യോ സാറേ മറന്നുപോയി. എടാ അല്ലെങ്കിൽ ദേ ഇവിടെ സ്റ്റെപ്പ് എഴുതിക്കോളൂ, ഡെൽറ്റ ടി 40 മൈനസ് 20 ഇൻറ്റു എന്താ എല്ല്? ആദ്യം ചൂടാവുന്നതിന് മുന്നേയുള്ള ലെങ്ത്. എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് എത്ര മീറ്റർ? 5 മീറ്റർ. ഇതെന്താ പാലമോ? ഇൻറ്റു എത്രയാ? 5. സർ ചെയ്ത് നോക്കില്ലേ? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? വെരി ഗുഡ്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര എഴുതാൻ പറ്റും? 1.2 into 10 raised to minus 5 into 40 minus 20. 20 ആണ്. സോ 20 into 5 എന്ന് എഴുതാൻ പറ്റും. 20 into 5 എന്ന് വെച്ചാൽ 100 അല്ലേ? സോ 1.2 into 10 raised to minus 5 into 20 into 5 100 ആണ്. 100നെ എനിക്ക്
എനിക്ക് 10⁻² എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10⁻⁻5 into 10⁻². 10 ഷാമിൽ സാർ പഠിപ്പിച്ചെന്താ, അജാസ്ക പഠിപ്പിച്ചെന്താ? 10⁻3. സോ 1.2 into 10⁻3. സാറേ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര ലെങ്ത്തിന്റെ SI യൂണിറ്റ് എത്രയാടാ? മീറ്റർ. വെരി ഗുഡ്, അടിപൊളിയായി കമന്റ് ചെയ്യുന്നുണ്ട്. 1.2 into 10⁻3 മീറ്റർ. ഐഡിയ കിട്ടിയോ? ചേഞ്ച് ഇൻ ഏരിയ ആയാലോ? താഴെ എന്റെ സാറുമാര് താഴത്തില്ല സർ, പൊങ്ങി തന്നെ നിൽക്കും. എന്ത് തല? എങ്ങനെ സർ? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി എ. വോളിയം ആണെങ്കിലോ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി വി. സാറേ സെറ്റോസ്കിയായി അടുത്ത ക്വസ്റ്റ്യൻ. ആവേശം അധികമാവരുത്, ഞാൻ എൻ്റെ കൂടെ, എന്നാലും വേണ്ടിയില്ല ഈ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്ന ദ ഓൺലി വൺ ആൻഡ് ഓൾ മോൺസ്റ്റർ ആയ റോക്കി ബൈ ഡിറൈവേഷൻ വിച്ച് ഈസ് ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ. വെരി വെരി സിമ്പിൾ. ചോദിച്ചു നോക്കി. Show that the coefficient of volume expansion is thrice its coefficient of linear expansion. അപ്പൊ സാർ എന്താ ഈ വോളിയം എക്സ്പാൻഷനും ലീനിയർ എക്സ്പാൻഷനും ഗാമ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയ ഏരിയ എക്സ്പാൻഷനും നമ്മൾ പഠിച്ചതാ? എടാ കൈലാസ് മുത്തേ 0.012 എഴുതാ മുത്തേ. എന്താ എടാ നോക്കി 1.2 into 10⁻³ പോയിന്റ് 3 ഇടത്തോട്ടേക്ക് മാറി നിൽക്കടാ. 1 2 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.012 into അല്ലെങ്കിൽ 0.012 മീറ്റർ എഴുതാം. ഒരു കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാൻ നിങ്ങൾ 10⁻³ ഇഷ്ടമുള്ള പോലെ എഴുതാം. പിന്നെ അല്ല 1.2 മാറാന്നാ മതി, എത്രയേ ഉള്ളൂ. ഇൻറ്റു ബാക്കിലേക്ക് അങ്ങോട്ട് ആയാൽ കുഴപ്പമില്ല. വെരി ഗുഡ് സർ. അപ്പോ പലക്കുള്ള ഡൗട്ട് സാർ എത്തിയത് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഈ ഫിസിക്സിൽ എത്ര ചാപ്റ്റർ മനസ്സിലാക്കുന്നത്? ആൽഫ ബീറ്റ ഗാമ. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ എ ഡെൽറ്റ എ ഡെൽറ്റ ബിയിലെ ആൽഫ ബീറ്റ ഗാമ കണ്ടോ? ഈ മൂന്നാൾക്കാരെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് എന്ത് എക്സ്പാൻഷനാ? ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇവിടെ ബീറ്റ ഒരു കോൺസ്റ്റന്റ് അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് എന്ത് എക്സ്പാൻഷനാ? ഏരിയ എക്സ്പാൻഷൻ. ഗാമ കോഎഫിഷ്യന്റ് ഓഫ് ഡാഷ് എക്സ്പാൻഷൻ. പോരട്ടെ 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 പോരട്ടെ. എന്ത് സാധനടാ? ഗാമയെ പറയുന്ന പേരെന്താ? ഞാൻ കമന്റ് ചെയ്യാം. അയ്യോ മാറിപ്പോയി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ കമന്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പൊട്ട തീപ്പൊരി. എടാ ഗാമനെ പറയുന്ന പേരെന്താ? കോഎഫിഷ്യന്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എന്ത് എക്സ്പാൻഷനാ? പോരട്ടെ പോരട്ടെ. വെരി ഗുഡ് ബിലാലെ, നീ വെറും ബിലാലെ, നീ ബിഗ് ബിയാ. പോരട്ടടാ സർ. ഷോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഷോ ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഈ റെക്കോർഡിംഗ് കഴിഞ്ഞാൽ അല്ല ഈ ലൈവ് കഴിഞ്ഞാൽ അയ്യോ ട്രോളില്ല. എടാ ലൈവിന് തിരക്ക് കഴിഞ്ഞാൽ ഐ മീൻ ഇന്റർനെറ്റ് നമുക്ക് എന്താ ഡിസ്കസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. വെരി ഗുഡ് സർ. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പൊ എന്റെ മക്കൾക്ക് തിയറി അറിയാം സർ. അപ്പൊ എന്താടാ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ എന്താ? ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എൽ അല്ലേ? എടാ അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു എന്താ? ഡെൽറ്റ ടി അല്ലേ? ഇടത്തോട്ടേക്ക് മാറി നിൽക്കടാ. ആൽഫയെ സിംഗിൾ പസംഖ്യയാക്കി കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എനിക്ക് എന്ത് കിട്ടും? എൽ ഡെൽറ്റ ടി എന്ന് കിട്ടും. അയ്യവ എടാ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു നമ്മൾ ബീറ്റ ഇൻറ്റു കറസ്പോണ്ടിങ് ഡെൽറ്റ ടി എ എന്നല്ലേ എഴുതിയത്? എടാ അങ്ങനെയാണെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. എടാ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഗാമ ഇൻറ്റു ഡെൽറ്റ ടി വി എന്നാ സർ. അങ്ങനെ ഗാമ ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ഡെൽറ്റ വി ഡിവൈഡ് ബൈ എനിക്ക് എത്ര എഴുതാൻ പറ്റും? വോളിയം ഇൻറ്റു ഡെൽറ്റ ടി. ഇതിപ്പോ ലാഭമായല്ലോ. ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഈ ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷനിൽ സാറേ ഒന്ന് മുദ്ര ശ്രദ്ധിക്കണേ. മുദ്ര ഈ റിലേഷനിൽ എടാ ബ്ലൂ ഓക്കെ അല്ലേ സർ? എടാ ആ റിലേഷനിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് സർ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. പക്ഷേ ഇങ്ങനെയും ചോദിക്കാം, ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. തലങ്ങും വിലങ്ങും ശ്രദ്ധിച്ചേ. ഇതെന്താ? ഗാമ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ത്രൈസ് ദാറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഗാമ ബീറ്റ എന്താടാ? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ഡാഷ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. 2 എന്ന് വെച്ചാൽ എത്രയാടാ? 4 ടൈംസ് അല്ല സർ. ബീറ്റ is equal to twice that of the corresponding coefficient of linear expansion. രണ്ട് ചോദിച്ചാലും സാറേ നമ്മൾ ചെയ്യാൻ പോവാം. എടാ ഏറ്റവും ആദ്യം വേണ്ട കൺസെപ്റ്റ് സർ, നമ്മളിപ്പോ തൊട്ട് മുന്നേ ഈ ഫിഗറിൽ പറഞ്ഞപ്പോ ഏറ്റവും ആദ്യം ചൂടാക്കുന്നതിന് മുന്നേ അതിന്റെ ലെങ്ത് എല്ലായിരുന്നു. ചൂടാക്കി കഴിഞ്ഞ് ചടപടപടപട ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ഡെൽറ്റ എൽ ആക്ച്വലി കൂടി. ഇപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയായിട്ടുണ്ട് സർ? എൽ എന്ന് ഡെൽറ്റ എല്ലും കൂടി കൂട്ടണം. അപ്പൊ എത്രയാ സർ? എൽ പ്ലസ് ഡെൽറ്റ എൽ. അപ്പൊ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഹിയർ? എൽ എന്ന് ഡെൽ പ്ലസ് എത്രയായി? ഡെൽറ്റ എൽ ആയിട്ട് മാറി. സോ സിമ്പിൾ. അപ്പൊ എനിക്ക് ആൽഫ നേരത്തെ എഴുതിയ പോലെ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എൽ. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എത്രയാ? ഡെൽറ്റ ടി. കിടക്കട്ടെ മൊത്തം നിനക്ക് ഒരു കുതിര പോയി. എന്നാൽ നമുക്ക് ചേഞ്ച് ഇൻ ഏരിയ നോക്കാം. എടാ ഏരിയ ഏറ്റവും ആദ്യം എ ആയിരുന്നു, അവിടുന്ന് ചൂടാക്കി കഴിഞ്ഞ് ഒരു ഡെൽറ്റ എ കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ സൈഡ് ആക്ച്വലി എത്രയാ? എ പ്ലസ് ഡെൽറ്റ എ അല്ലേ? ഞാൻ അങ്ങനെയാണെങ്കിൽ സാറേ ചേഞ്ച് ഇൻ ഏരിയ എന്റെ മക്കളൊന്ന് പറഞ്ഞേ. ചേഞ്ച് ഇൻ ഏരിയ എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? എടാ ചേഞ്ച് ഇൻ ഏരിയ സർ, ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര എഴുതാൻ പറ്റും സർ? വിച്ച് ഈസ് ഈക്വൽ ടു സോ സിമ്പിൾ. ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ എടാ
ഏരിയയുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു കറസ്പോണ്ടിങ് ബ്രെഡ്ത്ത് ആണെന്ന് വെച്ചോളൂ. ഇവിടെ ഒരു സ്ക്വയർ ആണെങ്കിൽ എൽ ഇൻറ്റു എൽ വിച്ച് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ എഴുതി കൂടെ. എന്നാൽ ഇപ്പം ആ കറസ്പോണ്ടിങ് ആയി ആ ഒരു സാധനം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഫൈനൽ ഏരിയ എത്ര? ഞാനതൊന്നും ഇവിടെ എഴുതിത്തരാം കേട്ടോ. എടാ ഏറ്റവും ആദ്യത്തെ ഇനീഷ്യൽ ഏരിയ സർ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനീഷ്യൽ ഏരിയ എന്ന് വെച്ചാൽ എൽ ഉള്ള സമയത്തുള്ള ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. എടാ ഫൈനൽ ഏരിയ എന്ന് വെച്ചാൽ സർ അവിടെ എൽ പ്ലസ് ഡെൽറ്റ എൽ ആയില്ലേ? അപ്പൊ എൽ പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു എൽ പ്ലസ് ഡെൽറ്റ എൽ എത്ര കിട്ടുമെടാ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ. ഇത് ക്ലിയർ ആയോ സർ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സർ. ഇത് ക്ലിയർ ആയി, പരിപാടി കഴിഞ്ഞു. സത്യം പറ, ഓവർ ആക്കുന്നില്ല. ഇത് ക്ലിയർ ആയോ സാർ? പരിപാടി കഴിഞ്ഞു. നോക്കിയാടാ, ഇനീഷ്യൽ ഏരിയ എത്രയാ? എൽ സ്ക്വയർ. ഫൈനൽ ഏരിയ എത്രയാ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ. സർ എന്തുകൊണ്ടാ സർ? എനിക്ക് ഇവിടെ പറയാൻ പറ്റും ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? എൽ പ്ലസ് എത്രയാ? ഡെൽറ്റ എൽ. ഈ ലെങ്ത് എത്രയാടാ? എൽ. അപ്പൊ ഏറ്റവും ആദ്യം എൽ ഇൻറ്റു എൽ എന്ന് എഴുതാം. അത് ഇൻക്രീസ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര എഴുതാൻ പറ്റും? എൽ പ്ലസ് ഡെൽറ്റ എൽ. സർ ക്ലിയർ ആയവരാണെങ്കിൽ എല്ലാവരും ഓരോ നീലാകാശം പോരട്ടെ, ഓരോ നീലാകാശം പോരട്ടെ. ഞാൻ പറയാൻ കാരണം ഇവിടെ ലാഗ് ആക്കുന്നതല്ല, ഇത് കത്താൻ കുറച്ച് പ്രയാസം. പക്ഷേ കത്തിക്കഴിഞ്ഞാൽ 100 വാട്ട് ബൾബ് പോലെ അങ്ങനെ തിളങ്ങി നിൽക്കും. സത്യം പറയാം, ഓവർ ആക്കുന്നില്ല. ബിക്കോസ് ഈ കൺസെപ്റ്റ് ആണ് സർ. എങ്ങനെ എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി? എടാ ഇൻക്രീസ് ആയില്ലേ? ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ സർ പിന്നെ എന്ത് ചെയ്യാനാ? അത് എന്ത് ചോദ്യം? വെരി ഗുഡ് സർ. എടാ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ എത്രയാ? എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, ഫൈനൽ ഏരിയ മൈനസ് എത്രയാണ് സർ? ഇനീഷ്യൽ ഏരിയ. എത്രയാ സർ ഫൈനൽ ഏരിയ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ. സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ഏരിയ എത്രയാ? എൽ സ്ക്വയർ. എല്ലാം കൂടിയും ഒന്ന് കൂട്ടിയേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എനിക്ക് എത്ര കിട്ടും? എൽ സ്ക്വയർ. അപ്പൊ എനിക്ക് എത്ര കിട്ടി? ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ എ കിട്ടി. അല്ല, ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ വളരെ ചെറുതായിരിക്കും. അപ്പൊ ഡെൽറ്റ എൽ സ്ക്വയറോ? എന്റെ മോനെ ഒന്നിനും ഉണ്ടാവില്ല. അപ്പൊ ഈ ഡെൽറ്റ എൽ സ്ക്വയറിന്റെ വാല്യൂ ഞാൻ എത്ര കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ 0 അല്ലേ? സോ ചേഞ്ച് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? 2l ഇൻറ്റു ഡെൽറ്റ എൽ. എടാ നമ്മുടെ ബീറ്റയുടെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എന്താ നോക്കിയേ? ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. സാറേ അടിപൊളി കൺസെപ്റ്റ് വരാൻ പോവാണ്. ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. ഡെൽറ്റ എന്റെ സ്ഥലത്ത് 2l ഇൻറ്റു ഡെൽറ്റ എൽ. എന്റെ സ്ഥാനത്ത് സാർ എനിക്ക് എത്ര കിട്ടി? എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി കൊടുക്കുകയാണെങ്കിൽ ഒരു എല്ലും ഒരു എൽ സ്ക്വയറിലെ എല്ലും കട്ടായി കഴിഞ്ഞാൽ 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. എത്ര പേർക്ക് കമന്റ് ചെയ്യാൻ പറ്റും? ഇയാളെ പറയുന്ന പേരെന്താ? ഒന്ന് മുകളിലേക്ക് നോക്കിയേ. ബീറ്റ ഇസ് ഈക്വൽ ടു, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബീറ്റ ഇസ് ഈക്വൽ ടു, എന്റെ സാറുമാര് കമന്റ് ചെയ്തേ. ബീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എടാ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. സർ പരിചയമുണ്ടോ? എടാ ഒന്നാമത്തെ കുതിരപ്പവൻ നോക്ക് സർ, ഒന്നാമത്തെ കുതിരപ്പവൻ നോക്കടാ. വെരി ഗുഡ് സർ. ഇയാളെ പറയുന്ന പേരല്ലേ ലെങ്ത് ഓഫ് ദ ലെങ്ത് വിച്ച് ഈസ് നോൺ ആസ് ആൽഫ. സോ ബീറ്റ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും സർ? 2 ഇൻറ്റു ആൽഫ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? പിന്നല്ല യെസ്. എടാ വേവ്സ് വിട്ടാൽ എ പ്ലസ് കിട്ടും. എടാ ഡിപ്പെൻസ് ആണ്, കാരണം ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഈ പഠിച്ചായിട്ട് ടോപ്പിക് വരികയാണെങ്കിൽ മാത്രം, അതാ റിസ്ക് ഫാക്ടർ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ എടാ വെരി ഗുഡ് സർ. ബീറ്റ ഇസ് 2 ആൽഫ. പരിപാടി കഴിഞ്ഞു. കള്ളത്തീപ്പൊരി ചോദിച്ചത് ഗാമ ഇസ് 3 ആൽഫ അല്ലേ? യെസ് മാൻ, യെസ് മാൻ, യെസ്. ഓക്കെ എടാ അങ്ങനെയാണെങ്കിൽ ഇന്നലെ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ സർ, വോളിയം. ഏറ്റവും ആദ്യം ലെങ്ത് ആണെങ്കിൽ വോളിയം എത്രയാടാ? ഇനീഷ്യൽ വോളിയം എത്രയാ സർ? ഒന്ന് എല്ലാവരും പറഞ്ഞത്. സർ ഇനീഷ്യൽ വോളിയം ഇസ് ഈക്വൽ ടു എൽ ക്യൂബ്. എത്രയായിരിക്കും ഫൈനൽ വോളിയം? എടാ ഫൈനൽ ലെങ്ത് എൽ പ്ലസ് ഡെൽറ്റ എൽ അല്ലേ? വോളിയത്തിന്റെ ക്യൂബിന്റെ വോളിയം എന്താടാ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു സ്ക്വയർ ആണോ ക്യൂബ് ആണോ? കമന്റ് ചെയ്തേ. എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ ആണോ സർ? ഹോൾ റേസ് ടു 3 ആണോ? കമന്റ് ചെയ്തടാ. സർ ഹോൾ റേസ് ടു 3. സോ ചേഞ്ച് ഇൻ വോളിയം കണ്ടെത്തണമെങ്കിൽ, ഡെൽറ്റ വി കണ്ടെത്തണമെങ്കിൽ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. എടാ ഈ ഒരു ഡിറൈവേഷൻ മാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുള്ളൂ. വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. വി ഫൈനൽ എന്ന് വെച്ചാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് മൈനസ് വി ഇനീഷ്യൽ എന്ന് വെച്ചാൽ എൽ ക്യൂബ്. എൽ പ്ലസ് ഡെൽറ്റ എൽ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താ? എ സ്ക്വയർ പ്ലസ് 3ab സ്ക്വയർ പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് ബി ക്യൂബ്. ടെൻഷൻ ഉണ്ടോ? വാ കൂടെ വാ ഞാൻ പറഞ്ഞുതരാം. സർ എൽ പ്ലസ് ഡെൽറ്റന്റെ എൽ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് 3l സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് ഹോൾ മൈനസ് എത്രയാ? എൽ ക്യൂബ്. എൽ ക്യൂബും വെട്ടിയിട്ട വാഴത്തണ്ട്. സർ ഡെൽറ്റ എല്ലേ ചെറുതാ, അപ്പൊ ഡെൽറ്റ എൽ സ്ക്വയറെ പോടാ, ഡെൽറ്റ എൽ ക്യൂബ് പൊപ്പോടാ. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 3l സ്ക്വയർ ഡെൽറ്റ എൽ. സോ എടാ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി എനിക്ക്? 3l സ്ക്വയർ ഡെൽറ്റ എൽ. അല്ല
എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. ഗാമയുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി അല്ലേ? സർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഗാമ ഈസ് ഈക്വൽ ടു, ഞാനൊന്ന് കളർ മാറ്റി തീപ്പൊരി. എടാ എവിടെടാ കളർ? ഗാമ ഈസ് ഈക്വൽ ടു സർ എനിക്ക് എത്ര പറയാൻ പറ്റും? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി ആയതുകൊണ്ട് ഡെൽറ്റ വിയുടെ സ്ഥാനത്ത് 3L² ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ വി, ഏറ്റവും ആദ്യത്തെ വോളിയം എത്രയാ? L³ ഇൻറ്റു ഡെൽറ്റ ടി. L² L³ ക്യൂബ് പോയി ഒരു 1 ആയി കിട്ടി. സോ 3 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഡെൽറ്റ ടി. മക്കള് കമന്റ് ചെയ്തേ. ഇയാള് പറയുന്ന പേരെന്താ? രാമൻകുട്ടി. ശശാങ്കൻ എന്നാണോ? അല്ല. പീതാംബരൻ എന്നാണോ? അല്ല. ഐമുട്ടി എന്നാണോ? അല്ല. കമന്റ് ചെയ്തടാ, കമന്റ് ചെയ്ത്. ഇത് കിട്ടിക്കഴിഞ്ഞോ? യു ആർ റെഡി സർ. 4 മാർക്കോ 3 മാർക്കോ? ഇത് മൂന്നും ചോദിക്കുകയാണെങ്കിൽ, ഐ മീൻ ബീറ്റ ഈസ് ഈക്വൽ 2 ആൽഫ, ഗാമ ഈസ് ഈക്വൽ 3 ആൽഫ ആണെങ്കിൽ യു ആർ റെഡി 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. പോരട്ടടാ, വെരി ഗുഡ് സർ. ഐമുട്ടിയല്ല, പീതാംബരനല്ല, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? 3 മറന്നു പോയോ? എങ്ങനെ മച്ചാ 3 മറക്കുക? സോ ഗാമ ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടിയടാ? 3 ആൽഫ. സർ വെരി ഗുഡ്, അടിപൊളിയായി കമന്റ് ചെയ്യുന്നുണ്ട്. സർ ഇത് സെറ്റോസ്കി ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയണ്ട, നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ? സർ പോരട്ടെ, ആ പാഠം പഠിച്ചവരാണെങ്കിൽ ഒരു ടെൻഷൻ ആവണ്ട. എങ്ങനെ കിട്ടി? പകുതിയായി മച്ചാ. അതാ ഗാമ ആൽഫ കിട്ടി. ദേ നോക്കിയേ, കളർഫുൾ മെത്തേഡ്സ്. റെഡി? ഒന്നും അറിയില്ല. മൈക്കൻ്റെ അല്ല മിണ്ടണ്ട, മൈക്കൻ്റെ അല്ല മിണ്ടണ്ട. ഫ്രഷ് ഫ്രഷ് ഇതേ പണ്ട് പഠിപ്പിച്ചു. ഓ ഇപ്പൊ ഡെറിവേഷനിൽ മാറ്റുന്നില്ല. ഇത് നോക്ക്, മൈക്ക് മൈക്ക് നിങ്ങൾ എന്ത് ചെയ്യാ? ഇതെന്താ വായിക്കാ? ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ എഴുതിയല്ലോ. ഇതറിയാലോ. പിന്നെ ഒരു എന്തൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു അല്ലേ? അത് ആൽഫ എന്താന്ന് എഴുതി വെച്ചാലേ, അത് എവിടുന്ന് കിട്ടിയെന്ന് എഴുതി വെച്ചാൽ. കാരണം ആൽഫ ഈസ് ഈക്വൽ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്ന്, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുള്ള ആ പരിപാടിയാണ് ബേസിക്കലി ഇത്. ഇനി എന്ത് ചെയ്യാ? ചേഞ്ച് ഇൻ ഏരിയ. എവിടെ പോയി? ഏരിയ എവിടെ പോയി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്തോ വിളിച്ചോ ഞാൻ ഇപ്പൊ വരാം. അടിപൊളി. ഇനിയൊരു അല്ല കഴിഞ്ഞ ഇനിയിപ്പോ ഒരു സെക്കൻഡ് ടോപ്പിക് ആയി. 5 ടോപ്പിക്സ് ഓൺലി. റെഡി? ഓക്കെ. യെസ്. ഓക്കെ. നോ നോ യെസ്. ആ മനസ്സിലായി. നോ ഉണ്ടല്ല. ഓ യെസ്. എടാ അടുത്ത ക്വസ്റ്റ്യൻ. എടാ മുത്തേ അജയെ, നമുക്ക് കമന്റ് ഓപ്പൺ ആക്കിയത് എല്ലാം കൊണ്ട് നല്ലതാ. ഓപ്പൺ ആക്കിയത് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി. എടാ ഈ ചോദ്യത്തിന് ഒരു പ്രശ്നം ഞാൻ പറയാം. സർ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്ന് വെച്ചാൽ സർ എങ്ങനെയാ ഇത് ചെയ്യുക? എടാ കൺസെപ്റ്റ് നോക്കിയേ. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ എന്നല്ലേ? അല്ല മച്ച, ആൽഫ ഈസ് ടു ബീറ്റയും ആൽഫയും തമ്മിൽ റിലേഷൻ എത്രയാ സർ? ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. ഗാമയും ആൽഫയും തമ്മിൽ റിലേഷൻ എത്രയാ? ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. ആൽഫയെ കട്ടായി പോയി. നാളെയാണ്. എത്ര കിട്ടും സർ? ഓക്കെ, കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ. യെസ് ഓക്കെ യെസ്. എടാ അങ്ങനെ എത്ര കിട്ടും സർ? 1:2 നമുക്ക് എത്ര കിട്ടും? 2:2 നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇങ്ങനെയാണ് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ റേഷ്യോ കിട്ടുന്നത്. കാണാപ്പാടം പഠിച്ച കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം തീർന്നില്ലേ? വാല് നോക്കിയേ. റൈറ്റ്, ഇറ്റ്സ് SI യൂണിറ്റ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് എലജന്റ്. എല്ലാം വാങ്ങാത്തൂല്ലേ? നോക്കിയേ, എന്താണ് സർ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും സർ SI യൂണിറ്റ്? എടാ യൂണിറ്റ് ഓഫ് ആൽഫയും ബീറ്റയും ഗാമയും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല സർ. ആൽഫയുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. എടാ ഡെൽറ്റ എല്ലിന്റെ യൂണിറ്റ് എത്രയാ? മീറ്റർ. എല്ലിന്റെ യൂണിറ്റ് എത്രയാ? മീറ്റർ. ഡെൽറ്റ ടിയുടെ യൂണിറ്റ് എത്രയാ സർ? ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിൻ. മീറ്റർ വെട്ടിയിട്ട് വാഴത്തണ്ട്. നമുക്ക് എത്ര കിട്ടും? 1 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് പോവാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ആൽഫയാവട്ടെ സർ, ബീറ്റയാവട്ടെ സർ, ഗാമയാവട്ടെ, ഇത് മൂന്നിനും എന്ത് യൂണിറ്റാ? വെരി ഗുഡ്, ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. എന്റെ സാറുമാരെ ടെൻഷൻ ആവരുത്, അല്ലെങ്കിൽ കെൽവിൻ റേസ് ടു -1 എന്നും പറയാം. ടെമ്പറേച്ചർ SI യൂണിറ്റ് യൂസ് ചെയ്യാം. അടിപൊളിയായി കമന്റ് ചെയ്യുന്നുണ്ട് സർ. തെർമൽ എക്സ്പാൻഷൻ കഴിഞ്ഞു സർ. ഇനി കുറെ ഉണ്ടാവൂലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ടോപ്പിക്. ചാപ്റ്റർ പകുതിയായടാ. അതിനു മുന്നേ ആയ ഒരു ക്വസ്റ്റ്യൻ. വൈ ഇൻ വാർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ പെൻഡുലം ഓഫ് ദ ക്ലോക്ക്? സർ ഇത് ആക്ച്വലി ഞാൻ പറയട്ടെ, ഒരു തിയറട്ടിക്കൽ ആയ കൺസെപ്റ്റാണ്. നമ്മുടെ പെൻഡുലം ഓഫ് ദ ക്ലോക്കിൽ ഈ സാധനം ഉണ്ടോ? അല്ല, നിങ്ങൾ ഓസിലേഷനിൽ പഠിച്ചെന്താ? ടൈം പീരീഡ് T is equal to 2π√of ആ പെൻഡുലത്തിന്റെ ലെങ്ത് L ഡിവൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലെങ്ത് കൂടി കഴിഞ്ഞാൽ ടൈം പീരീഡ് ബാധിക്കൂലേ? ഒന്ന് കമന്റ് ചെയ്തേ സാറേ.
എന്താച്ചാ കമന്റ് ചെയ്ത് കമോൺ എവരിബഡി. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണെങ്കിൽ എല്ലാം അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുക്കല്ലേ. എല്ല് മാറിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് മാറും. അപ്പൊ നോക്കി ഓസിലേഷൻ നോർമൽ. സന്നിധി മറന്നേക്ക്, എന്റെ ഉണ്ണിക്ക് ഒന്നുമില്ല, മറന്നേക്ക്. ടി ഈസ് ഈക്വൽ 2π√L/g. എല്ല് മാറി ടി മാറും. മതി വേറൊന്നും വേണ്ട. സർ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഈ പെൻഡുലം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ ടൈം പീരീഡ് കൂടും. സർ ഈ ലെങ്ത് എങ്ങനെ കൂടാ? ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ തെർമൽ എക്സ്പാൻഷൻ ലീനിയർ എക്സ്പാൻഷൻ സർ. അപ്പൊ ലെങ്ത് കൂടി കഴിഞ്ഞാൽ ആദ്യം ടിങ് ടിങ്, ഇപ്പം ടിങ് ആകെ അറഞ്ചം മണിയടിയായിരിക്കും. അങ്ങനെ അടികപ്പിയാലെ കൂട്ടമണി അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു പെൻഡുലം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ഒന്നെല്ലാവരും കമന്റ് ചെയ്തേ. തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവാൻ പറ്റുമോ ഇല്ലേ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഹൈ തെർമൽ എക്സ്പാൻഷൻ ആണോ ലോ തെർമൽ എക്സ്പാൻഷൻ ആണോ? ഹൈ വാല്യൂ ഓഫ് ആൽഫയാണോ ലോ വാല്യൂ ഓഫ് ആൽഫയാണോ? വെരി ഗുഡ്, കമന്റ് ചെയ്തേ സർ. ഹൈ ആണ്, അതന്നെ ടിങ് ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ സർ? ഹൈ വാല്യൂ ആയി കഴിഞ്ഞാൽ നീട്ടി അങ്ങ് വലിയൂലേ പിള്ളേച്ച. ഹൈ പറ്റൂല സർ, എന്തായേ പറ്റൂ? ലോ. അങ്ങനെ മക്കളെ ലോ തെർമൽ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇൻവാർ. ദാറ്റ് ഈസ് ലോ. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും സർ? തെർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? തെർമൽ എക്സ്പാൻഷൻ കുറവായിരിക്കും. അതുകൊണ്ടാ സാറേ മണിയടി ഇപ്പൊ സെറ്റ് ആയി നിൽക്കുന്നത്. ഇപ്പൊ മണിയടി ഇപ്പൊ ഡിജിറ്റൽ ക്ലോക്കാ, അതുകൊണ്ട് പറഞ്ഞതാ. പെർഫെക്റ്റ് സർ, പരിപാടി കഴിഞ്ഞു. ചെക്ക് ലിസ്റ്റ് 2 ടോപ്പിക് സർ സെറ്റോസ്കി ആണെങ്കിൽ ഇപ്പൊ വേണ്ടത് ഒരു പച്ചക്കടല. പോരട്ടെ സർ, ഇതുവരെ സർ ക്ലിയർ ആണോ? സെറ്റോസ്കി ആണോ സാറേ? ഇന്നാ പിടിച്ചോ. ഒരു ടോപ്പിക് നമ്മൾ മിസ്സാക്കിയിട്ടില്ല, ഒരു തിയറിയും പറയാതെ പോയിട്ടില്ല സർ. അങ്ങനെയാ? അതാണ് ഇന്നലെ ഞാൻ ഒരു പ്രോമോ ചെയ്ത സമയത്ത് എല്ലാവരോടും താഴെ സാറേ ക്വസ്റ്റ്യൻസ് മാത്രം പറയുക, തിയറി പറയും. തിയറിയും കൂടി പറയുന്നുണ്ട് മുത്തേ. ഇതിലാണ് നമ്മൾ കുറച്ചൊരു സിമ്പിൾ തിയറി പറഞ്ഞ് അടുത്തതിലാണ് സ്പെസിഫിക് ഹീറ്റ് എന്താ, അതേപോലെ സെൻസിബിൾ ഹീറ്റ് എന്താ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. വേണ്ട മുത്തുമണികളെ നീലാകാശം. ഇന്നടെ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ദ അനാമുലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, നമ്മുടെ 3ാമത്തെ ടോപ്പിക്. സർ ഈ വെള്ളത്തിന് ചെറിയൊരു തഗ് ലൈഫ് ഉണ്ട്. എന്താ തഗ് ലൈഫ്? ലോകത്തിൽ ജനറലി ഏതൊരു സാധനത്തിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലും അതിന്റെ വോളിയം കൂടും. എന്നാൽ വോളിയം ഓഫ് വാട്ടർ നേരെ തിരിച്ചാ. വെള്ളം പണ്ടേ കുറച്ച് തഗ് ലൈഫ് ആണല്ലോ, കാരണം നമ്മൾ ദാഹം മൊത്തം അകറ്റുന്ന വെള്ളമാണല്ലോ. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വെള്ളത്തിനെ ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഞാൻ എക്സ് ആക്സിലും ആ വെള്ളത്തിനെ ചൂടാക്കുന്നത് അനുസരിച്ചുള്ള വോളിയം ഞാൻ വൈ ആക്സിലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തെ ചൂടാക്കുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, എന്റെ മക്കൾ കമന്റ് ചെയ്ത് സർ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് വോളിയം ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ? എന്റെ സാറുമാർ കമന്റ് ചെയ്തേ. ഞാൻ ഈ ഭാഗമാണ് ചോദിക്കുന്നത് സർ. ഈ ഭാഗത്ത് വോളിയം എന്താ ചെയ്യുക സർ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഡിക്രീസ് ആവുന്നുണ്ട്. കുറെ കഴിഞ്ഞ് ഒരു സർട്ടേൺ ടെമ്പറേച്ചർ ആയപ്പോ വെള്ളത്തിന് മനസ്സിലായി ഇനി ജാട വെച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം പിന്നെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ വോളിയം എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു സർട്ടേൺ ടെമ്പറേച്ചർ വരെ വോളിയം ഡിക്രീസ് ആവുന്നു. അത് കഴിഞ്ഞ് വോളിയം ഇൻക്രീസ് ആവുന്ന ആ ഒരു പരിപാടിയെ നമ്മൾ പറയുന്ന പേരാണ് ദ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? നീട്ടി വായിക്കും അച്ഛാ. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ ഫ്രം 0 degrees Celsius. In the graph, mark the temperature at which the water has maximum density. സാർ ഡെൻസിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഏത് ടെമ്പറേച്ചർ വരെയാണ് കുറയാൻ നോക്കിയാലോ. നിങ്ങൾ പഠിച്ച എല്ലാവർക്കും അറിയാം സർ. ഇത് നോക്കിയേ, 0, 1, 2, 3, 4. അപ്പൊ ഈ ടെമ്പറേച്ചർ എത്രയാണ്? വെരി ഗുഡ്, വിച്ച് ഈസ് 4 degrees Celsius. അതിനർത്ഥം 4 degrees Celsiusലാണ് ആ വെള്ളത്തിന്റെ വോളിയം എന്താവുന്നത്? മിനിമം ആവുന്നത്. സർ വോളിയം 4 degrees Celsius മിനിമം ആയി കഴിഞ്ഞാൽ ഡെൻസിറ്റി എത്രയായിരിക്കും? മാക്സിമം ആണോ മിനിമം ആണോ? സർ ഡെൻസിറ്റിയും വോളിയം തമ്മിൽ റിലേഷൻ അറിയില്ല മച്ചാ. ഞങ്ങളുടെ എജ്യൂപോർട്ടിന്റെ രോമാഞ്ച കഞ്ചുകം, ഞങ്ങളുടെ എജ്യൂപോർട്ടിലെ എല്ലാ ഇവരാണ് ലുക്മാൻ. ലുക്കാ. അപ്പൊ ഈ ലുക്മാന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക്. നിങ്ങൾ അമ്മയെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ലുക്മാനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, അച്ഛനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, തീപ്പൊരി ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക്, ചറപറ ലൈക്ക് ആവട്ടെ. ഇപ്പനെ പോയിക്കോ. പിടിച്ചോ. ഒന്ന് ലൈക്ക് ചെയ്യണം മച്ചാൻ. അതാ വാപ്പ കണ്ടുപേരിട്ടതാ ലുക്മാൻ. അതാണ്ടാ തള്ളിയതല്ല, സത്യം പറയാം. എന്നൊക്കെ പോട്ടെ, തിരിച്ചു വരാം. അപ്പൊ തീപ്പൊരി പഠിപ്പിക്കൂ. യെസ്. അപ്പൊ 4 degrees Celsius വോളിയത്തിന്റെ വാല്യൂ എത്രയാ? മിനിമം. സർ ഡെൻസിറ്റിയും വോളിയം തമ്മിൽ റിലേഷൻ എന്താ? സർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അതെങ്ങനെ കിട്ടി? അത് ഞാനല്ല, പുതിയ ആൾക്കാർ കണ്ടുപിടിച്ചാണ് സർ. അതിനർത്ഥം വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി എന്തായേ പറ്റൂ? മാക്സിമം ആയേ പറ്റൂ. അതിനർത്ഥം 4 degrees Celsius വോളിയം മിനിമം ആണ്. അപ്പൊ ഉത്തമ ഡെൻസിറ്റി എന്തായേ പറ്റൂ? ഡെൻസിറ്റി സർ മാക്സിമം ആയേ പറ്റൂ.
അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം മിനിമം ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഡെൻസിറ്റി മാക്സിമം. സർ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം, ലുക്കുമാൻ അതേടാ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. 2 ചോദ്യങ്ങൾ വരാം. ഒന്ന്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ വേരിയേഷൻ ഓഫ് വോളിയം വി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അല്ലെങ്കിൽ സർ അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഹാസ് ദ മാക്സിമം വാല്യൂ, സോറി ദ വോളിയം ഹാസ് ദ മിനിമം വാല്യൂ ഓർ ഡെൻസിറ്റി ഹാസ് ദ മാക്സിമം വാല്യൂ. ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചതിലേക്ക് പോയാൽ അല്ല ചാമ്പ്യതല്ല ആ സ്ലൈഡ്സുകൾ മൊത്തം നോക്കി. സർ അറ്റ് വാട്ട് ടെമ്പറേച്ചർ the water has minimum volume or the maximum density. സർ മിനിമം വോളിയം ആവട്ടെ മാക്സിമം ഡെൻസിറ്റി ആവട്ടെ ആ ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ് എത്രയാണ്, 4 ഡിഗ്രി സെൽഷ്യസ്. സർ അടുത്ത ചോദ്യം വരാം, ഇതിന്റെ തന്നെ കെൽവിന്റെ വാല്യൂ എത്രയായിരിക്കും? എടാ 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ സർ ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ കണ്ടെത്തണമെങ്കിൽ സർ 4നെ കൊണ്ട് എന്ത് ആഡ് ചെയ്താൽ മതി മച്ചാ, മറന്നുപോയി ഞാനില്ലേ കൂടെ 4+ എനിക്ക് എത്ര പറയാൻ പറ്റും, 273.15. കമന്റ് ബോക്സിൽ ആറാടിക്കേടാ 273.15 + 4 വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടുമടാ, 277.15. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എത്രയാ സാറേ, കെൽവിൻ. പരിപാടി കഴിഞ്ഞു. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്നടാ പിടിച്ചു, സിമ്പിൾ ആയി ചോദ്യം. ഇത് ആക്ച്വലി ഇപ്പൊ വരേണ്ടതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഓർ ദ സീറോ കെൽവിൻ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു ഐഡിയൽ ഗ്യാസിന് വരാൻ പറ്റുന്ന ഏറ്റവും മിനിമം ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സീറോ കെൽവിൻ. അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞതാണ് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ്. ജസ്റ്റ് ഗ്യാപ്പിൽ ഒന്ന് കയറ്റിയതിലൊന്നും തോന്നരുത്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഗ്രാഫ് below exhibits the anomalous expansion of water. തൊട്ട് മുന്നത്തെ ഗ്രാഫ്. Based on the graph, explain how the lakes freeze from the top to bottom rather than from the bottom to top. നമ്മൾ ആ ഒരു തണുപ്പ് കാലത്ത് ഈ ലേക്ക് മൊത്തം ഫ്രീസ് ആവുമ്പോൾ അതിന് താഴെ ഭാഗം മൊത്തം ഫ്രീസ് ആവുന്നില്ല. ആ മീനിങ്ങനെ നൈസായിട്ട് കോയിത്തരം കാണിക്കാൻ വേണ്ടി പോണ സമയത്ത് ഫ്രീസ് ആവുമ്പോൾ ചെക്കായി നിൽക്കൂല. പിന്നെ 6 മാസം കഴിഞ്ഞ് ചെക്കായി പഴയ പോലെ ആവുന്നത് അല്ല സർ. ചെങ്ങായി താഴെ കൂളായി കോയിത്തരം കാണിക്കുന്നുണ്ട് അപ്പുറത്തെ പെൺമീനുമായിട്ട്. അത് വേറെ കാര്യം. ഇതേ കണ്ടോ ചെങ്ങായി കണ്ടോ, ദാ ഇവരുമായിട്ട് സല്ലപിക്കല് തന്നെ, കളി തന്നെ, പൊളി തന്നെ. എങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കുറയാന്ന് വെച്ചോളൂ. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സർ എന്താ, ടെമ്പറേച്ചർ കുറഞ്ഞു, ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആയി, 10, 7 8 6 5 4 അവിടെ നിൽക്ക് രാമൻകുട്ടി. 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ സർഫേസിലെ ആ ഒരു വെള്ളം ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വെള്ളത്തിന്റെ ഗുണം എന്താ സർ? 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്താ? മാക്സിമം ആണ്. അല്ല, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി മാക്സിമം ആയി കഴിഞ്ഞാൽ മാസും മാക്സിമം ആവും. അതിനർത്ഥം മാസും എന്താണ് സർ? മാക്സിമം ആണ്. എടാ മാസ് മാക്സിമം ആയി കഴിഞ്ഞാൽ ഇപ്പൊ മുകൾ ഭാഗത്ത് നിൽക്കുന്ന 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം ടോപ്പ് നിൽക്കാണോ ചെയ്യുക, ബോട്ടത്തിലേക്ക് വരാണോ ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്ത്. ഇത് കൺസെപ്റ്റാണ്. 4 ഡിഗ്രി സെൽഷ്യസ് നിൽക്കുന്ന വെള്ളം ഇപ്പൊ ഡെൻസിറ്റി മാക്സിമം ആണ്, കാരണം അത് അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിന്റെ പ്രോപ്പർട്ടിയാണ്. ആ സമയത്ത് സർ ആ 4 ഡിഗ്രി സെൽഷ്യസ് വെള്ളം ടോപ്പിൽ നിൽക്കാണോ ബോട്ടത്തിലേക്കാണോ? ബിലാലെ ശരിയാണ് ബിഗ് ബി, ബോട്ടത്തിലേക്കല്ലേ. കാരണം മാസ് കൂടി, മാസ് കൂടും വെയിറ്റ് കൂടും, താഴേക്ക് പിടിച്ചു വലിക്കും. വെരി ഗുഡ് സർ. അപ്പൊ ഈ 4 ഡിഗ്രി സെൽഷ്യസ് വെള്ളം നേരെ എവിടേക്ക് വരും? താഴേക്ക് വരും. ഇപ്പൊ ഇവിടെയുള്ള ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എത്രയാ? 4 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ വെള്ളം വീണ്ടും ആ ടെമ്പറേച്ചർ കുറഞ്ഞു. 4 ഡിഗ്രി സെൽഷ്യസ് ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ആയി, അല്ലെങ്കിൽ ഈ വെള്ളം മുകളിലേക്ക് പോയി. 3 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളം ഈ 4 ഡിഗ്രി സെൽഷ്യസിന്റെ വെള്ളത്തിന് അത്രയും മാസം ഉണ്ടാവോ? ഇല്ല. അത് 4 ഡിഗ്രി സെൽഷ്യസിന്റെ ടോപ്പിലാണോ ബോട്ടത്തിലാണോ അത് നിൽക്കുക? 3 ഡിഗ്രി സെൽഷ്യസ് വെള്ളവും മാസം ഉണ്ടാവും, പക്ഷെ ഇത്ര മാസം ഉണ്ടാവില്ല. അപ്പം ഇതിന്റെ ടോപ്പിലാണോ ബോട്ടത്തിലാണോ നിൽക്കുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. സർ അതിന് മാസ് കുറച്ച് കുറവല്ലേ? ആരേക്കാളും? 4 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളത്തിനേക്കാളും കുറവല്ലേ? വെരി ഗുഡ് സർ. അവൻ എവിടെ വന്ന് നിൽക്കും? കോഴിത്തരം കാണിക്കുന്ന മീൻ്റെ അവിടെ വന്ന് നിൽക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ആ വെള്ളങ്ങൾ അങ്ങനെ പോയി 3 ഡിഗ്രി സെൽഷ്യസ് ആയി, ഇവിടെ 2 ഡിഗ്രി സെൽഷ്യസ് ആയി, ഇവിടെ 1 ഡിഗ്രി സെൽഷ്യസ് ആയി. അവിടെ വെയിറ്റ് ചെയ്യേ. ഇങ്ങനെ നമ്മുടെ ടെമ്പറേച്ചറിന്റെ വാല്യൂ 0 ഡിഗ്രി സെൽഷ്യസ് ആയി. 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം എന്താവാ ചെയ്യുക? ഐസ് ആവാണോ ചെയ്യുക, വേപ്പർ ആവാണോ ചെയ്യുക? അതെ സാറേ, തിളച്ചു പൊന്തും. അമ്പട മനമേ തീപ്പട്ടിക്കോലെ. കമന്റ് ചെയ് സർ. ടോപ്പിലെ ടെമ്പറേച്ചറിന്റെ വാല്യൂ എത്രയാ? ടോപ്പിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിന്റെ വാല്യൂ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ സർ എന്ത് സംഭവിക്കും? ഫ്രീസ് ആവും. എടാ ഫ്രീസ് ആയി കഴിഞ്ഞാൽ ഈ ചെങ്ങായി മാത്രമേ എന്താവുള്ളൂ സാറേ? ഫ്രീസ് ആവുള്ളൂ. കാരണം താഴെയുള്ള ടെമ്പറേച്ചർ എത്രയാടാ? 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഏറ്റവും ആദ്യം ഫ്രീസ് ആവുന്നത് എവിടെയാണ്? ടോപ്പാണ്. ചിലപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു, നല്ല തണുപ്പായി സർ, ഭയങ്കര തണുപ്പായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇതും ഫ്രീസ് ആവാം. ആ 1 ഡിഗ്രി സെൽഷ്യസ് 0 ആയിട്ട് മാറാം. പക്ഷെ ഒരിക്കലും ഇവിടെ നല്ല ഫ്രീസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോട്ടത്ത് നല്ല
ടോപ്പിൽ നിന്നും എവിടേക്കാ ബോട്ടത്തിലേക്കാ മച്ചാ. കോഴിത്തരം ഉഷാറായി കണ്ടിന്യൂ ചെയ്തോളൂ ഒരു പരിധി വരെ. അപ്പൊ സർ ഉത്തരം കിട്ടിയോ? എങ്ങനെ ഇത് അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആയത്? ഏറ്റവും ആദ്യം 4 ഡിഗ്രി സെൽഷ്യസ് വെള്ളം താഴേക്ക് വരാനുള്ള കാരണം എന്താ? അതിന്റെ മാസ് കൂടി. കാരണം എന്താ? ഡെൻസിറ്റി കൂടി. കാരണം എന്താ? വോളിയം കുറഞ്ഞു. കാരണം എന്താ? സാറേ ഈ ഗ്രാഫ്. പരിപാടി കഴിഞ്ഞോ? ഈ പരിപാടിയും കൂടി കഴിഞ്ഞ് സാറേ സെറ്റോസ്കി ആണെങ്കിൽ ഒരു ചുവന്ന ഭൂമി തരികയാണെങ്കിൽ സർ ഒറ്റ ചോദ്യം പറയാം, ടോപ്പിക് കഴിഞ്ഞു. 2 ടോപ്പിക് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഫ്രം ദ ഹാർട്ട് ആയിട്ട് പറയണം സർ, ഇത് ക്ലിയർ ആയോ? സർ അടിയിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് കുറയുകയല്ലേ ചെയ്യാൻ? എടാ അടിയിൽ എടാ മുത്തേ ഹൈറ്റ് അത് പ്രഷറാ മുത്തേ. എടാ താഴേക്ക് പോകുമ്പോഴുള്ള കൺസെപ്റ്റ് അത് നമ്മൾ പ്രഷറിന്റെ കൺസെപ്റ്റാ. ഇവിടെ നമ്മൾ പറയുന്നത് ഡെൻസിറ്റിയും അതായത് വെള്ളത്തിന്റെ ആ 4 ഡിഗ്രി സെൽഷ്യസിൽ നന്നായി മാസുള്ള വെള്ളമാകുമ്പോൾ മാസ് കൂടുമ്പോൾ അതിന്റെ തൂക്കം കൂടുതലോ, വെയിറ്റ് കൂടുതലോ. ആ വെയിറ്റ് കാരണം ഗ്രാവിറ്റി താഴേക്ക് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് താഴേക്ക് വരുന്നു. അതാട്ടാ മുത്തേ. സെറ്റ് ആയടാ? എല്ലാവരും കമന്റ് ചെയ്തേ. എടാ ഞാൻ ഡൗട്ട് പറഞ്ഞ ചങ്ങായിക്ക് സെറ്റോസ്കി ആണെങ്കിൽ അവനും കൂടി ഒന്ന് കമന്റ് ചെയ്തേ പോരട്ടെ. യെസ് എടാ ക്വസ്റ്റ്യൻ വരാം വരാം വരൂലേ? ഓക്കെ എടാ അതൊക്കെ തമാശ കണ്ട മുത്തേ. എടാ യെസ് കാണാറിയല്ലോ നമ്മൾ മാരത്തോണിൽ ഐ മീൻ കണ്ടിന്യൂസ് ആയി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു ഫൺ എലമെന്റ് വേണ്ട, അതുകൊണ്ടാണ്. എടാ സെറ്റോസ്കി എവിടെ സർ? അല്ലടാ മെഗ്ലഡൂർ. എടാ ഇവിടൊക്കെ 2 ഡിഗ്രി ഒക്കെ ഫ്രീസ് ആവുന്ന എപ്പോഴാ അറിയോ? ഈ 0യും 1 2 ഒക്കെ ഈ 1 കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് കൂടി 0 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഫ്രീസ് ആവുള്ളൂ. അതേപോലെ 2 തണുപ്പ് കൂടി 1 ആയി തണുപ്പ് കൂടി 0 ആവുമ്പോൾ അപ്പോഴേ അത് ഫ്രീസ് ആവുള്ളൂ. ഒരിക്കലും വെള്ളം 1 ഡിഗ്രി സെൽഷ്യസ് ഫ്രീസ് ആവില്ല. അത് 0 ആവണം. അപ്പൊ ഏറ്റവും ആദ്യം സാധാ തണുപ്പത്ത് ഇവിടെ ആയിരിക്കും 0. നല്ല തണുപ്പത്ത് ഇതും കൂടി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നല്ല തണുപ്പത്ത് സാർ ഇതും കൂടി 0 ആയിട്ട് മാറും. പിന്നെ തണുത്ത് നമ്മൾക്ക് മരിച്ചു. അതുകൊണ്ടാണ് അപ്പൊ വിഷയം കണ്ട. യെസ് പോട്ടെ. യെസ് എടാ കാണുമ്പോൾ കിളി പോകും. ഡ്രീമേഴ്സ് ഒരു വിഷയമൊക്കെ ഉണ്ടാ കിളി പോണ ആ പോണ കിളിയുമ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ മുത്തി 2 ദിവസമല്ലേ? നോ വറീസ് മാൻ ചില്ലോസ്കി. യെസ് എടാ വെരി ഗുഡ് സർ. അപ്പൊ പിടിച്ചോ. എടാ 273.5. എടാ ആസിഫ് ആക്ച്വലി കറക്റ്റ് 273.15 വേണമെന്നാണ്. കാരണം അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീഴിൽ വരുന്ന സംഭവം. അപ്പൊ സർ തിരിച്ചതിലേക്ക് പോവല്ലേ? ഇന്ന് ഗിരിജ എന്ത് ചോദ്യം എല്ലാ ചാപ്റ്റേഴ്സും 14 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പൊ സർ പിടിച്ചോ. എടാ ഒരൊറ്റ ഡൗട്ട് ചോദിക്കട്ടെ. എനിക്ക് റെഫറൻസ് പിടിക്കാനാണ് സർ. ഇത് ഓക്കെ അല്ലേ? എന്നാ പിടിച്ചോ. അടുത്ത ചോദ്യം അടുത്ത ടോപ്പിക് ടൈപ്സ് ഓഫ് ഹീറ്റ്. സർ ഇതിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ ഞാൻ പറയട്ടെ സർ, വേണ്ട കാര്യങ്ങൾ അതിന്റെ തന്നെ ഏതാണ് തിയററ്റിക്കലായ കൺസെപ്റ്റ്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി. വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ സർ? നമ്മുടെ കയ്യിൽ എത്രയെങ്കിലും കിലോഗ്രാം സബ്സ്റ്റൻസ് ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ ആയി കൂട്ടണമെങ്കിൽ നിങ്ങൾ എത്ര ഹീറ്റ് ആണോ കൊടുക്കേണ്ടത് ആ ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. എസ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എത്രയാണ്? ഡെൽറ്റ ടി. എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ സർ ഇതാണ് ഇക്വേഷൻ എങ്കിൽ എന്തായിരിക്കും യൂണിറ്റ്? എടാ ഡെൽറ്റ ക്യൂ ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ഡെൽറ്റ ടിയുടെ യൂണിറ്റ് കെൽവിൻ ആണ്. അപ്പൊ എനിക്ക് എസ് ഐ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എത്ര പറയാൻ പറ്റും സർ? ഡെൽറ്റ ക്യൂയുടെ യൂണിറ്റ് ജൂള്, ഡെൽറ്റ ടിയുടെ യൂണിറ്റ് കെൽവിൻ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ജൂൾ പെർ കെൽവിൻ. ഒരൊറ്റ ഡൗട്ട് ചോദിക്കട്ടെ, ഇവിടെ ഞാൻ കൊടുക്കുമ്പോഴുള്ള ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടുന്ന ഹീറ്റ് അല്ലേ? അങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ ടൈപ്പ് ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരെന്താടാ? കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ കുഴപ്പിച്ച ചോദ്യമാണ് സാറേ. എത്രയാടാ? സെൻസിബിൾ ഹീറ്റ് ആണോ ലേറ്റന്റ് ഹീറ്റ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ടെമ്പറേച്ചർ നമ്മളൊരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരി ഗുഡ്, അവിടെ അതിന് ടെമ്പറേച്ചർ ആണ് കൂടുന്നതെങ്കിൽ ആ ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാ? എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് സർ. വിച്ച് ഈസ് ഈക്വൽ ടു യെസ് വെരി ഗുഡ് സർ, വിച്ച് ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ്. സാറേ ഇവിടെ ടെമ്പറേച്ചർ കൂടിയില്ലേ? 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയില്ലേ? അതിനെ പറയുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ്. അടിപൊളി സർ. അപ്പൊ എനിക്ക് വാശിയായി. എത്രയോ കിലോഗ്രാം സബ്സ്റ്റൻസ് കള്ള തീപ്പൊരി 1 കിലോഗ്രാം എടുക്കടാ. അങ്ങനെ ഞാൻ സ്പെസിഫിക് ആയി സർ എനിക്ക് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് വേണം, അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണം. ഹീറ്റ് കപ്പാസിറ്റി തന്നെ, പക്ഷെ ഞാൻ അവിടെ വാശി പിടിച്ച് സ്പെസിഫിക് ആയിട്ടുണ്ട്. അങ്ങനെ 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണമെങ്കിൽ ആ ടൈപ്പ് കൺസെപ്റ്റ് ആണ് അടുത്ത ചോദ്യമായി ചോദിച്ചത്. ഒന്ന് നോക്കിയടാ. ഡിഫൈൻ ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം. സർ എന്താ ചെയ്ത് നോക്കിയാലോ? തിയറി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സർ. എന്റെ കയ്യിൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസ് ഉണ്ട്. ആ 1 കിലോഗ്രാം യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടാൻ എത്ര ഹീറ്റ് ആണോ വേണ്ടത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. തൊട്ട് മുന്നേ ഹീറ്റ് കപ്പാസിറ്റി ആയിരുന്നു. ഇതിനെ നമ്മൾ സ്മോൾ സ്ട്രെസ് എന്നാണ് പറയാ. അതിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ എം ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? ഡെൽറ്റ ടി. എന്റെ മക്കൾ കഴിയുകയാണെങ്കിൽ സർ ഒന്ന് യൂണിറ്റ് പറഞ്ഞേടാ. ഒന്ന് യൂണിറ്റ് പറഞ്ഞ് എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? എടാ എസ് ഐ യൂണിറ്റ് ഡെൽറ്റ ക്യൂയുടെ യൂണിറ്റ് ജൂൾ ആണ്, മാസിന്റെ
ന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഡെൽറ്റ ടിയുടെ യൂണിറ്റ് കെൽവിൻ ആണ്. എത്ര കിട്ടി മച്ചാ? ജൂൾ പെർ. ശ്രദ്ധിച്ചേ, ജൂൾ പെർ. വെരി ഗുഡ്. എത്രയാടാ? കിലോഗ്രാം കെൽവിൻ. സർ എന്താ വ്യത്യാസം? തൊട്ടു മുന്നേ എത്രയോ മാസമായിരുന്നു, ഇവിടെ എത്രയോ ഇല്ല, ഒന്ന് 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 ഒരു മാസമാണ്. മാസല്ലേ എടുത്തത്? മാറ്റ്. എങ്ങനെ? മോളിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏത്? കെമിസ്ട്രി. കൺവേർട്ട് ചെയ്താലോ? ഒരു മാസ് പോടാ, ഒരു മോൾ വാടാ. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടാൻ നിങ്ങൾക്കൊരു ഹീറ്റ് വേണ്ടേ? ആ ഹീറ്റിനെ പറയുന്ന പേരെന്താ? കമന്റ് പോരട്ടെ, കമന്റ് പോരട്ടെ. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ആരാ? ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് സെയിം കൂട്ടാൻ സെയിം. എത്ര ഹീറ്റ് വേണം? സെയിം. അതിനെ പറയുന്ന പേര് സ്പെസിഫിക് ഹീറ്റ്. ഏതാ സർ? കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. യെസ്, ഞാൻ വെയിറ്റ് ചെയ്യാം. വെരി ഗുഡ് ബിഗ് ബി, വെരി ഗുഡ് സർ. അതിനെ പറയുന്ന പേരാണ് മോളല്ലേ? കൂട്ടിച്ചേർക്കട ആദ്യത്തെ വാക്ക്, വിച്ച് ഈസ് നോൺ ആസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താ വ്യത്യാസം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ 1 കിലോഗ്രാം ആണ്. മോൾ എന്ന് കേട്ടാൽ 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യമായ ഹീറ്റ്. അപ്പൊ ഞാനൊന്ന് ഇക്വേഷൻ നോക്കട്ടെ. മോളാർ സ്പെസിഫിക് ഹീറ്റിനെ പൊതുവെ നമ്മൾ സി എന്നാണ് പറയാം. എടാ അതിന് ഇക്വേഷൻ നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ഒരാൾ മിസ്സിംഗ് ഉണ്ടാവും. ആരാ? മാസ് ആണോ നമ്പർ ഓഫ് മോൾസ് ആണോ? കമന്റ് പോരട്ടെ, കമന്റ് പോട്ടെ. എടാ അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് പഠിക്കുക സർ. ഒന്നെല്ലാവരും കമന്റ് പോട്ടെ സർ. മാസ്. എടാ സെൻസിബിൾ ഹീറ്റ്. ഹസീബ, എടാ നമ്മളൊരു സാധനത്തിന് വെള്ളത്തിന് ചൂടാക്കാം 30 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തിന് ചൂടാക്കി കഴിഞ്ഞാൽ 31 ഡിഗ്രി ആവല്ലേ ചെയ്യാം? കുറച്ചുകൂടി ചൂടാക്കിയാലോ 32 ആവും. കുറച്ചും കൂടി ചൂടാക്കിയാലോ 35 ആവും. ഞാൻ ചൂടാക്കിയപ്പം ടെമ്പറേച്ചർ കൂടിയതല്ലേ? ആ കൊടുക്കുന്ന ചൂടിനെ പറയുന്ന പേരാ സെൻസിബിൾ ഹീറ്റ്. ഹസീബ സെറ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പോട്ടെ. വെരി ഗുഡ് സർ. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ എൻ ഇൻടു ഡെൽറ്റ ടി. എടാ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എത്രയായിരിക്കും സർ? ഡെൽറ്റ ക്യൂയുടെ യൂണിറ്റിന് ഒരു മാറ്റമില്ല, ഏത് കോത്തായത്തിൽ പോയാലും സാറേ ജൂൾ ആണ്. എന്നിന്റെ യൂണിറ്റ് നമ്പർ ഓഫ് മോൾസ്. യാസിൻ സാർ പഠിപ്പിച്ചില്ലേ മോള്? അങ്ങനെ ഡെൽറ്റ ടിയുടെ യൂണിറ്റ് എത്രയാ? കെൽവിൻ. എന്റെ മോളെ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടിയടാ? ജൂൾ പെർ മോൾ കെൽവിൻ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചൂടാക്കുന്നത് ഒരു ഐസോബാറിക് പ്രോസസ്സാ. സാറേ ചാപ്റ്റർ മാറി, തെർമോഡൈനാമിക്സാ. ഇത് അവിടെ ആവശ്യമുണ്ട്. ഞാൻ ഈ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു ഐസോബാറിക് പ്രോസസ്സിലാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്ത് ഏത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് കോൺസ്റ്റന്റ്? പ്രഷർ ആണോ വോളിയം ആണോ? ഐസോബാറിക് പ്രോസസ്സിൽ സാറേ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഞാൻ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണമെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാ സി അല്ലേ? ആ സീന് എന്ത് കൊടുക്ക്? വാല് പി എന്ന് കൊടുത്താൽ മതി. എന്താടാ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി പി. എന്താ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് ഈസ് നോൺ ആസ് എത്ര പറയാൻ പറ്റും? സി പി എന്ന് പറയാൻ പറ്റും. എന്നാൽ അതേ മോളിൽ തന്നെ ഞാൻ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയം. ഏത് പ്രോസസ്സാ? ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർ സി. വാൽ എന്ത് കൊടുക്കണം മച്ചാ? വി എന്ന് കൊടുക്കണം. എത്ര പേർക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ഡാഷ്. ഈ ചാപ്റ്റർ അല്ല, അടുത്ത ചാപ്റ്റർ അല്ല, പോരട്ടെ കമന്റ് ബോക്സ്. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു വെരി ഗുഡ് സർ വിച്ച് ഈസ് ഈക്വൽ ടു ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ. പരിപാടി കഴിഞ്ഞു സർ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് among the following possesses the highest specific heat capacity? വെരി ഗുഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സർ. ഈ ടേബിൾ നോക്കിയേ. എടാ തന്നിരിക്കുന്നത് അലൂമിനിയം 900, കാർബൺ, കോപ്പർ, ലെഡ്, മെർക്കുറി എവിടെയോ നോക്കി സർ. ഈ ടേബിളിൽ തന്നിരിക്കുന്നതിൽ മെറ്റൽസിനാണോ ഐസിനാണോ വെള്ളത്തിനാണോ ഗ്ലാസിനാണോ? സർ എന്ത് ചോദ്യം സർ? വെള്ളം 4186. വെള്ളത്തിനാണ് സർ. വാട്ടറിനാണ് ഏറ്റവും ഹയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി. എടാ ഈ വെള്ളത്തിന്റെ ഹയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതിനർത്ഥം അത് പെട്ടെന്ന് ഹീറ്റ് വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കുക. ഗിവ് ദ റീസൺ ഫോർ യൂസിങ് ദ വാട്ടർ ആസ് എ കൂളന്റ് ഇൻ എ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. നമ്മൾ വണ്ടി ചൂടായി കഴിഞ്ഞാൽ ആ ചൂടായ വണ്ടിയെ പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടികൾ റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ റേഡിയേറ്ററിൽ തന്നെ കൂളന്റ് യൂസ് ചെയ്യാനുള്ള കാരണം ആ ഹീറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വാക്കിലുണ്ട് കൂൾ ചെയ്യുന്ന ഓൾ. സർ കൂളന്റ് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് വലിച്ചെടുക്കണമെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ ആണോ ലോ ആണോ? എന്റെ മക്കൾ കമന്റ് ചെയ്തേ. ഹൈ ആണോ ലോ ആണോ? സർ ഹൈ ആവണം. അങ്ങനെയാണെങ്കിൽ സർ ടേബിൾ ഏറ്റവും ഹൈയസ്റ്റ് ആയ വാല്യൂ ആരാ സാറേ? വാട്ടർ ആണ്. അതുകൊണ്ടാണ് വാട്ടറിന് ഹൈ വാല്യൂ ഉള്ളത് കൊണ്ടാണ് അത് അബ്സോർബ്സ് മോർ ഹീറ്റ് ഇൻ എന്താ ലെസ് എമൗണ്ട് ഓഫ് ടൈം. ഞാനൊരു ടെസ്റ്റ് പറയട്ടെ. വെള്ളം മാത്രമല്ല ഹൈഡ്രജൻ നല്ല വാല്യൂ. എന്താ ഹൈഡ്രജൻ യൂസ് ചെയ്യാത്തത്? വൈ നോട്ട് ഹൈഡ്രജൻ? നാളെ ചോദിക്കുക. വൈ നോട്ട് ഹൈഡ്രജൻ? സർ നമ്മളെ ഹൈഡ്രജൻ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് വൈ നോട്ട് ഹൈഡ്രജൻ? മച്ചാനെ പൊട്ടിത്തെറിക്കും. എടാ ആന്തലയിക്കും. വണ്ടി തണുക്കും. നമ്മൾ ചൂടായി പൊട്ടിത്തെറിക്കും. വേറെ കാര്യം എക്സ്പ്ലോഡ് ചെയ്യും സാറേ. എന്ത് ചോദ്യം? ആള് കൂടിയ പാമ്പ് ചാവില്ല സാറേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയിട്ട് കാര്യമില്ല. വണ്ടി പൊട്ടിത്തെറിക്കും. വണ്ടി കൂളാവുന്നുള്ളൂ. പൊട്ടിത്തെറിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സർ പിടിച്ചോ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ്
to solid is called? Sir, simple ആയ ചോദ്യ. എടാ ഇതെല്ലാം ഒരൊറ്റ വാക്കിൽ പഠിച്ചാൽ മതി. സർ, ലിക്വിഡ് ആയ സബ്സ്റ്റൻസ് സോളിഡ് ആക്കുന്നു. വെള്ളമായ ലിക്വിഡ് ഞാൻ സോളിഡ് ആയ ഐസ് ആക്കണമെങ്കിൽ ഞാൻ ഫ്രിഡ്ജിന്റെ ഏതോ ഒരു സ്ഥാനത്തിൽ കൊണ്ടുവെക്കണല്ലോ. അതിനെ പറയുന്ന പേരെന്താ സാറേ? ഫ്രീസർ. എടാ ഇങ്ങനെ കൂട്ടിച്ചേർത്തേ, അതിനെ പറയുന്ന പേരാ സർ എന്താ? വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ് ഫ്രീസിങ്. അങ്ങനെ വെരി ഗുഡ് രമേശ്. ലിക്വിഡ് സോളിഡ് ആവുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എത്രയാടാ? ഫ്രീസിങ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് എന്താ സർ? ഇവിടെ ഞാൻ കൊടുക്കുന്ന ഹീറ്റിൽ ഒരു ടെമ്പറേച്ചർ കൂടാണോ ചെയ്യുക? അല്ല, ഒരു ഫേസ് ചേഞ്ച് നടക്കുക ചെയ്യുക. അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഹീറ്റിനെ പറയുന്ന പേരെന്താ മക്കളെ? കമന്റ് ചെയ്യ് സർ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ഏത് ഹീറ്റ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് നോൺ ആസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ലേറ്റന്റ് ഹീറ്റ്. മച്ചാ കൺസെപ്റ്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട്, മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. നമ്മൾ ഈ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒഡോണിൽ എയർ ഫ്രഷർ കണ്ടിട്ടുണ്ടാവും. സോളിഡ് ആയ സബ്സ്റ്റൻസ് അടിപൊളി. യെസ്, വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ്. സർ പോരട്ടെ കമന്റ് ബോക്സ്. അങ്ങനെയുള്ള ആളെ നമ്മൾ പറയുന്ന പേരാണ് സർ എന്താ? സബ്ലിമേഷൻ. അതിനർത്ഥം അത് ലിക്വിഡിലൂടെ കടന്നു പോകുന്നില്ല. ആ ഒരു സാധനം ഏറ്റവും ആദ്യം വെള്ളം വന്നിട്ട് അങ്ങനെ അടിക്കുക ചെയ്യുക അല്ല സർ. സോളിഡ് ആയ സബ്സ്റ്റൻസ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകുമ്പോൾ അവിടെ വെള്ളമുട്ടായി കണ്ടാവും. ആ വെള്ളമുട്ടായി ഏറ്റവും ആദ്യം വെള്ളാവുന്നു, വെള്ളം വന്ന് അടിപൊളി അല്ല, നേരെ മണമായിട്ട് വരിക ചെയ്യുന്നത്. സോളിഡ് ആയ സബ്സ്റ്റൻസ് എന്താവുന്നു? ലിക്വിഡ് ആവുന്നു. സർ എക്സാമ്പിൾ ചോദിക്കും, നമുക്ക് പറയാൻ പറ്റും ഒന്നുകിൽ ക്യാംഫർ ആണ്, നാഫ്തലീൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡ്രൈ ഐസ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം കൂടി ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വെറൈറ്റി ക്വസ്റ്റ്യൻ സാറേ. ഞാൻ എന്നെ പൊക്കി പറഞ്ഞല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. മാക്സിമം ക്വസ്റ്റ്യൻ സാറെ ഡിസ്കസ് ചെയ്യണം. പിടിച്ചോ. Write the names of the following phase transition: solid to liquid, liquid to solid, liquid to gas, gas to liquid, solid to gas. സർ ഓരോന്ന് എഴുതാൻ പറ്റും നോക്കിയേ. ഇടക്കാഴിയാണ് ഈ കമന്റ് ചെയ്യുമ്പോൾ എ ഇന്നത് ബി ഇന്നത് ഒന്ന് നോക്കാം. സാറേ സോളിഡ് ലിക്വിഡ് ആവുന്ന സാധനം, സർ സോളിഡ് ഐസ് വെള്ളമാവുന്ന ആ കൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എന്താടാ? മെൽറ്റിംഗ്. ലിക്വിഡ് ടു സോളിഡ്, ലിക്വിഡ് സോളിഡ് ആവുന്ന പരിപാടിയെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് എന്താ? ഫ്രീസിങ്. എടാ മെൽറ്റിങ്ങിന് കറസ്പോണ്ടിങ് ആയി ഫ്യൂഷൻ എന്നും പറയാൻ പറ്റുട്ടോ. ലിക്വിഡ് ടു ഗ്യാസ്, സർ വെള്ളം ആവിയായി പോകുന്നു, വേപ്പറായി പോകുന്നു, അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ വേപ്പറൈസേഷൻ. ഗ്യാസ് ലിക്വിഡ് ആവുന്നു, ഗ്യാസ് ലിക്വിഡ് ആവുന്ന ആ ഒരു പരിപാടിയെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് കണ്ടൻസേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, സോളിഡ് ടു ഗ്യാസ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് ഏതാടാ? ദ സബ്ലിമേഷൻ. എല്ലാ കാര്യം സാറേ സെറ്റോസ്കി ആണെങ്കിൽ സർ പോരട്ടെ കമന്റ് ബോക്സിൽ ഒരു തീപ്പൊരി, പോരട്ടെ കമന്റ് ബോക്സ് തീപ്പൊരി. ഇന്നട പിടിച്ചോ. മൂന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. The temperature at which the solid and liquid states of the substance coexist in thermal equilibrium with each other is called. സർ അതിനർത്ഥം സോളിഡ് ലിക്വിഡ് ആവുന്ന ഏതോ ഒരു ടെമ്പറേച്ചറിലാണ് സോളിഡ് ലിക്വിഡ് ആവുന്നത്. എടാ സോളിഡ് ലിക്വിഡ് ആവുക മെൽറ്റിംഗ് ആണ്. ആ മെൽറ്റിംഗ് നടക്കണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ എത്തണം. ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാ സർ. സോളിഡും ലിക്വിഡും തമ്മിലുള്ള ആ പോയിന്റ് കൺവേർട്ട് ആവണമെങ്കിൽ ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാ സർ വിച്ച് ഈസ് നോൺ ആസ് വെരി ഗുഡ് ദ മെൽറ്റിംഗ് പോയിന്റ്. അടിപൊളിയായി കിട്ടി. 100 വെരി ഗുഡ്. എടാ ഞാൻ ഇവിടെ 100 ഒരിക്കലും പറയാത്ത കാരണം വെള്ളമാന്ന് പറയാത്തത് കൊണ്ടാട്ടോ മച്ചാ 100 എന്ന് പറയാത്ത കാരണം. വെരി ഗുഡ്, അടിപൊളിയായി കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. സർ ലിക്വിഡ് വേപ്പർ ആവുമ്പോൾ അത് ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ മാത്രമേ ആവിയാവുള്ളൂ. വെള്ളം ആവിയാവുന്ന ടെമ്പറേച്ചർ എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. സർ അതിനെ പറയുന്ന പേരാണ് വെരി ഗുഡ് വിച്ച് ഈസ് നോൺ ആസ്, എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ദ ബോയിലിംഗ്. എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? പോയിന്റ്. മച്ചാ സെറ്റോസ്കി. എന്നൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് രണ്ടിന്റെയും പ്രഷറിന്റെ ഒരു വേരിയേഷൻ എന്താ? ഒന്ന് വായിച്ചു നോക്കിയാലോ. ഇന്നടാ പിടിച്ചു. ദ മെൽറ്റിംഗ് പോയിന്റ് യെസ് dash with increase in pressure and boiling point dash with increase in pressure. സർ ഈ മെൽറ്റിംഗ് പോയിന്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ആക്ച്വലി ഡിക്രീസസ് ആവുക ചെയ്യുക. അതാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഒരു ചെറിയ ഫിനോമിൻ ഓർമ്മ ഉണ്ടാവും. ഐസിനെ നമ്മൾ ഒരു നേരെ നടുക്കാക്കി ട്രാപ്പ് ആക്കുന്ന പരിപാടി വിച്ച് ഈസ് നോൺ ആസ് റെഗുലേഷൻ. പ്രഷർ കൂടുമ്പോൾ ആ ഒരു കയർ ആ ഐസിന് നടുവിലേക്ക് പോകുന്നു, പിന്നെ പ്രഷർ കുറയുമ്പോൾ ആ മെൽറ്റിംഗ് പോയിന്റ് എന്താവുന്നു? പഴയ പോലെ റീഫ്രീസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബോയിലിംഗ് പോയിന്റ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും എന്താവുന്നുണ്ട്? ഇൻക്രീസസ് ആവുന്നുണ്ട്. സർ ഇതൊക്കെ ഒരു ചോദ്യമാണോ? ചോദ്യം വായിച്ചോ, ഓവർ ആക്കുന്നല്ല, വായിച്ചോ. കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ് ആൻഡ് ഈസി ബൈ യൂസിങ് പ്രഷർ കുക്കർ. വൈ ബട്ട് വൈ? എടാ നേരെ കുളുമണാലി പോയി കഴിഞ്ഞാൽ പ്രഷർ കൂടുതലാണോ കുറവാണോ?
പ്രഷർ കൂടുതലാ സർ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സർ എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് സർ എന്താ സംഭവിക്കുക? മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റും സർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സോറി അയ്യോ പ്രഷർ കുറവാണ് എടാ മോളേക്ക് മണാലി പോയി കഴിഞ്ഞാൽ പ്രഷർ കുറവാണ് സർ. പ്രഷർ കുറവായി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്താവും? കുറവാവും. ബോയിലിംഗ് പോയിന്റ് കുറവായി കഴിഞ്ഞാൽ കുക്കിംഗ് എന്താ സാറേ സംഭവിക്കുക? ഡിഫിക്കൽട്ടാ. എന്ത് ചോദ്യം? എന്നാൽ പ്രഷർ കുക്കറിൽ സർ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുതലല്ലേ? പിന്നെ വെറുതെയാണോ അതിന്റെ പ്രഷർ കുക്കർ എന്ന് പറയുന്നത്? എടാ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും സർ എന്ത് സംഭവിക്കും? ഇൻക്രീസസ് ആണ്. അതിനർത്ഥം കുക്കിംഗ് എന്തായി സംഭവിക്കും സാറേ? ഈസി ആയിട്ട് മാറും. നോക്കിയേ ഫിനോമിനൻ മനസ്സിലായോ സർ? ഇത്രേ പരിപാടിയുള്ളൂ. പരിപാടി കഴിഞ്ഞു സർ. നേരെ പിടിച്ചോ. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വേപ്പറൈസേഷനും ഒരു പ്രോബ്ലവും കൂടി ചെയ്ത വി ആർ ഗോയിങ് ഫോർ ദ കണ്ടക്ഷൻ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. എടാ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇന്നാ പിടിച്ചോ സർ. നമ്മൾ ഒരു ബോഡിയിലേക്ക് ഹീറ്റ് കൊടുത്ത് ഫേസ് ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. എന്നാൽ സർ ശ്രദ്ധിച്ചേ, ആ ലേറ്റന്റ് ഹീറ്റ് ഫ്യൂഷൻ എന്താ? ഫ്യൂഷൻ കറസ്പോണ്ടിങ് സോളിഡ് ലിക്വിഡ് ആവുന്ന കേസ്. സോളിഡ് ആയ 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ ആ ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എത്ര ഹീറ്റ് ആണോ കൊടുക്കേണ്ടത് അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ LF എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ അതേ ലിക്വിഡിനെ ഞാൻ 1 കിലോഗ്രാമുള്ള ലിക്വിഡിനെ ഞാൻ എത്ര ഹീറ്റ് കൊടുത്തിട്ടാണ് ഞാൻ അതിനെ ഗ്യാസ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ടത്? അങ്ങനെ ആ ഒരു കറസ്പോണ്ടിങ് ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സർ 2 കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? ഡൗട്ട് ഉണ്ടോ? പേടിയുണ്ടോ? ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. എടാ ലേറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ ആണ് Q is equal to M into LV എന്നും Q is equal to M into LF എന്നും. ഈ 2 ഇക്വേഷൻ മാത്രം മതി. ഒരൊറ്റ പ്രോബ്ലം കഴിഞ്ഞു. നോക്കി, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി to convert 10 kilogram of water at 100 degrees Celsius to steam at 100 degrees Celsius. അത് ഉറപ്പല്ലേ? ലേറ്റന്റ് ഹീറ്റ് അല്ലേ ചോദിച്ചത്? 100 മാറാൻ പാടുണ്ടോ? ഇല്ല സർ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് സർ, ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കണേ, 22.6 into 10⁵ ജൂൾ പെർ കിലോഗ്രാം. സർ ഞാൻ കൂടെ ചെയ്യട്ടെ. ഇന്ന പിടിച്ചോ. ചോദിച്ചത് എന്താ? Q ആണ് ചോദിച്ചത്. എന്താ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഫസ്റ്റ് ഇക്വേഷൻ ആണോ സെക്കൻഡ് ഇക്വേഷൻ ആണോ? ഫസ്റ്റ് ഇക്വേഷൻ. എത്രയാടാ? Q is equal to എനിക്ക് എത്ര പറയാൻ പറ്റും? M into LV. സർ Q അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മാസിന്റെ വാല്യൂ എത്രയാ? 10 ആണ്. LVന്റെ വാല്യൂ എത്രയാ? 22.6 into 10⁵ ആണ്. സോ Q is equal to എനിക്ക് എത്ര കിട്ടും? 22.6 into 10⁵ into 10 നമുക്ക് എത്ര കിട്ടും? 10⁶. ഹീറ്റിന്റെ യൂണിറ്റ് നമുക്ക് എത്രയാടാ? ജൂള്. 3 സ്റ്റെപ്പ് സർ. 3 മാർക്കിന് പ്രീവിയസ് PYQ ആടാ. പ്രീവിയസ് PYQ സർ. എത്ര പേർക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്? എത്ര പേർക്ക് സർ ക്ലിയർ ആയിട്ടുണ്ട്? എടാ ശ്രദ്ധിക്കണേ സർ. 10⁵ ആണ്. 10⁵. എന്റെ മുത്തേ അജയ്യെ ആടാ. എടാ 1 അല്ലല്ലോ. എടാ 22.6 അല്ലേ മുത്തേ? വെരി ഗുഡ് സർ. എത്ര പേർക്ക് ഇത് ക്ലിയർ ആയതാണെങ്കിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ടോപ്പിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ലാസ്റ്റ് ടോപ്പിക്. കുറെ നേരെ കള്ളത്തീപ്പനെ ലാസ്റ്റ് പറയുന്നു. സത്യമായിട്ടും എന്റെ കുഞ്ഞാപ്പിയാണ്. പിടിച്ചു. വൈ ബേൺസ് ഫ്രം ദ സ്റ്റീം ആർ യൂഷ്വലി മോർ സീരിയസ് ദാൻ ദോസ് ഫ്രം ദ ബോയിലിംഗ് വാട്ടർ. സർ ഒരു വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് കൈയിടുന്നേക്കാളും കൂടുതൽ ഹീറ്റ് ആണ് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ. കാരണം എന്താ സർ? ഒരു ബോയിലിംഗ് വാട്ടർ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തോ ഒരു ഹീറ്റ് വലിച്ചെടുത്തിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്? സ്റ്റീം ആയിട്ട് മാറുന്നത്. എടാ ബോയിലിംഗ് വാട്ടർ പ്ലസ് എന്താടാ? സെൻസിബിൾ ഹീറ്റ് ആണോ ഹീറ്റ് ആണോ? ലേറ്റന്റ് ഹീറ്റ് ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണോ വേപ്പറൈസേഷൻ ആണോ? കമന്റ് ചെയ്തടാ. F ആണോ V ആണോ? ബോയിലിംഗ് വാട്ടർ ലിക്വിഡ് ആണ്. ലേറ്റന്റ് ഹീറ്റ് ടെമ്പറേച്ചർ മാറാതെ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. സർ അത് ലിക്വിഡ് എന്ന് വേപ്പർ ആവണം. LF ആണോ LV ആണോ? F ആണോ V ആണോ? കമന്റ് ചെയ്യ് സർ. വെരി ഗുഡ്. പ്ലസ് LV എത്രയാ സർ? LVയുടെ വാല്യൂ 22.6 into 10⁵ ജൂൾ പെർ കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റീമിനല്ലേ മോർ ഹീറ്റ്? ഇതല്ലേ എന്നെ വേഗം ചൂടാക്കുക. ഏത് കിട്ടുമടാ? വെരി ഗുഡ്. വിച്ച് ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് വാല്യൂ. സർ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം നോക്കാം. The graph given below represents the temperature versus heat of a water at 1 atmosphere pressure, heat energy corresponding to BC and DE. Sir, ഈ ടെമ്പറേച്ചർ ഹീറ്റ് ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം അത് സെൻസിബിൾ ആയ ഹീറ്റും, നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിനർത്ഥം അത് കറസ്പോണ്ടിങ് ലേറ്റന്റ് ഹീറ്റുമാണ്. കാരണം എന്താ സർ? ഇങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ മാറുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. നോക്കിയടാ, A മുതൽ B വരെ എന്ത് ഹീറ്റാ സാറേ? സെൻസിബിൾ ഹീറ്റ്. B മുതൽ C വരെ എന്ത് ഹീറ്റാ? ടെമ്പറേച്ചർ മാറുന്നില്ല, ലേറ്റന്റ് ഹീറ്റ്. C മുതൽ D വരെ എന്ത് ഹീറ്റാ? സെൻസിബിൾ ഹീറ്റ്. D മുതൽ E വരെ എന്ത് ഹീറ്റാ? ലേറ്റന്റ് ഹീറ്റ്. E മുതൽ F വരെ എന്ത് ഹീറ്റാ? സെൻസിബിൾ ഹീറ്റ്. ഗ്രാഫും ക്ലിയർ ആയി സർ. സെറ്റോസ്കി ആണെങ്കിൽ ഒരു പൊട്ടി ചിരിച്ച എല്ലാവരും കമന്റ് ബോക്സിൽ. കാരണം ചിരിക്കാനുള്ള വകുപ്പുണ്ട്.
the last topic and this chapter is over within 50 minutes. Within 50 minutes. 10 കാലാകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാ. യെസ് എടാ ഓക്സിജൻ മുത്തേ എടാ ദേ ടെമ്പറേച്ചറും ഹീറ്റും ഞാൻ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ്, ടെമ്പറേച്ചർ മാറുന്നില്ല, കാരണം എന്താ വൈ ആക്സിൽ ടെമ്പറേച്ചർ മാറുന്നില്ല, അതിനർത്ഥം ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്, അതാണ് കറസ്പോണ്ടിങ് എന്താണ് ലേറ്റന്റ് ഹീറ്റ്. ഇതെന്താ ടെമ്പറേച്ചർ കൂടുന്നുണ്ട് സെൻസിബിൾ ഹീറ്റ്, ടെമ്പറേച്ചർ മാറുന്നില്ല ഫേസ് ചേഞ്ച് ലേറ്റന്റ് ഹീറ്റ്, ടെമ്പറേച്ചർ കൂടുന്നു സെൻസിബിൾ ഹീറ്റ്. പൊട്ടിച്ചിരിക്കും സാറേ, ക്ലിയർ ആണെങ്കിൽ മാത്രം സർ പൊട്ടിച്ചിരിച്ച്. കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ ഇന്നടാ പിടിച്ചോ. അടുത്ത കോൺസെപ്റ്റ് ഏറ്റവും ആദ്യം വാട്ട് ഈസ് കൺവെക്ഷൻ. സർ ഹീറ്റ് ട്രാൻസ്ഫർ 3 തരത്തിലുള്ളത് ഏതൊക്കെയാടാ? കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ. അതിന് തന്നെ സർ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഒരു ആക്ച്വൽ മോഷൻ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൺവെക്ഷൻ സീ ബ്രീസും ലാൻഡ് ബ്രീസും പോലെയുള്ള ആ ഒരു എക്സാമ്പിൾസ് നടക്കുന്ന സാധനത്തിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. സർ കൺവെക്ഷൻ ഏതിനാ നടക്കുക? സോളിഡ്സ് ആണോ, ലിക്വിഡ്സ് ആണോ, ഗ്യാസ് ആണോ, അല്ലെങ്കിൽ സോളിഡ്സ് ആണോ, ഫ്ലൂയിഡ്സ് ആണോ? സർ ഫ്ലൂയിഡ്സിൽ മാത്രം നടക്കുന്ന കാര്യമാണ് വിച്ച് ഈസ് നോൺ ആസ് കൺവെക്ഷൻ. സിമ്പിൾ ആയ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ കുക്കിംഗ് പോട്ട്സ് ഹാവ് ബ്ലാക്ക് കോട്ടിംഗ് അറ്റ് ദ ബോട്ടം? അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാം. സർ എന്തുകൊണ്ടാ നമ്മുടെ കുക്കിംഗ് പോട്ട്സിന്റെ താഴെ ഒരു ബ്ലാക്ക് കോട്ടിംഗ് വരാൻ കാരണം? അല്ല മച്ച, നമ്മുടെ ബിരിയാണി ചെമ്പിന്റെ താഴെ മാക്സിമം ഹീറ്റ് അബ്സോർബ് ചെയ്യല്ലേ വേണ്ടത്. മാക്സിമം ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ മഴവില്ല് കളർ കൊടുക്കാൻ പറ്റും. എന്താ ഈ പറയുന്നത് സാറേ? എത്രയാ ഏറ്റവും നന്നായി ഹീറ്റ് അബ്സോർബ് ചെയ്യണം? ഏറ്റവും നന്നായി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന കളർ ഏതാ? റെഡ് ആണോ, വയലറ്റ് ആണോ, മജന്റ ആണോ, സിയാൻ ആണോ? ബ്ലാക്ക് ആണോ? സർ ബ്ലാക്ക്. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ബ്ലാക്ക് ഈസ് ദ ഗുഡ് അബ്സോർബർ ഓഫ്, അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടർ ഓഫ്. എനിക്ക് എന്ത് പറയാൻ പറ്റും സർ? ഏറ്റവും നല്ല വാക്ക് അബ്സോർബർ എന്നാണ് കേട്ടോ. എടാ ഗുഡ്, എനിക്ക് എന്ത് പറയാൻ പറ്റും? അബ്സോർബർ ഓഫ്. എനിക്ക് എന്ത് പറയാൻ പറ്റും സാറേ? ഹീറ്റ് എന്ന് പറയാൻ പറ്റും. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് സർ. റെഡി? എ ബ്രാസ് കപ്പ് ഫീൽസ് മച്ച് കോൾഡർ ദാൻ എ വുഡൻ കപ്പ് ഓൺ എ ചില്ലി ഡേ. നിങ്ങൾ നേരെ പോയി ഒരു ചെമ്പിന്റെ പിടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ തണുക്കുന്നത്, വുഡിന്റെ പിടി പഠിച്ചു കഴിഞ്ഞാൽ തണുക്കുന്നില്ല. എന്തുകൊണ്ടാ സർ? എന്റെ കൈ തണുക്കണമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും മാക്സിമം ചൂട് അയാൾ വലിച്ചെടുക്കണം. ആരാടാ ഏറ്റവും നന്നായി ചൂട് വലിച്ചെടുക്കുന്ന കണ്ടക്ടർ? ബ്രാസ് ആണോ സർ, അതോ കറസ്പോണ്ടിങ് വുഡ് ആണോ? ബ്രാസ് ആണ്. അതുകൊണ്ട് ബ്രാസ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അങ്ങനെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ചെമ്പിന്റെ ഹാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി മുട്ടായി എന്ന് പറയാനുള്ള കാരണം. വെരി ഗുഡ്, അടിപൊളിയായി കമന്റ് ചെയ്യുന്നു സർ. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് നിർബന്ധ ഉണ്ണിയെ പഠിച്ചോ. ഇത് പ്രമയുഗവും അഷ്ടയുഗവും ഒന്നല്ല, മോഡൽ എക്സാമാ, മുന്നൊരുക്കാ, പഠിച്ചോ. ഇന്ന് heat energy is transferred from a body to another body due to temperature difference. What are the different modes of heat transfer? Sir 3 modes പറഞ്ഞേടാ. ഒന്ന് സർ കണ്ടക്ഷൻ ആണ്, രണ്ടാമത്തെ സർ എന്താ കൺവെക്ഷൻ ആണ്, മൂന്നാമത്തെ നമുക്ക് എത്ര പറയാൻ പറ്റും? വിച്ച് ഈസ് നോൺ ആസ് എത്രയാടാ? റേഡിയേഷൻ. വെരി ഗുഡ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ ദ സീ ബ്രീസ് ഒക്കേഴ്സ്. സർ എങ്ങനെയാ സീ ബ്രീസ് ഒക്കർ ചെയ്യുക? സർ ഡേ ടൈമിൽ നമ്മുടെ ലാൻഡ് നമ്മുടെ സീനേക്കാളും ഭയങ്കര ചൂടാണ്. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഡെൻസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ എയറിന്റെ ഡെൻസിറ്റി കുറയുന്നു, ഡെൻസിറ്റി കുറയുമ്പോൾ ആ എയറിന്റെ മാസ് കുറയുന്നു. മാസ് കുറയാണെങ്കിൽ ഇത് എവിടേക്ക് പോകും സർ? നേരെ മുകളിലേക്ക് പോകും. എടാ അങ്ങനെ ആ മാസ് കുറഞ്ഞ എയർ നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? അപ്പൊ നമ്മുടെ സീന്റെ മുകളിലുള്ള ആൾക്കാര് മച്ചാ അവിടെ ഒരു ഗ്യാപ്പ് കാണല്ലേ, കമോൺ ഇവിടെ. അങ്ങനെ നേരെ ആ സീന്റെ മുകളിലത്തെ ആ ഒരു കാറ്റ് നേരെ എവിടേക്ക് വരുന്നു? ലാൻഡിന്റെ മുകളിലേക്ക് ഒഴുകുന്നു. അങ്ങനെ സീയിൽ നിന്നും ലാൻഡിലേക്ക് ഒഴുകുന്ന ഡേ ടൈമിൽ പ്രഷർ ഡിഫറൻസ് കാരണം സംഭവിക്കുന്ന ബ്രീസിനെ പറയുന്ന പേരാ സർ? കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. എന്റെ സാറുമാര് കമന്റ് ചെയ്തേ. അങ്ങനെ നടക്കുന്ന ബ്രീസിനെ പറയുന്ന പേര് കമന്റ് ചെയ്യുമച്ചാ. കമോൺ എവരിബഡി. ഡെഫിനിഷൻ മൊത്തം കൊടുത്തിട്ടുണ്ട്. യെസ് പോരട്ടെ? യെസ് അയ്യോ കമന്റ് ബോക്സ് എത്തോ? യെസ് വെരി ഗുഡ് ബിഗ് ബി. പോരട്ടെ? യെസ് വെരി ഗുഡ് സർ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എത്രയാ? അയ്യോ പേന മാറിപ്പോയോ? യെസ് അതിനെ പറയുന്ന പേരാ സർ വിച്ച് ഈസ് നോൺ ആസ് എത്രയാടാ? സീ ബ്രീസ്. അടിപൊളി. അപ്പൊ എന്റെ മക്കൾ കമന്റ് ചെയ്തേ. ലാൻഡ് ബ്രീസ് എന്തായിരിക്കും? നേരെ തിരിച്ച് സൂര്യൻ അസ്തമിച്ചു, അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഇവിടെ ഇല്ലേ സർ? അങ്ങനെയാകുമ്പോൾ നമ്മുടെ സീ നമ്മുടെ ലാൻഡിനേക്കാളും ഭയങ്കര ഹോട്ട് ആണെങ്കിൽ ഇവിടുത്തെ എയർ മുകളിലേക്ക് പോകും. അപ്പം നേരെ ലാൻഡിന്റെ മുകളിലത്തെ എയർ മൊത്തം പക വീട്ടാനുള്ള സമയമായി മച്ചാ. ദിസ് ഈസ് റിവഞ്ച് ടൈം. ഈ ഒരു ലാൻഡ് നേരെ എയർ നേരെ സീയിലേക്ക് പോകുന്ന ലാൻഡിൽ നിന്നും വരുന്ന രാത്രി സമയങ്ങളിൽ മാത്രം നടക്കുന്ന ബ്രീസിനെ നമ്മൾ പറയുന്ന പേരാ മന്ദമാരുതനായ കാറ്റിനെ നമുക്ക് പറയുന്ന പേരാ. പോരട്ടെ പോരട്ടെ, ഞാൻ ചോദിച്ചത് കവറ കാര്യം നല്ല പറ്റേ. യെസ് വിച്ച് ഈസ് നോൺ ആസ് ലാൻഡ് ബ്രീസ്. ക്ലിയർ ആയോ സർ? ഞാൻ പറയാൻ കാരണം ഇത് ക്ലിയർ ആയേ പറ്റൂ. ബിക്കോസ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. ഇംഗ്ലീഷ് വെറുതെ പറഞ്ഞോ, പഠിക്കണം, അത്രേ ഉള്ളൂ.
പോരട്ടെ, വെരി ഗുഡ് സർ. ലാൻഡ് ബ്രീസ്. സർ ക്ലിയർ ആയവരാണെങ്കിൽ പൊട്ടിച്ചിരിച്ചേ, ഒന്ന് പൊട്ടിച്ചിരിച്ചേ. മനസ്സെന്നാവണം പൊട്ടിച്ചിരി, അത് തൊണ്ടേന്നാവരുത് സർ. അങ്ങനെയല്ല സർ, ക്ലിയർ ആയി സർ. സീ ബ്രീസ് മനസ്സിലായി സർ. ഡേ ടൈമിൽ സംഭവിക്കുന്ന പ്രഷർ ഡിഫറൻസ് കാരണം നടക്കുന്ന പരിപാടിയാണ്. ലാൻഡ് ബ്രീസ് മനസ്സിലായി സർ. നൈറ്റ് ടൈമിൽ പ്രഷർ ഡിഫറൻസ് കാരണം ലാൻഡിൽ നിന്ന് വരുന്ന ആ കാറ്റിനെ പറയുന്ന പേരാ സർ ലാൻഡ് ബ്രീസ്. പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിച്ചു സാറേ. കാരണം എന്താ, നമ്മൾ ചാപ്റ്റർ കഴിയാനായി. അടുത്ത ചോദ്യം, ഇൻ കണ്ടക്ഷൻ there is an actual movement of molecules, yes or no? ശ്രദ്ധിക്കണം, കണ്ടക്ഷൻ സർ. കൺവെക്ഷനിലെ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. എടാ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്തിന്റെ എക്സാമ്പിൾ ആ സാറേ? ഒരു കൺവെക്ഷന്റെ എക്സാമ്പിൾ ആണ്. കൺവെക്ഷനിൽ എയർ വരുന്നു, എയർ പോകുന്നു, ഒരു മോളിക്യൂൾസ് മൂവ്മെന്റ് ഉണ്ട് സർ. ഈ കേസിൽ ഒരു മോളിക്യൂൾസ് മൂവ്മെന്റ് ഉണ്ടോ? യെസ് ഓർ നോ? എടാ മുത്തേ അപ്പൂസേ കരയല്ലേ മച്ചാ, ഞാൻ ഉണ്ട് കൂടെടാ, പേടിക്കണ്ടടാ, നമുക്കൊന്നെല്ലാം സെറ്റാക്കാം. ഒന്നും സെറ്റാക്കിയില്ലെങ്കിലും പിടിച്ചോടാ സർ. കണ്ടക്ഷനിൽ ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ടോ? ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ടോ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്തേ സർ. ഇല്ല. കാരണം എന്താ സർ? ഇവർ ആക്ച്വലി എന്താ, there is an actual movement സർ. it is a false, this is wrong. കാരണം എന്താ സർ? ഇവിടെ കോഴിമാട്ടിയന്മാരാ. ഞാൻ ഇവിടെ ഒരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺ ഇത് അനങ്ങാതെ തൊട്ടപ്പുറത്തിലേക്ക് അങ്ങനെ കൊടുക്കും, ഇവൻ തൊട്ടപ്പുറത്തിലേക്ക് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് 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 വിതൗട്ട് എനി ആക്ച്വൽ മൂവ്മെന്റ് ആയി നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം സർ, കണ്ടക്ഷനിൽ നോ ഹീറ്റ് മൂവ്മെന്റ് ആണ്. എന്നാൽ കൺവെക്ഷനിലും അതേപോലെ റേഡിയേഷനിലും നമുക്ക് എന്ത് പറയാൻ പറ്റും സർ? കൺവെക്ഷനും റേഡിയേഷനും there is a മോളിക്യൂൾസ് മൂവ്മെന്റ്. സർ ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ഓൾറെഡി പറഞ്ഞു. കണ്ടക്ഷനിൽ there is no movement ആണ് സർ. എന്നാൽ കൺവെക്ഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ് മൂവ്മെന്റ് ആണ് സർ. എടാ അറിയാലോ, അതൊക്കെ നിങ്ങളെ വാക്കിൽ എഴുതണേ. യെസ് മൂവ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ വേറെ കേട്ടോ സി വൈറ്റാ. ഓക്കെ, ഇത് വേണോ? വേണ്ടല്ലോ. ഓഫ് കോഴ്സ്. ഫോണ്ട് ഓക്കെ, ഫോണ്ട് ഓക്കെ കഴിഞ്ഞ്. കഴിഞ്ഞു. ഓക്കെ, യെസ്. എടാ പിടിച്ചോ. റൈറ്റ് any two factors on which the rate of heat flow of an iron bar depend. Also write the expression for the rate of flow of heat. സർ നമുക്കറിയാം, ഇതേപോലെ ഞാൻ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ചൂട് കൊടുത്താൽ ആ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലും ആ കണ്ടക്ടറിന്റെ ഏരിയ എയുമാണെങ്കിൽ ശ്രദ്ധിക്കണേ സാറേ, അതിലേക്ക് പോകുന്ന ആ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് അതിനെ പറയുന്ന പേരാണ് Q. ശ്രദ്ധിക്കണം, ഹീറ്റ് അല്ല, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. വെരി 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 ഇമ്പോർട്ടന്റ്. എടാ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് വെച്ചാൽ എന്റെ സാറുമാര് കമന്റ് ചെയ്തേ, Q ആണോ അതോ Q/T ആണോ? സർ ഹീറ്റ് സമയത്തിനനുസരിച്ച് മാറുന്നു. എടാ ക്ലിയർ അല്ലേ സാറേ? സീ ലാൻഡ് നമ്മൾ ഉണ്ടാക്കി. ആടാ ബിലാലെ നിങ്ങൾ ഉണ്ടാക്കി എഴുതിയാൽ മതി. എടാ സ്വന്തം വാക്കിൽ എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല മുത്തേ. എടാ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്റെ സാറുമാര് കമന്റ് ചെയ്തേ. എടാ ഹീറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ അല്ലേ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. സോ ആ Q ഈസ് ആക്ച്വലി പ്രപ്പോർഷണൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏരിയയും അതേപോലെ കറസ്പോണ്ടിങ് നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, വിച്ച് ഈസ് ഏരിയ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ലെങ്ത്. ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഏരിയയും ലെങ്ത്തും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ക്യൂവിന്റെ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് K ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി ബൈ എൽ. എന്റെ മക്കൾ കമന്റ് ചെയ്തേ. ഈ വട്ടത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് സർ. എന്താ കേനെ പറയുന്ന പേര്? എന്റെ മക്കൾ കമന്റ് ചെയ്തേ സർ. എന്താ കേനെ പറയുന്ന പേര്? ആ കേനെ നമ്മൾ പറയുന്ന പേരാണ് ഒരു മെറ്റീരിയൽ എത്രത്തോളം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന സാധനം, വിച്ച് ഈസ് നോൺ ആസ് പോരട്ടുള്ള കമന്റ് ബോക്സ്. വെരി ഗുഡ്. തെർമൽ കണ്ടക്ടിവിറ്റി. അതായിരിക്കട്ടെ അത് ചോദ്യം. വാട്ട് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. സർ സിമ്പിൾ. Q ഈസ് ഈക്വൽ ടു എത്രയാണ്? K ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എനിക്ക് എത്ര പറയാൻ പറ്റും? എക്സോ, ഇനി അതല്ല എൽ എന്ന് പറഞ്ഞാലും മതി. സോ K ഈസ് ഈക്വൽ ടു എത്രയാ? Q ഇൻറ്റു L ഡിവൈഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ ടി. എടാ ക്യൂന്റെ യൂണിറ്റ് എടാ ഹീറ്റ് ബൈ ടൈം അല്ലേ. സോ എനിക്ക് ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഡെൽറ്റ ടിയുടെ യൂണിറ്റ് എനിക്ക് എത്ര എഴുതാൻ പറ്റും? യെസ് എടാ കറസ്പോണ്ട്. യെസ് എടാ ഓക്കെ അല്ലേ? യെസ് K A ഇൻറ്റു യെസ് മൈനസ് യെസ് എടാ യെസ് എടാ ഓക്കെ അല്ലേ? സോ എടാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ജൂൾ. യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് പെർ മീറ്റർ കെൽവിനോ അല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ജൂൾ പെർ കറസ്പോണ്ടിങ് നമുക്ക് എത്ര കിട്ടും? സെക്കൻഡ് ഇൻറ്റു മീറ്റർ കെൽവിൻ കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ സിമ്പിൾ. എടാ ഇത് ചെയ്ത് നോക്കിയാൽ മതി സർ. എന്ത് ചെയ്താൽ മതി? ക്യൂന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ഇൻറ്റു കെൽവിൻ. മീറ്റർ സ്ക്വയറും കട്ടായി. ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ. ജൂൾ പെർ സെക്കൻഡ് പരിചയം ഉണ്ടല്ലോ. എനർജി ബൈ ടൈം. പവറിന്റെ യൂണിറ്റ് ആണ്. നമുക്ക് എത്ര പറയാൻ പറ്റും?
വാട്ട്. സോ സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. എടാ കൂടെ വരുന്നില്ല സർ. സർ തെർമൽ കണ്ടക്ട് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കണം, ഇതേപോലെ യൂണിറ്റ് ആക്കി എഴുതിയാൽ മതി. അതായത് Q is equal to KA delta T by L ആണെങ്കിൽ K is equal to QL by A delta T, അങ്ങനെ മാത്രം എഴുതിയാൽ മതി. കുഴപ്പങ്ങളൊന്നുമില്ല. സർ ക്ലിയർ അല്ലേ? എന്നാൽ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. among the various methods of heat transfer which one is fastest? കമന്റ് ചെയ്യ് സർ. കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ? സർ ഏത് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ കറസ്പോണ്ടിങ് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? എന്റെ മക്കൾ കമന്റ് ചെയ്തേ, ഏത് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് സർ നമ്മുടെ കറസ്പോണ്ടിങ് സണ്ണ് ട്രാൻസ്ഫേഴ്സ് ഹീറ്റ്, നമ്മളെ കറപ്പിക്കുന്ന, എനിക്ക് സൺസ്ക്രീൻ ഇടേണ്ടി വരാനുള്ള കാരണം ഏത് ഹീറ്റ് ട്രാൻസ്ഫറാ? എന്റെ മക്കൾ കമന്റ് ചെയ്തേ, സൺ ട്രാൻസ്ഫേഴ്സ് ഹീറ്റ്. പോരട്ടെ കമന്റ് ബോക്സ്. വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ് റേഡിയേഷൻ. ആ റേഡിയേഷൻ ആണ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയൂല തീപ്പൊരിയെ. എന്താ സർ ഭയങ്കര കഷ്ടമാണോ? അല്ല, സിമ്പിളാ. വൈ വി യൂസ് വൈറ്റ് കളേഴ്സ് ഇൻ സമ്മർ ആൻഡ് ഡാർക്ക് കളേഴ്സ് ഇൻ വിന്റർ? സർ ഡാർക്ക് കളർ മാക്സിമം ഹീറ്റ് അബ്സോർബ് ചെയ്യില്ലേ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് ചൂടായിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡാർക്ക് കളർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് അബ്സോർബ്സ് മോർ. എന്നാൽ എന്റെ മക്കൾ കമന്റ് ചെയ്ത് സാറേ എന്തുകൊണ്ടാണ് ഞാൻ ചൂട് കാലത്ത് നല്ല വെള്ള ഡ്രസ് ഇടാനുള്ള കാരണം? സർ ഹീറ്റ് അബ്സോർബ്സ് മോർ ആണോ, ഹീറ്റ് അബ്സോർബ്സ് ലെസ് ആണോ? സർ നല്ല ഉച്ച ചൂടുള്ള സമയത്ത് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടവന്റെ രോദനം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹീറ്റ് അബ്സോർബ്സ് ലെസ് ആണോ, മോർ ആണോ? സർ ഹീറ്റ് അബ്സോർബ്സ് എന്താണ്? ലെസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ ദ സൺ ഹീറ്റ്സ് ദ സർഫേസ് ഓഫ് ദ എർത്ത് ബൈ എന്താ? കണ്ടക്ഷൻ, കൺവെക്ഷൻ. താനൊന്ന് പോതി എന്താ? റേഡിയേഷൻ. സർ വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. ടു മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഷോൺ, ഐഡന്റിഫൈ എ ആൻഡ് ബി. എന്റെ മക്കൾ കമന്റ് ചെയ്തേ. സർ എ എന്താ? എടാ റോഡിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. റോഡിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? വിച്ച് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ. കഴിഞ്ഞ മോഡൽ ചോദിച്ചാണ്. എടാ ബി എന്താ സർ? അത് നമ്മുടെ തീ കായുന്ന സാധനമാണ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വിച്ച് ഈസ് നോൺ ആസ് കൺവെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ റേഡിയേഷൻ എന്ന് പറയാൻ പറ്റും. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് മോഡ്സ്. സർ കണ്ടക്ഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ മീഡിയം ആണ്. സർ സോറി, നോ മീഡിയം എന്നല്ല, മീഡിയം ഇമ്പോർട്ടന്റ് ആണ് സർ. മീഡിയം നിർബന്ധമാണ്. എന്നാൽ അതേപോലെ കൺവെക്ഷനിലും നമുക്ക് എന്താ സർ? മീഡിയം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഇവിടെ ഒരു നോ ആക്ച്വൽ മൂവ്മെന്റ് ആണ്. ഏതാ? കൺവെക്ഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, there is a actual movement of molecules. എടാ ഇതില്ല ആക്ച്വലി ആൻസർ കീയിൽ റേഡിയേഷനും കൺവെക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കൺവെക്ഷൻ എഴുതിയ കഴിഞ്ഞാൽ റേഡിയേഷൻ എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. എടാ ക്ലിയർ അല്ലേ സർ? അങ്ങനെ കഴിഞ്ഞു. യെസ്, കമാൺ മച്ചാ. ലാസ്റ്റ് ചോദ്യം കഴിഞ്ഞു. ദേ ഇൻ ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഡ്രോ ദ കർവ് ഷോയിങ് ദ കൂളിംഗ് ഓഫ് എ ഹോട്ട് വാട്ടർ വിത്ത് ടൈം. സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. എടാ അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ ഹീറ്റ് ഫോർ എക്സാമ്പിൾ ഒരു T1ഉം ആ ബോഡി വെച്ചിരിക്കുന്ന ആ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ T2 ആണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചെഴുതാം, അതല്ലേ കുറച്ച് നല്ലത്? യെസ് എടാ, ആ ഒരു ബോഡിയുടെ ആ ബോഡിയുടെ കറസ്പോണ്ടിങ് ആയ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു T2ഉം അത് സറൗണ്ടിങ്ങിൽ വെച്ചിരിക്കുന്ന ബോഡി ആ ഒരു ടെമ്പറേച്ചർ T1ഉം ആണെങ്കിൽ ആ ഒരു ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഹീറ്റ്, സാറേ ശ്രദ്ധിക്കണേ, നഷ്ടപ്പെടുന്ന ഹീറ്റ് ആർക്ക് പ്രൊപ്പോർഷണൽ? ആ ബോഡിയുടെ ടെമ്പറേച്ചർ മൈനസ് ആ ബോഡി വെച്ചിരിക്കുന്ന ചായ വെച്ചിരിക്കുന്ന റൂമിലെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ. അതിനർത്ഥം ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ ആ ബോഡിയിൽ നിന്നും നഷ്ടപ്പെടുന്ന ഹീറ്റും പെട്ടെന്ന് പോവും, പെട്ടെന്ന് തണുക്കും. ഹോട്ട് വാട്ടറോ കോൾഡ് വാട്ടറോ ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തണുക്കുക ഹോട്ട് വാട്ടർ. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതൽ ആർക്കാണ് സാറേ? ഹോട്ട് വാട്ടറാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു കറസ്പോണ്ടിങ് ഒരു വെള്ളം സമയത്തിനനുസരിച്ച് തണുക്കുന്ന ആ ഒരു ഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും നമുക്ക് എന്തുണ്ടാവാം? ഗ്രാഫ് ഉണ്ടാവാം. സർ ഇതോടുകൂടി നമ്മുടെ കറസ്പോണ്ടിങ് ആയ ഫുൾ സാധനം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ നമ്മുടെ CK സാറെ വിളിക്കുന്നു, CK സുഗുണൻ വിളിക്കുന്നു, സുഹേൽ സാറിനെ വിളിക്കുന്നു. ഒറ്റ വാക്ക് സർ. ക്ലിയർ ആയിരുന്നോ? ശരി, ടാറ്റ, ഗുഡ് ബൈ. ഒരു മണിക്കൂർ. നന്ദി CK വിനീത്, നന്ദി CK വിനീത്, നന്ദി CK വിനീത്, നന്ദി. റെഡി. അപ്പോ അടുത്തത് ആന്റേത് റെഡി സെറ്റ് അല്ലേ? അത് ഫയൽ റെഡിയാക്കിയോ. റെഡി. അപ്പൊ മക്കളെ അടുത്തത് നമ്മൾ WP ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എനർജി പവർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി. അപ്പൊ നമുക്ക് വർക്ക് എനർജി പവറിലോട്ട് പോവാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അതിനുള്ളിൽ അല്ല അവള് നിർത്തോ. റെഡി. റെഡി. അപ്പൊ മക്കളെ തുടങ്ങല്ലേ? WP തുടങ്ങല്ലേ മക്കളെ? WP വർക്ക് എനർജി പവർ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്റർ.
നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. അതായത് ഫ്ലൂയിഡ്സ്, ഗ്രാവിറ്റേഷൻ, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സിന്റെ കഴിഞ്ഞ തൊട്ട് താഴെ കിടക്കുന്ന ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. പഠിച്ചേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലിങ്ങനെ പല പല കാര്യങ്ങളായി കിടക്കുന്നുണ്ട്. സോ സെറ്റ് അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. വർക്ക് എനർജി പവർ റെഡിയാണോ? എനർജറ്റിക് ആണോ, പവർഫുൾ ആണോ? റെഡി അല്ലേ? മാത്സ് ലൈവ് വെച്ചോളൂ. മാത്സ് ലൈവ് ഇന്നലെ ആയിരുന്നടാ. ഇന്നലെയും മിനിയാന്നൊക്കെ മാത്സ് തന്നെ, ഇന്നും മാത്സ്. എന്താടാ ഫിസിക്സ് പഠിക്കടാ. റെഡി. സോ ഫസ്റ്റ് ടോപ്പിക് സ്കേലാർ പ്രൊഡക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടോപ്പിക് നമ്പർ 1 ഈസ് സ്കേലാർ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇയാളെ വേറെ പേരെന്താ? സ്കേലാർ പ്രൊഡക്റ്റിന്റെ വേറെ പേരെന്താ? ഒന്ന് കമന്റ് ചെയ്യൂ. അയാളെ വേറെ പേര് ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് കേട്ടോ. ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് ഇങ്ങനെ വേറെ പേര്. റെഡി. സോ നമുക്ക് നേരെ പോവാം. ഡിഫൈൻ സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ എന്ത് ചെയ്യുക? രണ്ട് വെക്ടേഴ്സ് വരയ്ക്കാം. ഇത് എ, ഇത് ബി. ഇനിയിപ്പോ തിരിച്ചായാലും ഒരു കുഴപ്പമില്ല. അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ എങ്ങനെയാണ് മക്കളെ ഇവർക്കിടയിലുള്ള സ്കേലാർ പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി. ഹലോ. കുറച്ച് ഹൈഡ്രജൻ ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, കുറച്ച് ഹൈഡ്രജൻ
മൈക്ക് വന്നടാ. ഹായ് 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 ഹായ്. നന്ദുമാമാന്ന് വിളിക്കുന്നുണ്ട്. നന്ദുമാമ ലുക്കുമാന എന്നൊക്കെ ഫുള്ള് കമന്റിലുണ്ട്. സംഭവം എന്താ പറയുക മക്കളെ? യെസ്, പിന്നെ മാറ്റിക്കോ. ഒരു മിനിറ്റ്. റെഡി. അപ്പൊ മക്കളെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, സോൾവ് ആയിട്ടോ. നമുക്ക് നേരെ ചാപ്റ്റർ സ്റ്റാർട്ട് കേട്ടോ. റെഡി റെഡി റെഡി. സോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് വളരെ ക്വിക്ക് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ വർക്ക് എനർജി പവർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വർക്ക് എനർജി പവർ. നെക്സ്റ്റ് ഒന്ന് മാറ്റടാ, നമുക്ക് മാറ്റാറില്ല. യെസ്. അപ്പൊ വർക്ക് എനർജി പവർ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ക്വിക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഒന്ന് എന്ത് ചെയ്തു? പവർ പണി തന്നു, അത് നമ്മൾ സോൾവും ചെയ്തു കേട്ടോ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് മുന്നോട്ട് പോകാം. വർക്ക് എനർജി പവർ, വർക്ക് എനർജി പവർ. റെഡി അല്ലേ? റെഡി 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 റെഡി. സെറ്റ് അല്ലേ? എടാ അപ്പൊ ഒന്ന് ഷെയർ ചെയ്തടാ. ഇടയ്ക്ക് ലൈവ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് വന്നപ്പോൾ കുട്ടികളൊക്കെ ചില ആൾക്കാരൊക്കെ വലിയ ലൈവ് നിന്ന് പോയി എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ലൈവ് തിരിച്ചു വന്നു. സോ ലൈവ് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, നിൽക്കില്ല. പല പല പ്രതിസന്ധികൾ നേരിട്ട് തന്നെയാണ് എഡ്യൂപോർട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ പ്രതിസന്ധികൾ ഇനിയും നേരിടും. ആ നേരിടുമ്പോൾ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് തരണം ചെയ്യും. സോ ഇതൊന്നായിട്ട് നമുക്ക് തരണം ചെയ്യാം. മുന്നോട്ട് പോവല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഓക്കെ അല്ലേ? കാര്യങ്ങൾ കാണുന്നില്ലേ? വ്യക്തമല്ലേ? സെറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഞാൻ റിമോട്ട് ചേഞ്ചർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ സ്കേലാർ പ്രൊഡക്റ്റ് എന്നാണ്. സ്കേലാർ പ്രൊഡക്റ്റ്. അപ്പൊ എന്തായാലും സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് വെക്ടേഴ്സ്, എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ബി ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ സ്കേലാർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുക? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നാണ് എഴുതുക. അറിയുന്ന കാര്യമാണല്ലോ. ആ തീറ്റ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള ആംഗിൾ ആണ്. ഓ റെഡി. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ പ്രോബ്ലം ആണ് നമുക്ക് വരിക. മക്കളെ നമ്മൾ നോക്കുക. എ എന്ന് പറഞ്ഞ വെക്ടർ എന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടർ എന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് നേരെ ചെയ്യുന്നത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ തന്നിരിക്കുന്ന ആ സാധനം അതുപോലെ എഴുതാം. അപ്പൊ ആദ്യം എന് എഴുതാം. 3i ഐ ക്യാപ്പ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കാൻ മറന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. 4j മൈനസ് 5k. റെഡി. ഡോട്ട് ബി ആരാ? 12i. പിന്നെ ആരാ? ജെ ഇല്ല അല്ലെ? ജെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0j പ്ലസോ മൈനസോ കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷെ പ്ലസ് കൊടുത്താൽ മതി. പ്ലസ് 0j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. അത് ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ ജെ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 0j, അത് പ്ലസോ മൈനസ് എന്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഐന്റെ കൂടെയുള്ള നമ്പർ ഇല്ലേ? ആരാ? 3. ഇവിടെ ഐന്റെ കൂടെയുള്ള നമ്പർ ആരാ? 3, 12. അപ്പൊ ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവർ തമ്മിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര ആൻസർ വരിക? 3 × 12. എന്നിട്ട് എന്ത് ചെയ്യാം? പ്ലസ് കൊടുക്കാം. ഒരു ചിഹ്നം പ്ലസ് ആ കൊടുക്കേണ്ടി കേട്ടോ. റെഡി. ഇനി അടുത്ത ബ്രാക്കറ്റ് ഇടാം. ഇനി ആരൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി? ഇവിടെ ജെന്റെ കൂടെ ഉള്ള ആളെയും അവിടെ ജെന്റെ കൂടെ ഉള്ള ആളെയും. അപ്പൊ എത്ര? 4 × 0. ഇവർ തമ്മിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി. അപ്പൊ എത്ര ആയിരിക്കും വരിക? 4 × 0. ചിഹ്നങ്ങളൊക്കെ നോക്കണേ. ഇവിടെ പ്ലസ് ആണ്, അവിടെ പൂജ്യത്തിന് ചിഹ്നമൊന്നുമില്ല അല്ലെ? ഇനി വീണ്ടും പ്ലസ് കൊടുക്കുക. ഇനി എന്താ പരിപാടി? ഇവിടെ കെന്റെ കൂടെ ഉള്ള ആള് ഇവിടെ കെന്റെ കൂടെ ഉള്ള നമ്പർ മൾട്ടിപ്ലൈ. അപ്പൊ -5 × +j. അപ്പൊ എന്താ ചെയ്യേണ്ടി? -5 × അപ്പുറത്തേതാ +5. ഇത്രയേ ഉള്ളൂ. ഇനി സിംപ്ലിഫൈ ചെയ്തേ. 3 × 12 which is equal to 36 plus 4 × 0 0 plus -5 × 5. അപ്പൊ എത്ര വരും? 25 എന്ന് വരും. -25 എന്ന് വരും അല്ലെ? അപ്പൊ -25. എത്രയാണ് ആൻസർ? വേമ്പറ ആൻസർ പറ. ദ ആൻസർ ഈസ് 11. ആൻസർ ഈസ് 11 എന്ന് വരും കേട്ടോ. ആൻസർ ഈസ് 11. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. തീർന്നില്ല. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഇവർക്കിടയിലുള്ള ആംഗിൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ കാണാന്ന് വെച്ചാൽ ഇവിടെ ഇക്വേഷൻ പഠിച്ചോ. ഇവിടത്തുള്ള ഈ തീറ്റ ഇല്ലേ? ഈ തീറ്റ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കോസ് തീറ്റനെ അവിടെ മാത്രം വെച്ച് തീറ്റനെ കൂടെ കൊണ്ടുവന്നാൽ തീറ്റ ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നേരെ പഠിച്ചാൽ മതി കേട്ടോ. തീറ്റ ഈസ് ഈക്വൽ ടു a ഡോട്ട് ബി ഡിവൈഡഡ് ബൈ a × b എന്നാണ് കേട്ടോ. ഇതാണ് എന്ത്? ഇതിന്റെ ഇക്വേഷൻ. തീറ്റ സൈൻ ഇൻവേഴ്സ് ഉണ്ട്, സോറി കോസ് ഇൻവേഴ്സ് ഉണ്ട്. കോസ് ഇൻവേഴ്സ് ഇതാ a ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി എന്നാണ്. ഈ ഇക്വേഷൻ നേരെ നമുക്ക് കൊടുക്കാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് a ഡോട്ട് ബി ഡിവൈഡഡ് ബൈ a × b.
എ ഡോട്ട് ബിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. എ ഡോട്ട് ബിന്റെ വാല്യൂ എത്ര? എ ഡോട്ട് ബിന്റെ വാല്യൂ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എത്ര? 11 ആണ്. ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്റെ മാഗ്നിറ്റ്യൂഡാ. എ എന്ന് പറഞ്ഞ വെക്ടർ ആരാ? എ എന്ന് പറഞ്ഞ വെക്ടർ ആരാ? ഇതാ എ എന്ന് പറഞ്ഞ വെക്ടർ ആരാ നോക്കടാ. എ എന്ന് പറഞ്ഞ വെക്ടർ 3i പ്ലസ് 4j മൈനസ് 5k ആണ്. 3i പ്ലസ് 4j മൈനസ് 5k ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക? റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ എത്ര? 9, 4ന്റെ സ്ക്വയർ എത്ര? 16 പ്ലസ് 5 മൈനസ് 5 ഒന്നും ഇല്ല കേട്ടോ, ആ നമ്പർ മാത്രം, നമ്പറിന്റെ നേരെ സ്ക്വയർ ചെയ്താൽ 25. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എത്ര വരും? 25 പ്ലസ് 25 റൂട്ട് 50 എന്ന് വരും. റൂട്ട് 55 എന്ന് വരും. റൂട്ട് 50 എന്ന് വരും. നേരെ ആഡ് ചെയ്താൽ മതി, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇനി ബിന്റെ കേസിൽ ബി എന്ന് പറഞ്ഞ വെക്ടർ ആരാ? ബി എന്ന് പറഞ്ഞ വെക്ടർ ആരാ നോക്കടാ. ബി എന്ന് പറഞ്ഞ വെക്ടർ 12i പ്ലസ് 5k ആണ്. 12i പ്ലസ് 5k ആണ്. അപ്പൊ ബിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാ? റൂട്ട് ഓഫ് 12 സ്ക്വയർ 144 പ്ലസ് 5ൻ്റെത് 25. അപ്പൊ എത്ര വരും? റൂട്ട് 169 എന്നല്ലേ? അപ്പൊ എത്ര വരും? 13 എന്ന് വരും. 13 എന്ന് വരും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ കാണാവുന്ന അറിയുന്നല്ലോ. നിങ്ങൾ ഓൾറെഡി തേർഡ് ചാപ്റ്റർ പഠിച്ച മോഷനെ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ് അല്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആ രണ്ട് വാല്യൂസ് കൂടെ കൊടുക്കുക. എക്ക് പകരം ആരാ കൊടുക്കുക? എക്ക് പകരം റൂട്ട് 50 എന്നും ഇൻറ്റു ബിക്ക് പകരം ആരാണ്? ഇൻറ്റു 13 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. ഇനി നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ്, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ എന്തായാലും കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവും. അതിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഇതിന്റെ ആൻസർ എത്ര നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എത്ര ആൻസർ പറ? ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ മക്കളെ? ഇത് കാൽക്കുലേറ്റ് ചെയ്യണം നിർബന്ധമല്ല, നോ നീഡ്. ഇത്ര എഴുതിയാൽ കോസ് ഇൻവേഴ്സ് ഇത്ര എഴുതിയാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വരും കേട്ടോ, ഒരു പ്രശ്നവുമില്ല, മാർക്ക് കേട്ടോ. സെറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്ര? തീറ്റന്റെ വാല്യൂ എത്ര ആയിരിക്കും? തീറ്റന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. എതിർപ്പൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബി കോസ് തീറ്റ, രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എത്ര? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് 90 എന്ന് വരും. അപ്പൊ എൻ്റെയും ബിന്റെയും വാല്യൂ എത്ര, മാഗ്നിറ്റ്യൂഡ് എത്ര കൂടിയിട്ടും കുറഞ്ഞിട്ട് കാര്യമില്ല. കോസ് 90 വന്നാൽ 0. ഈ ടേം എന്തായിരിക്കും? 0. സോ ദ ആൻസർ ഈസ് 0. സെറ്റ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്, അതായത് ആംഗിൾ 90 ആണെങ്കിൽ കോസ് അത് സ്കേലാർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇഫ് സ്കേലാർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ് ഈസ് 0, അതായത് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? 0 എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാളെന്താ? നോൺ സീറോ. അതായത് ഇയാളുടെ എന്താണ്? ഈ എ ബിയും എന്തല്ല? 0 അല്ല. അപ്പൊ ഈ എയും ബിയും എന്തല്ല? മാഗ്നിറ്റ്യൂഡ് 0 അല്ല. പോരാത്തതിന് ഈ ഭാഗം 0 ആണ്. അപ്പോൾ ഇതിന്റെ എത്ര ആയിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എത്ര ആയിരിക്കും? ഡെഫിനിറ്റ്ലി 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഡെഫിനിറ്റ്ലി 90 ഡിഗ്രി. കാരണം പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്താ? നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എയും ബിയും 0 അല്ല, ഈ ഭാഗം 0 ആണ്. ഈ ഭാഗം 0, ഈ ഭാഗം 0 അല്ല. അപ്പൊ പിന്നെ ആകെ 0 ഉള്ള പാർട്ട് ഏതാ? ഈ കോസ് കമ്പണന്റ് 0 ആവാം. കോസ് പ്ലസ് 0 ആവാം. 90 ഡിഗ്രി. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോപ്പിക് 2ലോട്ട് പോയി. ഇത്രയും ഓക്കെ ആണോ? നമ്മൾ ടോപ്പിക് 2ലോട്ട് പോവാണ്. സോ ഒരു പ്രശ്നമില്ല, നമ്മൾ ടോപ്പിക് 2ലോട്ട് പോവാണ്. മക്കളെ വേഗം ഷെയർ ചെയ്യട്ടോ. ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിലൊക്കെ ലൈക്ക് അടിച്ചിട്ട് വേഗം ഷെയർ ചെയ്തോ. ഇടയ്ക്ക് ടെക്നിക്കലായിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങളുടെ വേസ്റ്റ് ആയി പോയി. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാണ്? എഡ്യൂപോർട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുക കേട്ടോ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. എടാ അത് ഓക്കെ ആണോ? ടെക്നിക്കൽ ഇഷ്യൂ ഞങ്ങളുടെ കയ്യിലല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് വന്നതാണ് കേട്ടോ. റെഡി. അപ്പൊ അടുത്ത ഡിഫൈൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി വർക്ക്. വർക്ക് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? ഇറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എഴുതോ? എഴുതിയാൽ ഓക്കെ. ഇനി എന്താന്ന് ചോദിച്ചാൽ മക്കളെ ഇതാ എന്ത് ചെയ്യാ? ഞാനൊരു ഒബ്ജക്റ്റിന് എടുത്തു. അതിന്റെ മുകളിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇതാ ഇങ്ങനെയാണ്. അപ്പൊ അയാൾക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യപ്പെട്ട വർക്കിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? W ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. ഓർ ഇയാളെനിക്ക് എങ്ങനെ എഴുതാം? എഫ് എസ് കോസ് തീറ്റ. ഈ പറഞ്ഞതാണ്, ഈ എഫ് എസ് കോസ് തീറ്റ നീട്ടിപ്പരത്തി കഥ പോലെ പറഞ്ഞതാണ് മോനെ ഈ വേർഡ് കേട്ടോ. മോനെ അല്ലെങ്കിൽ മോളെ കേട്ടോ. ദ പ്രൊഡക്റ്റ് ഓഫ് ദ കമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാല് ബേസിക്കലി ഈ എഫ് എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ സാധനല്ലേ? ഈ എഫ് എസ് കോസ് തീറ്റ എന്നുള്ളതിനെ നീട്ടിപ്പരത്തി പറഞ്ഞതാണ് എന്ത്? ഇങ്ങനെ. ക്ലിയർ ആണോ? അപ്പൊ ഇക്വേഷൻ പഠിച്ചോ, എഫ് എസ് കോസ് തീറ്റ. ഇനി അതിന്റെ എസ് ഐ ഉണ്ട് എന്താ? യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ജൂൾ. ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ് സിമ്പിൾ.
സെറ്റ് അല്ലേ? റെഡി. സോ നെക്സ്റ്റിലോട്ട് പോവാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫോഴ്സ്? 3 ടൈപ്പ് ഫോഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ബേസിക്കലി ആ സൈൻ വരുന്ന പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. റെഡി. സോ നമുക്ക് നോക്കല്ലേ. സോ പോസിറ്റീവ് വർക്ക് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷൻ ആണോ നോക്കിയാൽ മതി. സെയിം ഡയറക്ഷൻ ആണോ നോക്കിയാൽ മതി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ നോക്കിയാൽ മതി. നെഗറ്റീവ് വർക്ക് ആണെങ്കിലോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി സീറോ വർക്ക് ആണെങ്കിലോ സീറോ വർക്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കേസ് പറയാം. അപ്പൊ റൈറ്റ് എക്സാമ്പിൾ ഫോർ സീറോ വർക്ക് അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പോവാം. റൈറ്റ് വെദർ ഫോളോയിങ് ഇൻസ്റ്റൻസ് ആർ പോസിറ്റീവ് വർക്ക് ഓർ നെഗറ്റീവ് വർക്ക് ഓർ സീറോ വർക്ക്. നമുക്ക് ഓരോരോ കേസ് ഉണ്ട്. ഓരോന്ന് പറഞ്ഞേ. എന്റെ ഉത്തരം ബിന്റെ ഉത്തരം. നിങ്ങൾ ഒരു ഇതിൽ 2 ചോദ്യങ്ങൾ ഇതുണ്ടാവും. എന്റെ ഉത്തരം ബിന്റെ ഉത്തരം വേഗം പറ. അപ്പോൾ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് വർക്ക് ഡൺ ബൈ മാൻ. ആരാ വർക്ക് ചെയ്തേ? മാൻ ആണ് വർക്ക് ചെയ്തേ. എന്തിന്? ടു ലിഫ്റ്റിംഗ് എ ബക്കറ്റ്. ഒരു ബക്കറ്റിനെ എന്താ ചെയ്തേ? പൊന്തിച്ചു. ബക്കറ്റിനെ പൊന്തിച്ചു. അപ്പൊ ബക്കറ്റ് എന്ത് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അല്ലെ? ബക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാ. എതിർപ്പുണ്ടോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ബക്കറ്റിനെ പൊന്തിക്കാൻ മാൻ ചെയ്ത വർക്ക് എത്ര എന്നാ? അപ്പൊ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ബക്കറ്റിനെ മുകളിലോട്ടല്ലേ പൊന്തിക്കേണ്ടേ? മുകളിലോട്ടല്ലേ പൊന്തിക്കേണ്ടേ? അപ്പൊ അയാൾ കൊടുക്കേണ്ട ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അയാൾ കൊടുക്കേണ്ട ഫോഴ്സും മുകളിലോട്ട് തന്നെ ആയിരിക്കും. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷൻ. അപ്പൊ വർക്ക് എന്താ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് വിൽ ബി പോസിറ്റീവ്. വർക്ക് വിൽ ബി പോസിറ്റീവ്. ഒന്നും നോക്കാനില്ല. അടുത്തത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഇതേ സിറ്റുവേഷനിൽ വൈൽ മാൻ ലിഫ്റ്റ് എ ബക്കറ്റ്. അപ്പൊ ബക്കറ്റ് പൊന്തിച്ച സെയിം ഇൻസ്റ്റന്റിൽ ഗ്രാവിറ്റി ചെയ്ത വർക്കാ ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. വർക്ക് ഡൺ ബൈ നേരത്തെ ചോദിച്ച മാൻ ചെയ്ത വർക്ക് പോസിറ്റീവ്. അപ്പൊ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. മാൻ ലിഫ്റ്റ് ദ ബക്കറ്റ് അല്ലേ? അപ്പൊ ബക്കറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ നോക്കാം? പൊക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ മുകളിലോട്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്. എതിർപ്പില്ലല്ലോ. റെഡി. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലോട്ട്. മാൻ കണ്ടിട്ട് മാൻ അതല്ല ചോദിച്ചത്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഗ്രാവിറ്റിന്റെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ഡൗൺവേർഡ്. ഓൾവേസ് ഡൗൺവേർഡ്. അപ്പൊ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. സെറ്റ് അല്ലേ? എളുപ്പല്ലേ? അപ്പൊ ബൈ മാന് പോസിറ്റീവ്, ബൈ ഗ്രാവിറ്റി നെഗറ്റീവ്. സോ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, സെയിം ഇൻസ്റ്റന്റ് ഒരേ എക്സാമ്പിൾ വെച്ച് നമുക്ക് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇയാൾ മനുഷ്യൻ ചെയ്ത വർക്ക് പോസിറ്റീവ്, ഗ്രാവിറ്റി ചെയ്ത വർക്ക് നെഗറ്റീവ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വൈൽ ലോവറിങ് എ ബക്കറ്റ്. ഒരു ബക്കറ്റിനെ താഴോട്ട് വെക്കുന്ന സമയത്ത്, ഒരു ബക്കറ്റിനെ താഴോട്ട് വെക്കുന്ന സമയത്ത്, ഒരു ബക്കറ്റിനെ താഴോട്ട് വെക്കുന്ന സമയത്ത്, ലോവറിങ് എ ബക്കറ്റ് താഴ്ത്തുന്ന സമയത്ത് അല്ലെ? അപ്പൊ താഴ്ത്തുക എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? താഴോട്ട്. ഡിസ്പ്ലേസ്മെന്റ് താഴോട്ട്. ഇനി ആര് ചെയ്ത വർക്ക് ഡണ്ണ? ഫോഴ്സ്. ആരെ ഫോഴ്സിനെ പറ്റിയാ പറയുന്നത്? ബൈ ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്നാണ് പറഞ്ഞത്. ഗ്രാവിറ്റിന്റെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴോട്ട്. അപ്പൊ ഗ്രാവിറ്റിന്റെ ഫോഴ്സ് താഴോട്ട്. അപ്പൊ രണ്ടുപേരും സെയിം ഡയറക്ഷൻ. അപ്പൊ വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. ഇനി അടുത്ത കേസ് വർക്ക് ഡൺ ബൈ മാൻ വൈൽ ലോവറിങ് ആൻഡ് ബക്കറ്റ്. ഈ ബക്കറ്റ് തന്നെ, ഇതേ ബക്കറ്റ് താഴ്ത്തുന്ന സമയത്ത് സെയിം ഇൻസ്റ്റന്റിൽ നേരത്തെ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഉണ്ട്, പോസിറ്റീവ് ആയി കിട്ടി. ഇപ്പൊ മാൻ ചെയ്ത വർക്ക് എന്തായിരിക്കണം? ബേസിക്കലി നെഗറ്റീവ്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്തായിരിക്കും? നിങ്ങൾ എന്താ ചെയ്യുക? ബക്കറ്റ് താഴോട്ടല്ല പോണ്ടേ? ബക്കറ്റ് താഴോട്ടാ പോണ്ടേ? അപ്പൊ ബക്കറ്റ് താഴോട്ട് അല്ല, ലോവറിങ് ആ ബക്കറ്റ് എന്നല്ല, അപ്പൊ താഴോട്ട്. ഇനി ബക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകുന്ന സമയത്തും ബേസിക്കലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അയാളെ വെയിറ്റിൽ താങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഈ പെണ്ണിനെ ഞാൻ പിടിച്ചിങ്ങ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇയാൾക്ക് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ? ആക്ച്വലി മുകളിലോട്ടാ. ഗ്രാവിറ്റി ഇയാളെ താഴോട്ട് വലിക്കുന്നുണ്ട്, ഞാൻ ഇയാളെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇനി ഞാൻ താഴ്ത്തുകയാണ്, സ്റ്റിൽ അയാൾ ഫ്രീ ഫോളിലാണോ? ഞാൻ ഇങ്ങനെ പെണ്ണിനെ, ഇത് ഫ്രീ ഫോളിലാ. അപ്പൊ ഞാൻ എന്താ പെണ്ണിനെ അങ്ങനെ താഴത്തേക്ക് വെക്കുന്നു. അപ്പൊ ചിലർ പറയും സാറ് താഴോട്ടാ ഫോഴ്സ് എടുക്കുന്നത്. അല്ല, താഴോട്ട് മോഷൻ ഉണ്ട് എന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഇയാളെ വെയിറ്റ് എങ്ങോട്ടാ? താഴോട്ട്. ഇയാളെ വെയിറ്റ് എങ്ങോട്ടാ? താഴോട്ട്. സ്റ്റിൽ എന്താണ്? ഇയാൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വീഴുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഞാൻ സ്റ്റിൽ ഇയാളെ ഇങ്ങനെ താങ്ങി നിർത്തില്ല താഴോട്ട് കൊണ്ടുവന്ന്. അപ്പൊ ഇയാളെ മുകളിൽ ഞാൻ സ്റ്റിൽ മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുക. അപ്പൊ ബക്കറ്റ് താഴോട്ട് കൊണ്ടുപോകുമ്പോഴും ഫ്രീ ഫോൾ ആയിട്ടില്ല. അതായത് ഞാൻ എങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്? ഗ്രാവിറ്റിക്ക് മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നത്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങോട്ട്, സോറി ഗ്രാവിറ്റിക്ക് അല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടായിരിക്കും? മുകളിലോട്ട്. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ് ഇൻ ദിസ് കേസ്. സെറ്റ് അല്ലേ? ക്ലിയർ ആണ്? വേഗം ഗ്രീൻ ടിക്കറ്റ് ഇടാം. സെറ്റ് ആണെങ്കിൽ, ഇത്രയും ഓക്കെ ആണെങ്കിൽ ഗ്രീൻ ടിക്കറ്റ്. ഓക്കെ ആണ്, വേഗം ഗ്രീൻ ടിക്കറ്റ്. സോ നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അടുത്തതാണ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ എ ഫ്രീലി ഫോളിങ് ബോഡി. ഫ്രീ ആയിട്ടൊരു ബോഡി ഫോളോ ചെയ്യാം. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഉറപ്പായിട്ട് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? ഉറപ്പല്ല, ഫ്രീലി ഫോളിങ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ട്. ഇനി ആരാ? ബൈ ഗ്രാവിറ്റി. ഗ്രാവിറ്റിന്റെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അതിന്റെ മുകളിൽ താഴോട്ട് തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ എന്തായിരിക്കും? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു പോസിറ്റീവ്. രണ്ട് സെയിം ഡയറക്ഷൻ അല്ലേ?
സിമ്പിൾ. അടുത്ത വർക്ക് ഡൺ ബൈ പേഴ്സൺ carrying a load on his head and walks on a horizontal level road. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ചങ്ങാതി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചങ്ങാതി തലയിൽ അല്പം ലോഡൊക്കെ താങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം നടക്കുന്നുണ്ട്. ഒരു ലെവൽ റോഡിൽ. ഇങ്ങനെയാണ്, സൈഡ് വൈസ് ആണ് നടക്കുന്നത് അല്ലെ, സൈഡ് വൈസ് നടക്കുന്നത്. അപ്പൊ ഇയാളെ തലയിൽ എന്തുണ്ട്? ഒരു ലോഡ് ഉണ്ട്, ഒരു കുട്ടയുണ്ട്. അപ്പൊ കുട്ടയുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, തലയിൽ ലോഡ് ക്യാരി ചെയ്ത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലെവൽ റോഡ്, അപ്പൊ കാറ്റ് വർക്കുന്നില്ല. അപ്പൊ അയാൾ ഇങ്ങനെ പോകുമ്പോൾ അയാൾ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാ, ആ കുട്ടയുടെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാ, അല്ലെ ലോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, വർക്ക് ഡൺ ബൈ പേഴ്സൺ, ഇങ്ങേര് ചെയ്ത വർക്കാ. അപ്പൊ ഇയാൾ എങ്ങോട്ടാ വർക്ക് ചെയ്യുന്നത്? സൈഡ് വൈസാ? അങ്ങനെ ഒന്നല്ലടാ, സൈഡ് വൈസ് ഇയാൾ ഫോഴ്സ് എടുക്കുന്നതല്ല. ഈ ലോഡിന് എങ്ങോട്ടുണ്ട്? ഈ ലോഡിന് താഴോട്ട് വെയിറ്റ് ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ബാലൻസ് ചെയ്ത് മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇയാൾ ഇതിനെ ബാലൻസ് ചെയ്ത് മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ എത്ര? എത്ര? തീറ്റന്റെ വാല്യൂ 90 ഡിഗ്രി. അപ്പൊ കോസ് 90 0. അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ 0. കിട്ടിയാ? വർക്ക് ഡൺ 0 കിട്ടിയാ? ഗ്രീൻ ടിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ വെൻ എ കാർ ഈസ് സ്റ്റോപ്പിംഗ് ആഫ്റ്റർ ട്രാവലിംഗ് സം ടൈം വെൻ ബ്രേക്ഡ്. അതായത് ഒരു കാർ ബെൻസ് കാർ എടുത്തു. ബെൻസ് കാർ ഇങ്ങനെ തന്നെ അല്ലേ? ബെൻസ് കാർ ഇങ്ങനെ തന്നെയാണ്. റെഡി. ചിത്രത്തിനൊന്നും പ്രാധാന്യം കേട്ടോ. ചിത്രത്തിന് നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ കാറ് ബ്രേക്ക് ചെയ്തു ബൈ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഈ കാർ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ഓപ്പോസ് ചെയ്യുക അല്ലെ? മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒപ്പോസ് ചെയ്യില്ല എവിടെ ഇയാൾ. അപ്പൊ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട്, ഇയാൾ കാർ അങ്ങോട്ട് ബ്രേക്ക് ഇടുമ്പോൾ ഇങ്ങോട്ട്. അപ്പൊ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും? വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. സിമ്പിൾ അല്ലേ? അടുത്ത്, വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡിയുടെ മുകളിലുള്ള വർക്ക് ഡൺ ആണ് ചോദിച്ചത്. അപ്പൊ ഒരു യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ആയിക്കോട്ടെ, ബോഡി ഇതാണ് ബോഡി. ഇയാൾ യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലെ? റെഡി. ഇങ്ങനെ മൂവ് ചെയ്യാം. ഇയാളെ മുകളിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവുക? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതെങ്ങോട്ടാ ഉണ്ടാവുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് സെന്റർ ഉണ്ടാവുക. നമ്മൾ ചോദിച്ചാരാ? ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങോട്ടാവുക? ടുവേർഡ്സ് സെന്റർ. ഇനി ഇയാളുടെ വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇയാളുടെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ വെലോസിറ്റി ഈ പോയിന്റിന് ടാൻജൻഷ്യലാ. വെലോസിറ്റി സെയിം ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ വർക്ക് ഡൺ എത്രയാണ്? 0. സെറ്റ് ആണ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ എത്ര? 90 ആണ്. അപ്പൊ വർക്ക് ഡൺ വിൽ ബി 0. സെറ്റ് അല്ലേ? ഇതുവരെയുള്ള ഭാഗങ്ങൾ ഓക്കെയാണ് മക്കളെ? ഇതുവരെയുള്ള ഭാഗങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. സോ നമുക്ക് ഇതേപോലെ പ്രോബ്ലങ്ങൾ ചെയ്യാം. പ്രോബ്ലം ചെയ്യട്ടെ? നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എ സൈക്ലിസ്റ്റ് കം, എടാ ലൈക്ക് അടിക്കാത്ത ആരാണെങ്കിൽ ലൈക്ക് അടിക്കണേ, വേഗം ലൈക്ക് അടിച്ചോ. എ സൈക്ലിസ്റ്റ് കം ടു എ സ്കിഡിംഗ് സ്റ്റോപ്പ് ഇൻ 10 മീറ്ററിൽ എന്ത് ചെയ്തു? ഒരു സൈക്ലിസ്റ്റ് ഓടി വന്നിട്ട് ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോൾ ബ്രേക്ക് ഇട്ടതിന് ശേഷം 10 മീറ്റർ എന്ത് ചെയ്തു? അയാൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ പ്രോസസ് ദ ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു ദ റോഡ് ഈസ് 200 ന്യൂട്ടൺ. അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്കിഡിംഗ് സ്റ്റോപ്പ്, ബ്രേക്ക് ചെയ്യല്ല, സ്കിഡ് ചെയ്യാണ് അല്ലെ? അപ്പൊ സ്കിഡ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിച്ചേ? റോഡ് സൈക്കിളിന് കൊടുത്ത ഫോഴ്സ് എത്രയാണ്? 200 ന്യൂട്ടൺ. അതായത് ഫ്രിക്ഷൻ കൊടുത്ത ഫോഴ്സ് എത്രയാണ്? 200 ന്യൂട്ടൺ. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദ റോഡ് ഓൺ ദ സൈക്കിൾ? റോഡ് ഓൺ ദ സൈക്കിൾ ആ ചോദിച്ചത്. അപ്പൊ നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് അല്ലെ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. ഈ സൈക്കിള് എടപെടാം. ഇപ്പൊ സൈക്കിൾ ഇപ്പൊ എങ്ങനെ? സൈക്കിളൊന്നും വേണ്ട, അത് ബോഡി ഇങ്ങനെ. അപ്പൊ ഇയാൾ സ്കിഡ് ചെയ്തു. ഇയാൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? മുന്നോട്ട്. റോഡ് ഇയാളെ ഏത് ഇതിലാണ് കൊടുക്കേണ്ടത്? സെയിം ഡയറക്ഷനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റോഡ് ഫോഴ്സ് കൊടുക്കേണ്ടത്? സ്കിഡിംഗ് സ്റ്റോപ്പിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും സ്കിഡിംഗ് സ്റ്റോപ്പിന് വേണ്ടി. തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും? തീറ്റയുടെ വാല്യൂ എത്ര അവിടെ? തീറ്റയുടെ വാല്യൂ വേഗം പറ. തീറ്റയുടെ വാല്യൂ എത്ര? 180 ഡിഗ്രി. ഓപ്പോസിറ്റ് അല്ലേ? 180 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കണം FS cos 180. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫിന്റെ വാല്യൂ എത്ര? എഫിന്റെ വാല്യൂ 200 ഇൻറ്റു എസിന്റെ വാല്യൂ എത്ര? ഡിസ്പ്ലേസ്മെന്റ് എത്ര? 10 ഇൻറ്റു -1.
എത്ര ആൻസർ പറ? -2000 ന്യൂട്ടൺ. -2000 ന്യൂട്ടൺ കിട്ടി. ഈ നെഗറ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ നെഗറ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? കൈകൾ വെക്കടാ. ഈ നെഗറ്റീവ് എന്തുകൊണ്ട് ഇവിടെ വന്നു? ഈ നെഗറ്റീവ് എന്തുകൊണ്ട് വന്നു? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏത് ഫോഴ്സാ ചോദിച്ചേ? ഏത് ഫോഴ്സ് ചെയ്യുന്ന വർക്കാ? ബൈ റോഡ് ഓൺ സൈക്കിൾ. ബേസിക്കലി ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്കാ ചോദിച്ചത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? അങ്ങോട്ട്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ്. ആ ഓപ്പോസിറ്റ് കൺസെപ്റ്റ്, അതായത് അതിന് വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് ഇവിടെ കൊടുത്തത്. ഇത് എത്ര പേർക്ക് മനസ്സിലായി? വേഗം കൈ വെക്ക്, വേഗം കൈ വെക്ക്, വേഗം കൈ വെക്ക്, കൈ 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 വെക്ക്. റെഡി? എ കിട്ടിയോ? എ കിട്ടിയോ? റെഡി? ഇനി അടുത്ത് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ സൈക്കിൾ ഓൺ റോഡ്. ഇത് ഒരുപാട് പേര് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ എത്ര? വേഗം പറ, വേഗം പറ. എ നിങ്ങൾക്ക് കിട്ടി -2000 ന്യൂട്ടൺ. അപ്പൊ നിങ്ങൾ പറയും ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ സൈക്കിൾ ഓൺ റോഡ്. അപ്പൊ നിങ്ങൾ പറയും ഓ സിമ്പിൾ, +2000 ന്യൂട്ടൺ അല്ലേ? +2000 ന്യൂട്ടൺ ആണ് ആൻസർ. വേഗം പറ. അയ്യോ ന്യൂട്ടൺ ആയിപ്പോയി. ജൂൾ 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 സോറി സോറി സോറി, മൈ ബാഡ് മൈ ബാഡ് മൈ ബാഡ് മൈ ബാഡ്. വേഗം പറ, വേഗം പറ. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ സൈക്കിൾ ഓൺ റോഡ്. ഇത് -2000 ആണെങ്കിൽ, ഇത് -2000 ആണെങ്കിൽ മറ്റേന്തായിരിക്കും? +2000 അല്ലേ? എന്നാ തെറ്റി. വർക്ക് ഈസ് ഈക്വൽ ടു FS cos θ എന്നല്ലേ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബൈ സൈക്കിൾ ഓൺ റോഡ്. സൈക്കിള് റോഡിനെ മൂവ് ചെയ്യുന്നുണ്ടോ? സൈക്കിൾ റോഡിനെ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സൈക്കിള് റോഡിനെ മൂവ് ചെയ്യുന്നില്ല. റെഡി? അപ്പൊ എന്തായിരിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു 0 ജൂൾസ്. വർക്ക് ഈസ് ഈക്വൽ ടു 0 ജൂൾസ്. യെസ്, കറക്റ്റ് ആണ്. തെറ്റിക്കരുത്. ഇത് ഒരുപാട് പേര് ആ വർഷം തെറ്റിച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ആ വർഷം തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. -2000 എഴുതി, എന്നിട്ട് +2000. തെറ്റാണ്. ഡിസ്പ്ലേസ്മെന്റ് എത്ര? 0. റോഡിന് എന്ത് ചെയ്യുന്നില്ല? സൈക്കിൾ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ വർക്ക് ഡൺ വിൽ ബി 0 ജൂൾസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ അണ്ടർ FS ഗ്രാഫ് വിൽ ഗിവ്. വേഗം പറടാ. ഏരിയ അണ്ടർ FS ഗ്രാഫ് ഗിവ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഏരിയ വരച്ചു നോക്കാം, സോറി ഒരു ഗ്രാഫ് വരച്ചു നോക്കാം. FS. അപ്പൊ അതിന്റെ ഷേപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ. ഇങ്ങനെയാണ് ഷേപ്പ് വിചാരിക്കുക. അപ്പൊ അതിന്റെ താഴെയുള്ള ഏരിയ, അതിന്റെ താഴെ ഉള്ള ഏരിയ കാണാൻ എന്താ ചെയ്യണ്ടേ? ഏരിയ അണ്ടർ ഈസ് ഈക്വൽ ടു, ഇതെന്തായിരിക്കും? ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് എന്താ? S. ഇത്രയും എന്താ? F. അപ്പം F ഇൻറ്റു S എന്നായിരിക്കും. F ഇൻറ്റു S എന്ന് പറഞ്ഞാൽ ആരാ? വർക്ക്. അപ്പൊ ഏരിയ അണ്ടർ FS ഗ്രാഫ്, ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്തായിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും കേട്ടോ. ഏരിയ അണ്ടർ FS ഗ്രാഫ് വിൽ ഗിവ് വർക്ക് ഡൺ. ജസ്റ്റ് പഠിച്ചാൽ മതി. സോ നെക്സ്റ്റ് എനർജി. അടുത്ത ടോപ്പിക് ആണ് മക്കളെ എനർജി. എനർജിയിലോട്ട് പോട്ടെ. വാട്ട് ഈസ് എനർജി? ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. എത്ര ടൈപ്പ് എനർജീസ് ഉണ്ട്? ഒരുപാട് ടൈപ്പ് എനർജീസ് ഉണ്ട്. മെക്കാനിക്കൽ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരം എനർജീസ് ഉണ്ട്. കേട്ടോ. റെഡി? അപ്പൊ നമുക്ക് മെക്കാനിക്കൽ എനർജി എന്താന്ന് ചോദിച്ചാൽ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് അതിന്റെ മോഷനോ പൊസിഷനോ കാരണം, മോഷൻ അല്ലെങ്കിൽ പൊസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. അതായത് ബേസിക്കലി മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം. ഒന്നേതാ? പൊട്ടൻഷ്യൽ. ഒന്നേതാണ്? പൊട്ടൻഷ്യൽ എനർജി. സിമ്പൽ എന്താ? ക്യാപിറ്റൽ U. മറ്റേതേതാ? കൈനറ്റിക് എനർജി. സിമ്പൽ എന്താ? K അല്ലെങ്കിൽ KE. സോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. സോ ഇതിനെ രണ്ടിനും കമ്പൈൻ ചെയ്ത് ഇതിനെ ടോട്ടൽ എനർജിനെ വിളിക്കുന്നവരെ മെക്കാനിക്കൽ എനർജി. സോ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഓഫ് ഒബ്ജക്ട് പൊസസ്ഡ് ബൈ, ഒന്നെങ്കിൽ അതിന്റെ മോഷൻ കാരണം ആരാ? കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ പൊസിഷൻ കാരണം ആരാ? പൊട്ടൻഷ്യൽ എനർജി. പഠിച്ചല്ലോ? റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 kg ടു എ ഹൈറ്റ് 10 meter above the ground എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്? വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 kg ടു എ ഹൈറ്റ്. വർക്ക് ഡൺ വേണ്ട, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി മതി. പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വർക്ക് ഡണിലേക്ക് എത്തണം. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ലിഫ്റ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് 10 kg അറ്റ് എ ഹൈറ്റ് 10 meter above the ground എന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന്, നമ്മുടെ ഗ്രൗണ്ടില്ലേ, ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്ര മീറ്ററാ? 10 meter ഉയരത്തിൽ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയുടെ മാസ് എത്ര? 10 kg.
അയാൾക്ക് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി ഏതാ അറിയോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ അറിയോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചോ മക്കളെ. U ഈസ് ഈക്വൽ ടു mgh. U ഈസ് ഈക്വൽ ടു mgh. U ഈസ് ഈക്വൽ ടു mgh എന്നാണ്. mgh എന്നാ വാല്യൂ കൊടുത്തോ. U ഈസ് ഈക്വൽ ടു മാസ് എത്ര? 10 കിലോ. 10 ഇൻറ്റു ജിന്റെ വാല്യൂ 9.8 എടുത്തോട്ടോ. ജിന്റെ വാല്യൂ എത്ര എടുത്തോ? 9.8 എടുത്തോ. നെഗറ്റീവ് ഒന്നും എടുക്കണ്ട, നെഗറ്റീവിന്റെ കാര്യം 9.8 എടുത്താൽ മതി. 9.8. ഇനി 10 എടുത്താൽ ഒരു പ്രശ്നമില്ല. ഹൈറ്റ് എത്ര? 10 മീറ്റർ ആണ്. അപ്പൊ U ഈസ് ഈക്വൽ ടു എത്ര വരും? U ഈസ് ഈക്വൽ ടു എത്ര വരും? 980. യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ. യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ. 980 ജൂൾ. ഇനി 10 എടുത്താലോ? 10 എടുത്താൽ എത്ര കിട്ടും? 10 എടുത്താൽ അതിനെക്കാട്ട് കിട്ടും. 10 എടുത്താൽ ഒരു 1000 ജൂൾ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? കിട്ടിയ ആൾക്കാർ വേഗം പറയടാ. കിട്ടിയ ആൾക്കാർ വേഗം ഗ്രീൻ ടിക്കറ്റ്. ഗ്രീൻ ടിക്കറ്റ്, ഗ്രീൻ ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോകണം. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. സിമ്പിൾ കാര്യത്തിന് മുകളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. എന്നാൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യത്തിന് മുകളിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. റെഡി? അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാണ്. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി of if a car traveling at 10 meter per second changes to 20 meter per second. അപ്പോൾ മക്കളെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? ഇനീഷ്യൽ വെലോസിറ്റി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് എത്ര? 10 ആണോ 20 ആണോ? 10 ആണോ 20 ആണോ ഇനീഷ്യൽ വെലോസിറ്റി? കാർ ട്രാവലിംഗ് അറ്റ് 10 meter per second ചേഞ്ചസ് ടു 20 meter per second എന്ന് പറഞ്ഞത്. അപ്പോൾ യുവിന്റെ വാല്യൂ എത്രയാണ്? 10 meter per second. ഫൈനൽ വെലോസിറ്റി എത്ര? ചേഞ്ചസ് ടു 20 meter per second. 20 meter per second എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രല്ലേ പറഞ്ഞേ? ഇയാളെ മാസ് എത്ര പറഞ്ഞിരിക്കുന്നത്? ഇയാളെ മാസ് പറഞ്ഞിരിക്കുന്നത് 2000 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെന്താ ചോദിച്ചിരുന്നത്? നമ്മുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ചാ ഡെൽറ്റ കെ ഇ ഓർ ഡെൽറ്റ കെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെയാണ് എപ്പോഴും ചേഞ്ച് ചെയ്യണം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. നമ്മൾ എങ്ങനെ ചെയ്യുക? എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്നാ. അപ്പോൾ ഡെൽറ്റ കെ ഇ ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ. ആരെ കോമൺ എടുക്കുക? ഹാഫ് എം കോമൺ എടുക്കുക അല്ലേ? സോ ഡെൽറ്റ കെ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി വാല്യൂസ് കൊടുത്തേ. ഹാഫ് ഇൻറ്റു എമ്മിന്റെ വാല്യൂ എത്രടാ? എമ്മിന്റെ വാല്യൂ എത്ര? എമ്മിന്റെ വാല്യൂ 2000 ഇൻറ്റു വി എത്ര? വി 20 ആണ് അല്ലേ? വി എത്രയാണ്? 20 സ്ക്വയർ മൈനസ് യു സ്ക്വയർ 10 സ്ക്വയർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എത്ര ആൻസർ പറ? വേഗം പറ. ആൻസർ ഒന്ന് വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പറ. കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കേട്ടോ. 1000 ഇൻറ്റു 400 മൈനസ് 100 300 ഇൻറ്റു അല്ലേ? അപ്പൊ എത്ര ആൻസർ വേഗം പറ. ഏത് ചാപ്റ്റർ ആണോ? ഇത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ബയോളജി. അതിലാണല്ലോ ഈ വർക്ക് എനർജി പവർ ഒക്കെ ഉണ്ടാവുക. അതിലാണല്ലോ ഈ എനർജിയും ഇതൊക്കെ പരിപാടിയൊക്കെ ഉള്ളത്. അതന്നെ ബയോളജി കേട്ടാ. എത്ര ആൻസർ കിട്ടി? വേഗം പറ. വേഗം കാൽക്കുലേറ്റർ പറ. 30,000. എത്ര പൂജ്യം? വേഗം പറ. 30,000 ജൂൾസാ? അല്ല, 3 ലക്ഷം ജൂൾസ് ഉണ്ടാവും അല്ലേ? 3 ലക്ഷം ജൂൾസ്. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. സോ നെക്സ്റ്റിലോട്ട് പോവാണ്. വർക്ക് എനർജി തിയറം. സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് വർക്ക് എനർജി തിയറം. നെക്സ്റ്റ് തിയറം ആണ് മോനെ വർക്ക് എനർജി തിയറം. റെഡി അല്ലേ? സോ നമുക്ക് മുന്നോട്ട് പോകാം. വർക്ക് എനർജി തിയറത്തിലൂടെ മുന്നോട്ട് പോകാം. സോ വാട്ട് ഈസ് വർക്ക് എനർജി തിയറം? എന്താ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ്. ഇങ്ങനെ തന്നെ വരിക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം എന്നാ. അപ്പോൾ വർക്ക് എനർജി തിയറം പറയുന്നത് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്നല്ല, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതിന് എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ കെ ഇ ഈസ് ഈക്വൽ ടു ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. വർക്ക് എനർജി തിയറം നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. മറ്റേത് കുറച്ചും കൂടി വേറെ ഉണ്ട്. ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ. ഒരു ഇതിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എന്തിന് ഈക്വൽ ആയിരിക്കും? വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. വർക്ക് ഡൺ. അപ്പൊ തിരിച്ചു എഴുതാം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ എഴുതി പഠിക്കുന്നതാണ് ബെറ്റർ. ഓർ ഡെൽറ്റ കെ ഇ എങ്ങനെ കാണുക? ഡെൽറ്റ കെ ഇ നമ്മൾ അവിടെ ഈ പ്രോബ്ലത്തിൽ ഫൈനൽ ഇക്വേഷൻ ഉണ്ടാക്കി ഓർമ്മ ഉണ്ടോ? ഡെൽറ്റ കെ ഇക്ക് ഫൈനൽ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ അല്ലേ? ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ തന്നെ നിങ്ങൾ പഠിച്ചോ.
നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് എന്ത് ചെയ്യും? ഉപകാരപ്പെടും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? നിങ്ങൾക്ക് നാളെയാണ് എക്സാമോ? സാർ എക്സാമിന് ആൻസർ എഴുതിയാൽ മതിയോ? എക്സാമിന് പിന്നെ ആൻസർ അല്ലാതെ പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിൽ? എന്താടാ എന്താടാ മാരക സംശയങ്ങളാണല്ലോ സാർ. ഇപ്പൊ വന്നേ ഉള്ളൂ സാർ, കൈനറ്റിക് തിയറി ഉണ്ട്, ഓസിലേഷനും ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. ഓ അങ്ങനെടാ അലീന. ഓക്കെ റെഡി. ഇപ്പൊ ഓക്കെ. അത് അടിയിലുണ്ടാ, അടിയിൽ കാണിക്കില്ല, വർക്ക് എനർജി പവർ എന്ന് കാണിക്കില്ല. അത് കേട്ടോ, മനസ്സിലായി. സോറി, ഞാൻ വിചാരിച്ചു നീ വെറുതെ തമാശക്ക് അലമ്പാക്കാൻ ചോദിച്ചാണ്. റെഡി, സെറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അമ്മു ഇൻക്രീസ് സ്പീഡ്. ഒരു പ്രോബ്ലം, ഇതൊരു A+ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. A+ ക്വസ്റ്റ്യൻ. അമ്മു ഇൻക്രീസ്ഡ് ദ സ്പീഡ് ഓഫ് മൂവിംഗ് മാസ് 50 കിലോഗ്രാം ഫ്രം 2 meter per second to 4 meter per second. നോക്കിക്കേ, അമ്മു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മൂവിംഗ് മാസ് 50 കിലോഗ്രാം. അപ്പൊ മാസിന്റെ വാല്യൂ എത്ര? 50 കിലോഗ്രാം. പിന്നെന്താ? ഫ്രം 2 meter per second to 4 meter per second. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? ഇനീഷ്യൽ വെലോസിറ്റി 2 meter per second. ഫൈനൽ വെലോസിറ്റി എത്ര? 4 meter per second. ഇത്രയും കാര്യം അറിയാം അല്ലെ? How much force will be required if the velocity takes place within velocity change takes place within 0.2 second? 0.2 second. അതായത് ടൈം തന്നിട്ടുണ്ട് 0.2 സെക്കൻഡ് എന്ന കാരണം. നമുക്ക് നോക്കാം, കുറെ കാര്യം തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറഞ്ഞ എന്താ? ഹൗ മച്ച് ഫോഴ്സ്, എഫ് എത്ര എന്ന ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? എഫിന്റെ വാല്യൂ എത്രയെന്നാ. എങ്ങനെ എത്തും മക്കളെ? എങ്ങനെ എത്തും? ഇത് നല്ലൊരു A+ ക്വസ്റ്റ്യൻ ആട്ടോ, നല്ലൊരു A+ ക്വസ്റ്റ്യനാ. അപ്പൊ നമുക്ക് ഇത് വർക്ക് എനർജി പവർ, വർക്ക് എനർജി തിയറം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വർക്ക് എനർജി തിയറം നമ്മൾ എന്താ പറഞ്ഞത്? വർക്ക് എനർജി തിയറത്തിൽ നമ്മൾ പഠിച്ചത് വർക്ക് ഈസ് ഈക്വൽ ടു ½ m ഇൻറ്റു വി സ്ക്വയർ, ½ m വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നാ. ½ m വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നാ. ഇനി ആലോചിച്ച് നോക്കടാ, ഇതിലിപ്പോ തന്നത് ഇപ്പൊ നമുക്ക് ഇത് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ വർക്കല്ല ചോദിച്ചേ, വർക്ക് ചോദിച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ അമ്മു. അപ്പൊ അത് വേണം ആദ്യം ചെയ്താലോ. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ അമ്മു, അത് ആദ്യം ചെയ്യല്ലേ, അതാണ് ബുദ്ധി. അപ്പൊ നമുക്ക് ആദ്യം ബി ചെയ്യാം. ആദ്യം ബി ചെയ്യാം, അതല്ല എന്റെ ബുദ്ധി അല്ലേ? അതിലൊരു ബുദ്ധി. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ അമ്മു. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ വർക്ക് എനർജി തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് വേഗം ചെയ്യാൻ പറ്റും. ½ ഇൻറ്റു എമ്മിന്റെ വാല്യൂ എത്രടാ? എമ്മിന്റെ വാല്യൂ 50. 50 ഇൻറ്റു വിന്റെ വാല്യൂ എത്ര? വിന്റെ വാല്യൂ 4. 4 സ്ക്വയർ മൈനസ് യുന്റെ വാല്യൂ എത്ര? 2. 2 സ്ക്വയർ. എത്ര? ആൻസർ പറ, ആൻസർ പറ, ആൻസർ പറ, വേം പറ. വർക്ക് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 8 മൈനസ്, സോറി 8 16 മൈനസ് 4. 16 മൈനസ് 4. ആൻസർ എത്ര പറ, വേം പറ. വർക്ക് എത്ര? 300 ജൂൾസ്. കിട്ടിയോ? ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ മോനെ. റെഡി. സാർ ഒന്നുകൂടി പറയാം. എന്താണ് ഒന്നുകൂടി പറയാനുള്ളത്? വർക്ക് ഈസ് ഈക്വൽ ടു ½ m ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. തന്നിരിക്കുന്ന വാല്യൂ വേഗം കൊടുത്താ പോരെ. നല്ല ചോദ്യ. ഹൗ മച്ച് ഫോഴ്സ് വിൽ ബി റിക്വയർഡ്. അവിടുത്തെ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇഫ് വെലോസിറ്റി ചേഞ്ച് ടേക്ക് പ്ലേസ് വിത്തിൻ 0.2 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എഫ് ആ ചോദിച്ചത്. ഇത് ലോസ് ഓഫ് മോഷൻ കൂടി കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ലാസ്റ്റ് കീമിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ചെയ്താൽ പോരെ. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. റെഡി. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എന്റെ ആക്സലറേഷൻ തന്നിട്ടില്ല, പക്ഷെ ആക്സലറേഷൻ പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആക്സലറേഷൻ കാണാ? വേം പറ. യെസ്, വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. കൊടുത്താ പോരെ. എന്നാ കൊടുക്കടാ. എഫ് ഈസ് ഈക്വൽ ടു എമ്മിന്റെ വാല്യൂ എത്ര? എമ്മിന്റെ വാല്യൂ 50 ഇൻറ്റു വിന്റെ വാല്യൂ എത്ര? വിന്റെ വാല്യൂ 4 മൈനസ് യുന്റെ വാല്യൂ എത്ര? 2 ഡിവൈഡഡ് ബൈ ടൈം എത്ര?
0.2. ടൈം എത്രയാണ്? 0.2. സോ എഫ് ഈസ് ഈക്വൽ ടു ആൻസർ പറ നോക്കിയിട്ട് ആൻസർ പറ. എത്ര 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 500 400 വരുന്നുണ്ടല്ലോ, രണ്ടും കൂടി വരില്ല. ഏതെങ്കിലും ഒന്ന് പറയടാ, ഏതെങ്കിലും ഒന്ന് പറ. രണ്ടും കൂടി എങ്ങനെ വരാനാ? -300 ന്യൂട്ടണാ? എങ്ങനെയാടാ മൈനസ് ഒക്കെ വരിക? എടാ 4 - 2 4 - 2 ഉണ്ട്, പിന്നെ എങ്ങനെയാടാ മൈനസ് വരിക? ഞാൻ പറ 500 ആണ് അല്ലേ? 500 ന്യൂട്ടൺ. 500 ന്യൂട്ടൺ കിട്ടിയല്ലോ. സെറ്റ് അല്ലേ? ഗ്രീൻ ടിക്കറ്റ് ഗ്രീൻ ടിക്കറ്റ്. സോ ഇത് ലോസ് ഓഫ് മോഷനിൽ വേണമെന്ന് പറയാം, പക്ഷെ ഇത് ഇവിടുത്തെ ഇത് A+ ലെവലാണ്, അപ്പൊ കുറച്ച് ടഫ് ഉണ്ടാവും. എത്ര പേർക്ക് ഇത് ടഫായിട്ട് ആദ്യം തോന്നി? ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലായി. അപ്പൊ തന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതി നോക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങളെ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ സീനിയേഴ്സിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സ്പൂൺ ഫീഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ കുറയ്ക്കുന്നുണ്ട്, ന്യൂമറിക്കൽസ് ഒക്കെ പ്രത്യേകിച്ച്. അപ്പൊ ഒന്ന് ട്വിസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞുള്ള എൻട്രൻസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി? സോ റിസ്ക് നിങ്ങൾ എടുക്കണം, എല്ലാം പഠിക്കാം. സോ വർക്ക്, അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് വാസ് ഡൺ ബൈ എ ബോഡി. വർക്ക് ഡൺ ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് റിസൾട്ട് ഇൻ ലോസ് ഓഫ്. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഒരു ബോഡി ഇങ്ങനെ എന്താണ്, ഒരു ബോഡി ഇതിന്റെ സർഫസിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്, ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. റെഡി? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താ? സോറി, ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇയാളെ വെലോസിറ്റി കുറയില്ലേ? ഇയാളെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. എടാ വെലോസിറ്റി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്താ കുറയാ? എന്താ നഷ്ടപ്പെടുക? ഇറ്റ്സ് കൈനറ്റിക് എനർജി. ലോസ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. സോ ഫ്രിക്ഷൻ കാരണം എപ്പോഴും അയാളെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. കൈനറ്റിക് എനർജി കുറയും. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് വർക്ക് സ്കേലർ വെക്ടർ ക്വാണ്ടിറ്റി? വേം പറ, വർക്ക് സ്കേലർ ആണോ വെക്ടർ ആണോ? വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ ഉണ്ട്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് കണ്ട ഇയാൾ വെക്ടറാ? അല്ല, ഇയാൾ എന്താണ്? സ്റ്റിൽ സ്കേലാറാ. ദിസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. കുറച്ചുകൂടി വ്യക്തമായി പറയുന്നത് ടെൻസർ ക്വാണ്ടിറ്റി ആണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ഇറ്റ്സ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി. പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അടുത്ത എനർജി എന്താണ്? എനർജി ഈസ് ഓൾസോ സ്കേലാർ ക്വാണ്ടിറ്റി. എനർജി ഈസ് ഓൾസോ എ സ്കേലാർ ക്വാണ്ടിറ്റി. സെറ്റ് അല്ലേ? റെഡി. അടുത്ത് കൈനറ്റിക് എനർജി മൊമെന്റം റിലേഷൻഷിപ്പ്. കൈനറ്റിക് എനർജി മൊമെന്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോ. കൈനറ്റിക് എനർജി മൊമെന്റും. ആർക്കെങ്കിലും ഇതിന്റെ ഇക്വേഷൻ അറിയോ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ K, മൊമെന്റം എന്ന് പറഞ്ഞാൽ P. ഓർമ്മണ്ടോ? ഇതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം. ഈ റിലേഷൻഷിപ്പ് പഠിക്കുക, ഇതിന്റെ പ്രോബ്ലംസും വരും കേട്ടോ, പ്രോബ്ലംസും വരും. സോ നമുക്ക് നോക്കല്ലേ, ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². ഞാൻ എന്ത് ചെയ്തു? m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, m കൊണ്ട് ഡിവൈഡ് ചെയ്തു. m കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താ സംഭവിക്കുക? LHS കേട്ടോ, LHS-നെ ഞാൻ എന്ത് ചെയ്തു? m കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ ഇതൊന്നും വേണ്ടല്ലോ, നമുക്ക് നേരെ ഇവിടെ തന്നെ എഴുതാം അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ഇൻറ്റു m ഡിവൈഡഡ് ബൈ m. അപ്പൊ എന്താവും മാറുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m. ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? m² ആവില്ലേ? അപ്പം mv² എഴുതി കൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. താഴെ ആര് വരും? ഒരു m വരും അല്ലെ. m²² കൊടുത്തു. റെഡി? എടാ ഈ mv ആരാടാ? mv എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റ് അല്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? mv ലീനിയർ മൊമെന്റ് അല്ലേ? അപ്പൊ mvക്ക് വരെ ആരെ കൊടുക്കുക? p കൊടുക്കുക. അപ്പൊ therefore kinetic energy is equal to ½ p² ഡിവൈഡഡ് ബൈ m. ½ p² ഡിവൈഡഡ് ബൈ m. പഠിച്ചോ? റിലേഷൻഷിപ്പ് പഠിച്ചോ? മസ്റ്റ് ആണ്. ഇത് പഠിക്കാൻ നിങ്ങൾ പോകണ്ടെന്ന് ഞാൻ പറയും. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത്. ചോദിച്ചുള്ള പ്രോബ്ലം എന്തായാലും വരും. അപ്പൊ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യം വരും. അപ്പൊ ഇത് തന്നെ നമുക്ക് p ഈക്വൽ ടു എഴുതാൻ പറ്റും. എങ്ങനെ p ഈക്വൽ ടു എഴുതാൻ പറ്റുക? p ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക? p അവിടെ നിർത്തി ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ √2mk. കാണാൻ പഠിച്ചാലും മതി കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഡെറിവേഷൻ പഠിക്കൊന്നും വേണ്ട. ഇത് ഡിറൈവ് ചെയ്താൽ പഠിച്ചത്. കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്തിട്ട് നേരെ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. p ഈക്വൽ ടു √2mk. കിട്ടുന്ന എങ്ങനെ അറിയാനുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? p² അവിടെ വെക്കുക. ഈ 2m അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p² ഈക്വൽ ടു 2mk എന്ന് കിട്ടും. ഇനി റൂട്ട് എടുത്താൽ മതി. അപ്പൊ p ഈക്വൽ ടു √2mk. പഠിച്ചോ? ഇത് രണ്ടും പഠിച്ചോ? ഇത് രണ്ടും പഠിച്ച ആൾക്കാർ വേഗം ഗ്രീൻ ടിക്കറ്റ്. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യണം. ചാപ്റ്റർ പകുതിന് മുകളിലായി കേട്ടോ. ചാപ്റ്ററിലെ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? അടുത്ത ചെറിയ ടോപ്പിക്സും കൂടി ഉള്ളൂ. വേം പറ. ഇത് ഓക്കെയാണോ? വേം പറ. റെഡി? അങ്ങനെയാണെങ്കിൽ 5 കിലോഗ്രാം ബോൾ ആൻഡ് 10 കിലോഗ്രാം ബോൾ. ഒരു 5 കിലോഗ്രാം ബോൾ ഉണ്ട്, 10 കിലോഗ്രാം ബോൾ ഉണ്ട്. ഹാവ് സെയിം കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി എന്താണ്? സെയിം ആണ്. K സെയിം ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? ആർക്കാണ് ഗ്രേറ്റർ ലീനിയർ മൊമെന്റം എന്ന് ചോദിച്ചാൽ? ആർക്കാണ് കൂടിയ ലീനിയർ മൊമെന്റം എന്ന് ചോദിച്ചാൽ? ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചാൽ? p ഈക്വൽ ടു √2mk എന്നാണ് നമ്മൾ പഠിച്ചത്. √2mk. ഇതിൽ ആർക്കാ കോൺസ്റ്റന്റ്? നിങ്ങൾ നോക്കടാ, ഈ 2 ഓൾറെഡി കോൺസ്റ്റന്റ്,
ഇപ്പൊ കെ എന്താണ് സെയിം ആയതുകൊണ്ട് തന്നെ കെയും കോൺസ്റ്റന്റ്. ടു ഓൾറെഡി റൂട്ട് ടു ഓൾറെഡി കോൺസ്റ്റന്റ് ആണ് ആൻഡ് റൂട്ട് കെ അത് ഓൾറെഡി കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ കെ സെയിം, അപ്പൊ രണ്ടുപേർക്ക് സെയിം ഉള്ള നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് റിലേഷൻഷിപ്പ് എങ്ങനെ എഴുതാൻ പറ്റുക? പി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എന്ന് എഴുതാൻ പറ്റുക. പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എം അല്ല, പി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം ആണ്. റൂട്ട് എം. സ്റ്റിൽ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? മാസ് കൂടുന്നവർക്ക് എന്തായിരിക്കും? മൊമെന്റം കൂടും. അങ്ങനല്ലേ, ലീനിയർ ബന്ധമല്ലേ, ഡയറക്ട്ലി റിലേഷൻ അല്ലേ. 1/, ഒന്നും ഇല്ലല്ലോ. 1/, ആണെങ്കിൽ ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി ബന്ധം തന്നെ. അപ്പം മാസ് കൂടിയാൾക്ക് മൊമെന്റം കൂടുതൽ. മാസ് ആർക്കാ കൂടുതൽ? 5 കിലോഗ്രാമാണ് 10 കിലോഗ്രാമിനാണോ? യെസ്, 10 കിലോഗ്രാമിനാണ് മാസ് കൂടുതൽ. ദെയർഫോർ 10 കിലോഗ്രാം ബോളിനായിരിക്കും കൂടുതൽ എന്ത്? കൂടുതൽ ലീനിയർ മൊമെന്റം, കൂടുതൽ മൊമെന്റം. ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. പി = √2mk. 2 കോൺസ്റ്റന്റ് ആണ്, കെയും കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ ഒരുത്തം എന്തോ പറയുന്നുണ്ട്, സാർ ഫിസിക്സ് ഡെറിവേഷൻ എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യോ? ഇപ്പൊ ചെയ്യില്ല, ഇപ്പൊ നീ ഇത് പഠിക്കുക കേട്ടോ. ഡെറിവേഷൻ ചെയ്യും, ഇപ്പം ചെയ്യില്ലാന്നുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഡെറിവേഷന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. നിങ്ങൾ റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? മാനിക്കും കേട്ടോ. പബ്ലിക് എക്സാമിലേക്ക് ചെയ്യാം. മോഡൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഒരുപാട് സമയം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങളെ റിക്വസ്റ്റ്, ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് ഉണ്ട്. എത്ര പേർക്ക് വേണടാ ഡെറിവേഷൻ്റെ മാത്രം വീഡിയോ? ഒന്ന് കൈ പൊന്തിച്ചേ. അങ്ങനെയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 10 കിലോഗ്രാം ബോളിനായിരിക്കും കൂടുതൽ. ഇനി ഈ ക്വസ്റ്റ്യൻ തിരിച്ചു വയ്ക്കും. 5 കിലോഗ്രാം ബോൾ, 10 കിലോഗ്രാം ബോൾ ഹാവ് സെയിം ലീനിയർ മൊമെന്റം. അപ്പോൾ പി എന്താടാ? പി സെയിമാ. രണ്ടുപേർക്ക് ലീനിയർ മൊമെന്റം സെയിമാ. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ? കൈനറ്റിക് എനർജി കൂടുതൽ ആരാന്ന് വെച്ചാൽ. അപ്പോൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ പറഞ്ഞാൽ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു റൂട്ട് അല്ലല്ലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ p²/m അല്ലേ? ഇതല്ലേ നിങ്ങൾ പഠിച്ചേ? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ. ആൻഡ് ഇത് ആരാ സെയിം? പി സെയിമാ. അപ്പോൾ പി കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഈ 2 or 1/2 കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെ എഴുതാൻ പറ്റും? കെ പ്രൊപ്പോർഷണൽ ടു 1/m എന്നാണ്. കെ പ്രൊപ്പോർഷണൽ ടു 1/m എന്നാണ്. അപ്പോൾ നമുക്ക് മാസ് കുറയുമ്പോഴാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, അപ്പോൾ മാസ് കുറയുമ്പോഴാണ് കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ മാസ് കുറഞ്ഞ ആൾക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ കേട്ടോ. മാസ് കുറഞ്ഞ ആൾക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ മാസ് കുറഞ്ഞ ആരാ? 5 or 10? Therefore 5 കിലോഗ്രാം ബോൾ. നേരത്തെ കുറെ കൈകൾ വന്നിച്ചു. അപ്പോൾ ഡെറിവേഷന്റെ വീഡിയോ ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങളെ റിക്വസ്റ്റും നിങ്ങൾ മാനിച്ചു. ഡെറിവേഷന്റെ വീഡിയോ വരും. അപ്പോൾ 5 കിലോഗ്രാം ബോൾ ആണ് ആൻസർ. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ അടുത്തത് കൂടാണ് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ഇഫ് ദ ഫോഴ്സസ് ഡൂയിങ് വർക്ക് ആർ കൺസർവേറ്റീവ്. ഇത് അതിന്റെ പൂർണ്ണമായുള്ള രൂപമാണ്. ഇതിങ്ങനെ പഠിച്ച എത്ര പേരുണ്ട്? കുറവാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് അത്ര കോമൺലി അങ്ങനെ പറയാത്ത സാധനമാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. അതായത് ഇനി കൈനറ്റിക് എനർജിയുടെ ഇനീഷ്യലും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇനീഷ്യലും, അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ പഠിച്ചാലും മതി, ഇങ്ങനെ എഴുതിയാലും ഓക്കെ കേട്ടോ. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ഇഫ് ദ ഫോഴ്സസ് ഡൂയിങ് ദ വർക്ക് ആർ കൺസർവേറ്റീവ്. അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് എഴുതിയാലും മതി. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് എന്താണ്? ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. ഏത് രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും പ്രോപ്പറായിട്ട് അതിൽ അർത്ഥമാണെങ്കിൽ. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്, കൺസേർവ്ഡ് വാല്യൂ ആയിരിക്കും. അവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിലാണ് പൂർണ്ണമായ അർത്ഥം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഒന്നെങ്കിൽ KI + UI, ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതായത് ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഷോ ദാറ്റ് ദ ടോട്ടൽ മെക്കാനിസം ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് കോൺസ്റ്റന്റ്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്നുള്ള ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡെറിവേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ബോഡി എടുക്കുക. M എന്ന് പറഞ്ഞ മാസുള്ള ബോഡി എടുക്കുക. ഇയാൾ ഇങ്ങനെ വീഴുന്നു. അപ്പോൾ അയാൾ മറ്റൊരു ഹൈറ്റിലെത്തുന്നു. പിന്നീട് അയാൾ ഗ്രൗണ്ടിലെത്തുന്നു. അപ്പോൾ 3 ലെവൽ ഹൈറ്റ് എടുക്കുക. ഈ ഡെറിവേഷൻ നോക്കുക. അപ്പോൾ M എന്ന് പറഞ്ഞ മാസുള്ള ബോഡി ഇവിടെ ഉള്ള ആദ്യം A എന്ന് പറഞ്ഞ ഹൈറ്റിലാണ്, പിന്നെ B എന്ന് പറഞ്ഞ ഹൈറ്റിലാണ്, പിന്നെ C എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ലെവലിലെത്തി. അപ്പോൾ A എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് H ഉയരത്തിലാണ്. ഗ്രൗണ്ടിൽ നിന്ന് H ഹൈറ്റിലാണ് ഇയാൾ. A എന്ന് പറഞ്ഞ ഹൈറ്റ്. റെഡി. പിന്നീട് ഈ ഡിസ്റ്റൻസ് X ആണ്. A എന്ന് Bയിലോട്ടുള്ള ഡിസ്റ്റൻസ് X ആണ്. അപ്പോൾ B എന്ന് പറഞ്ഞത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കുന്നു? മൊത്തം H, ഇത്രയും ദൂരം X. അപ്പോൾ അത് എത്ര ആയിരിക്കും? H - X. ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാണ്. ഇയാൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര?
g. Acceleration due to gravity യുടെ വാല്യൂ g. അങ്ങനെയാണ് നമുക്ക് ബാക്കി പ്രോബ്ലങ്ങൾ ചെയ്യാലോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ g. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൺ അറ്റ് എന്റെ കേസിൽ നമുക്ക് എഴുതാം. ബി എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ബി നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഒരു സംഭവം ഒന്നും വരുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? എന്താ പിടിച്ചോ, ബി എഴുതണ്ട. കാരണം ക്വസ്റ്റ്യനിൽ എ ബി സി എന്ന് പറയാം. അപ്പൊ പൊതുവേ എ ബി സി എന്നാ പറയല്. ഒരു പ്രാവശ്യം പ്രശ്നമില്ല. ഇങ്ങനെ എ എന്നും ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാലും മാർക്ക് തരണം കേട്ടോ. അങ്ങനെ എഴുതിയാലും മാർക്ക് തരണം. കാരണം പ്രത്യേകിച്ച് 3 ഹൈറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ എഴുതിയാലും മതി. ഇത് ഓക്കെയാണോ? അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഒരുപാട് ഉണ്ടെന്നാ, അങ്ങനെ നിങ്ങൾ പഠിച്ചവർ അങ്ങനെ തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് സമയം കൂടുതൽ പോകണമെങ്കിൽ എഴുതിക്കോ. ഇങ്ങനെ എഴുതിയാലും മാർക്ക് തരണം. കാരണം ആകെ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കോൺസ്റ്റന്റ് ആണെന്നല്ല പറഞ്ഞുള്ളൂ, കൺസേർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ എയും ബിയും മാത്രം എഴുതിയാൽ മതി. നടുവത്തെ ലെവൽ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറ്റ് എന്റെ കേസിൽ എത്രയുടെ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്ര? എച്ച്. എച്ച്. ഇനി അവിടുത്തെ കൈനറ്റിക് എനർജി എത്ര? അവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. അവിടെ വെലോസിറ്റി എത്ര? അവിടെ വെലോസിറ്റി 0 ആണ്. ഏല് വെലോസിറ്റി എത്ര? ഏല് വെലോസിറ്റി 0 ആണ്. അപ്പൊ ഏന്റെ കേസിൽ കൈനറ്റിക് എനർജിന്റെ വാല്യൂ 0. ഇത് ക്ലിയർ ആയോ? അപ്പൊ ഏല് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച്, കൈനറ്റിക് എനർജി 0. ഏല് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച്, കൈനറ്റിക് എനർജി 0. കാരണം എന്തില്ല, വീഴാൻ തുടങ്ങിയിട്ടില്ല, വെലോസിറ്റി 0. അപ്പൊ അവിടുത്തെ ടോട്ടൽ എനർജി എത്ര? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം. അപ്പോൾ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു 0 പ്ലസ് എം ജി എച്ച്. ക്ലിയർ ആയോ? എന്റെ കേസിൽ നമുക്ക് കിട്ടി ടോട്ടൽ എനർജി. എന്റെ കേസിൽ കിട്ടി ടോട്ടൽ എനർജി എത്രയാന്ന് ഫിഗറിൽ എഴുതൊന്നും വേണ്ട. എ ഈക്വൽ ടു എം ജി എച്ച് ആണ് കിട്ടി. സോറി, എന്റെ കേസിൽ ടോട്ടൽ എനർജി എം ജി എച്ച് ആണ് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ബിന്റെ കേസ് എഴുതിയാൽ മതി. നടുവിൽ നിങ്ങൾ സി എഴുതേണ്ട കാര്യമില്ല. കാരണം സി എഴുതണം എന്ന് പറഞ്ഞാൽ നടുവിൽ ഒരു ഹൈറ്റ് ഉണ്ട്, അവിടെ ബി കൊടുത്ത് താഴത്ത് സി കൊടുത്ത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. 2 ലെവൽ ഹൈറ്റ് എഴുതിയാൽ മതി. ഒന്ന് മാക്സിമം ഹൈറ്റിലും ഒന്ന് ഗ്രൗണ്ട് ലെവലും. അറ്റ് ബിന്റെ കേസിൽ എന്താടാ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. അവിടെ ഹൈറ്റ് എത്ര? 0. ബി എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഹൈറ്റ് എത്ര ആയിരിക്കും? 0. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? 0. പൊട്ടൻഷ്യൽ എനർജി എത്ര? 0. ഇനി അവിടെ കൈനറ്റിക് എനർജി എത്ര? ഹാഫ് എം വി സ്ക്വയർ എന്നാ. അവിടെ വി സ്ക്വയർ കാണണമെങ്കിൽ നമ്മൾ തേർഡ് ഇക്വേഷൻ മോഷൻ യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം. ഇത് കൊടുക്കല്ലേ? ഇത് കൊടുത്തു നോക്കാം നമുക്ക്. ഇത് കൊടുത്തു നോക്കാം കേട്ടോ. യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്ര ആയിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ ഈ ടേം ഉണ്ടാവുമോ? ഇല്ല. ഇനി ആരാ ഉണ്ടാവുക? 2 ഇൻറ്റു ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷന്റെ വാല്യൂ ജി ആണ്. എസ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര? ഇത്രയും ദൂരം ഡിസ്റ്റൻസ് അല്ല ട്രാവൽ ചെയ്ത എത്രയാണ്? എച്ച് ആണ്. 2gh. അപ്പോൾ ഈ സാധനം കൊണ്ടുപോയിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയി വി സ്ക്വയർ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh. ആര് ക്യാൻസൽ ആവും? 2 വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് കിട്ടി. കൈനറ്റിക് എനർജി ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ ടോട്ടൽ എനർജി എത്ര? ദെർഫോർ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ്. ദെർഫോർ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ക്ലിയർ ആണോ? ഡെറിവേഷൻ പഠിച്ചോ? എ പഠിച്ചു, ബി പഠിച്ചു. ഇനി നിങ്ങൾക്ക് നടുവത്തെ ഹൈറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾ ആ ലെവലിൽ പഠിച്ചാൽ മതി. അപ്പം ഇത് എഴുതിയാൽ മതിടാ. ഇത്ര എഴുതിയാൽ മാർക്ക് വരണം കേട്ടോ. ഫുൾ മാർക്ക് വരും. പഠിച്ചോ? ഡെറിവേഷൻ പഠിച്ചോ? എത്ര പേര് പഠിച്ചോ? ഈ ഡെറിവേഷൻ പഠിച്ച ആൾക്കാർ വേഗം കൈകളൊന്ന് വെച്ചേ. എത്ര പേര് ഡെറിവേഷൻ പഠിച്ചു? വേഗം കൈകളൊന്ന് വെച്ചേ. ഇനി ഇതിന്റെ കൂടെ ഗ്രാഫിക്കൽ വേരിയേഷൻ ഉണ്ടാവും. സോ ഗ്രാഫിക്കൽ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഗ്രാഫിക്കൽ വേരിയേഷൻ എങ്ങനെയാണ്? എനർജി വേഴ്സസ് ഹൈറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഹൈറ്റ് കൂടുമ്പോൾ ഏത് എനർജിയാ കൂടുക? നോക്ക്. ഹൈറ്റ് കൂടുമ്പോൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് തോന്നുന്നതോറും ഏത് എനർജിയാ കൂടുക? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇത് അങ്ങനെ പോകും. ദാറ്റ് വിൽ ബി പൊട്ടൻഷ്യൽ എനർജി. ഇതായിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജി ഇതാ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ടോട്ടൽ ഇതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇതാരാ? ദാറ്റ് വിൽ ബി ടോട്ടൽ എനർജി. ക്ലിയർ അല്ലേ? വരയ്ക്കാൻ പഠിക്കണേ. ഡയറക്റ്റ് ഒരു എക്സ് ഷേപ്പിൽ ആലോചിച്ചാൽ മതി. മുകളിലെ വര നിർബന്ധമാണ്. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി. അതാണ് കൺസേർവ്ഡ്. ആ ലൈന് മാറുന്നുണ്ടോ? ഇല്ല. റെഡി. അപ്പോൾ ഇവിടെ നടക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഹൈറ്റ് താഴേന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ്ലി എന്താവാണ്?
അവിടെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. സോ ഒരു ഫ്രീ ഫോളില് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി, അത് ഈ ഗ്രാഫ് വഴി പറയാൻ പറ്റും അല്ലെ. മാക്സിമം ആയിട്ട് സ്റ്റോർ ചെയ്ത സാധനം എന്താണ്, പൊട്ടൻഷ്യൽ എനർജി. അത് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ അത് എന്തിലായിട്ട് കൂടും, കൈനറ്റിക് എനർജി കൂടും. സോ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയും കൂടിയാണ് ഫ്രീ ഫോൾ. കഴിഞ്ഞു. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഡിസ്കസ് ചെയ്യാം. കൺസർവേറ്റീവ് ഫോഴ്സ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ ഡെഫിനീഷൻ ചോദിച്ചിട്ടില്ല, പക്ഷെ പഠിക്കാൻ പോരുത് കേട്ടോ. എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന്റെ പൂർണ്ണമായ രൂപം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡിറൈവ് ഫ്രം എ സ്കേലാർ ക്വാണ്ടിറ്റി. ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയിൽ നിന്ന്, അതായത് വെക്ടർ അല്ല, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഡെഫിനീഷൻ, ഇനി ഡെഫിനീഷൻ പഠിച്ചില്ലെങ്കിൽ മക്കളെ ഇത് നിങ്ങൾ പഠിക്കാൻ പോരുത് കേട്ടോ. ഈ സാധനം എക്സാമ്പിൾ ആണ് എല്ലാ ഓപ്ഷനും ചോദിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സാണ്. ഇതിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ നമ്മൾ ഓൾറെഡി പഠനം, നമ്മൾ MGH കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി ആരാ സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. റെഡി. സ്പ്രിംഗ് ഫോഴ്സ് നിങ്ങൾ ഓസിലേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ സൈക്ലിക് പ്രോസസ്. എത്രടാ, ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഒരു പോയിന്റ് തുടങ്ങി അതേ പോയിന്റ് തന്നെ തിരിച്ചെത്തി, വിചാരിക്കും. ഇത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ വർക്ക് ചെയ്തെങ്കിൽ, വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0. ദ ആൻസർ ഈസ് 0. കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ സൈക്ലിക് പ്രോസസ്, തിരിച്ച് അതേ പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, വർക്ക് ഡൺ വിൽ ബി 0. കൺസർവേറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ 0, കൺസർവേറ്റീവ് അല്ലെങ്കിൽ, അതായത് നോൺ കൺസർവേറ്റീവ് വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കില്ല കേട്ടോ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് വേണ്ട സ്റ്റേറ്റ് ചെയ്യുക. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. വേണ്ട, അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തി. അപ്പോൾ ഇത് ഒന്നാമത്തെ പാത്ത്, ഇത് രണ്ടാമത്തെ പാത്ത്. അവിടുത്തെ രണ്ടിൻ്റെയും വർക്ക് ഡൺ W1 W2. അത് ഒന്നാമത്തെ വഴി, ഇത് രണ്ടാമത്തെ വഴി. അപ്പോൾ ആ വഴി പോയപ്പോൾ വർക്ക് ഡൺ W1, ഈ വഴിയുടെ പോയപ്പോൾ വർക്ക് ഡൺ W2. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്തതെങ്കിൽ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് വർക്ക് ചെയ്തതെങ്കിൽ W1 ഉം W2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ചെയ്തതെങ്കിൽ W1 W2 ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തിയ മാത്രമേ എന്തുള്ളൂ, കൺസർവേറ്റീവ് ഫോഴ്സ് ആകുമ്പോൾ മൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ട്രൂ. ഇതെന്താണ്, ട്രൂ ആണ് കേട്ടോ മോനെ, ഇത് ട്രൂ ആണ്. കാരണം എന്താ, ഇനീഷ്യലിനും ഫൈനലിനും മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഏത് വഴി പോയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ദാറ്റ് ഈസ് ട്രൂ. സെറ്റ്. അപ്പോൾ അടുത്ത ഡിറൈവ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഇതും 2 മാർക്കിന് 2 or 3 മാർക്ക്. ഇത് നിങ്ങൾക്ക് ഓസിലേഷനിലും കൂടി കേട്ടോ. ഇത് ഓസിലേഷനിലും കൂടിയുള്ള ഡെറിവേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓസിലേഷന്റെ ഡെറിവേഷനും കൂടിയാണ്. അപ്പോൾ ഒരു സ്പ്രിങ്ങിന് എടുത്തു, ആ സ്പ്രിങ്ങിന്റെ മീൻ പൊസിഷൻ, ഇതാണ് x = 0. ആ സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു, പിടിച്ചിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാം, സ്ട്രെച്ച് ചെയ്തു. ഈ സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. ഇത്രയും ദൂരം ഞാൻ എന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. x = x വരെ ഞാൻ അതായത് x ഡിസ്റ്റൻസ്, ഇത്രയും ദൂരം, അതായത് x ഡിസ്റ്റൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത്, ഈ സ്പ്രിങ്ങിനെ അപ്ലൈഡ് ഫോഴ്സ് വെച്ച് സ്ട്രെച്ച് ചെയ്തത്. അപ്പോൾ സ്പ്രിങ് എന്ത് ശ്രമിക്കും, സ്പ്രിങ് തിരിച്ചു വരാൻ ശ്രമിക്കും അല്ലേ. അവിടെ എന്തുണ്ടാവും, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. യു നോ ഇറ്റ്, പഠിച്ചതല്ലേ. ആൻഡ് നിങ്ങൾ പഠിച്ചാണ് ആ റീസ്റ്റോറിങ് ഫോഴ്സ്, F റീസ്റ്റോറിങ് ഈസ് ഈക്വൽ ടു -kx. ചാപ്റ്റർ ഏതാ, ഓസിലേഷൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചോ. F റീസ്റ്റോറിങ് ഈസ് ഈക്വൽ ടു -kx ആണ് കേട്ടോ. F റീസ്റ്റോറിങ് ഈസ് ഈക്വൽ ടു -kx ആണ് കേട്ടോ. F റീസ്റ്റോറിങ് ഈസ് ഈക്വൽ ടു -kx ആണ്. റെഡി അല്ലേ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോട്ടെ. യെസ്, മുന്നോട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ നമ്മളോട് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യും സ്മോൾ വർക്ക് ഡൺ. നമ്മൾ എഴുതും സ്മോൾ വർക്ക് ഡൺ. ഡെറിവേഷൻ ആണ്, എഴുതി പഠിച്ചോ. സ്മോൾ വർക്ക് ഡൺ dW ഈസ് ഈക്വൽ ടു FdX എന്ന് എഴുതും. റെഡി, FdX ഓർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എഫിന് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -kx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -kx dx എന്താണ്, dW ഈസ് ഈക്വൽ ടു FdX അല്ലെ. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സ്മോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു -kx dx. അവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F റീസ്റ്റോറിങ്ങിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ആണെങ്കിൽ എന്ത് ചെയ്യണം,
ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് കെ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഡബ്ല്യു മൈനസ് കെനെ പുറത്തെടുക്കുക, എക്സ് ഡി എക്സ്. ഇയാളെ വാല്യൂ നിങ്ങൾക്ക് അറിയോ? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ള സാധനം. അവിടെ ഒരു ലിമിറ്റും കൂടി കൊടുക്കുന്ന പരിപാടി ഉണ്ട്. ലിമിറ്റ് നമ്മൾ എന്താ കൊടുക്കുക? എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു എക്സ് വരെ. അപ്പോൾ 0 to x നമ്മുടെ ലിമിറ്റ് കൊടുത്താൽ നല്ലത്. ഇനി കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം 0 to x ആയിട്ട് യാതൊരു പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റ് കൊടുത്താൽ ഓക്കെ, കൊടുത്തില്ലെങ്കിലും ഓക്കെ. അപ്പോൾ 0 to x എക്സ് ഡി എക്സിന്റെ വാല്യൂ വരാൻ പോകുന്നത് x²/2. അത് നമുക്ക് കാണാൻ പഠിക്കുക കേട്ടോ. അതങ്ങ് കാണാൻ പഠിക്കുക. x²/2 എന്നുള്ള ഡെഫിനേഷൻ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു x²/2. ഈ ഇൻ്റഗ്രലിന്റെ വാല്യൂ x²/2 ആണ് കാണാൻ അങ്ങോട്ട് പഠിക്കുക. ഓർ ഈ വർക്ക് ഡൺ കിട്ടി മൈനസ് കെ x²/2. ദിസ് വർക്ക് നിങ്ങൾ എഴുതാ, ദിസ് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളൊരു വാക്ക് അങ്ങോട്ട് എഴുതാം. ദിസ് വർക്ക് ആയിരിക്കും അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ വർക്ക് ഡബ്ല്യൂന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? യു എന്ന് എഴുതാം. ഇവിടെ ഡബ്ല്യൂ ഉള്ളടത്ത് യു എഴുതാം. നേരെ മൈനസ് കെ x²/2 ഓർ ഹാഫ് കെ x² എന്ന് എഴുതിയാലും മതി. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഡെറിവേഷൻ. 2 മാർക്ക് 3. ഇത് നിങ്ങൾ എവിടെയും പഠിക്കുന്നുണ്ട്, ഓസിലേഷനിലും പഠിക്കുന്നുണ്ട്. സോ ഞാൻ അധികം ഇവിടെ സ്ട്രെസ് ചെയ്യുന്നില്ല. ആൻഡ് ഡെറിവേഷൻ്റെ സെപ്പറേറ്റ് വീഡിയോ തരും കേട്ടോ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്തിൽ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്യുന്നു. മനസ്സിലാവാത്തൊരു പേടിക്കൊന്നും വേണ്ട. നമുക്ക് നെക്സ്റ്റ് ഒരു ഡെറിവേഷന് മാത്രം ഒരു വീഡിയോ വരും, അന്നേരം നിങ്ങൾക്ക് അതിൽ കണ്ടിട്ട് പഠിക്കാം കേട്ടോ. ഇനി ഡ്രോ ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിന്റെ വേരിയേഷൻ്റെ ഫിഗർ ഇത് നിങ്ങൾക്ക് ഓസിലേഷനിലാണ് കൂടുതൽ പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യുക, വരച്ച് കാണിക്കാം. ഇയാളെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഇയാളെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ. അയ്യോ, ഇങ്ങനെ ആയിരിക്കും ഷേപ്പ്. അതായത് എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്, ഗ്രാഫ് വരച്ചു. ആൻഡ് ഇതെന്തായിരിക്കും? മീൻ പൊസിഷൻ. ദിസ് വിൽ ബി മീൻ പൊസിഷൻ. എക്സ് ഈക്വൽ ടു 0, ഇത് എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ്, ഇത് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ ആയിരിക്കും. റെഡി? അപ്പോൾ ഇത് ഏതായിരിക്കും അറിയോ? ഇത് ജസ്റ്റ് ഷേപ്പ് പഠിച്ചാൽ, ഈ ചാപ്റ്റർ ഷേപ്പ് പഠിച്ചാൽ നിങ്ങൾ ഓസിലേഷനിലാണ് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കും. നമുക്ക് അധികം സ്ട്രെസ് ചെയ്യുന്നില്ല കേട്ടോ. മീൻ പൊസിഷനിൽ എനർജി 0 ആവുന്നത് ഇറ്റ് വിൽ ബി പൊട്ടൻഷ്യൽ എനർജി. ഇതേതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി. ഈ ലൈന് പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. അപ്പോൾ ഇതേതായിരിക്കും? കൈനറ്റിക് എനർജി. ദിസ് വിൽ ബി കൈനറ്റിക് എനർജി. മുകളിലുള്ള ഏതാ? ടോട്ടൽ എനർജി. ജസ്റ്റ് ഷേപ്പ് പഠിച്ചാൽ, അതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും വർക്ക് എനർജി പവറിൽ വരില്ല. അങ്ങനെ പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? സാധനം ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ ഓസിലേഷനിലാണ് ഡെപ്തിൽ പഠിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വർക്ക് എനർജി പവറിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണ്? വേഗം ഗ്രീൻ ടിക്ക് ഇടണം. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാണ്, പവറിലേക്ക് കിടക്കാണ്. വാട്ട് ഈസ് പവർ? പവർ എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ റേറ്റ് അറ്റ് വിച്ച് എന്നാണ്. ടൈം റേറ്റ് എന്ന് പറയുന്നുണ്ട്. റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം പഠിച്ചിട്ടുണ്ടാവും. ഓർ അതിന് നിങ്ങൾക്ക് എനർജി ബൈ ടൈം എന്നും എഴുതാം കേട്ടോ. എനർജി ബൈ ടൈം എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. എനർജി ട്രാൻസ്ഫേർഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഓർ ആ ഒരു സാധനത്തിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി എന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും കേട്ടോ. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ഓർ എനർജി ബൈ ടൈം എന്ന് എഴുതാം. അതിന്റെ SI യൂണിറ്റ് വേഗം പറയടാ. അയാൾ SI യൂണിറ്റിന്റെ പേര്, SI യൂണിറ്റ് ഈസ് നോൺ ആസ് watts. SI unit is also known as watts. Watts not SI unit W. Capital letter W. ഇനി അത് കൊമേഴ്ഷ്യൽ ആയിട്ട് ചില യൂണിറ്റ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് എത്താം. അതിന് മുമ്പ് ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഇതും ചോദിച്ചിട്ടുണ്ട് 2 മാർക്ക്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോൾ പവർ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു. പവർ ഈസ് വർക്ക് ബൈ ടൈമും എനർജി ബൈ ടൈമും പഠിച്ചു. ഇനി എന്ത് പഠിക്കുക? ഫോഴ്സിന്റെയും വെലോസിറ്റി ടേംസിൽ നമുക്കൊരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വർക്കിന്റെ ഇക്വേഷൻ എടുക്കാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. F ഇൻറ്റു എസ് എന്നല്ല പഠിച്ചേ. റെഡി? ഇത്രയും ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം? രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dw ഡിവൈഡഡ് ബൈ dt. dw ബൈ dt, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് d ബൈ dt വിത്ത് റെസ്പെക്ട് ടു ടൈം. d ബൈ dt രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? dw ബൈ dt ഈസ് ഈക്വൽ ടു d ബൈ dt ഓഫ് fs എന്ന് വരും. റെഡി? അവിടെ dw/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ വിളിക്കുന്ന പേരാണ് മോനെ എന്ത്? പവർ.
dw/dt എന്ന് പറഞ്ഞാൽ പവർ വരും. ഇവിടെ എഫ് പുറത്തോട്ട് എടുക്കാം. എഫ് കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിലാണെങ്കിൽ എഫ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ബാക്കി എന്താ വരിക, d/dt ഓഫ് എസ് എന്ന് വരും. ഇനി പറയടാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആരാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്. അപ്പോൾ P is equal to FV, P is equal to FV എന്ന് വരും അല്ലേ. ശരിക്കും ഇത് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഇടാം അല്ലേ, നമുക്ക് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഇടാം, ഇവിടെയൊക്കെ ഡോട്ട് പ്രൊഡക്റ്റ് ഇടാം. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ആൻസറിൽ എഫ് ഡോട്ട് വി ഓർ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് വി കോസ് തീറ്റ എന്ന് എഴുതാം, എഫ് വി കോസ് തീറ്റ എന്ന് എഴുതാം കേട്ടോ. ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ വല്ലപ്പോഴും വന്ന ഡെറിവേഷൻ ആണ്. പക്ഷേ എക്സാമിന് ഇതിന്റെ പ്രോബ്ലം വരും, ഇത് ഡിറൈവ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രോബ്ലം വരും, നമുക്ക് ചെയ്യാം. അപ്പോൾ W is equal to 3 ഇക്വേഷനായി, P is equal to W/T E/T ഓർ ഒരു ഇക്വേഷനും കൂടിയായി എന്താണ്, എഫ് ഡോട്ട് വി. എല്ലാം പഠിച്ചു കേട്ടോ. പവറിന് ഇത്രയും ഇക്വേഷൻസ് ഉണ്ട്, ഇനി ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് തൽക്കാലം ഇത് മാത്രം മതി. P is equal to W/T E/T F dot V സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 HP എത്ര, 1 HP is equal to 746 watts, 746 watts സെറ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിലോവാട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ്, ഇറ്റ് ഈസ് യൂണിറ്റ് ഓഫ്, വേഗം പറ, എനർജി ആണോ പവർ ആണോ, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പവർ ആണോ എനർജി ആണോ, പവർ ആണോ എനർജി ആണോ, വേഗം പറ. കിലോ വാട്ട് അവർ, വാട്ട് ആകുമ്പോൾ പവർ ആണ് അല്ല, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി, പവർ അല്ല കേട്ടോ, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി ആണ്, ഇറ്റ്സ് യൂണിറ്റ് ഓഫ് എനർജി, ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് എനർജി. 1 kilowatt is equal to 1 kilowatt hour, kilowatt hour ഉണ്ടല്ലോ, kilowatt hour is equal to 3.6 into 10 raised to 6 joules. ജസ്റ്റ് പഠിച്ചു വെച്ചോ. 1 kilowatt അല്ല, kilowatt hour, 1 kilowatt hour is equal to 3.6 into 10 raised to 6 joules. ജസ്റ്റ് പഠിച്ചു വെച്ചോ, ഏതെങ്കിലും 1 മാർക്കിനൊക്കെ ചിലപ്പോൾ വന്നാലോ, 3.6 into 10 raised to 6 joules ഓർത്ത് വെച്ചോ. ഓക്കെ, എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. റെഡി. ആൻഡ് ഇലവേറ്റർ ക്യാൻ ക്യാരി എ മാക്സിമം, ഇതൊരു A+ ക്വസ്റ്റ്യൻ ആട്ടോ, ഇതൊരു A+ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി കഴിഞ്ഞാനേ. ആൻഡ് ഇലവേറ്റർ ക്യാൻ ക്യാരി എ മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം ഈസ് മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 meter per second. ഒരു ഇലവേറ്റർ ഉണ്ട്, അതെന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണം, ഇത് A+ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇലവേറ്റർ എന്തുണ്ട്, ഒരു ലിഫ്റ്റ്, അത് മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അയാളെ വെലോസിറ്റി എത്ര വന്നിരിക്കുന്നത്, 2 meter per second, കോൺസ്റ്റന്റ് സ്പീഡ് ഓർ വെലോസിറ്റി 2 meter per second മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിലുള്ള മാക്സിമം ലോഡ്, ഇയാളുടെ മാസ് എത്രയാണ്, 1000 ലോഡ് കിലോ ന്യൂട്ടണിലല്ല തന്നത്, അപ്പൊ 1800 കിലോഗ്രാം, 1800 കിലോഗ്രാം അതിന്റെ മുകളിലുണ്ട്. അപ്പൊ ഇയാളെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും, ഇയാളെ വെയിറ്റ് എങ്ങോട്ടാ, mg എങ്ങോട്ടാ, താഴോട്ട് ആരുണ്ടാവും, താഴോട്ട് എന്തായാലും mg ഉണ്ടാവും, താഴോട്ട് ആരുണ്ടാവും, mg ഉണ്ടാവും. തീർന്നില്ല, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ മോഷൻ, ഇതിന് ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ മുകളിലോട്ടാണ് മോഷൻ എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, താഴോട്ട് തന്നെ. അതെങ്ങോട്ടായിരിക്കും, അത് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. അയ്യോ, ഇങ്ങോട്ടാരുണ്ടാവും, ഫ്രിക്ഷനും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ. പവർ ആണ് നമ്മളോട് ചോദിച്ചത്, പവർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്, പവർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇൻ വാട്ട്സ് ആസ് വെൽ ആസ് ഇൻ ഹോഴ്സ് പവർ. സോ പവർ വാട്ട്സിലും കാണണം, ഹോഴ്സ് പവറിലും കാണണം. ആദ്യം നമുക്ക് പവർ കാണാം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും, ഇവിടെ നമുക്ക് വർക്ക് ബൈ ടൈം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് നീറ്റ് കീം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ബോർഡ് എക്സാം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ, ഇത് ഞാൻ എവിടുന്നോ കൊണ്ടുപോകുന്നല്ല, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ, മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാ, NCERT ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ നോക്കിയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പവർ നമുക്കറിയുന്ന കാര്യമാണ്, വെലോസിറ്റി ഒന്നുമില്ല. അപ്പോൾ ഏത് ഇക്വേഷനാ, P is equal to F dot V, P is equal to F dot V or FV എടുത്താൽ മതി. അവിടുത്തെ ഫോഴ്സ് എത്ര മോനെ, മോട്ടർ എന്താ ചെയ്യണ്ടേ, ഈ താഴോട്ടുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പവർ കൊടുക്കണ്ടേ. താഴോട്ട് എത്ര ഉണ്ട്, താഴോട്ട് വെയിറ്റ് ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. താഴോട്ടേക്ക് എത്ര, വെയിറ്റും ഉണ്ട്, ഫ്രിക്ഷനും ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും സമ്മ്, വെയിറ്റിന്റെയും ഫ്രിക്ഷന്റെയും സമ്മ് എടുത്തിട്ട് എന്ത് ചെയ്യണം അല്ലെ, അത്ര ഫോഴ്സ് എന്ത് ചെയ്യണം, മോട്ടർ ഡെലിവർ ചെയ്യണ്ടേ അപ്പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് mg plus
ഫ്രിക്ഷൻ ഇൻറ്റു വി എന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര mg മാസ് എത്ര 1800 ഇൻറ്റു ജീൻ്റെ വാല്യൂ 10 എടുത്തു കേട്ടോ. ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് ജീൻ്റെ വാല്യൂ ഞാൻ 10 എടുത്തു. 10 പ്ലസ് ഫ്രിക്ഷൻ ഫോഴ്സ് എത്ര? ഫ്രിക്ഷൻ ഫോഴ്സ് 4000 ന്യൂട്ടൺ എന്ന് പറഞ്ഞത്. അപ്പോൾ 4000 എന്ന് കൊടുത്തു ഇൻറ്റു വെലോസിറ്റി എത്ര 2. വെലോസിറ്റി എത്ര 2. ദാറ്റ്സ് ഇറ്റ്. എത്ര ആൻസർ വരും നോക്കടാ. പവർ ഈസ് ഈക്വൽ ടു യെസ് ഇതെത്ര വരും? ഇത് 22,000 എന്ന് വരും. 22,000 എന്ന് വരും ഇൻറ്റു 2. അപ്പോൾ എത്ര? 44,000 ജൂൾസ്. ജൂൾസ് അല്ല, 44,000 വാട്ട്സ്. 44,000 വാട്ട്സ്. 4400 വാട്ട്സ്. കിട്ടിയോ? 4400 വാട്ട്സ് കിട്ടിയോ? 1600. അജയ് കൃഷ്ണൻ തെറ്റാടാ. അജയ് കൃഷ്ണൻ തെറ്റാണല്ലോ. അജയ് കൃഷ്ണൻ പറഞ്ഞത് തെറ്റാ. അതെങ്ങനെയാടാ വരിക? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വരുന്നേ? എടാ ഇത് നിങ്ങൾക്ക് ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി? 1000 ആദ്യം വരെ മൾട്ടിപ്ലൈ ഇടാം. നിങ്ങൾ ബോർഡ് മാസ് പഠിച്ചല്ലേ? ആദ്യം വരെ മൾട്ടിപ്ലൈ അല്ലേ ചെയ്യേണ്ടി? 1800 നിങ്ങൾ 9.8 എടുത്തോ. 9.8 ആണെങ്കിൽ വാല്യൂ മാറും. ജീൻ്റെ വാല്യൂ 10 എടുത്തോ. 1800 ഇൻറ്റു 10 18,000 പ്ലസ് 4000 22,000 പുറത്ത് 2 44,000. അങ്ങനെ ചെയ്താൽ പറയാം. കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തെറ്റിയ ആൾക്കാരൊന്നും നോക്കണം. 44,000 വാട്ട് 44,000 വരിക. അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഇനി പവർ ഹോഴ്സ് പവറിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ എച്ച് പി എച്ച് പിയിൽ കാണാൻ പറഞ്ഞാൽ എത്ര? ഹോഴ്സ് പവറിൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 4400 749 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 749 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 746 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ എത്ര വരും നോക്ക്? ഹോഴ്സ് പവറുള്ള വാല്യൂ അല്ലേ ചോദിച്ചേ? 58.9 എന്നാ പറയുന്നത് അല്ലെ? 58.9 എന്നാ പറഞ്ഞു. യെസ്, അത്ര തന്നെ ഏതാണ്ട് വരും. ഇറ്റ് വിൽ ബി അറൌണ്ട് 58.9 HP. വാട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് ആസ് വെൽ ആസ് ഇൻ ഹോഴ്സ് പവർ. അപ്പോൾ വാട്ട്സിലെ വാല്യൂ കണ്ടു. ഇൻ ഹോഴ്സ് പവറിൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഹോഴ്സ് പവറിൽ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക? 746 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 58.9. ദാറ്റ്സ് ഇറ്റ്. കൊളീഷന്റെ ഭാഗം നമ്മൾ എന്തായാലും നാളത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേഷന്റെ ഭാഗത്ത് എന്തായാലും കൊളീഷന്റെ ആ ഡിലീറ്റേഴ്സ് അതിന്റെ ബേസിക്സ് പറഞ്ഞുതരാം. കൊളീഷന്റെ ബേസിക്സ് പറയുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ പറയാം. കൊളീഷനിലെ ലാസ്റ്റ് ടോപ്പിക് ഇതാ കഴിഞ്ഞു. ചാപ്റ്റർ കഴിഞ്ഞ് റെഡ് നോട്ട് കഴിഞ്ഞു. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കൊളീഷൻ? ഇലാസ്റ്റിക് ഉണ്ട്, നോക്കിക്കോ. ഇലാസ്റ്റിക് ഉണ്ട്, നോൺ ഇലാസ്റ്റിക് ഉണ്ട്. എലാസ്റ്റിക് ഉണ്ട്, നോൺ ഇലാസ്റ്റിക് ഉണ്ട്. സോ ഇലാസ്റ്റിക്കില് ആരാ കൺസേർഡ് എന്ന് വെച്ചാൽ ഇലാസ്റ്റിക്കില് അതാണ് ഇവിടെ പറയാൻ പോകുന്നത് അല്ലേ? സ്ലൈഡ് ഉണ്ട്, പിന്നെന്താ പ്രശ്നം? സോ ഇലാസ്റ്റിക്, നോൺ ഇലാസ്റ്റിക്. സോ വാട്ട് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാൽ ഇവിടെ ആരാ കൺസേർഡ്? പ്രത്യേകം ശ്രദ്ധിക്കണേ. ലീനിയർ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഈസ് കൺസേർഡ് എന്ന രണ്ടും കൺസേർഡ് ആണ്. ആര്? ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇലാസ്റ്റിക് കൊളീഷനിൽ ലീനിയർ മൊമെന്റും കൈനറ്റിക് എനർജിയും കൺസേർഡ് ആവും. എക്സാമ്പിൾ നോക്കുക, കൊളീഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. ചെറിയ വളരെ മൈക്രോസ്കോപ്പിക് ആയുള്ള കാര്യങ്ങൾ, നമ്മളെ ഇതിനുള്ളിലൊക്കെ അല്ലേ വളരെ മൈക്രോസ്കോപ്പിക് ആയുള്ള കാര്യങ്ങളാണ്. കൊളീഷൻ ബിറ്റ്വീൻ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ റിയൽ ലൈഫിൽ ഇലാസ്റ്റിക് കൊളീഷൻ ഉള്ളൂ. സോ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റും കൺസേർഡ് ആണ്. ഓക്കെ, ഇനി ഇലാസ്റ്റിക് പോകുമ്പോൾ ഏതാ കൺസേർഡ്? ലീനിയർ മൊമെന്റ് എപ്പോഴും എന്തായിരിക്കും കൺസേർഡ്? ലീനിയർ മൊമെന്റം ഇലാസ്റ്റിക് ആണെങ്കിലും ഇൻലാസ്റ്റിക് ആണെങ്കിലും എന്താ? ലീനിയർ മൊമെന്റം കൺസേർഡ് ആണ്. എന്താ കൺസേർഡ് അല്ലാത്ത? കൈനറ്റിക് എനർജി ഇൻലാസ്റ്റിക്കിൽ എന്തല്ല? കൺസേർഡ് അല്ല. എക്സാമ്പിൾ നോക്കുക, മഡ് ത്രോൺ ആൻഡ് വാൾ. വാളിൽ എറിയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടുവാണ്. രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടു. സോ കൈനറ്റിക് എനർജി കൺസേർഡ് അല്ല. സോ ഇനി കൊളീഷൻ ബിറ്റ്വീൻ മാക്രോസ്കോപ്പിക് ബോഡീസ്. അതായത് ഞാൻ വന്നിട്ട് ആഷിഖ് സാറ വാ കഴിഞ്ഞു. ആഷിഖ് സാറ ഞാൻ എന്റെ കൈ മനസ്സിലായി തരാം. കേട്ടോ, മുഖം വെച്ച് തരാണ്ടോ? മറ്റേ ഭാഗം കാണിക്കടാ. അല്ല, ആ ഭാഗത്തും അടിക്കാം. റെഡി? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അടിക്കുന്നതാ. മൊത്തടിക്കുന്നില്ല അല്ലെ? അടിച്ചു. ഓവറാക്ട് അല്ലേ? 5 പൈസ അഭിനയിക്കാൻ പറഞ്ഞ 5 രൂപയ്ക്ക് കാണിക്കണ. ഞാൻ അടിച്ചു. അപ്പൊ എന്താ ചെയ്യുന്നേ? എന്റെ കൈയിന്റെ എത്ര ഉണ്ടോ അടിക്കുന്നതിന് മുമ്പ് എത്ര ലീനിയർ മൊമെന്റ് ഉണ്ടോ അത്ര തന്നെ അടിച്ചു കഴിഞ്ഞാൽ ലീനിയർ മൊമെന്റ് ഉണ്ടോ? ആ മൊമെന്റം ട്രാൻസ്ഫർ. അതുകൊണ്ടാണ് ഇവന് വേദനിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ലീനിയർ മൊമെന്റം അതേപോലെ അവന്റെ ബോഡിക്ക് എന്തേ ട്രാൻസ്ഫർ ആയി. അത് അവിടെ കൺസേർഡ് ആയി. അതോന് കിട്ടി. പക്ഷെ കൈനറ്റിക് എനർജി നോക്ക്, എന്റെ കൈക്കുണ്ടായിരുന്ന കൈനറ്റിക് എനർജി എവിടെ പോയി? നഷ്ടപ്പെട്ടു ഇല്ലേ? എവിടെ പോയി? നഷ്ടപ്പെട്ടു പോയി. അത് അവിടെ എന്തായിട്ടുണ്ടാവും? ഹീറ്റ് ആയിട്ടും വേറെ എന്തൊക്കെ ആയിട്ടില്ലേ? അതാണ് അടുത്താണ്. അപ്പോ കൈനറ്റിക് എനർജി വേറെ ഫോം ഓഫ് എനർജി ആയിട്ട് മാറുകയാണ്. കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടു അല്ല, എനർജി കൺസേർവ്ഡ് തന്നെ ആയിരിക്കും. പക്ഷെ കൈനറ്റിക് എനർജി എന്താണ്?
കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടു പോകണം. ടോട്ടൽ എനർജി സ്റ്റിൽ കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. റെഡി. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്, ആ ഒരു അത് നമ്മൾ ആ ഒരു ഓൾ ഡെറിവേഷൻ ആണ് സെഷനിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. യെസ് റെഡി. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വേണം, അല്ലാതെ എന്താണ് മൊമെന്റം വെലോസിറ്റി, എന്താണ് ഭേദം എന്ന് സ്റ്റാൻഡേർഡ് കൂട്ടണം. കൺസെപ്റ്റ് ഉള്ളവനെ A+ എടുത്താൽ മതി. എന്റെ മോനെ സയൻസ് മല്ലു എന്താടാ സൈക്കോടാ സാർ. തെർമൽ പ്രോപ്പർട്ടീസ് പഠിക്കാതെ പോയാൽ A+ കിട്ടും ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാ പാടും നീ പഠിക്കണം കേട്ടോ. ബാക്കി എല്ലാ പാടും പഠിക്കുക, തെർമൽ പ്രോപ്പർട്ടീസ് മാത്രം സ്കിപ്പ് ചെയ്തോ. അത് നിങ്ങൾക്ക് ഫ്ലൂയിഡ്സ് ഗ്രാവിറ്റേഷൻ പോലുള്ള പാഠങ്ങൾ മാത്രം അങ്ങനെ റിസ്ക് എടുക്കാൻ. അത് സ്കിപ്പ് ചെയ്യാനോ? സ്കിപ്പ് വണ്ടി 2D ലോസ് ഓഫ് മോഷൻ, ഫ്ലൂയിഡ്സ്, ഗ്രാവിറ്റേഷൻ. അപ്പൊ ചില പാഠങ്ങൾ ഇപ്പൊ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയാം. ചില പാഠം ഒരു പാടെങ്കിലും ഒറ്റ പാഠം വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യണം. വേണേ യൂണിറ്റ്സ് ഒക്കെ ആരെ സ്കിപ്പ് ചെയ്യണോ? കൈനറ്റിക് തിയറി ഒക്കെ വേണം സ്കിപ്പ് ചെയ്തോ. വേവ്സ് ഒക്കെ വേണം സ്കിപ്പ് ചെയ്തോ, ഒരു പ്രശ്നമില്ല. സ്കിപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കണ്ടീഷൻ സപ്ലൈ സ്റ്റാർ ആണ്. സ്റ്റാർ എന്താ, ബാക്കി 13 പാടും പഠിക്കണം. ഐദ വേവ്സ്. യെസ് 1140. I know, അത് ചോദ്യമല്ല, ഓഫ് കോഴ്സ്. I know. യെസ്. എടാ ഇപ്പൊ തെർമോ പറ്റോ? എടാ തെർമോ ആക്ച്വലി ഞാൻ പറഞ്ഞു, തെർമോ സ്കിപ്പ് ചെയ്താലും അല്ല സ്കിപ്പ് ചെയ്യാത്ത ടോപ്പിക് മതി. ഏതാണോ? കാർനോട്ട് സൈക്കിൾ. ലുക്മാൻ ഇങ്ങ കേറി വേണ്ട, എന്തൊരു നാണം, എന്നെ പെണ്ണണം വന്ന പോലെ. ലുക്മാൻ നാണം ഏതാ? തനി രാവണനാ, 10 തലയാ. ഇനി സൈഡ് മാറ്റിക്കോ. എടാ ലോങ് സ്റ്റോറി ഷോർട്ട്, തെർമോഡൈനാമിക്സ് എടാ കാർനോട്ട് സൈക്കിളിന്റെ PV ഡയഗ്രാം ഇത് വിട്ടുപോകരുത്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ കാർനോട്ട് സൈക്കിളും അതിൽ 4 പ്രോസസ്സായ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡൈബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡൈബാറ്റിക് കംപ്രഷൻ, ഇത് മാത്രം പഠിച്ചു പോയാൽ മതി. അത് 6 മാർക്കാണ് ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 മാർക്ക് ഇതിന് കിട്ടിയ വളരെ ലാഭായില്ലേ. അപ്പൊ ആ കാര്യം എന്തായാലും നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറയാറില്ല, പക്ഷേ സ്കിപ്പ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ഇത് മാത്രം പഠിച്ചു പോയിക്കോ. ഇനി ഇപ്പൊ പോയിക്കൂ, എടാ കള്ള കാലമാടാ, അത് കഴിയാത്തോണ്ടല്ലേ ഇത് എനിക്കറിയാം. ഇനി അതല്ല, അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്, ഈ 2 എണ്ണത്തിൽ ഏതോ ഒന്ന് പഠിച്ചു പോകണം. അതിൽ തന്നെ കാർനോട്ട് സൈക്കിൾ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. എടാ കണ്ടീഷൻ സപ്ലൈ ആണ് 50-50 ആണ്. എടാ മുത്തേ തെർമോഡൈനാമിക്സ്. യെസ്. എടാ അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് തെർമോഡൈനാമിക്സ്. തീപ്പൊരിയേ നാമിയേ കഹാ ഹേ തൂ. എടാ പിടിച്ചോ. അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് എക്സാമ്പിൾ കാട്ടുവോ? ഏതാണ് എഫക്റ്റീവ് ആടാ? അയ്യോ ഈ ലൈവില് കുറച്ച് ബാക്കിലല്ലേ. ഇൻലാസ്റ്റിക് കുളിഷൻ ലൈവിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ യെസ്. എടാ സോ ഹാപ്പി. ലുക്മാൻ ഹായ്. ലുക്മാൻ ഹായ് കൊടുക്കടാ മുത്തേ. ഏണ്ടാ ഇങ്ങ மாதிரி சொல்ற? എടാ ഈ ഫോൺ സൈസ് ഓക്കെ അല്ലേ? എടാ ഓക്കെ അല്ലടാ? യെസ് പെർഫെക്റ്റ്. എടാ അത് പിടിച്ചോ. അപ്പൊ സാർ നമുക്ക് നേരെ തെർമോഡൈനാമിക്സ് ആകെ 4 ടോപ്പിക്കുകളും നമുക്ക് ഉഷാറായിട്ട് പോവാണ്. നമുക്കതിനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. കാരണം പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് റിവൈസ് ചെയ്തിട്ട് വേണം ഈവനിങ്ങിലേക്ക് സെറ്റായി വരണ്ടേ. സെറ്റ് ആദ്യം തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ടോപ്പിക് പറയാം. zeroth ലോയും അതേപോലെ ഫസ്റ്റ് ലോയും. ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 systems in thermal equilibrium with a third system, then they are in thermal equilibrium with each other. Identify the law given by the above statement. സർ എന്റെ കയ്യിൽ ഒരു ബോഡി എ ഉണ്ട്, അത് ബോഡി ബിയുമായി തെർമൽ ഇക്വിലിബ്രിയം. എടാ തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ആരാ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആണോ, വോളിയം ആണോ? വെരി ഗുഡ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ള വാക്ക് കേട്ടാലേ സാറേ തിളക്കണം. എന്താ സാർ തിളക്കേണ്ടത്? തെർമൽ ഇക്വിലിബ്രിയത്തിൽ സാർ എനിക്ക് എന്ത് പറയാൻ പറ്റും? ടെമ്പറേച്ചർ ഈസ് എത്രയാടാ? കോൺസ്റ്റന്റ്. എടാ ഒറ്റ കാര്യം എടാ ഈ ഫോൺ സൈസ് ഓക്കെ ആണോ? ഫോൺ സൈസ് കൂട്ടണം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് കണ്ടിട്ട് കുറച്ച് ചെറുതായ പോലെ തോന്നുന്നു. അതുകൊണ്ട് ഫോൺ സൈസ് ഒരു പൊടിക്ക് കൂട്ടിട്ട് സാറേ ടെമ്പറേച്ചർ എന്തായേ പറ്റൂ? എടാ കോൺസ്റ്റന്റ് ആയേ പറ്റൂ. എടാ ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എഴുതുന്ന ഫോൺ സൈസ് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ സർ. ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ സാറേ? കോൺസ്റ്റന്റ് ആണോ എന്ന് പറഞ്ഞേ. ഫോൺ സൈസ് ടെമ്പറേച്ചർ അല്ല. പറഞ്ഞടാ സംഭവം. യെസ്. എടാ കൂട്ടണം. എടാ ഓക്കെ ആണ്. യെസ്. എടാ ഒരു പൊടിക്ക് കൂട്ടെ, ലേശം പൊടി കൂട്ടാം. എടാ ടെമ്പറേച്ചർ എന്തായേ പറ്റൂ സാറേ? കോൺസ്റ്റന്റ് ആയേ പറ്റൂ. ഓ സെറ്റ് ഓസ്കി പിന്നല്ല. എടാ ഇപ്പൊ ഓക്കെ അല്ലേ? പിന്നെ പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബോഡി എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ബോഡി എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സർ എയുടെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബിന്റെ എത്രയായേ പറ്റൂ? 30. സിന്റെ എത്രയായേ പറ്റൂ? 30. എന്റെ മക്കളെ ബിയും സിയും നോക്കി. വാവ്, ഒരേ ടെമ്പറേച്ചറിൽ. അതാണ് zeroth ലോ. ബിയും സിന്റെയും ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഒരു ബോഡി 2 ബോഡീസുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ 2 ബോഡി എന്തായേ പറ്റൂ? ഈക്വൽ ടെമ്പറേച്ചറിലായേ പറ്റൂ. അതായത് ഉത്തമ തെർമൽ ഇക്വിലിബ്രിയത്തിലായേ പറ്റൂ. ഇതിനെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദി zeroth ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സർ സെറ്റ് അല്ലേ? ഒന്ന് വേഗം എല്ലാവരും കൈപ്പൊക്കെ കിട്ടിയവരാണെങ്കിൽ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. നേടാ പിടിച്ചോ. സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പറഞ്ഞത്? സർ നമ്മളെ കയ്യിൽ ഒരു
ഒരു ബോഡിയിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഹീറ്റ് ഡെൽറ്റ ക്യൂ കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് ഏറ്റവും ആദ്യം ആ ബോഡിയുടെ ഇന്റേണൽ എനർജി കൂട്ടാനും ബാക്കി മെച്ചം വരുന്നത് മാത്രമേ ആ ബോഡി എന്തായി ചെയ്യുള്ളൂ, വർക്കായി ചെയ്യുള്ളൂ. സർ അതിനർത്ഥം നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ ഏറ്റവും ആദ്യം എന്റെ ഓർഗൻസിന്റെ എനർജി കൂട്ടാൻ വേണ്ടി ഇന്റേണൽ എനർജി കൂട്ടി ബാക്കി മെച്ചം വന്നിട്ട് ആശിക്ക് എന്ത് ചെയ്യുള്ളൂ, തീപ്പൊരി ക്ലാസ് എടുക്കുള്ളൂ. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു, എന്റെ മക്കൾ കമന്റ് ചെയ്യടാ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എനിക്ക് എന്ത് പറയാൻ പറ്റും, ഡെൽറ്റ ഡബ്ല്യു. അല്ലെങ്കിൽ സർ മറ്റൊരു ഇക്വേഷൻ പറയാലോ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ്. എത്ര പേർക്ക് പറയാൻ പറ്റും എടാ വർക്കിന്റെ ഇക്വേഷൻ, പ്രഷറിന്റെയും ചേഞ്ച് ഇൻ വോളിയത്തിന്റെ ഇക്വേഷൻ എത്ര പേർക്ക് പറയാൻ പറ്റും? വെരി ഗുഡ് സർ. ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും, പി ഇൻറ്റു ഡെൽറ്റ വി. സോ സർ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി, ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. സർ ഇതുവരെ ക്ലിയർ ആണോ സർ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്. എടാ കൈ എവിടെ പൊക്കിയത് ഞാൻ കണ്ടില്ല സർ, എവിടെ എന്റെ കൈ പൊക്കുന്ന മക്കള്? യെസ്, വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഡൗട്ട് ചോദിക്കട്ടെ, ക്യൂ ഡെൽറ്റ യു ഡബ്ല്യു, എടാ ഇതെല്ലാം എനർജി അല്ലേ? അതിനർത്ഥം ഞാൻ കൊടുക്കുന്ന ഡെൽറ്റ ക്യൂ എനർജി ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എനർജി നഷ്ടപ്പെടുന്നില്ല, ഡെൽറ്റ യു ആയിട്ടും ഡെൽറ്റ ഡബ്ല്യു ആയിട്ടും കൺവേർട്ട് ആവുന്നു. സർ ആരാണ് കൺസേർവ് ആവുന്നത് എനർജി? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സർ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ് ഓഫ് ദ ഡാഷ് ഓഫ് ദ ഡാഷ്. ഉത്തരം പറയടാ, ഉത്തരം പറ സർ. വെരി ഗുഡ്. വിച്ച് ഈസ് നോൺ ആസ്, എനിക്ക് എന്ത് പറയാൻ പറ്റും, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ബെർണോളിസ് തിയറം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എല്ലാം സർ എന്താണ്, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അടിപൊളി സാറേ. ഒരു പരിപാടി വരട്ടെ. എന്താ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സീറോ ആൻഡ് ഫസ്റ്റ് ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ തെർമോഡൈനാമിക്സ് പ്രോസസ്സും അതേപോലെ അതുമായി ബന്ധപ്പെട്ട വർക്ക് ഡണും ഒന്ന് ചെയ്ത് നോക്കിയാലും. സർ നമ്മൾ കുറേ പ്രോസസ് പഠിച്ചിട്ടുണ്ട്, ഐസോബാരിക്, അഡൈബാറ്റിക്. അങ്ങനെയാവട്ടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ isothermal process and the adiabatic process? എന്താ isothermal process? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ടൈപ്പ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് isothermal process. എന്നാൽ ഒരു ചൂട് ചായ ഫ്ലാസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് ചായയുടെ ആ ഹീറ്റിന് ഒരു മാറ്റവുമില്ല. രാവിലെ എഡ്യൂപോർട്ടിലേക്ക് ഞാൻ ചൂട് ചായ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈകിട്ട് അടിപൊളി ഫ്ലാസ്ക് ആണെങ്കിൽ ആ ചൂട് ചായ ഒരിക്കലും കോൾഡ് കോഫി ആവൂല, കോൾഡ് ടീ ആവൂല. രാവിലെ നോക്കുമ്പോഴും ആ ചായയുടെ ഹീറ്റ് കൂടുകയും ഇല്ല, കുറയുകയും ഇല്ല. മക്കള് പറഞ്ഞേടാ, ഹീറ്റ് വരുന്നുണ്ടോ? നോ. ഹീറ്റ് പോകുന്നുണ്ടോ? നോ. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡാഷ്. എന്റെ മക്കള് പറഞ്ഞേ, ശ്രദ്ധിക്കണേ സാറേ, ഹീറ്റ് എത്രയെന്നല്ല ഞാൻ ചോദിച്ചത്, ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് ചോദിച്ചത്. എടാ നമ്മുടെ വേർഡ്സിൽ എഴുതിയാൽ മതിയോ? ആടെ സറോത്തിലോ നിങ്ങൾ സ്വന്തം വേർഡ്സ് എഴുതിയാൽ മതി. അച്ഛന് മിന്നും ഇഷ്ടം, മിന്നിന് പൊന്നും ഇഷ്ടം, അങ്ങനെ മിന്നും പിന്നും അച്ഛൻ എല്ലാവരും പരസ്പരം ഇഷ്ടം, അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ ഇതല്ലേ എന്നാലും പറഞ്ഞ ആവശ്യത്തിൽ പറഞ്ഞു ഇതാ. യെസ്, കെമിസ്ട്രി ഫസ്റ്റ് ലോ. എടാ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ലോ എഴുതാൻ പറ്റും, കെമിസ്ട്രി തന്നെ പഠിച്ചേ അറിയില്ല, കാരണം അതിൽ സൈൻ കൺവെൻഷൻ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ. വെരി ഗുഡ്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ സർ എനിക്ക് എത്ര പറയാൻ പറ്റും, അതിലെ ഹീറ്റ് ചായയുടെ ചൂട് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അടുത്ത ചോദ്യം കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ്. ഐസോതെർമൽ പ്രോസസ്സിന്റെയും അഡൈബാറ്റിക് പ്രോസസ്സിന്റെയും ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എല്ലാവരും എഴുതിയ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. നോ. എന്താ സർ? ഐസോതെർമൽ പ്രോസസ്സിൽ പ്രഷർ ഇൻടു വോളിയം ഇസ് ഈക്വൽ ടു എത്രയാ, കോൺസ്റ്റന്റ് ആണ്. എന്റെ മക്കള് കമന്റ് ചെയ്തേ. സർ ഒരു അഡൈബാറ്റിക് പ്രസ്സിൽ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ വീന്റെ തലയിൽ ഒരു തൊപ്പി വെക്കണല്ലോ, ആ തൊപ്പിക്കാരന്റെ പേര് എത്രയാടാ? രണ്ടും സർ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. Pressure into volume is equal to constant ആണെങ്കിൽ isothermal process. Pressure into volume raised to sum of the link of the link. പോരട്ടെ കമന്റ് ബോക്സ് സാറേ, പോരട്ടെ കമന്റ് ബോക്സ്. റേസ് ടു ആരാടാ? റേസ് ടു ആരാ? യെസ്, ആ ക്യാപ്പ് ആരാ സാറേ? വെരി ഗുഡ് മോൺസ്റ്റർ. നീ വെറും മോൺസ്റ്റർ, നീ മൊം മോൺസ്റ്ററാ. വെരി ഗുഡ്. വിച്ച് ഈസ് നോൺ ആസ് എത്രയാടാ? ഗാമ. ആ ഗാമയെ പറയുന്ന പേര് പരിചയമുണ്ടോ മച്ചാ? യെസ്, ദ സി പി ഡിവൈഡ് ബൈ സി ബി. ഞാനൊരു ടെസ്റ്റ് ചോദിക്കട്ടെ, ഇന്നാ പിടിച്ചോ. ഓവറായി ചോദ്യം നടടാ, ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. Isothermal process, what is the value of gamma? എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? ഗാമയുടെ വാല്യൂ എത്രയാ? പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ എടാ ഐസോതെർമൽ പ്രോസസ്സിൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഗാമ എവിടെ പോയി? ഗാമ വൺ ഓഫ് ദ വൺ ആവണം. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഗാമയുടെ വാല്യൂ എത്രയാണ് സർ? 1 ആണ്. അടിപൊളി A+ ലെവൽ ക്വസ്റ്റ്യൻ സാറേ. ഒരു മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ പ്രാഗരുത്. എന്നാലും പറയാണ് സർ, ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ഈസ് കോൺസ്റ്റന്റ്? മുദ്ര ശ്രദ്ധിക്കണേ. ഇൻ ദ ഫോളോയിങ് പ്രോസസ്. ഏറ്റവും ആദ്യം ഐസോബാറിക് പ്രോസസ്. എന്ത് ചോദ്യം മച്ചാനെ? പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അടുത്തത്
ഐസോകോറിക് പ്രോസസ് ഞങ്ങൾ പറഞ്ഞ തൊട്ട് മുന്നേ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ CV എന്താ, വോളിയം ഈസ് എന്തായേ പറ്റൂ, കോൺസ്റ്റന്റ് ആയേ പറ്റൂ. ഇവരെ തിരിച്ചു ചോദിച്ചാലോ, ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ പിയുടെ വാല്യൂ എത്രയാ? എടാ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ ഉണ്ടോ? നോ. ഐസോകോറിക് പ്രോസസ്സിൽ എടാ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടോ? ഇല്ല. സോ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0. ഐസോകോറിക്കില് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. വെരി ഗുഡ്. ഐസോബാറിക് പ്രോസസ്സിൽ യു ഗോട്ട് ദ കൺസെപ്റ്റ് മാൻ. 4 പ്രോസസ്സും കഴിഞ്ഞില്ലേ വാര്യറേ, ഇതിപ്പോ ലാഭായല്ലോ. എന്നാൽ ഒരു ട്വിസ്റ്റ് ഓഫ് ദ ചോദ്യം വരാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്? എടാ എന്താ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ? സർ അതൊരു തിയറി അല്ലേ? പിന്നല്ല സർ. ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾസിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ഇന്റേണൽ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. അപ്പൊ പലർക്കും ഡൗട്ട് വരാം, സർ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. എവിടെയാ പഠിപ്പിച്ചത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവൻ കൂടും. അപ്പോൾ ഇന്റേണൽ എനർജി എന്ത് സംഭവിക്കും സാറേ? കൂടും. എന്ത് ചോദ്യം? ടെമ്പറേച്ചർ കുറയാണെങ്കിലോ? ടെമ്പറേച്ചർ കുറയാണെങ്കിൽ മച്ചാനെ കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ എനർജി എന്തായേ പറ്റൂ? കുറഞ്ഞേ പറ്റൂ. കള്ള തീപ്പൊരി. ചോദിച്ച ചോദ്യം ഇതല്ലോ. അല്ല, 2 in 1 എന്താ? ഒരു വെടിക്ക് 1 2 3 പക്ഷി. മൂന്നാമത്തെ പക്ഷി നോക്കിയടാ. ഐസോതെർമൽ പ്രോസസ്. ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇന്റേണൽ എനർജി കുറയും. ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ അല്ല രാഘവക്കുട്ടി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ എനർജി ഇൻക്രീസസ് ആണോ ഡിക്രീസസ് ആണോ അതോ കോൺസ്റ്റന്റ് ആണോ? കമന്റ് ചെയ്യ് സർ. കോൺസ്റ്റന്റ് ആയേ പറ്റൂ. കാരണം എന്താ? ഇന്റേണൽ എനർജിക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ എത്രയായിരിക്കും? ഒരു സാധനം കോൺസ്റ്റന്റ് ആയ മാറ്റം ഉണ്ടാവോ പിള്ളച്ച? ഡെൽറ്റ യുവിന്റെ വാല്യൂ എത്രയായേ പറ്റൂ? 0 ആയേ പറ്റൂ. ഗോട്ട് ദ കൺസെപ്റ്റ്. ശ്രദ്ധിക്കണം, മുദ്ര എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇന്റേണൽ എനർജിയാണ് ചോദിക്കുക, ചിലപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് ചോദിക്കുക. ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇന്റേണൽ എനർജി ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ യു ആണ് ചോദിക്കുന്നെങ്കിൽ വെരി ഗുഡ് സർ, എനിക്ക് എന്ത് പറയാൻ പറ്റും? യെസ് എടാ, അടന്ന് വിഷയല്ല ചൂസ് സെറ്റൂസ് ആക്കടാ. എടാ ഇസ് ഈക്വൽ ടു എത്രയാ? 0. ഡെൽറ്റ യുവിന്റെ വാല്യൂ ആണ് 0. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ വരുന്ന 2 or 3 derivation ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഐസോതെർമൽ പ്രോസസ് എക്സ്പാൻഷൻ. അഡൈബാറ്റിക് എടാ, ഞാൻ പറഞ്ഞ ഡെറിവേഷന്റെ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാൻ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ബട്ട് ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1 mole of an ideal gas expands from volume V1 to volume V2 at a constant temperature. അതായത് ഐസോതെർമൽ പ്രോസസ്. ഡിറൈവ് an expression for the work done. ശ്രദ്ധിക്കണം, ഇതേ ചോദ്യം തന്നെ ഇങ്ങനെ ചോദിക്കാം. ഐസോതെർമൽ പ്രോസസ്സിന്റെ, ഐ റിപ്പീറ്റ്, ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡന്റെ വാല്യൂ എത്രയാണ് സർ? ഇത് ഒരു ന്യൂമറിക്കൽ ആയ ചോദ്യവും വരാം, അല്ലെങ്കിൽ ഡിറൈവേഷനും വരാം. ശ്രദ്ധിക്കണേ, വെരി 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 ഇമ്പോർട്ടന്റ്. ഇതില്ലാതെ ഒരു ചോദ്യ പേപ്പർ ഒന്നുകിൽ കാർനോട്ട് സൈക്കിളോ അല്ലെങ്കിൽ ഇതായിരിക്കും സർ. വെരി വെരി ഇമ്പോർട്ടന്റ്. നേരത്തെ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇതോ അതോ നോക്കിയാൽ മതി. സോ ഏറ്റവും ആദ്യം എന്റെ കയ്യിൽ ഒരു സിലിണ്ടറിൽ കുറച്ച് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഗ്യാസിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഇനീഷ്യൽ വോളിയം V1 ആണ്. കുറച്ച് കഴിയുമ്പോൾ അമരേന്ദ്ര ബാഹുബലി എക്സ്പാൻഡ് ആയി. അപ്പൊ എക്സ്പാൻഡ് ആയണമെങ്കിൽ ഈ ഗ്യാസ് ഈ പിസ്റ്റന്റെ മോള് ഒരു വർക്ക് കൊടുക്കണ്ടേ? അങ്ങനെ ഗ്യാസ് ആ പിസ്റ്റന്റെ മോള് ചെയ്തിരിക്കുന്ന വർക്ക് കാരണം ഇപ്പം ആ ഒരു വോളിയം എത്രയായി മാറിയിട്ടുണ്ട്? V2 ആയി മാറിയിട്ടുണ്ട്. സോ എന്റെ മക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇനീഷ്യലായ വോളിയം എത്രയാ? V1 ആണ്. സാറുമാരെ ഫൈനലായ വോളിയം എത്രയാ? V2 ആണ്. നമുക്കൊന്ന് വർക്ക് ഡൺ ചെയ്ത് നോക്കിയാലോ? പിന്നല്ല എടാ, വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എത്രയാ? PdV. മക്കൾ കമന്റ് ചെയ്തേ, ഈ ചൂണ്ട ഇന്റഗ്രൽ അല്ലേ? എവിടുന്ന് എവിടേക്കാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സർ? വോളിയത്തിലെ മാറ്റ. എവിടുന്ന വോളിയം കൂടുന്നത്? V1-ൽ നിന്നും V2-ലേക്ക്. താഴെ ആരാണ്ടാവുക? V1. മോൾ ആരാണ്ടാവുക? V2. വാര്യറേ, ഇതിപ്പോ ലാഭമായല്ലോ. കാരണം എന്താ? പ്രഷർ പുറത്തെടുക്ക. അടി, പ്രഷർ കോൺസ്റ്റന്റ് ആണോ? അല്ല, പ്രഷറിനെ മാറ്റി എഴുതടാ. പ്രഷറും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും വോളിയം തമ്മിലുള്ള റിലേഷൻ എത്ര പേർക്ക് പറയാൻ പറ്റും? P is equal to അല്ലെങ്കിൽ PV is equal to nRT. എത്ര പേർക്ക് അറിയാടാ ഇക്വേഷൻ? PV is equal to എത്രയാ? nRT. അങ്ങനെയാണെങ്കിൽ P is equal to എത്രയാ? N into R into T by V. എന്തിനാ സാറേ ചെയ്തേ? N നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് പുറത്ത്, R കോൺസ്റ്റന്റ് പുറത്ത്, T കോൺസ്റ്റന്റ് പുറത്ത്.
അതെന്താ ഐസോതെർമൽ പ്രോസസ്, വോളിയം പുറത്തല്ല ഉള്ളിൽ, ആവേശം വേണ്ട. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് V1 to V2, പിന്റെ സ്ഥാനത്ത് ഞാൻ N into R into T ഡിവൈഡ് ബൈ V into എത്ര കൊടുക്കുന്നു, dV എന്ന് കൊടുക്കുന്നു. എന്നെ R T ഇടത്തോട്ട് മാറി നിൽക്കടാ. സോ അങ്ങനെയാണെങ്കിൽ N into R into T കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ഓഫ് ഇന്റഗ്രൽ ഓഫ് V1 to V2 എനിക്ക് എത്ര പറയാൻ പറ്റും, 1 by V dV. ഇതുവരെ ക്ലിയർ ആയവരാണെങ്കിൽ സാറേ എല്ലാവരും നീലാകാശട്ടെ. ബിക്കോസ് ഈ സാധനം കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാറേ നിങ്ങൾ ഏറ്റവും ആദ്യം ഇതേ പഠിക്കുള്ളൂ. സത്യം പറയാം, ഇതേ പഠിക്കുള്ളൂ. ഈ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഐസോ തെർമലിന്റെ കൂടെ അഡൈബാറ്റിക്കും സാറേ സോ സിമ്പിളാ. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടോ കമന്റ് ചെയ്യ് സർ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, അതായത് ഇന്റഗ്രേഷൻ. എന്നെ പ്രാഗരുത്, ഷാമിലിനെ പ്രാഗിയാൽ മതി. എടാ ഇന്റഗ്രൽ ഓഫ് 1 by V dVയുടെ ഇന്റഗ്രേഷൻ ആണ് LNV. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ജനറലി ഇന്റഗ്രൽ ഓഫ് 1 by x dxന്റെ ഇന്റഗ്രേഷൻ LNX. എക്സിന്റെ സ്ഥാനത്ത് വി, അപ്പോ ഡി എക്സിന്റെ സ്ഥാനത്ത് ഡി വി, എൽ എൻ എക്സിന്റെ സ്ഥാനത്ത് എത്രയാ, എൽ എൻ വി. അതേപോലെ എന്റെ എൽ എന്നെ ഞാൻ നേരെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എനിക്കറിയാം കാണാപ്പാടം പഠിപ്പിക്കുന്ന പോലെ ഉണ്ട് സർ, ഇത് മാത്സ് റിസൾട്ട് ആണ്. അതാ എന്നെ പ്രാഗരുത്, ഷാമിലിനെ പ്രാഗിയാൽ മതി, ജസ്റ്റിനെ പ്രാഗരുത്, തിരിച്ചു വരാം. അപ്പൊ എടാ ഞാൻ എന്ത് ചെയ്യുന്നു, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു N into R into T. എന്റെ മക്കൾ കമന്റ് ചെയ്തേ സർ 1 by V dV എത്രയാടാ, LNV. ഇങ്ങനെ നേരെ എഴുതി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവരുത്. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W is equal to NRT into എടാ എത്രയാ കിട്ടുക, എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും. ആദ്യം അപ്പർ ലിമിറ്റ്, അപ്പൊ വിന്റെ സ്ഥാനത്ത് LNV2 മൈനസ് LN ഓഫ് വിന്റെ സ്ഥാനത്ത് താഴത്തെ ലോവർ ലിമിറ്റ് LNV1 കൊടുക്കും. ഇത്ര പേർക്ക് അറിയാം ഇത്. ലോഗ് ഓഫ് എ മൈനസ് ലോഗ് ഓഫ് ബി, ലോഗ് ഓഫ് എ ബൈ ബി. അങ്ങനെയാണെങ്കിൽ W is equal to N into R into T into LN ഓഫ് എനിക്ക് എത്ര എഴുതാൻ പറ്റും, V2 ഡിവൈഡ് ബൈ V1. സർ ഇക്വേഷൻ കിട്ടി, പരിപാടി കഴിഞ്ഞു. കള്ളത്തീപ്പൊരി, ഇതല്ല ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചേ. വെയിറ്റ് പിക്ചർ ബി ബാക്കി ഹെ ബൈ. ഇത് ക്ലിയർ ആയോ സർ? W is equal to NRT ln of V2 by V1. വെരി ഗുഡ് സർ. ഇത്ര ഇക്വേഷൻ ഉള്ളൂ. വർക്ക് ഡൺ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ ഞാൻ പറയട്ടെ, NRT into ln of V2 by V1. ബട്ട് സർ എങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് മാറ്റാം? എടാ ln നെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ln നെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2.303 N into R into T into എത്രയാണ്, ലോഗ് ഓഫ് എനിക്ക് എത്ര പറയാൻ പറ്റും, V2 by V1. സർ ഇപ്പം ഞങ്ങൾ പഠിച്ച ഇക്വേഷൻ ആയി. ഇതിൽ ഈ V2 എന്ന് വെച്ചാൽ എന്താ, ആ ഗ്യാസിന്റെ അവസാനത്തെ വോളിയം, ഫൈനൽ വോളിയം. V1 എന്ന് വെച്ചാൽ എന്താ സർ, ആ ഗ്യാസിന്റെ ഏത് വോളിയം, ഒരു ഇനീഷ്യൽ വോളിയം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഫൈൻഡ് ദ വർക്ക് ഡൺ ഫോർ എൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഐസോതെർമൽ കംപ്രഷന്റെ വർക്ക് ഡണ്ടെ ഇക്വേഷൻ മാറ്റണ്ടോ, യെസ് ഓർ നോ? അല്ലെങ്കിൽ ഇതിന് സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതിയോ? എത്ര പേർക്ക് പറയാൻ പറ്റും? സർ ഒരൊറ്റ ഇക്വേഷൻ ഉള്ളൂ. വർക്ക് ഡണ്ടെ വാല്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാലോ വർക്ക് ഡണ്ടെ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാലോ അപ്പോഴാ കൺസെപ്റ്റ് വരുന്നത്. എടാ വർക്ക് ഡണ്ടെ വാല്യൂ പോസിറ്റീവ് ആവണമെങ്കിൽ V2 V1നേക്കാളും കൂടുതലും, അതിനർത്ഥം ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയത്തിനേക്കാളും കൂടുതലും, ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയത്തിനേക്കാൾ കൂടണം. എടാ എക്സ്പാൻഡ് ചെയ്യല്ലേ. സോ വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അത് എക്സ്പാൻഷനും, എന്നാൽ വർക്ക് ഡൺ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിനർത്ഥം സർ അതെന്താ, കംപ്രഷനുമാണ്. കൺഫ്യൂഷൻ ഉണ്ടോ, ടെൻഷൻ ഉണ്ടോ? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ, അതിൽ അങ്ങ് തീരുമാനാക്കി തരാം. എടാ ഈ അഡൈബാറ്റിക് പ്രോസസ് ആണ് നമുക്ക് ലാസ്റ്റിലേക്ക് പറയട്ടെ, കാരണം ആ ഇക്വേഷൻ എഴുതി അതിലേക്ക് പോട്ടോ. കാരണം ഡിറൈവേഷന്റെ വീഡിയോയിലേക്ക് വരാൻ കുറച്ച് വലിയ ഡിറൈവേഷൻ, അതുകൊണ്ട് മാമനോടൊന്നും തോന്നല്ലേ. ഇന്നടാ പിടിച്ചോ. യെസ് എടാ ഇവിടെ നമ്മളെ പ്രോബ്ലം യെസ് 2.303 പ്രോബ്ലം വന്നില്ലേ. യെസ് എടാ ഞാൻ ഇവിടെ പ്രോബ്ലം ചെയ്യാം. എടാ ഇവിടേക്ക് യെസ് എടാ എടാ പിടിച്ചോ. എടാ ഞാൻ നേരെ എഴുതാൻ പോവാണേ. സോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ to compress 3 moles of an ideal gas at constant temperature of 300 Kelvin from 10 liters to 5 liters. യെസ് എടാ ഞാൻ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ അതുകൊണ്ടാണ്. എടാ സോ സോറി ഫോർ മൈ ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. എടാ പോരട്ടെ സർ.
കംപ്രഷൻ ആണ് സാറേ ഞങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ല. എടാ പോടാ മുത്തേ, നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കംപ്രഷൻ ഒന്ന് ചെയ്തു നോക്കാം. വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? 2.303 ഇൻറ്റു എൻ ഇൻറ്റു ആർ ഇൻറ്റു ടി ഇൻറ്റു എത്രയാ? ലോഗ് ഓഫ് V2 ഡിവൈഡ് ബൈ V1. സർ കുഴപ്പമൊന്നുമില്ല. എടാ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2.303. എന്നിന്റെ വാല്യൂ എത്രയാ? കാൽക്കുലേറ്റ് വർക്ക് ഡൺ കംപ്രസ് 3 മോൾ. മുത്തേ 3 ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാ? 8.314 ഇൻറ്റു ടെമ്പറേച്ചറിന്റെ വാല്യൂ എത്രയാ? 300 കെൽവിൻ. അല്ല, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഇക്വേഷൻ എടുക്കാം? അതിനെടുക്കുക നിങ്ങൾ. ആരാ പറഞ്ഞത് ഐസോതെർമൽ പ്രോസസ് ആണ്? ഒന്നെല്ലാവരും കമന്റ് ചെയ്തേ. ഇങ്ങനെ ആ ഫ്ലോയിലൊക്കെ വന്നില്ല, എവിടെ മനമെ തീപ്പട്ടി പോലെ. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത് പറഞ്ഞേ? അല്ല, ആരാ പറഞ്ഞത് ഇത് 2.303 ഇത് ആരാ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞേ? എടാ രണ്ടാമത്തെ വരി സ്റ്റാർട്ട് ചെയ്യും സർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. വെണ്ടക്കാക്ഷരത്തിൽ അല്ലെങ്കിലും ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടില്ലേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ സർ? അതിനർത്ഥം അത് ഏത് പ്രോസസ് ആണ് മച്ചാനേ? ഒരു ഐസോ തെർമൽ പ്രോസസ് ആണ്. സോ ഇനി ഒന്നും നോക്കണ്ട, രാഘവൻകുട്ടി എഴുതിക്കോ. ലോഗ് ഓഫ് ശ്രദ്ധിക്കണം, V2 ബൈ V1. V2 എന്താ? ഫൈനൽ വോളിയം. 10ൽ നിന്നും 5ലേക്ക്. അപ്പൊ 5 ഫൈനൽ വോളിയം. ഇനീഷ്യൽ വോളിയം ആണ് താഴെയുള്ള V1. എവിടെ നിന്നാണ് 5ലേക്ക് പോയത്? 10ൽ നിന്നും. സോ 5/10. സർ വർക്ക് ഡൺ വാല്യൂ എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ വാല്യൂ ഹീറോയിസം കാണിക്കുന്നില്ല. കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് വന്നേ പറ്റൂ, അല്ലെങ്കിൽ മീശൊന്നും പഠിക്കൂല. അങ്ങനെ വരാനേ പറ്റുള്ളൂ. എല്ലാവരും ഉത്തരം പറഞ്ഞടാ, എല്ലാവരും ഉത്തരം പറഞ്ഞു. സാറേ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൺവെൻഷൻ കൊടുക്കണോ? വേണ്ട മച്ച, ഓട്ടോമാറ്റിക് വരും. ദ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് എന്നല്ല കാൽക്കുലേറ്റർ ഗുണം, അത്രേ ഉള്ളൂ. പോരട്ടെ സർ. യെസ് ഇച്ചുസേ, നെഗറ്റീവ് അല്ലാതെ പിന്നെ എന്ത്? പോരട്ടെ ഉത്തരം സർ. വർക്കിന്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എടാ ആൻസർ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. വെരി ഗുഡ് രമേശ്, വെരി ഗുഡ് രമേശ്, സുമേഷ് വെരി ഗുഡ്. -5187.47 ജൂൾ. നെഗറ്റീവ് ആണ്. വാവ്, ഒരു വാല്യൂ അല്ല, കംപ്രഷൻ ആണ്. കംപ്രഷൻ ആണല്ലോ. വർക്ക് ഡൺ ടു എന്ത് പറഞ്ഞു സർ? കംപ്രഷൻ എന്ന് പറഞ്ഞു. സർ ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, ക്ലിയർ ആയോ? ഇതാ കൺസെപ്റ്റ്. ഇതിന്റെ സ്ഥാനത്ത് ഇതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ അതിനകത്ത് വാവ് അല്ല, എക്സ്പാൻഷൻ. അതങ്ങനെയാണ്. ബിക്കോസ് എക്സ്പാൻഷനിൽ V2ന്റെ വാല്യൂ V1നേക്കാളും കൂടുതലാണ്. ഇവിടെ നോക്കിയേ, V2ന്റെ വാല്യൂ V1നേക്കാളും കുറവാണ്. അപ്പൊ ഈ വാല്യൂ ലോഗിൽ അടിച്ച് കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടിയേ പറ്റൂ. ദാറ്റ്സ് ഹിയർ ഫോർ ദ ഐസോതെർമൽ പ്രോസസ്സിന്റെ എക്സ്പാൻഷനും അതിന്റെ പ്രോബ്ലം. ഇന്നട പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. Define isochloric process and what is the work done during this process? എന്താ isochloric process? സർ ഞങ്ങൾ പറഞ്ഞത് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് isochloric process. അല്ല, ഇതിന്റെ വർക്ക് ഡൺ ഒന്ന് കണ്ടെത്തി നോക്കിയാലോ. എടാ വർക്ക് ഡൺ ഇക്വേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? ഒന്നെങ്കിൽ ഇന്റഗ്രൽ PdV. ചൂണ്ടയൊന്നും വേണ്ട സാറേ. ഓക്കേടാ, P ഇൻറ്റു ഡെൽറ്റ വി. കൂൾ. അല്ല, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞ ഡെൽറ്റ വിന്റെ വാല്യൂ എത്രയാ? കോഴിമുട്ട കാടമുട്ട. അപ്പൊ വർക്ക് ഡന്റെ വാല്യൂ എത്രയാ? P ഇൻറ്റു കോഴിമുട്ട കാടമുട്ട. അപ്പൊ നമുക്ക് എത്ര കിട്ടും? വലിയ ആനമുട്ട. സോ വർക്ക് ഡന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? കമന്റ് ബോക്സിൽ പോരുന്നില്ല ആൻസർ സാർ. എവിടെ എന്റെ മുട്ടകൾ? എവിടെ കോഴിമുട്ട? എവിടെ കാടമുട്ട? ഇറ്റ്സ് എ വെരി ഗുഡ്. വർക്ക് ഡന്റെ വാല്യൂ എത്ര കിട്ടിയേ പറ്റൂ? വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ സർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ഓൾ പ്രോസസ്സസ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എടാ നമ്മൾ ഫസ്റ്റ് ലോ ആക്ച്വലി പറഞ്ഞ എന്താ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സർ, എന്റെ ഫസ്റ്റ് ലോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണെങ്കിൽ അഡൈബാറ്റിക് പ്രോസസ്സിൽ ഏത് ടേമാണ് 0 ആയിട്ട് പോവാ? അഡൈബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ഇല്ല, ഹീറ്റ് കോൺസ്റ്റന്റ്. ഡെൽറ്റ ക്യൂന്റെ വാല്യൂ എത്രയാണ് സാറേ? 0. അതിനർത്ഥം 0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, അല്ലെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര എഴുതാൻ പറ്റും? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എനിക്ക് എത്ര പറയാൻ പറ്റും? ഡെൽറ്റ ഡബ്ല്യു. ഇതിനർത്ഥം എന്താ? ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡന്റെ നെഗറ്റീവ് സൈൻ ആണ്. ഐഡിയ മനസ്സിലായോ സർ? ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരും. ശ്രദ്ധിക്കണേ. ഇതെങ്ങനെയാ ചോദ്യം വരെ തീപ്പൊരി? ശ്രദ്ധിച്ചേ. സർ, if in an isothermal process change in the internal energy is equal to minus of change in work done, then which is the process? ഏത് പ്രോസസ്? അഡിയബാറ്റിക് പ്രോസസ്. ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സർ ആരാട്ട് 0 ആയിട്ട് പോകുന്നത്? ഐസോകോറിക് പ്രോസസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കോഴിമുട്ട കാടമുട്ട. സോ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. അതിനർത്ഥം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. വാവ്, അതിനർത്ഥം ഞാൻ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറേ കൂട്ടുന്നത്. ഇതിങ്ങനെ ചോദിക്കാം. In a process, the change in the heat is equal to, or change in the heat is converted completely into change in internal energy.
which type of process or which parameter is constant? Volume is equal to constant. Which process? Isochloric process. Very good. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ ഞാൻ കാത്തുക്കും. എന്താ തീപ്പൊരി ജാടയാണോ? അല്ലടാ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഐസോതെർമൽ പ്രോസസ്സിൽ ഏത് ടേമാ സീറോ ആവുന്നത്? ഞാൻ അപ്പൊ സ്വല്പം സബ്സെ ശുദ്ധിപാനി ചോദിച്ചു പറ്റേ. എടാ സ്വല്പം ശുദ്ധിപാനി അയ്യാ അവിടെ പോയി ശുദ്ധിപാനി പറഞ്ഞു. എടാ പോരട്ടാ. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സാറേ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ല, 0 വെരി ഗുഡ് സർ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. അഗൈൻ സാറേ എലജന്റ് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എത്രയാ? ഡെൽറ്റ ഡബ്ല്യു. തമ്പുരാനെ കഴിച്ച ഹീറ്റ് മൊത്തം എന്തായി പോകുന്നു? വർക്കായിട്ട് പോകുന്നു. അങ്ങനെ നടക്കൂല. കാരണം ഐസോതെർമൽ പ്രോസസ്സിൽ ഒരിക്കലും നമുക്ക് ടോട്ടൽ ഹീറ്റ് ടോട്ടൽ വർക്കായി ചെയ്യണമെങ്കിൽ ഐസോതെർമൽ പ്രോസസ് ആയേ പറ്റൂ. അങ്ങനെ നടക്കൂല മച്ചാനെ. ഇത് ഇമ്പോസിബിൾ പ്രോസസ്. പക്ഷേ തിയറിക്ക് വേണ്ടി പറഞ്ഞതാണ്. ക്ലിയർ ആയോ സർ? സെറ്റോസ്കി അല്ലേ? വെരി ഗുഡ്. ദാ എന്നാ പിടിച്ചോ സർ. 2 ടോപ്പിക് പരിപാടി കഴിഞ്ഞു. സത്യം പറയാം, ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഓക്കെ ആണോ? ഒറ്റ ചോദ്യം, ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഞാൻ നേരെ അടുത്ത പഠിപ്പിക്കുന്നു. കമന്റ് ബോക്സിൽ ഒരു നീലാകാശവും പൊട്ടിച്ചിരിയാവട്ടെ. ഇന്നാ പിടിച്ചോ. ഏരിയ അണ്ടർ പി വി ഡയഗ്രാം ആൻഡ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലാത്ത, ഒമിറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഈ ചെങ്ങായി വിച്ച് ഈസ് നോൺ ആസ് കാർനോട്ട് സൈക്കിൾ. സർ ഞങ്ങൾ വൈ ആക്സിൽ നമ്മൾ വൈ ആക്സിൽ പ്രഷറും എക്സ് ആക്സിൽ വോളിയം വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഗ്രാഫിന്റെ ഒരു ഏരിയ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും ലുക്മാനെ? വർക്ക് ഡൺ കിട്ടും. പോയി വെള്ളം എടുത്ത് കൊണ്ടുവരാൻ മുത്തേ. അങ്ങനെയാണെങ്കിൽ സർ ഒരു ചോദ്യമായി ചോദിച്ചാലോ? ദ പി വി ഡയഗ്രാം ഓഫ് എ ഗ്യാസ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇൻ ദിസ് ഫിഗർ എ ബി റെപ്രസെന്റ്സ് ഐസോബാറിക് പ്രോസസ്. അതെ സർ, പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ എ ഡി റെപ്രസെന്റ്സ് ഐസോതെർമൽ പ്രോസസ്. എക്സ്പ്ലെയിൻ ഐസോബാറിക് ആൻഡ് ഐസോതെർമൽ. ഒന്ന് പോത്തിപ്പൊരി. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എന്താ സാറേ? കോൺസ്റ്റന്റ്. അടുത്ത ചോദ്യത്തിനാണ് ഈ ചോദ്യം ഇട്ട് തന്നെ. യൂസിംഗ് ദ എബവ് ഡയഗ്രാം ഫൈൻഡ് ദ പ്രോസസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ. എവിടെടാ നീലാകാശം? അടിയേ എവിടെ? എടാ പോട്ടെ എടാ ക്ലിയർ. എടാ ആ ഒരു സെൻസ് ഓഫ് റീഅഷുറൻസിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എടാ ക്ലിയർ ആണോ? എടാ ഞാൻ ടൈം ലാഗ് ആക്കുന്നില്ല. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് എന്റെ മനസ്സിലൊന്നും വേണ്ട. അതുകൊണ്ട് ചോദിച്ചതാ. എടാ ക്ലിയർ ആണെങ്കിൽ മാത്രം. എടാ ഡെൽറ്റ യു എങ്ങനെയാ സീറോ ആയത്? എടാ സുബിനെ യു കോൺസ്റ്റന്റ് അല്ലേ? എടാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ യു കോൺസ്റ്റന്റ് അല്ലേ? തൊട്ട് മുന്നേ പഠിച്ചതല്ലേ? ഒരു 4 വട്ടം ബാക്കിലേക്ക് ടാപ്പ് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ എന്റെ ചിരിക്കുന്ന മുഖം കാണിക്കാം. അവിടെ ഡെൽറ്റ യുന്റെ വാല്യൂ സീറോ. എവിടെ നീലാകാശം സാറേ? വെരി ഗുഡ്. നീലാകാശം. വെരി ഗുഡ്. എടാ അതെ ചോദിക്കാനുള്ള കാരണം സോ ഫാർ സോ ഗുഡ് അറിയാൻ വേണ്ടിയിട്ടാ. അല്ലാതെ നമ്മൾ മാത്രം സെൽഫ് ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് ചോദിച്ചാൽ വെരി ഗുഡ് സാർ. അടിപൊളി മുത്തുമണികളെ. എടാ അങ്ങനെയാണെങ്കിൽ പി വി ഡയഗ്രത്തിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. നമുക്ക് നോക്കാം. ഒരു പ്രഷർ വോളിയം ഡയഗ്രം എടുക്കുകയാണെങ്കിൽ ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ എപ്പോഴും കോൺസ്റ്റന്റ്. അതിനർത്ഥം ടിം 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 ടിം. ഇതാണ് ഐസോബാറിക് പ്രോസസ്. പ്രഷർ വോളിയം ഡയഗ്രത്തിൽ ഐസോകോറിക് പ്രോസസ്സിന്റെ വോളിയം എപ്പോഴും കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റൻസിൽ ഏത് സമയത്തും ടിങ് 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 ടിങ്. ഇതാണ് ഐസോകോറിക് പ്രോസസ്. എന്നാൽ പി വി ഡയഗ്രത്തില് കേർവ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ ഐസോതെർമൽ പ്രോസോ അതോ അഡൈബാറ്റിക് പ്രോസോ ആയിരിക്കും. സർ ഇവിടെ വരച്ച പ്രോസസ് കണ്ടോ? ചെരിവ് കുറവല്ലേ മുന്നേ? ലാലേട്ടനല്ലേ? സ്ലോപ്പ് ലെസ് ആണെങ്കിൽ അത് ഒരു ഐസോതെർമൽ പ്രോസും. എന്നാൽ OG ലാലേട്ടൻ ആണെങ്കിൽ മുന്നേ അതാണെങ്കിൽ അതാണ് സ്ലോപ്പ് മോർ ആണെങ്കിൽ അതായിരിക്കും എപ്പോഴും ഒരു അഡൈബാറ്റിക് പ്രോസസ്. ഈ ഗ്രാഫ് ശ്രദ്ധിക്കണം. ഈ ഒരൊറ്റ ഗ്രാഫ് കൊണ്ട് നിങ്ങൾക്ക് കാർനോട്ട് സൈക്കിൾ കംപ്ലീറ്റ് ആവും. ശ്രദ്ധിക്കണം. ഒരൊറ്റ ഗ്രാഫ് ഉണ്ട് സർ. ചെരിവ് കുറവാണെങ്കിൽ ഐസോതെർമൽ, ചെരിവ് കൂടുതലാണെങ്കിൽ അഡൈബാറ്റിക്. അത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. സർ ഒരു പ്രഷറും വോളിയം ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ആ പി വി ഡയഗ്രത്തിൽ ഗ്രാഫ് അതിനർത്ഥം എന്താടാ? വോളിയം കൂടാന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? എത്ര പേർ കമന്റ് ചെയ്യാൻ പറ്റും? സർ താഴേക്ക് ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ വോളിയം കൂടുക. വോളിയം കൂടുകയാണെങ്കിൽ സർ അതിനർത്ഥം എന്താ? എക്സ്പാൻഷൻ ആണ്. എന്നാൽ ഒരേ പ്രഷർ വോളിയം ഡയഗ്രത്തില് കയറ്റം കയറുകയാണെങ്കിൽ സർ അതിനർത്ഥം എന്താ? വോളിയം കുറയുക. വോളിയം അതിനർത്ഥം എന്താ? എടാ എന്ത് പറയാൻ പറ്റും? വെരി ഗുഡ്. വിച്ച് ഈസ് നോൺ ആസ്, എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? കംപ്രഷൻ. സർ ക്ലിയർ അല്ലേ? സെറ്റോസ്കി. എന്നാ പിടിച്ചോ. ചോദ്യം എന്താ? സർ വിഷയത്തിന് വെച്ചിരിക്കുന്നു അല്ല. ഒരു വെടിക്ക് ഒരു കൂട്ടം പക്ഷി, ഒരു മരത്തിലെ മൊത്തം പക്ഷി വെടിച്ചിട്ടുണ്ട്. ഏരിയ അണ്ടർ പി വി ഡയഗ്രാം ഗീവ്സ് വർക്ക് ഡൺ. ഏറ്റവും മാക്സിമം വർക്ക് ഡൺ ഏതാ? പോട്ടെ. ഏറ്റവും മാക്സിമം വർക്ക് ഡൺ ഏതാ? സർ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ഏരിയ കണ്ടെത്തണമെങ്കിൽ അതിനർത്ഥം ഇതാണ് ഐസോകോറിക് പ്രോസസിന്റെ ഏരിയ 0, വർക്ക് ഡൺ 0. ഇതാണ് അഡൈബാറ്റിക് പ്രോസസിന്റെ ഏരിയ. ഓക്കെ സർ. ഇതാണ് ഐസോതെർമൽ പ്രോസസിന്റെ ഏരിയ. ഇതാണ് ഐസോബാറിക് പ്രോസസിന്റെ ഏരിയ. മച്ചാ ഇതല്ലേ കൂടുതൽ. വെരി ഗുഡ്. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? സർ ഇതാണ് മാക്സിമം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ഇവനാണ്. സോ വർക്ക് ഡൺ ഇൻ ദ ഐസോബാറിക് ആണ് ഏറ്റവും വലുത്.
പിന്നെ അടുത്തതാരാ സർ ഇവനല്ലേ മെന്നെ ചെരിവ് കുറഞ്ഞ അയാളെ പറയുന്ന പേരാണ് വെരി ഗുഡ് ഐസോതെർമല്. പിന്നെ സാറേ കുറച്ചും കൂടിയും ചെരിവ് കുറവുള്ള എന്താടാ വെരി ഗുഡ് അഡൈബാറ്റിക്. പിന്നെയാണ് മോനെ ഒന്നുമില്ലാത്ത വെറും കോഴിമുട്ടച്ചങ്ങായി വിച്ച് ഈസ് നോൺ ആസ് എത്രയാണ് ഐസോകോറിക്. സർ ഇതിന്റെ വാല്യൂ എത്രയാണ് 0 ആണ്. ഐസോബാറിക്കിന്റെ വർക്ക് ഡന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പി ഡെൽറ്റ വി. ഐസോതെർമലിന്റെ വാല്യൂ സാറേ കണക്ഷൻ കിട്ടണേ 2.303 into nRT into എത്രയാണ് ലോഗ് ഓഫ് നമുക്ക് എത്ര പറയാൻ പറ്റും V2/V1 അഡൈബാറ്റിക് ലാസ്റ്റ് പറയാം. നോക്കി ഫുൾ തിയറി റിവിഷൻ ഫുൾ തിയറി ആ എടാ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണേ സർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നല്ലോ. ഓരോ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐസോബാറിക് പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ഐസോകോറിക് പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് അങ്ങനെ എഴുതിയാൽ മതി. വെരി ഗുഡ് സർ. ഐഡിയ കിട്ടിയില്ലേ? അങ്ങനത്തെ കണക്ഷൻ കിട്ടണം സർ, കണക്ഷൻ കിട്ടണം. അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഹീറ്റ് എഞ്ചിൻ is a device used to convert dash into dash. എന്താ സാറേ ഹീറ്റ് എഞ്ചിൻ? എൻ്റെ കയ്യിൽ ഒരു വലിയ ഹൈ ടെമ്പറേച്ചറുള്ള ബോഡി ഉണ്ട്. അതിന് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് സോഴ്സ്. അതായത് കണ്ടമാനം ഹീറ്റിൽ കൈ നിൽക്കുന്ന ആളെ പറയുന്ന പേരാണ് സോഴ്സ്. ആ സോഴ്സിൽ നിന്നും ഒരു ഹീറ്റ് വലിച്ചെടുത്ത് വർക്ക് ചെയ്ത് ബാക്കി മെച്ചം വരുന്ന ഹീറ്റ് ഒരു ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സിങ്ക് ഒരു വേസ്റ്റിലേക്ക് കൊടുക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന എഞ്ചിനെ പറയുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. എൻ്റെ മക്കൾ പറഞ്ഞു സർ ആരെയാ വലിച്ചെടുക്കുന്നത്? സോഴ്സിൽ നിന്നും ഹീറ്റ്. എന്താ ചെയ്തത്? വർക്ക്. ഒന്ന് കമന്റ് ചെയ്തേടാ. എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സാറേ? ഒന്ന് കമന്റ് ചെയ്തേ. കിട്ടുന്ന സാധനം ഹീറ്റ് അല്ലേ? സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഹീറ്റ് എനർജി എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? എടാ ഒന്ന് കമന്റ് ചെയ്തേ സാറേ. വെരി ഗുഡ്. മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? വർക്കായി കൺവേർട്ട് ചെയ്യുന്നു. വെരി ഗുഡ്. ഐഡിയ കിട്ടിയോ? എന്നാൽ ഈ ഹീറ്റ് എഞ്ചിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഒരു ഐഡിയലായ കേസ്, അങ്ങനെയുള്ള ഹീറ്റ് എഞ്ചിനെ പറയുന്ന പേരെന്താ? ഞാൻ വെയിറ്റ് ചെയ്യാം, കാരണം ചാപ്റ്റർ കഴിഞ്ഞടാ. ഒരു ഹീറ്റ് എഞ്ചിന് ഏറ്റവും ഐഡിയലായി നിൽക്കുന്ന കേസ് എൻ്റെ മോനെ എന്ത് രസമാണ് കാണാൻ എന്ന് പറയുന്ന ടൈപ്പുള്ള ഹീറ്റ് എഞ്ചിൻ പോലും അസൂയപ്പെടുന്ന ആ എഞ്ചിനെ പറയുന്ന പേരെന്താ? പോട്ടെ അതന്നെ രമേശ് സുമേഷ്. വെരി ഗുഡ്. വിച്ച് ഈസ് നോൺ ആസ് രമേശിനെ ടൈപ്പ് ചെയ്ത് വെരി ഗുഡ് സർ. വിച്ച് ഈസ് നോൺ ആസ് ദ കാർനോട്ട് എഞ്ചിൻ. എന്നാ പിടിച്ചോ ചോദ്യം നോക്കിയേ. ഇത് കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ചോദിച്ചത് ഒരു മാറ്റവുമില്ല. PV diagram of a Carnot engine is given below. Which are the 4 thermodynamic processes represented in the above diagram? എടാ very important. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരിക്കലും ഒമിറ്റ് ചെയ്യരുത്. എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും എഴുതണം. You know what I mean? എടാ which are the 4 thermodynamic processes represented in the above diagram? Write an equation to calculate the efficiency of the Carnot engine. അതൊക്കെ നമുക്ക് എഴുതാം. ഏറ്റവും ആദ്യം 4 ഡയഗ്രാം. ഒന്നും അറിയാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ കേട്ടോ. ഒന്നും അറിയാതെ പഠിപ്പിക്കാൻ പോവാണേ. ഇതൊന്നും അവിടെ നിൽക്കട്ടെ സർ. ഏറ്റവും ആദ്യം എൻ്റെ മക്കൾ എൻ്റെ കൂടെ കമന്റ് ചെയ്യണേ സാറേ. ABBCCDDE. എടാ സ്പീഡ് കമന്റ് ചെയ്യണേ. ഞാൻ കൂടെ വരാം. ിലേക്ക് PV ഡയഗ്രാം. എടാ ചെരിവ് കുറവല്ലേ? ചെരിവ് കുറവാണ്. ചെരിവ് കുറവാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞേ മിനി ലാലട്ടനല്ലേ? ഐസോതെർമൽ ആണോ അഡൈബാറ്റിക് ആണോ? ചെരിവ് കുറയുന്നു. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഐസോതെർമൽ. സോ AB പ്രോസസ് എന്താണ്? ഐസോതെർമൽ. വെയിറ്റ്. ഏത് ബിയിലേക്ക് പോകുമ്പോൾ ഇറക്കമിറങ്ങല്ലേ? ഇറക്കമിറങ്ങാണ്. അതിനർത്ഥം വോളിയം കൂടുക. ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്തേ. ആദ്യം അത് എന്ത് പ്രോസസ്സാന്ന് കിട്ടി. രണ്ടാമത് വോളിയം കൂടുകയാണോ കുറയാണോ എന്ന് കിട്ടി. സർ ഏത് ബിയിലേക്ക് ചെരിവ് കുറയുന്നു, ഇറക്കമിറങ്ങുന്നു. പോരട്ടെ കമന്റ് ബോക്സ്. ഐസോതെർമൽ എക്സ്പാൻഷൻ. ഒരു കൂളായി 4 മാർക്ക് കിട്ടും. വെരി ഗുഡ് സർ, വെരി ഗുഡ്. അടുത്തത് ബിന്ന് സിയിലേക്ക്. എടാ ബിന്ന് സിയിലേക്ക് ചെരിവ് കൂടുതലല്ലേ? ചെരിവ് കൂടുതലാ. ചെരിവ് കൂടിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? അഡൈബാറ്റിക് ആണ്. എടാ ആ ചെരിവ് കൂടുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇറക്കം ഇറങ്ങി വരില്ലേ? ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ വോളിയം കൂടുതലാ. വോളിയം കൂടിക്കഴിഞ്ഞാൽ എന്താ? അഡൈബാറ്റിക് എക്സ്പാൻഷൻ. സർ വെരി ഗുഡ്. അതാണ് സ്പോട്ട് കമന്റ് ചെയ്താൽ മതി. സ്പോട്ട്. വെരി ഗുഡ്. അടുത്തത് മക്കൾ കമന്റ് ചെയ്തടാ. C to D. തീപ്പൊരി മക്കൾ കമന്റ് ചെയ്തടാ. C to D. സർ സിന്ന് ഡിയിലേക്ക് സർ ചെരിവ് വീണ്ടും കുറഞ്ഞു. AB പോലെയാണ്. അതിനർത്ഥം സിന്ന് ഡിയിലേക്ക് AB പ്രോസസ് തന്നെയായിരിക്കും. ചെരിവ് കുറഞ്ഞത് കൊണ്ട് കുറവാണെങ്കിൽ ഐസോതെർമല. വെയിറ്റ്. കയറ്റം കേറാണോ കയറ്റം ഇറങ്ങാണോ? കയറ്റം കേറല്ലേ? വോളിയം കുറയല്ലേ? വോളിയം കുറഞ്ഞാൽ കംപ്രഷൻ ആസോ ഐസോതെർമൽ. എനിക്ക് എന്ത് പറയാൻ പറ്റും? കംപ്രഷൻ. എത്ര പേർക്ക് ലാസ്റ്റ് വൺ പറയാൻ പറ്റും? ഞാൻ വെയിറ്റ് ചെയ്യാം. ഓവർ കോൺഫിഡൻസ് ആക്കുന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെടാ. ഇത് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ എന്നിട്ട് കൊക്കയിലേക്ക് വീഴ്ത്തുന്നില്ല. യു ക്യാൻ ഡു ഇറ്റ്. ഡിന്ന് ഈ ചെരിവ് കൂടുതലാ അഡൈബാറ്റിക്. കയറ്റം കയറുന്നു, വോളിയം കുറയുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വെരി ഗുഡ് സർ.
ഡി നീയിലേക്ക് നമ്മൾ പറയുന്ന പേരാണ് ദ അഡൈബാറ്റിക്. എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും സർ? വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ് കംപ്രഷൻ. അടിപൊളി. ഇതല്ലേ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്? നോക്കേടാ, സെയിം സാധനം. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡൈബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡൈബാറ്റിക് കംപ്രഷൻ. 4 പ്രോസസ്സുകൾ സർ. കാർനോട്ട് സൈക്കിളിലെ ഈ ചോദ്യം നിർബന്ധ. 4 പ്രോസസ്സുകൾ സർ ഇമ്പോർട്ടന്റ് ആണ്. എടാ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് കാർനോട്ട് എഞ്ചിൻ ആൻഡ് നെയിം ദെയർ പാർട്സ്. ഈ 4 പാർട്സുകൾ എനിക്ക് പറയട്ടെ, റെയർ ആയിട്ടാണ് ചോദിച്ചു കണ്ടത്. ബട്ട് ഇഫ് ദ മോഡൽ എക്സാം ഈസ് ടഫ്, മോഡൽ എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പാർട്സ് ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ. ആ 4 പാർട്സിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് സർ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡൈബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡൈബാറ്റിക് കംപ്രഷൻ. ലിങ്ക് മനസ്സിലാക്കണേ, ലോജിക്ക് മനസ്സിലാക്കണേ. സർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് കാർനോട്ട് എഞ്ചിൻ? ഒരു ഹീറ്റ് എഞ്ചിന്റെ ഏറ്റവും ഐഡിയൽ ആയ ഫോം, ഒരു ഉത്തമനായ ചങ്ങായി, അങ്ങനെ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് കാർനോട്ട് എഞ്ചിൻ. അതിൽ ആക്ച്വലി നമ്മൾ പറഞ്ഞിരുന്നു ഒരു സോഴ്സും അതേപോലെ സിങ്കും ഉണ്ട്. സോഴ്സിന്റെ ടെമ്പറേച്ചർ വലിയ ടെമ്പറേച്ചർ ആയിരിക്കും, നമ്മൾ T1 എന്ന് കൊടുക്കുന്നു. സിങ്കിന് ഒരു ചെറിയ ടെമ്പറേച്ചർ ആയിരിക്കും, നമ്മൾ തൽക്കാലം എത്ര കൊടുക്കുന്നു? T2 എന്ന് കൊടുക്കുന്നു. ഇതാണ് 4 പാർട്ടുകൾ. ഒന്നാമത്തെ പാർട്ട് ഒരു സിലിണ്ടർ ഉണ്ട്, രണ്ടാമത്തെ പാർട്ട് ഒരു സോഴ്സ് ഉണ്ട്, മൂന്നാമത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്, നാലാമത് ഒരു സിങ്ക് ഉണ്ട്. എടാ ഇത് നേരെ അങ്ങ് പഠിച്ചാൽ മതി, ഒരു ടെൻഷനാണ് ആവശ്യമില്ല. ഏറ്റവും ആദ്യം നമ്മുടെ ആ ഒരു സിലിണ്ടർ ഇതേപോലെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ നടക്കുന്ന ആ പ്രോസസ്സാണ് ബേസിക്കലി നമ്മൾ പറയുന്ന ഫസ്റ്റ് പ്രോസസ്, വിച്ച് ഈസ് നോൺ ആസ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ. നമ്മുടെ PV ഡയഗ്രത്തിലെ ഈ പ്രോസസ് ഓർമ്മയുണ്ടോ? ഏറ്റവും ആദ്യത്തെ പ്രോസസ്, അതായത് 1 to 2 പ്രോസസ്. അത് എപ്പോഴെന്ന് വെച്ചാൽ സോറിട്ടോ, നമ്മുടെ സിലിണ്ടർ സോഴ്സിൽ കൊണ്ടുവെക്കുമ്പോൾ, മൈ മിസ്റ്റേക്ക്, സിലിണ്ടർ സോഴ്സിൽ കൊണ്ടുവെക്കുമ്പോൾ. എന്നാൽ അടുത്ത പ്രോസസ് ഇതിങ്ങനെ വെച്ചാൽ മതി, സോഴ്സ് സ്റ്റാൻഡ് സിങ്ക്. ഇത് വരയ്ക്കാൻ റെയർ ആയിട്ട് ചോദിക്കുക. ആകെ ഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇഫ് ഇൻ കേസ് റൈറ്റ് ദ 4 സ്റ്റെപ്സ് ഓഫ് കാർനോട്ട് സൈക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി പറഞ്ഞത്, വെറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, 4 എണ്ണം വരയ്ക്കുക. ശ്രദ്ധിച്ചേ, 1 2 3 4. ഫസ്റ്റ് പ്രോസസ്, സെക്കൻഡ് പ്രോസസ്, തേർഡ് പ്രോസസ്, ബാക്കിലേക്ക് വന്നേ, ഫോർത്ത് പ്രോസസ്. ഫസ്റ്റ് പ്രോസസ് എന്താ? കാർനോട്ട് സൈക്കിൾ ഫസ്റ്റ് പ്രോസസ് ഇങ്ങനെ പട്ടം പോലെ അല്ലേ? ഈ പ്രോസസ് എന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ. രണ്ടാമത്തെ പ്രോസസ് നോക്കി, ഞാൻ എവിടേക്ക് വെച്ചു? ഈ സെയിം സാധനം നടുവിൽ വെച്ചു. 1 2 3, ബാക്കിലേക്ക് വന്നു സർ. എത്രയാ? 4. രണ്ടാമത്തെ പ്രോസസ് എന്താ? അഡൈബാറ്റിക് എക്സ്പാൻഷൻ. ഇവനല്ലേ ഈ സാധനം. മൂന്നാമത്തെ പ്രോസസ് നോക്കിയേ, ഞാൻ ആ സിലിണ്ടർ സിങ്കിന്റെ മുകളിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോസസ് ആയിട്ടുള്ള ഐസോതെർമൽ കംപ്രഷൻ. അതിനർത്ഥം ഈ പ്രോസസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോസസ്. നാലാമത്തെ പ്രോസസ് എല്ലാവരും പറഞ്ഞേ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ മിഡിൽ ആണോ? എല്ലാവരും കമന്റ് ചെയ്തേ, ലെഫ്റ്റ് ആണോ റൈറ്റ്? ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞ, സത്യം പറ, ഷോർട്ട് കട്ടാ. ഈ 4 ഫിഗേഴ്സ് പഠിക്കാം. സോഴ്സ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, സിങ്ക്. മാറി നിൽക്കണോ തീപ്പരി? ഒറ്റ മിനിറ്റ്. ഇടത്തെ ഭാഗത്ത് സിലിണ്ടർ വെച്ചു. യെസ്. 1 2 3 4. പറഞ്ഞേ, 1 2 3 4. പോട്ടെ. മിഡിൽ സർ, മിഡിൽ. അങ്ങനെ ആയല്ലേ പറ്റൂ. യെസ്. അങ്ങനെയാണെങ്കിൽ ഏത് പ്രോസസ്സറേ? A B C D. ഈ പ്രോസസ് ആണ് വിച്ച് ഈസ് നോൺ ആസ് കയറ്റം കയറുന്നു, ചെരിവ് കൂടുതലാണ്, അഡൈബാറ്റിക് കയറ്റം കയറുന്നു, വിച്ച് ഈസ് നോൺ ആസ് കംപ്രഷൻ. പാർട്സ് കിട്ടിയോ? പാർട്സിൽ നടക്കുന്ന പ്രോസസ് കിട്ടിയോ? 4 പ്രോസസ് എവിടൊക്കെ സംഭവിക്കുന്നത് കിട്ടിയോ? ഗ്രാഫ് കിട്ടിയോ? ഗ്രാഫും കിട്ടി സർ. അങ്ങനെയാണെങ്കിൽ വി ആർ ഗോയിങ് ഫോർ ദ ലാസ്റ്റ് ടോപ്പിക് മാൻ. ലാസ്റ്റ് ടോപ്പിക് സർ ക്ലിയർ അല്ലേ? ഉഷാറോസ്കി അല്ലേ? ചോദിച്ചോ, ഹൗ ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദ ഹീറ്റ് എഞ്ചിൻ. സർ നമ്മുടെ കയ്യിൽ ഒരു സോഴ്സിന്റെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിരുന്നു, വലിയ ടെമ്പറേച്ചർ ആണ് T1. അതേപോലെ സിങ്കിന്റെ ടെമ്പറേച്ചർ ഒരു ചെറിയ ടെമ്പറേച്ചർ ആണ് T2. സോഴ്സിൽ നിന്നും ഒരു വലിച്ചെടുക്കുന്ന ഹീറ്റ് ഒരു Q1 ഹീറ്റ് Q1 അല്ലേ? അതേപോലെ ആ വർക്ക് എടുത്ത് ബാക്കി മെച്ചം വരുന്നത് ആ വേസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ് ഒരു Q2 ആണെങ്കിൽ, എടാ നമ്മുടെ ആ ഒരു ഹീറ്റ് എഞ്ചിന്റെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. എടാ ഞാൻ ഇവിടെ ഇത് എഫിഷ്യൻസിയാണ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 അല്ലെങ്കിൽ 1 മൈനസ് T2 ബൈ T1. ഇവിടെ ശ്രദ്ധിക്കേണ്ട സാധനം, നമ്മൾ എഴുതുന്ന ഇക്വേഷന് Q2 ബൈ Q1 ഇസ് ഈക്വൽ ടു എത്രയാ? T2 ബൈ T1. അങ്ങനെ കാണാപ്പാടെ പഠിപ്പിക്കുക അല്ലടാ. എടാ ഹീറ്റും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? Q2 ബൈ Q1 എന്ത് ചെയ്താൻ പറ്റും? T2 ബൈ T1. ഒരു കുഴപ്പമില്ല. സോ 1 മൈനസ് Q2 ബൈ Q1 അല്ലെങ്കിൽ നമുക്ക് എത്ര എഴുതാൻ പറ്റും? 1 മൈനസ് T2 ബൈ T1. ക്ലിയർ ആയ സംഭവം? സാർ ഇത് എങ്ങനെ ചോദ്യം വരിക? പിടിച്ചോ. തെറ്റ് വരുന്ന ഭാഗം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഏതാ T2 ഏതാ T1 എടുക്കേണ്ടത് അറിയില്ല. ഏതാ T2 ഏതാ T1 എടുക്കേണ്ടത് അറിയില്ല. കൺഫ്യൂഷൻ ആവുണ്ടോ? ആണോ? ഒരു കാര്യം പറയട്ടെ, ന്യൂമറേറ്ററിൽ എപ്പോഴും ചെറിയ വാല്യൂവും ഡിനോമിനേറ്റർ എപ്പോഴും വലിയ വാല്യൂ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം.
A Carnot engine operates between the temperature ice point and steam point. Then find its efficiency. Ice point പരിചയമുണ്ടോ? എത്രയാ? 0 degree Celsius. എന്താ? SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യടാ. എത്രയാ? 273 Kelvin. ആൻഡ് സ്റ്റീം പോയിന്റ് വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ. സ്റ്റീം പോയിന്റ് ടെമ്പറേച്ചർ എത്രയാ? വെരി ഗുഡ് സർ. എത്രയാ? 100 degree Celsius. എത്രയാ? 373 Kelvin. ഈ ചോദ്യം അല്ലാതെ ചോദിക്കാം. Find the efficiency of the Carnot engine operating between the temperature of 273 Kelvin and 373 Kelvin. ഏത് ടെമ്പറേച്ചർ ചോദിക്കട്ടെ. പിന്നെ അല്ല. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1. സർ ഇതിൽ T2 ഏതാ T1 ഏതാ? ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് എന്താ? 1 മൈനസ് സർ ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്ന രണ്ട് ടെമ്പറേച്ചർ ഏറ്റവും ചെറിയ വാല്യൂ, താഴെ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും. എത്ര പേർ കമന്റ് ചെയ്യാൻ പറ്റും? ഡാഷ് ബൈ ഡാഷ്. ഞാൻ വെയിറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് കഴിഞ്ഞ് 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ കാർനോട്ട് ആൻഡ് ദ ടോട്ടൽ തെർമോഡൈനാമിക്സ് ഈസ് കംപ്ലീറ്റഡ്. എടാ ഒന്ന് കമന്റ് ചെയ്തേ. T2 by T1 സർ എത്രയാ T2ന്റെ വാല്യൂ? എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. T2ന്റെ വാല്യൂ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് 273 ആണോ 373 ആണോ? 273. സോ 1 മൈനസ് 273 ഡിവൈഡ് ബൈ 373. സർ കമന്റ് ബോക്സിൽ ഉണ്ടോ? കമന്റ് ബോക്സിൽ ആൻസർ ഉണ്ട്. ഒത്തുക്കും മേലും എടുക്കാനാ. വെരി ഗുഡ് സർ. സോ എനിക്ക് എത്ര കിട്ടും ആൻസർ? ആക്ച്വലി എടാ 0.26 എന്നാണ് കിട്ടുക. നമ്മളിത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 26.8 എത്ര കിട്ടും എടാ? പെർസെൻറ്റേജ് കിട്ടും. ശ്രദ്ധിക്കണേ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ചോദ്യം വരാം. ഈ ചോദ്യം വായിച്ച് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ കൈപ്പൊക്കി. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, എല്ലാ കുട്ടികളും ചോദിക്കുന്ന വാക്കാണ്. സർ ഞങ്ങൾക്ക് 3 പ്രശ്നങ്ങളാണ് ഫിസിക്സിലുള്ളത്. മൊത്തം പ്രശ്നം വേറെ കാര്യം. എന്നാലും ഫസ്റ്റ് പ്രശ്നം, സർ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ ഏത് ആൻസർ, ഈ ആൻസർ ഞങ്ങൾക്ക് അറിയാം, ഏത് ക്വസ്റ്റ്യൻ എഴുതേണ്ട അറിയില്ല. രണ്ടാമത്തെ ഡിറൈവേഷൻസ് ചെക്ക് ആവുന്നു. മൂന്നാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ഏത് ഇക്വേഷൻ കൊടുക്കേണ്ട അറിയില്ല. 2-3 അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പ്രശ്നം പറയാം, ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ പ്രശ്നം പറയാം. സർ ഞങ്ങൾക്ക് ആൻസർ അറിയാം, പക്ഷേ ഏത് ക്വസ്റ്റ്യൻ മാറുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് ഈ ആൻസർ ആണോ മറ്റേ ആൻസർ ആണോ ഡൗട്ട് വരും. അതാ ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ വായിച്ച് ക്ലിയർ ആക്കി പോകണം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് എ സിസ്റ്റം ഈസ് മെയ്ഡ് ടു അണ്ടർഗോ എ സൈക്ലിക് പ്രോസസ് that results in the conversion of heat to work. അല്ലാന്ന് ആരും പറഞ്ഞില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഓപ്പറേഷൻസ് ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ. ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ? ഐസോതെർമൽ എക്സ്പാൻഷൻ. അതന്നെ. ആൻഡ് ഡ്രോ ദ കാർനോട്ട് സൈക്കിൾ. ചെയ്യാൻ പറ്റുമല്ലോ എന്ന് മാത്രം കൈ പൊക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ചെയ്യാൻ പറ്റില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് അറിയാലോ, നിങ്ങൾ താഴ്ത്താനോ പൊക്കാനോ ഒന്നുമല്ലടാ. അല്ലെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത്? എടാ ഇത് മനസ്സിലാവാത്തവരോട് ഞാൻ പറഞ്ഞുതരാം. ഹീറ്റ് എഞ്ചിന്റെ 4 ഓപ്പറേഷൻ, എടാ അതല്ലേ നമ്മൾ ഈ 4 ഓപ്പറേഷൻ ആയിട്ട് പറഞ്ഞത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡൈബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡൈബാറ്റിക് കംപ്രഷൻ. ഈ 4 എണ്ണം വരയ്ക്കുന്ന ഗ്രാഫിനെ അല്ലേ നമ്മൾ എന്ത് പറയുന്നത്? കാർനോട്ട് സൈക്കിൾ PV ഡയഗ്രാം. എടാ എത്ര പേർ ക്ലിയർ ആയിട്ടുണ്ട്? ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ ക്ലിയർ ആയവരാണെങ്കിൽ ഒന്ന് കൈപ്പൊക്കി. ഇനിയും ക്ലിയർ ആവാത്തതാണെങ്കിൽ എടാ അയ്യോ ലാഗ് അടുപ്പിക്കുന്ന കേട്ടോ, എല്ലാവർക്കും ഒരുമിച്ച് പോണ്ടേ. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ആ 4 സ്റ്റെപ്പ് ഏത്? ഏറ്റവും ആദ്യം സിലിണ്ടർ സിംഗിൾ കൊണ്ടുവെക്കുന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ. നടുവിൽ കൊണ്ടുവെക്കുന്നു, അഡൈബാറ്റിക് എക്സ്പാൻഷൻ. വലത്തെ ഭാഗത്ത് കൊണ്ടുവെക്കുന്നു, എന്താ? അഡൈബാറ്റിക് ഐസോതെർമൽ കംപ്രഷൻ. ആ രീതിയിലെ കൺസെപ്റ്റ്. സർ ക്ലിയർ അല്ലേ? വെരി ഗുഡ് സർ. അപ്പൊ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ക്വസ്റ്റ്യൻ, A+ ലെവലാ. നല്ല മുത്തുമണി ക്വസ്റ്റ്യനാ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാറേ കോൺഫിഡൻസ് നിങ്ങളെ പറ്റിക്കുന്നല്ലടാ. ഇഫ് T1 is equal to 100 degrees Celsius, T2 is equal to 0 degrees Celsius and Q1 is equal to 4200 joule, find the value of Q2. എവിടെയോ എന്തോ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Q2 by Q1 is equal to T2 by T1. wow, T1 T2 Q2. സർ Q1 എന്താ കണ്ടെത്തേണ്ടത്? Q2 മച്ചാ. Q2 by Q1 is equal to T2 by T1. അങ്ങനെയാണ് Q2 is equal to എത്രയാടാ? Q1 into സർ എത്ര കിട്ടും? T2 by T1. Q1ന്റെ വാല്യൂ എത്രയാ സർ? which is equal to 4200 into T1 സർ ഞാൻ അതേപോലെ which is equal to 0 by എത്ര? 100. തെറ്റി. എന്താ തെറ്റ് പറഞ്ഞടാ? തെറ്റ് പറഞ്ഞു. ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാ, വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആവേശ് കുമാറായിട്ട് എക്സാമിന് കിട്ടുമ്പോൾ 3 മാർക്ക് എഴുതിയേക്കാമാവരുത്. എന്താ സർ ചെയ്തത്? 0 ആണോ? അല്ല സർ, 0 ഇവിടെ ആരാ സർ? SI യൂണിറ്റിലല്ലേ കൊടുക്കേണ്ടത്. 0 ആണ്, അല്ല. 0 plus 273 which is 273 Kelvin. 100 plus 273 which is 373 Kelvin. So substitute sir 273 divided by എത്ര കിട്ടും? 373. ഇതാണ് Q2ന്റെ വാല്യൂ which is equal to joule. ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര പേര് കിട്ടി? വെരി ഗുഡ്. യു ഷുഡ് നോ എന്തുകൊണ്ട് ഇത് തെറ്റി. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഇത് ശരിയെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ആൻസർ തെറ്റിയാൽ മനസ്സിലാക്കണം, ശരിയല്ലാക്കും മനസ്സിലാവും.
അവിടെയാണ് ലോജിക് വരുന്നത്. എന്തുകൊണ്ട് തെറ്റി? ബിക്കോസ് 273/370 ചെയ്യണം. എന്തുകൊണ്ട്? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. വെരി ഗുഡ്. എത്ര പേർക്ക് ആൻസർ കിട്ടിയടാ? എത്ര പേർക്ക് ആൻസർ കിട്ടി? എടാ ഞാൻ വെയിറ്റ് ചെയ്യാം. എടാ യെസ് എടാ എന്റെ കാൽക്കുലേറ്റർ എവിടെ? കാൽക്കുലേറ്റർ കണ്ടോ? എന്റെ മോനെ എജുപോർട്ട് ഹൈടെക് വർക്ക് ചെയ്യാത്ത കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. എടാ 273 ഡിവൈഡ് ബൈ 373 എത്രയാ? യെസ് ഇവൻ ഒരുമാതിരി ആ ഒരു കാൽക്കുലേറ്റർ എന്നെ ചാമ്പുന്നു. എടാ ഇസിക്കോട്ടെ എത്ര? 3073. എടാ വെരി ഗുഡ്. 3073.99 3073 എത്ര കിട്ടും? 99 ജൂൾ. വെരി ഗുഡ് സർ. പരിപാടി കഴിഞ്ഞടാ. അടുത്തത് ദ ലാസ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ലോ ആൻഡ് ദ കറസ്പോണ്ടിങ് മേയേഴ്സ് റിലേഷൻ. സർ എന്താണ് സെക്കൻഡ് ലോ പറഞ്ഞത്? ഇതൊരു ചോദ്യമാണ്. ഇസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ വിത്ത് 100% എഫിഷ്യൻസി? അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ്. ഇത് കഴിഞ്ഞ വട്ടത്തെ മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് ചോദ്യമായിരുന്നു. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞത് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. അതാണ് ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. സർ നിങ്ങൾ ഏതൊരു ഹീറ്റ് എഞ്ചിൻ എടുത്തോളൂ, ആ ഹീറ്റ് എഞ്ചിന് കിട്ടുന്ന ആ ഒരു ഹീറ്റ് മൊത്തം സർ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ കിട്ടുന്ന ആ ഹീറ്റ് മൊത്തം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എത്ര പെർസെന്റേജാ? 100%. നെഹി എന്ന് വെച്ചാൽ നെഹി നടക്കൂല. ഒരു ഹീറ്റ് എഞ്ചിൻ ഹീറ്റ് അത് വലിച്ചെടുത്താൽ വർക്ക് ചെയ്ത് ബാക്കി കുറച്ച് മെച്ചം വരുന്ന ഹീറ്റ് എന്താക്കിയേ പറ്റൂ? ഇതിലേക്ക് കൊടുത്തേ പറ്റൂ. There is never a heat engine that absorbs 100% of heat into work. 100% എഫിഷ്യൻസി ഇല്ല. ആ ലോയെ പറയുന്ന പേരാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഈസ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയോ സർ? യെസ് ഓർ നോ? യെസ് ഓർ നോ പറയടാ. ദിസ് ഈസ് റൈറ്റ് ആണോ ദിസ് ഈസ് റാങ് ആണോ? ബാല പറഞ്ഞ പോലെ ദിസ് ഈസ് റാങ്. സർ ക്യാൻ യു പോസിബിൾ? നോ. വൈ സർ? അക്കോർഡിംഗ് ടു സർ. എടാ നോട്ട് അപ്പുറത്തേലുണ്ട്. അക്കോർഡിംഗ് ടു സർ ഏതാ? സെക്കൻഡ് ലോ. കുറച്ചും കൂടി സ്പെസിഫിക് ആവും സാറേ. അക്കോർഡിംഗ് ടു ഏത് സ്റ്റേറ്റ്മെന്റ് സാറേ? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, KP സ്റ്റേറ്റ്മെന്റ്. മുഹമ്മദ് ആഷിഖ് KP പറഞ്ഞ പോലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അതിന്റെ പേരാണ്. യെസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ആഷിഖ് ഏത് പൊട്ടൻ തീപ്പൊരി? അതെ എടാ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. സർ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. എനിക്ക് ഹീറ്റ് ലോ ടെമ്പറേച്ചറിന് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകണം. പോസിബിൾ ആണോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോൾ ഹീറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്നും എവിടേക്കാണ്? ലോവർ ടെമ്പറേച്ചറിലേക്ക്. ലോവർ ടെമ്പറേച്ചറിൽ ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പോവാണെങ്കിൽ ഞാൻ ഈ വർക്ക് ഷുഡ് ബി ഡൺ ഓൺ ദ എഞ്ചിൻ ആണോ അതോ ഹീറ്റ് എഞ്ചിൻ ഷുഡ് ബി ഡൺ ദ വർക്ക് ബൈ ദ എഞ്ചിൻ ആണോ? ഓൺ ആണോ അതോ ബൈ ആണോ? ഞാൻ അതിന്റെ മുകളിലേക്കാണോ വർക്ക് കൊടുക്കേണ്ടത് അതോ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യാണോ? ബൈ ദ ഹീറ്റ് എഞ്ചിൻ ആണോ വർക്ക്? ദിസ് ഈസ് എ കൺസെപ്റ്റ്. യാസീൻ പി കെ കെമിസ്ട്രി മോൺസ്റ്റർ മച്ചാ പോയി കെമിസ്ട്രി പഠിപ്പിക്കും മച്ചാ. എടാ പോട്ടെ. യെസ് എടാ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ ബൈ ദ സിസ്റ്റം ആണോ പറഞ്ഞേടാ. യെസ് വർക്ക് ഡൺ ഓൺ. വെരി വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ് സർ. ശ്രദ്ധിക്കണേ. ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. എടാ ഇതാണ് വർക്ക് ഡൺ ഓൺ ദ ഹീറ്റ് എഞ്ചിൻ, ഇതാണ് വർക്ക് ഡൺ ബൈ ദ ഹീറ്റ് എഞ്ചിൻ. ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? കമന്റ് ചെയ്യണേ. AC ഫ്രിഡ്ജ് തണുപ്പിക്കണമെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുമ്പം കറണ്ട് ആ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറുന്നു. വെരി ഗുഡ് മച്ചാ. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. വർക്ക് ഈസ് ഡൺ ഓൺ ദ ഹീറ്റ് എഞ്ചിൻ. I repeat, work is done on the heat engine. Very important. അടിപൊളി സർ. സോ ഒരു കാര്യം മനസ്സിലായി. ഇത് 100% എഫിഷ്യൻസിന്റെ ഈ ചോദ്യം വരാം. ഓർ ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ ഈസ് ഇറ്റ് പോസിബിൾ ടു ട്രാൻസ്ഫർ. എടാ കറണ്ട് പോകണ്ടോ? ഇറ്റ്സ് എടാ മുത്തേ കാണാൻ കഴിയുണ്ടോ? ആരും പേടിക്കണ്ട. യെസ് ആരും പേടിക്കണ്ട. ഓടിക്കോ. എടാ കേൾക്കണ്ടോ? എടാ ഒറ്റ മിനിറ്റ്. യെസ് അല്ലടാ ഈ അടിച്ചിട്ട് കാര്യമില്ല. ബോർഡ് കാണില്ല. നോക്കട്ടെ. എടാ ബോർഡ് കാണണ്ടല്ലോ. ആ ബോർഡ് ഓഫ് അല്ലേ? തീപ്പൊരി എന്ത് പൊട്ടണ? ഞാൻ കേൾക്കട്ടെ. അല്ലെങ്കിൽ കേൾക്കട്ടെ. എനിക്ക് കേൾക്കാം. യെസ് എല്ലാം പോയി മച്ചാ. എല്ലാം പോയി. എടാ KP ആണ്. ഞാൻ KP ആണ്. ബിലാലെ നമ്മൾ മെയിൻ ആൾക്കാർ മൊത്തം KP ആടാ. പിന്നല്ല മച്ചാനെ. നോ വിഷൻ. എടാ നോ വിഷൻ അതാ സംഭവം. യെസ് തീപ്പൊരി സാറിന്റെ തീ കേട്ടാ. യെസ് എടാ കേൾക്കാം. എടാ കേട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇരുട്ടത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ലുക്മാനെ അന്നെ വിളിക്കേണ്ട കുട്ടികള്. യെസ് എടാ 1 സെക്കൻഡ് മൊത്തം ഇപ്പൊ ശരിയാക്കട്ടോ. എടാ ഒച്ച കേൾക്കണ്ടാ? ഒച്ച കേൾക്കണ്ടില്ലേ? ഒരു പാട്ടോടിയല്ലോ. കാര്യം പോലെ എന്തായാലും ഇട്ടല്ലേ. അപ്പൊ പിന്നെ വിഷയമല്ലോ. പാട്ടോടാ. ആ ബ്ലൂ ലൈറ്റ് കണ്ട് സാർ ആടെ കറണ്ട് പോയാ പിന്നെ കറണ്ട് പോയടാ. അല്ലാതെ മൊത്തം ഞാൻ ലൈറ്റ് ഓഫ് ആക്കോ? എൻ്റെ ഒരു കാര്യം. എടാ ലുക്മാനെ സാർ 90 റോക്സ്റ്റാർ നമ്പർ ആടാ. ഞാൻ ചെയ്തരാം. സീരിയസ് നമ്പറാ. എടാ എൻ്റെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയക്കും. ഞാൻ ചെയ്തരാം. ഇപ്പൊ ചെയ്തരാം. സത്യം പറയാം. എടാ ആടെ കറണ്ട് പോയടാ മുത്തേ. പിന്നെ
ഓക്കെ ഒരു ഫുൾ ഇതേ ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടേ വിട്ടില്ലേ ഒരാള് +1 കുട്ടികളെ ആശിക്ക് ഞാൻ നല്ല പോയിട്ട് എന്താ ഇവിടെ ഒരു മേക്കിടാം മിഡാസ് ഒരു ഇതുണ്ട് അവിടെ പോയിട്ട് അടങ്ങട്ടെ അങ്ങനെ എടാ ഇന്നേ കേട്ടാ എന്നെ കാണാൻ കഴിയണ്ട എടാ ഇന്നേ ഒരാള് നല്ല വലിയ സംഭവമായിട്ട് ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ആശിക്ക് +1 കുട്ടികളൊക്കെയാണ് സംഭവം അങ്ങനെ ഫുൾ ടച്ചപ്പ് ഒക്കെ ചെയ്ത് 2-3 ഷെയ്ഡ്സ് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോ കറണ്ട് പോയി ആരറിയോ നീ എന്താ ഈ പറഞ്ഞു ക്യാമറ കാണല്ലോ ഓക്കെ 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 മോയെ പരിചയയാളെ മോയെ ആടാ ഇത് മറ്റേ ഇൻസിഡൻസ് പടം പോലെ ഉണ്ട് എന്നിട്ടേ സൂഫിയ എന്ത് ചെയ്യും മല്ലയ്യ ഇപ്പൊ ശരിയാവും അതുകൊണ്ട് എടാ റോക്സ്റ്റാർ ഇൻസ്റ്റ മെസ്സേജ് അയക്കടാ ഞാൻ രജിസ്റ്റർ ചെയ്താ 19 എടാ നെറ്റ് ക്ലാസ് കാണണേ അല്ലാതെ ഇൻസ്റ്റ റീലും കളിച്ചുന്നുണ്ടല്ലോ അടി തരൂല സ്നേഹത്തോടെ പറയും ചാർജ് കഴിയാനേ അത് അവനോട് ആര് പറഞ്ഞു എടാ അവനാരാ എടാ ആദർശേ നിന്നെ ഞങ്ങൾ സ്റ്റുഡിയോ ടീമിലേക്ക് എടുത്തിരിക്കുന്നു നോക്കണം നോ ഇന്റർവ്യൂ കമോൺ വേവ Eduport ഹൈലൈറ്റ് മാൾ 2nd ഫ്ലോർ phase 2 ബിൽഡിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല മുഖം കാണുന്നില്ല ഡാൻസ് ഇവിടെ വർത്താനം പറയാൻ പറ്റില്ല അപ്പേ ഡാൻസ് കളിക്കാൻ അതുകൊണ്ട് 19 രൂപക്ക് റീചാർജ് ഞാൻ കൊടുക്കട്ടെ ഞാൻ ചെയ്ത് കൊടുക്കും സത്യം പറയാം ഞങ്ങൾ ചെയ്ത് കൊടുക്കും കാര്യം പറയാം പക്ഷേ പറഞ്ഞില്ലേ പഠിക്കാൻ വേണ്ടിയിട്ടില്ല എത്ര മാൻ എത്ര മേക്കപ്പിന് കളയുന്നുണ്ട് ഞാൻ എത്ര ഫുഡിന് കളയുന്നുണ്ട് പറയിച്ചു നോക്കെ ഇപ്പൊ വരും പറ്റേ പക്ഷെ പ്രശ്നം എന്താ അറിയോ നോട്ട് പോയിണ്ടാവൂലേ അയ്യോ ക്യാമറ ഓഫ് ആയല്ലോ എടാ ഒറ്റ മിനിറ്റ് എടാ ഇത് മറ്റേ ഇത് പാടി അയ്യോ ഒച്ച പാടല്ലേ എനിക്ക് പാടാറില്ല എനിക്ക് പൊച്ചല്ല ഇത് പാര ഫോണ് ലുക്ക് ഒരു പാട്ട് അതേ പാട്ട് അലീന അല്ല അലീന അതേ പാട്ട് ഉരുകി പോണതടി എന്നെഞ്ചോ യാഴ്ന്നിയേ കുറുകി പോണതടി എണ്ണോ യാഴ്ന്നിയേ ഇതല്ലേ പാട്ട് ഇവളെ ഇനിയും വളരാൻ അനുവദിച്ചൂടാ ഞാൻ എത്രയും കാണി എനിക്ക് മാത്രമേ പാടാറില്ലെന്നാ അവളെ ഇനിയും പാടാൻ അനുവദിച്ചൂടാ വേവ്സ് അപ്പുറം ഞങ്ങൾ ഒഴിവാക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് സീനാ എടാ കമന്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കടാ എടാ അടിപൊളി എടാ പുട്ടിയോൺ പവർന്ന് എടാ അടിപൊളി സത്യം പറയാം സത്യം അപ്പൊ ഇനി പോയാൽ നീ പാട്ട് പാടണം പിടിച്ചോ ബട്ട് ദിസ് സെറ്റ് ആക്കാം സീക്കെ 2 മിനിറ്റ്സ് ഇട്ടോ 2 മിനിറ്റ്സ് കഴിഞ്ഞു എടാ ഒരു മിനിറ്റ് എടാ ലുക്മാൻ എടാ 1 സെക്കൻഡ് ലുക്മാൻ എടാ ഇത് നിങ്ങളാക്കിയതുകൊണ്ട് ഉത്സവാന്നല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ ഉത്സവാടാ അറിയാലോ വീട്ടിലൊന്നും പോലെ 1-2 ആഴ്ചയൊക്കെ ഇവിടെ തന്നെ ഇരിക്കും എടാ പുട്ടി എടാ പോടാ ലാസ്യോ പാവടാ ലെത്തംടാ ബിക്കോസ് അയ്യോ ഞാൻ മേക്കപ്പിനൊക്കെ ഞാൻ വെറുതെ പറയട്ടെ ബിക്കോസ് ലൈക്ക് എൻ്റെ കുഞ്ഞാപ്പൊക്കെ എന്നായി മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ലെത്തം ലൈക്ക് ഓരോ ആൾക്കാർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാലോ അപ്പം നമ്മൾ ഓരോ ബ്രാൻഡഡ് ആണെങ്കിലാണെങ്കിൽ കുറേ ബ്രാൻഡഡ് ഷൂസും കുറേ ഇതൊക്കെ വാങ്ങാറില്ലേ അതേപോലെ ഓരോർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലെത്തം ഡു ഇറ്റ് ഞാൻ പിന്നെ ഓളോട് വെറുതെ ട്രോളറിയാലോ കോളീഗല്ലേ അപ്പോൾ ട്രോളില്ലെങ്കിൽ ഓളും തലേ കയറി നിരങ്ങും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോ ഒക്കെ ഒരു പോസിറ്റീവ് എടുക്കണടാ അതുകൊണ്ട് യെസ് എടാ കോയി മിസ് കി ജയ് അപ്പൂ കൊള്ളാം സാർ മിസ്സിനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ വരുമോ വരും ഇതേപോലെ നീ പണ്ട് ഉദ്ഘാടനത്തിന് വിളിച്ചത് എന്നെ വിളിച്ചില്ലല്ലോ എന്നെ എന്തോ ഒരു സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടിട്ട് എന്നെ നോക്കിയില്ലേ പോട്ടെ മോയെ പോട്ടെ എടാ ക്യാമറ ഓണാക്കാൻ പറ്റേ ആകെ ഒച്ച മാത്രമേ ഉള്ളൂ ഇവിടെ യെസ് ഇപ്പൊ നീ പാടാക്കി പാടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ലോസ് ഓഫ് മോഷൻ എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല ഞാൻ കിട്ടിയടാ ഇതാണ് ഭാഗ്യം തുണി നോക്കാൻ അല്ലെങ്കിൽ കുടുങ്ങിയനെ തുണി കൊടുത്തിരുന്നെങ്കിൽ കോമഡി ആയനെ യെസ് എടാ സെറ്റ് എന്താ ഇത് 2 കോഴികൾ യെസ് കത്ത കൈ മറന്നു പോട്ടെ എടാ എവിടാ സാധനം ആണോ എടാ ഇതാണ് ലുക്മാൻ കണ്ടോ നമ്മളൊക്കെ ഫീൽഡ് ഔട്ട് ബോസ് എന്ന് മനസ്സിലായ വഴി 3.5 ബസ്സിനെ കൂടി പൊന്നെ ബ്ലോക്കാ ലുലുമാൻ്റെ അവിടെ അത്ര ബ്ലോക്കില്ല ബസ്സിനെ കൂടി പോകുമ്പോ എടാ ഇപ്പൊ നല്ല കൊടൈക്കനാൽ വഴി വട്ടവട വിട്ടോ അതൊക്കെ കുറച്ച് ബെറ്റർ കമോൺ മാൻ ഡാൻസ് കളിക്കും ഡാർക്കലി അങ്ങനെ പുകയല്ലേ പുകയും ശവം കൂടി കാണണല്ലേ അയ്യോ നെക്സ്റ്റ് ടൈം എടാ അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇമ്പോർട്ട് എടാ മറ്റേ നേരത്തെ പോയ നോട്ട് പോയോ കമ്മ്യൂണിറ്റി പോയോ എടാ കമ്മ്യൂണിറ്റിയിൽ നോട്ട് ഇട്ടോ മുത്തേപ്പോ എടാ
കാരണം നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് അപ്പം തന്നെ റിവൈസ് ചെയ്യാലോ അല്ലേ ചിലര് സാർ എപ്പോഴും കുഴപ്പമില്ല അങ്ങനെയോ ഞാൻ ഓപ്പൺലി ഐ മീൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല എടാ പഠിച്ച ചാപ്റ്റേഴ്സ് അപ്പം തന്നെ റിവൈസ് ചെയ്യാൻ കുറച്ച് ബെറ്റർ കാരണം രാത്രി ആകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരണ്ടെന്ന് വെച്ചിട്ടാണ് എടാ അങ്ങനെയാണെങ്കിൽ തെർമോഡൈനാമിക്സും തെർമോ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും അതേപോലെ ഏതിലേക്കും പോവാം നമ്മുടെ ഇതും ഏതാ പറയുക WEPയും അടാ പോടാ WEP എന്താക്കാം നമുക്ക് വേഗം ഇതാക്കാം കേട്ടാ യെസ് സോ മച്ചാ പിടിച്ചോ എടാ സോറി ഫോർ ദാറ്റ് യെസ് എടാ സ്റ്റഡി അല്ലേ സോ ലാസ്റ്റ് വൺ എഫിഷ്യൻസി പറഞ്ഞു നമ്മൾ എവിടെ പറഞ്ഞിരുന്നത് എടാ 100% എഫിഷ്യൻസി പോലെ തന്നെ ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ വരാം ഈസ് ഇറ്റ് പോസിബിൾ എടാ ഇത് ശ്രദ്ധിക്കണം നേരത്തെ നോട്ട് ഉണ്ടായിരുന്നു കേട്ടോ എടാ അത് നിങ്ങൾക്ക് വരുമ്പോൾ ഫുൾ ആയി കിട്ടെ എടാ ഈസ് ഇറ്റ് പോസിബിൾ ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കാം ഈസ് ഇറ്റ് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ശ്രദ്ധിക്കണേ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണേ സർ ചെയ്യാൻ പറ്റുമോ പറ്റും യെസ് എങ്ങനെ അക്കോർഡിംഗ് ടു ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറ്റും സർ വർക്ക് എങ്ങോട്ട് കൊടുക്കണം മുദ്ര ശ്രദ്ധിക്കണം മുദ്ര അങ്ങോട്ടേക്ക് ഇടിച്ചു കൊടുത്താൽ മതി സർ ചെയ്യാൻ പറ്റും എടാ അടിപൊളി എടാ യെസ് സെറ്റ് എടാ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കാർനോട്ട് തിയറം സർ കാർനോട്ട് തിയറം പറയുന്നത് നമ്മുടെ ആ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഒരിക്കലും നമ്മുടെ ഇൻഡിപെൻഡന്റ് ഓഫ് നാച്ചർ ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചറിനെ മാത്രമേ എന്താക്കുന്നുള്ളൂ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതാണ് കാർനോട്ട് തിയറം പറയുന്നത് അത്രയേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടാ ഇത് ഒരു മാർക്കിന് ചോദിക്കണം ചാൻസ് ഒരു പ്രോസസ് തരും എന്നിട്ട് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ സൈക്ലിക് ആണോ നോൺ സൈക്ലിക് ആണോ നോക്കും സർ നോക്കിയേ സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് ദ റസ്റ്റിംഗ് ഓഫ് എൻ അയൺ ഈസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താ റിവേഴ്സിബിൾ പഴയ പോലെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ സർ ആ ടൈപ്പ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ തിരിച്ചു വരാൻ പറ്റും ശശിയെ തിരിച്ചു വരാൻ പറ്റാത്ത പ്രോസസ് എന്റെ മുടി ഐ മീൻ നമ്മൾ ഏജിങ് നമ്മൾ വയസ്സാവുന്നു അല്ലെങ്കിൽ നമ്മുടെ അയൺ തുരുമ്പ് പിടിക്കുന്നു അങ്ങനെ തിരിച്ചു വരാൻ പറ്റാത്ത പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് സർ ചോദിച്ച ചോദ്യം കഴിഞ്ഞ വട്ടം ഇങ്ങനെയായിരുന്നു റസ്റ്റിംഗ് of an iron is an irreversible process true or false comment ചെയ്യ് സർ ട്രൂ ഓർ ഫാൾസ് എടാ റസ്റ്റിംഗ് ഓഫ് എൻ അയൺ എന്താ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ അതെ സർ അത് തിരിച്ച് പഴയ പോലെ ഇരുമ്പാക്കാൻ പറ്റൂല സോ ഏതാ ട്രൂ ആണോ എടാ ക്യാമറ സൂം എടാ 1 സെക്കൻഡ് ക്യാമറ സൂം റെഡി എടാ ക്യാമറ സൂം റെഡി ആയില്ല മാറ്റി നേരത്തെ പോലെ ആക്കി സർ എന്താ ഫുള്ളായി കാണല്ലേ എടാ അടിക്കണ മുത്തേ എടാ ഇറിവേഴ്സിബിൾ ആണോ റിവേഴ്സിബിൾ ആണോ എടാ നോക്കി ട്രൂ ആണോ യെസ് ട്രൂ ആണ് സാറേ യെസ് വെരി ഗുഡ് സർ ട്രൂ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും അതൊരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല അതേപോലെ ഒരു പ്രോസസ്സ് തുടങ്ങിയോട് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ആ ടൈപ്പ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സും തിരിച്ചു വരാത്ത പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ നോൺ സൈക്ലിക് പ്രോസസ്സും പരിപാടി കഴിഞ്ഞെങ്കിൽ ഈ ചാപ്റ്ററിലെ ഒരേ ഒരു ഡിറൈവേഷൻ തെർമൽ പ്രോപ്പർട്ടീസ് ഒരേ ഡിറൈവേഷൻ പറയാൻ പറ്റില്ല തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ അവസാനം ഞാൻ സാധനം പറഞ്ഞുണ്ടോ CP - CV = R സെയിം സാധനം ഇന്ന് പിടിച്ചു എങ്ങനെയാണ് ചെയ്യാൻ പറ്റും 4 സ്റ്റെപ്പ് എൻ്റെ കയ്യിൽ 1 മോൾ ഐഡിയൽ ഗ്യാസ് ഉണ്ട് ഞാൻ അത് കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലും ഹീറ്റ് ചെയ്യാം സോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഇക്വേഷൻ ആണ് എടാ ഡെൽറ്റ Q = CP/N delta T എന്നും ഡെൽറ്റ U = CV/N delta T ഈ ഇക്വേഷൻ ഇതേപോലെ അങ്ങ് പഠിക്കാം എടാ നമ്പർ ഓഫ് മോൾസ് N = 1 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സംഭവിക്കും N 1 ആവും സർ N 1 ആവും എൻ്റെ മക്കൾ ഒന്ന് കൂടെ നിൽക്കണടാ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ Q = എത്ര കിട്ടി സർ CP/delta T വാവ് എടാ ഡെൽറ്റ U = എത്ര കിട്ടി സർ CV/delta T വാവ് എടാ എന്താ ഫസ്റ്റ് ലോ പറയുന്നത് സാറേ ഡെൽറ്റ Q = ഡെൽറ്റ U + ഡെൽറ്റ W ഓക്കെ സർ എന്നാൽ ഡെൽറ്റ Q = ഡെൽറ്റ U + ഡെൽറ്റ W സ്ഥാനത്ത് P ഡെൽറ്റ V എന്ന് എഴുതി കൂടെ കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാ ടേമിനെയും ഡെൽറ്റ ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ Q/ഡെൽറ്റ T ഡെൽറ്റ U/ഡെൽറ്റ T P ഡെൽറ്റ V/ഡെൽറ്റ T എൻ്റെ മക്കൾ കമന്റ് ചെയ്തേ ഡെൽറ്റ Q/ഡെൽറ്റ T ഡെൽറ്റ Q/ഡെൽറ്റ T എടാ എത്ര കിട്ടി അയ്യോ മൈ മിസ്റ്റേക്ക് അയ്യോ ഇക്വേഷൻ മാറിപ്പോയടാ യെസ് എടാ ഇക്വേഷൻ മാറിപ്പോയ തിരിച്ചാടടാ യെസ് എടാ ഇതൊന്നും ഇവിടേക്ക് മൊത്തം എഴുതാം ജസ്റ്റ് മാറിപ്പോയിട്ട് മൈ മിസ്റ്റേക്ക് സോ സോറി ഫോർ ദാറ്റ് എടാ CP = തിരിച്ചാണ് CP = ഡെൽറ്റ Q/N delta T എന്നും CV = ഡെൽറ്റ Q/N delta T എടാ മൈ മിസ്റ്റേക്ക് സോ സോറി ഫോർ ദാറ്റ് എടാ അപ്പൊ നമ്പർ ഓഫ് മോൾസ് സർ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും CP = ഡെൽറ്റ Q/ഡെൽറ്റ T എന്നും CV = നമുക്ക് എന്ത് കിട്ടും ഡെൽറ്റ ഡെൽറ്റ U/ നമുക്ക് എത്ര കിട്ടും എടാ ഡെൽറ്റ U/ഡെൽറ്റ T ഇത് കിട്ടും എടാ മൈ മിസ്റ്റേക്ക് ജസ്റ്റ് ഇവിടെ എഴുതിയത് മാറിപ്പോയാണ് ഡെൽറ്റ ഇത് മായ്ക്കാൻ കുറച്ച് പ്രയാസം അതുകൊണ്ടാണ് ഡെൽറ്റ U/N delta T എടാ ഇപ്പൊ ഓക്കെ അല്ലേ ബുദ്ധിമുട്ടായോ എടാ സോറി എടാ മാറി എടാ മോൾസ് എപ്പറെയാ CP = ഡെൽറ്റ Q/N delta T അപ്പൊ CP = ഡെൽറ്റ Q/ഡെൽറ്റ T CV = ഡെൽറ്റ U/N delta T സോ CV = ഡെൽറ്റ U/ഡെൽറ്റ T എടാ ഇപ്പൊ ക്ലിയർ ആയോ സർ എടാ ക്വസ്റ്റ്യൻ സബ്സെ ഡിറൈവ് ദ റിലേഷൻ
സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. വേറെ ഒന്നുമില്ല, അത് ഡിറൈവ് ചെയ്യാൻ പറയും. എടാ ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ സാർ, ഇപ്പൊ ക്ലിയർ ആയോ? ഫിസിക്സിലെ തീപ്പൊരി ആടാ അത് മതിയുടെ ബിലാലെ, ലവ് ഇടാ. എടാ പിടിച്ചേ. എടാ ബിലാൽ ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ലോ, അല്ലെങ്കിൽ കുഞ്ഞാപ്പിന്റെ പുറകെ കയറ്റില്ല. എടാ ഇപ്പൊ ക്ലിയർ ആയി സർ, വെരി ഗുഡ്. എടാ പരിപാടി കഴിഞ്ഞു. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്താ? സി പി. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്താ? സി വി. സർ പി ഡെൽറ്റ വിക്ക് ഒരു ഇക്വേഷൻ എടുക്കാലോ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അങ്ങനെയാണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ 1 അല്ലേ? ആർ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. സർ അതെങ്ങനെ കിട്ടി? പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി. എൻ സ്ഥാനത്ത് എത്ര കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. സോ ആർ ഡെൽറ്റ ടി. കട്ട് ചെയ്തേ. ഡെൽറ്റ ടി എത്ര കിട്ടുമടാ? സി പി ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? സി വി പ്ലസ് ആർ ഓർ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി സർ? ആറിന് കിട്ടി. എത്ര പേർക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്? എത്ര പേർക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്? ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര പേർക്ക് ക്ലിയർ ആയിട്ടുണ്ട്? എടാ ഒന്നെല്ലാവരും കമന്റ് ചെയ്തേ സർ, ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ സർ. അതോടുകൂടി നമ്മുടെ ഈ ടോട്ടൽ തെർമോഡൈനാമിക്സ് കഴിഞ്ഞിട്ടുണ്ട്. എടാ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. എടാ ഡിറൈവേഷൻ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ മാരത്തോൺ നമ്മൾ തലേന്നത്തെ ഷോ ക്വസ്റ്റ്യൻസ് ആണ് ഡിറൈവ്, കുറച്ച് വലിയ ഡിറൈവേഷൻ ആണ്. എടാ ഇതിന് ഇക്വേഷൻ ആണ് P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് 1 മൈനസ് ഗാമ, അല്ലെങ്കിൽ NR ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡ് ബൈ നമുക്ക് എത്ര കിട്ടുന്നതാണ്? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ പ്ലസ് 1, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് ഗാമ. എടാ ഈ ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ. എടാ അത് മതിയുടെ മുത്തേ, ഒറ്റ കാര്യം പറയട്ടെ. ഈ ചാപ്റ്റർ പലർക്കും ടഫ് എന്നല്ല, പഠിക്കാൻ കുറേ ഉണ്ട്. ഒരു ഷോർട്ട് കട്ട് പറഞ്ഞാൽ 6 മാർക്കിനെ ചോദിക്കും. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, ഇതൊരിക്കലും പാളാതിരിക്കാം. ബട്ട് കാർനോട്ട് എഞ്ചിനും 4 പ്രസ്സുകളും പി വി ഡയഗ്രം നിർബന്ധമായും പഠിക്കണം. ഐസോതെർമൽ പ്രസ് പഠിക്കാം. അഡിയബാറ്റിക് പ്രസ് റെയർ ആയിട്ട് ചോദിക്കാറ്. കഷ്ടക്കാലത്തും ചിലപ്പോൾ ഐസോതെർമൽ ചോദിക്കാതെ അഡിയബാറ്റിക് ചോദിക്കാം. സേഫാണ്, എല്ലാം പഠിക്കണം, എനിക്ക് എല്ലാവർക്കും അറിയില്ല. പക്ഷേ ചിലപ്പോൾ ഐസോതെർമലിന്റെ ഓർക്കോസ്റ്റിനെ അഡിയബാറ്റിക് ഉണ്ടാവും. അങ്ങനെ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് കാർനോട്ടും ഐസോതെർമലും പഠിക്കാം. ഇത് രണ്ടും എന്തായാലും പഠിച്ചു പോകും. ഞാൻ ഒരിക്കലും ഫുൾ പഠിക്കുന്നവർക്ക് വേണ്ടിയല്ല പറഞ്ഞത്. സാറെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്, ബട്ട് സാർ A+ കിട്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കാർനോട്ട് സൈക്കിൾ പഠിക്കാം ആൻഡ് ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ പഠിക്കാം. അഡിയബാറ്റിക് ഡെറിവേഷൻ ആണ്, അഡിയബാറ്റിക് ഫൈനൽ ഇക്വേഷൻ മതി. അറിയാലോ, ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ എല്ലാം മാറാം. ഞാൻ വീണ്ടും പറഞ്ഞ കണ്ടീഷൻ സപ്ലൈ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ എല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ അറിയാലോ, റിസ്ക് ഫാക്ടർ 6 മാർക്കിൽ 4 to 5 മാർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് നോർമൽ. ടഫ് ആണെങ്കിൽ എല്ലാം പാളും. വേറെ കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ. കാരണം പ്രാഗ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടില്ല, കുട്ടിക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ മോട്ടിവേഷൻ കൊടുക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞത്, ഫ്രം ദ ഹാർട്ട് ഞാൻ പറഞ്ഞത്. എടാ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ടഫ് ആവും, ചിലപ്പോൾ ഈസി ആവും. അപ്പം ടഫ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് പറഞ്ഞതാ. സോ മക്കളെ, ഐ എം സൈനിങ് ഓഫ്. ഞാൻ അപ്പുറത്ത് മരിക്കാൻ പക്ഷേ അവിടേക്ക് പോകുന്നതല്ല. സോ എടാ ഓക്കെ ആണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്ത്. എനിക്കറിയാം തെർമോഡൈനാമിക്സ് ഞാൻ ഈ സ്പീഡ് കൂട്ടി. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ബിക്കോസ് അറിയാലോ, ഞാനും CK മനസ്സിലേക്ക് വെക്കുന്നത് നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഈവനിങ് സെഷന് മുന്നേ നിങ്ങളൊന്ന് ഫ്രീ ആക്കണം. അതേപോലെ നിങ്ങളൊന്ന് ഫ്രീ ആയി ഇന്ന് രാവിലെ എടുത്ത ചാപ്റ്റേഴ്സ് മൊത്തം റിവൈസ് ചെയ്യാൻ ടൈം കിട്ടി. ഈവനിങ് 7 PM പാരത്തോ ലൈവ് വരുമ്പോൾ ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എടാ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരൊറ്റ തീപ്പൊരിയായി തന്നു കഴിഞ്ഞാൽ തീപ്പൊരി ഇവിടുന്ന് വിട പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എടാ ഫ്രം ദ ഹാർട്ട്, തൊണ്ടയല്ല സാറേ, മനസ്സെന്നാവണം ആ കമന്റ് ബോക്സ്. തെർമോഡൈനാമിക്സ് സർ, 0th law, ഫസ്റ്റ് ലോ ടു ഓൾ പ്രോസസ്, അതേപോലെ എല്ലാ പ്രോസസ്, ഇന്റർണൽ എനർജിന്റെ വാല്യൂസ്, ഓരോ ഡെൽറ്റ ക്യൂ, ഡെൽറ്റ യു, ഡെൽറ്റ W, ഓരോ പ്രസ്, പി വി ഡയഗ്രാം, അതിന്റെ ഏരിയ അണ്ടർ, മാക്സിമം വർക്ക് എന്താ, അതേപോലെ തന്നെ നമ്മുടെ കാർനോട്ട് സൈക്കിൾ, വെരി ഇമ്പോർട്ടന്റ്. 4 പ്രസ്സുകൾ, പാർട്സുകൾ എന്താണ്, പി വി ഡയഗ്രത്തെ 4 പ്രസ്സുകൾ എന്താ സർ, അതേപോലെ തന്നെ. എടാ മുത്തേ താങ്ക്സ് ഡാ. എടാ യെസ് വെരി ഗുഡ്. എടാ ആൽബി മുത്തേ ലവ് യു ഡാ. എടാ ആ കാര്യങ്ങൾ. അതിനുശേഷം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 100% എഫിഷ്യൻസി പോസിബിൾ ആണോ, ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ പോസിബിൾ ആണോ, കാർനോട്ട് തിയറം എന്താണ്, മേയർസ് റിലേഷൻ എന്താണ്, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ 1 - T2/T1 സർ. പരിപാടി കഴിഞ്ഞു സർ. എടാ ഞാൻ ലേറ്റ് ആയി പോയി. എടാ അത് വിഷയമല്ല മുത്തേ. എടാ മുഹമ്മദ് ലൈവായിട്ട് കാണുന്നില്ല, കുറച്ച് ബാക്കിലേക്ക് കണ്ടാൽ മതി. നോ വറീസ് ബ്രോ. ഇപ്പോഴും ടൈം ലേറ്റ് ആയിട്ട് ലൈറ്റ്സ് ഓക്കെ, ബട്ട് അതൊരു മോട്ടിവേഷൻ ആയിരിക്കണം, ലാഗ് ആക്കി എടുക്കരുത്. വെരി ഗുഡ് സർ. അപ്പൊ എപ്പോഴേക്ക് വിളിക്കാൻ പോവാ? യെസ് എടാ ഓക്കെ. എടാ ഈ നോട്ട്, എടാ ഫസ്റ്റ് 2 നോട്ട്സുകൾ വേണ്ട കേട്ടാ. യെസ് എടാ മുഹമ്മദ് മുത്തേ, ആ വിഷയമല്ല. യെസ് എടാ സെറ്റോസ്കി. യെസ് മാൻ. എടാ ഒരു മിനിറ്റ്. എടാ ഐതാ എടാ നെക്സ്റ്റ് വേവ്സ് കേട്ടോ. എടാ നെക്സ്റ്റ് വേവ്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം സർ? ഇൻസ്റ്റയിൽ അയച്ചു മെസ്സേജ് ചെയ്തരോ? ചെയ്തരാ. എടാ എനിക്കെന്ത് ചാടാ, വാ പത്തുമ. യെസ് ഇതാ
എല്ലാരും കോഴി മിസ് എത്തിയിട്ടുണ്ട്. നോക്കിയാ വെള്ളമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ബ്ലാക്ക് ഇട്ട് വരുന്നത്. നെക്സ്റ്റ് വേവ്സ് അല്ലേ? Waves. Yes. കേക്കൂല. മൈക്ക് മേരെ പാസ് ഹേ. എത്ര മൈക്ക് ഉണ്ടെങ്കിലും കാര്യമില്ല സാർ. ഈ പൊരിക്ക് ഇതൊന്നും വേണ്ട സാർ. Ready? ഗുഡാ. ഇതിന്റെ പോസ്റ്റ് സെൻസ് കേട്ടോ. Okay. Ready guys? എന്താണ്? ഇടയ്ക്കൊന്ന് സെൻസ് ഓഫ് ഇഷ്യൂസ് ഒക്കെ ഞാൻ നോക്കണം. Okay. മക്കളോ ഇപ്പൊ തുടങ്ങല്ലേ? ഏത് ചാപ്റ്റർ നിങ്ങൾ പറ ഏത് ചാപ്റ്റർ? വേവ്സ് ഒന്നും അറിയില്ല, അതിനല്ലേ ഞാൻ ഇവിടെ നിക്കുന്നത്. അതെ, ഇത് ആര് വന്നിരിക്കുന്നു നോക്കടേ. യെസ്, ടെലിഗ്രാമില് PDF ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ലുക്കുമാൻ. മറ്റേ ഷാമിൽ പറഞ്ഞ ഓവർ ലുക്കുമാൻ. ലുക്കുമാൻ ഒരു പാട്ട് പാടിക്കോട്ടെ. ലുക്കുമാൻ എന്തടേ ഒരു പാട്ട് പാടറേ. പാവല്ല മക്കള് ഇത്ര നേരം നിന്നോട് ചോദിക്കുന്നത്, ഒരു പാട്ട് പാടിക്കൊടുക്കും. ഡാർക്ക് ഡാർക്ക്. യെസ്. അപ്പൊ മക്കളെ ലുക്കുമാൻ പാട്ട് പാടൂല. എന്താക്കാനാ ലുക്കുമാനോട് പാടാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവൻ പാട്ട് പാടൂല എന്ന് വാശിയാണോ? ഇല്ല, ഞാൻ പാടില്ലെന്ന്. പാടാൻ അറിയുന്ന ഞങ്ങളെ പോലെയുള്ള, അതെ ശരിയാട്ടോ, ഞങ്ങളെ പോലെ നന്നായിട്ട് പാടാൻ അറിയുന്ന വലിയ 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 ഗായകർ ഇവിടെയുള്ള സമയത്ത് ലുക്കുമാന് പാടാൻ ഒരു മടി. അതാ സംഭവം, വേറെ ഒന്നുമില്ല. റെഡി? യെസ്, നമ്മള് വേവ്സ് വന്നടാ. ഓക്കെ. എടാ ഈ ബോർഡ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഏതാ? ഇതാണോ ഇത്? ഓക്കെ. യെസ് മക്കളോ, അപ്പൊ നമ്മൾ തുടങ്ങല്ലേടാ? തുടങ്ങല്ലേ? യെസ്. അപ്പൊ വേവ്സ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് തുടക്കം തന്നെ നമ്മൾ ആരാടാ പഠിക്കുന്നത്? തുടക്കം തന്നെ നമ്മൾ എന്താ പഠിക്കുന്നത്? വാട്ട് ഇസ് എ വേവ്? എന്താണ് ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, എന്താ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഡിസ്റ്റർബൻസ് ആണ് ദാറ്റ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് വിത്ത് സം ട്രാൻസ്ഫർ ഓഫ് എനർജി. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നേടാ? വേവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കയറുണ്ടെന്ന് വിചാരിക്കാം. നമ്മളൊരു കയറ് കെട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോണ സമയത്ത് നിങ്ങളൊരു കയറ് കാണുന്നുണ്ട്, കുറെ കയറുണ്ട്, പക്ഷെ എടുത്ത് വലിച്ചാൽ ചിലപ്പോൾ ലൈവ് പോകും. അതുകൊണ്ട് ഞാൻ അതിന്മേൽ തൊടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ വേവിന് കയറിന് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വേവ് കാണാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള കയറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഇത്രയും വലിയ കയറിന് ഇങ്ങനെ ഒരു വേവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ എന്ത് ചെയ്യാണ്? ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. ആ ഡിസ്റ്റർബൻസ് എന്താ ചെയ്യുന്നത്? ഈ കയറിലുള്ള തൊട്ടടുത്ത പാർട്ടിക്കിളിന് സാധനം ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിന് തൊട്ട് മുമ്പുള്ള പാർട്ടിക്കിളിനെ മുകളിലോട്ട്, പിന്നെ താഴോട്ട്, പിന്നെ താഴോട്ട്, പിന്നെ മുകളിലോട്ട്. ഈ പരിപാടിയല്ലേ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അല്ലെ? ഈ പരിപാടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. റെഡി? അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ കൈയുടെ തൊട്ട് മുമ്പുള്ള പാർട്ടിക്കിളിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ പാർട്ടിക്കിളിന് കിട്ടിയിട്ടുള്ള ഈ ഡിസ്റ്റർബൻസ് ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പാർട്ടിക്കിളിന് കൊടുക്കും. ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ആൾക്ക് കൊടുക്കും. ഇങ്ങനെ ഈ സാധനം ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പുറത്തെ പോയിന്റിലേക്ക് എത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പം ഇപ്പൊ റേഡിയോ സിഗ്നൽസ് ഇല്ലേടാ, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഫോണിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽസ്, അതൊക്കെ എന്താ ചെയ്യുന്നത്? സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടുന്ന് വേവ് വരുവാണ്. അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്, ആ പോയിന്റ് വേറൊരു പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പൊ അതൊക്കെ വേവുകളായിട്ടാണ് പോണത്. സോ ഇതേപോലെയുള്ള എന്താ പറയുക, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസ്റ്റർബൻസ് ദാറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ സ്പേസ് ആൻഡ് ടൈം യൂഷ്വലി വിത്ത് ട്രാൻസ്ഫർ ഓഫ് എനർജി, അതിനാണ് നമ്മൾ വേവ് എന്ന് വിളിക്കുന്നത്. വേവ് രണ്ട് ടൈപ്പ് ഉണ്ടാകൂടാ. മെക്കാനിക്കൽ വേവ്സ് ഉണ്ടാവും, ഓൾസോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവും. എടാ മെക്കാനിക്കൽ വേവ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താവശ്യമാണ്? ദേ റിക്വയർ എ മീഡിയം ടു ട്രാവൽ. അവർക്ക് എന്താവശ്യമുണ്ട്? ദേ റിക്വയർ എ മീഡിയം ടു ട്രാവൽ. എന്നാലോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കേസിലടാ ദേ ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. അപ്പൊ ആർക്കൊക്കെ മീഡിയം ആവശ്യമുണ്ട്? മെക്കാനിക്കൽ വേവുകൾക്ക് മീഡിയം ആവശ്യമാണ്, എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ക്ലിയർ ആണോ? അടുത്ത നോക്കിക്കേടാ, വാട്ടർ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ വേവുകൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഏത്? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
എന്താ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിംപ്ലി ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നമ്മുടെ വേവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തോന്നടേ ഇവിടെ ഒരു മറ്റേ സനാമങ്ങനെ ഇരുന്നത് ഇവിടെ സൗണ്ട് കുറവാണോന്നോ? സൗണ്ട് കുറവാ? എന്താ കിളിനാദം കേൾക്കാൻ പറ്റില്ല. സോ വേവ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ദി ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് ഇൻ ദ മീഡിയം ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. എന്ന് വെച്ചാലടാ ഇതാണ് ഇപ്പൊ നമ്മുടെ വേവ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെയുള്ള പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എന്താ? ഇങ്ങനെയാണ് പോവുക. എന്ന് വെച്ചാൽ നമ്മുടെ വേവ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെയുള്ള വേവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതടാ? എന്തെന്ന് നമ്മൾ വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവുകൾ എന്ന് വിളിക്കുന്നത്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ആര്? ലൈറ്റ് വേവ്സ്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കേടാ. വാട്ട് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്? ഗീവ് എൻ എക്സാമ്പിൾ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലടാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേവ്സ്. ഇപ്പോഴും സൗണ്ടിന് പ്രശ്നമുണ്ടോ? സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പോഴും പ്രശ്നമുണ്ടോ സൗണ്ടിന്? ഓക്കെ അല്ല? റെഡി അല്ല? സൗണ്ട് ഓക്കെ അല്ല? Okay, fine. So, what are longitudinal waves? Give an example. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അവിടെ എന്താ സംഭവം? പെർപെൻഡിക്കുലർ ആണ്. എന്നാൽ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എന്താടാ? പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേവ്സിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് വേവ്സ്. ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിളിന്റെ ഡയറക്ഷനും ഇതേ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയുള്ള വേവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. മക്കൾ അതിന് എക്സാമ്പിൾ ആണടാ സൗണ്ട് വേവ്സ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, സൗണ്ട് വേവ്സ് ആർ ഡാഷ്. അപ്പൊ എന്ത് നിങ്ങൾ എഴുതണം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് എഴുതണം. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ. ഹൗ ഡു യു റെപ്രസെന്റ് ട്രാവലിംഗ് വേവ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു ട്രാവലിംഗ് വേവിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്? എടാ ഏതൊരു ട്രാവലിംഗ് വേവിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ സൈൻ കെഎക്സ് പ്ലസ് ഓർ മൈനസ് kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്നുള്ള ടേമിലായിരിക്കും നമ്മൾ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതൊരു ട്രാവലിംഗ് വേവിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡിയാണോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു ട്രാവലിംഗ് വേവിനെയോടാ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡിയാണോടാ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? റെഡി? അപ്പൊ ഇങ്ങനൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു ട്രാവലിംഗ് വേവിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്നാൽ ഇവിടെ കുറെ ടേമുകൾ കാണാൻ പറ്റും. എ കാണുന്നുണ്ട്, കെ ഉണ്ട്, എക്സ് ഉണ്ട്, ഒമേഗ ഉണ്ട്, ടി ഉണ്ട്, 5 ഉണ്ട്. ഇങ്ങനെ കുറെ ടേമുകൾ ഉണ്ട്. ഇതൊക്കെ ഓരോന്നായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എടാ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആരാ ഉള്ളത്? വൈ. ഇവിടെ ആരാ ഉള്ളത്? എ. ഇവിടെ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റാ. ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ പീക്ക് വാല്യൂ ആണ് ഇവിടെ ഉണ്ടാവുക. അതായത് y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് മീൻ പൊസിഷനിൽ നിന്ന് നമ്മളിപ്പോൾ ഏത് വേവും എന്താ ചെയ്യുന്നത്? ഒരു മീൻ പൊസിഷൻ എബൌട്ട് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മീൻ പൊസിഷനിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കിൾസിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ മാക്സിമം വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം മീൻ പൊസിഷൻ. അങ്ങനെയെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണടാ. എന്താ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇതാണ് ഒരു വേവ്. ഇതാണ് ഒരു വേവ് എന്നുണ്ടെങ്കിൽ ഇതല്ലേ ഒരു ഫുൾ വേവ് എന്ന് വിളിക്കുന്നത്? ഇതിനല്ലേ ഒരു ഫുൾ വേവ് എന്ന് നമ്മൾ പറയുന്നത്? ഈ ഒരു ഫുൾ വേവിന്റെ ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതടാ? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ ഈ പാർട്ടിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കും, ഈ പാർട്ടിനെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കും. ഓക്കെ, റെഡി? അപ്പൊ ഈ കാണുന്നത് ഏത്? ഈ കാണുന്നത് ആര്? ഈ കാണുന്നത് ഒരു ഫുൾ വേവ് ആണ് അല്ലേ? അപ്പൊ ഈ ഒരു ഫുൾ വേവിന്റെ ഈ ഒരു ലെങ്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കൂടാ? വേവ് ലെങ്ത് അഥവാ ലാംഡ എന്ന് നമ്മൾ പറയും. സോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് എ ഫുൾ വേവ്. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? നിങ്ങൾ നോക്കിക്കോ, ഇത് മാത്രമല്ല ലെങ്ത് ഓഫ് ഫുൾ വേവ് നമുക്ക് പറയാൻ പറ്റുക. ഏതും പറയാൻ പറ്റും. ഈ പോയിന്റിൽ നിന്ന് സപ്പോസ് നമ്മൾ ഇങ്ങനെ പോയി ദാ ഇവിടെ എത്തി. ഇതൊരു ഫുൾ വേവ് അല്ലേ? ക്രസ്റ്റ്, മീൻ പൊസിഷൻ, ട്രഫ്, മീൻ പൊസിഷൻ, ക്രസ്റ്റ്, ഒരു ഫുൾ ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ വേവ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തും പറയാൻ പറ്റും? രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ലെങ്ത് ആണ്, അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ലെങ്ത് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ ഫുൾ വേവ്. ഇതൊക്കെ എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് ആണ്. റെഡി? ഇനി അടുത്ത ടേം ഫേസ് ആണടാ. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ടേം kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5, ഈ ഒരു ഫുൾ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5, ഈ ഫുൾ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. അപ്പൊ ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്താ? ഇതിലുള്ള ഈ 5 നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ. റെഡിയാണോ? അതിലുള്ള 5 ആണ് എന്ത്? ഇനീഷ്യൽ ഫേസ് ആംഗിൾ. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് കെയും ഒമേഗയുമാണ്. അതിന്റെ മുമ്പ് ഇവിടെ നിങ്ങൾ ഒരു എക്സ് കാണുന്നുണ്ടാവും, ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും.
ഈ രണ്ടാൾക്കാരാണ് നമ്മുടെ വേവിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. അതായത് ഇവിടെ എക്സ് പ്ലസ് എന്നാണെന്നുണ്ടെങ്കിൽ വേവ് പോകുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും. റെഡി? ഇവിടെ എക്സ് മൈനസ് ആണെങ്കിൽ വേവ് പോകുന്നത് പോസിറ്റീവ് എക്സിലായിരിക്കും, പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. സപ്പോസ് നമ്മുടെ ഇക്വേഷനിലുള്ളത് വൈ മൈനസ് ആണ്, അങ്ങനെയെങ്കിലോ വേവ് പോകുന്നത് പോസിറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കും. അവിടെ സെഡ് മൈനസ് ആണെങ്കിലോ വേവ് പോകുന്നത് പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലായിരിക്കും. അവിടെ സെഡ് പ്ലസ് ആണെങ്കിലോ വേവ് പോകുന്നത് നെഗറ്റീവ് സെഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഈ രണ്ടാൾക്കാർ എക്സും ഈ പ്ലസ് ഓർ മൈനസും ആണ് എന്ത് തീരുമാനിക്കുന്നത്? നമ്മുടെ വേവിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ സാധനം? ഇനിയുള്ളത് ഈ കെയും അതേപോലെ ഈ ഒമേഗയുമാണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അഥവാ ആംഗുലാർ വേവ് നമ്പർ ആണ്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് ഇൻ 2π ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ആംഗുലാർ വേവ് നമ്പർ അഥവാ K എന്ന് വിളിക്കുന്നത് കേട്ടോ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് K ഈസ് ഗിവൺ ആസ് K ഈസ് ഈക്വൽ ടു 2π/λ. K is equal to 2π/λ. അതിലെ ലാംഡ എന്ന് പറഞ്ഞാൽ ആരാണ്? വേവ് ലെങ്ത് ആണ്. അപ്പൊ K കാണാനുള്ള ഇക്വേഷൻ ആണ് 2π/λ എന്നുള്ളത്. അടുത്തത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. എന്താ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഫുൾ വേവ് അല്ലേ, ഒരു ഫുൾ വേവിന് എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ഓൾസോ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് number of wavelength per യൂണിറ്റ് ടൈം അല്ലേ, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. സോ ആംഗുലർ ഫ്രീക്വൻസി അഥവാ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2π ന്യൂ എന്ന് പറയാം. ബിക്കോസ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/t ആണ്. സോ ഒമേഗയുടെ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു നോക്കുക. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2π ന്യൂ എന്നുള്ള ഇക്വേഷൻ. റെഡി ആണോടാ? ഇനി ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുള്ളത് വേവിന്റെ സ്പീഡ് നമ്മൾ എങ്ങനെ കാണുന്നുള്ളതാണ്. വേവിന്റെ സ്പീഡ് കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. സ്പീഡ് ഓഫ് ദ വേവ് കാണുന്നതിന് രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് ന്യൂ ലാംഡ, ഒന്ന് v is equal to ന്യൂ ലാംഡ. ന്യൂ ഇൻറ്റു വേവ് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കാണാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഇക്വേഷൻ ω/k ആണ്. എന്താ ഇക്വേഷൻ? ω/k. അത് എവിടുന്നാ കിട്ടുക? ഈ ന്യൂ ലാംഡ അല്ലേ, v is equal to ന്യൂ ലാംഡ ആണ്. v is equal to ന്യൂ ലാംഡ ആണ്. 2π ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ആണ് അല്ലേ. അപ്പൊ ന്യൂ എന്ന് പറയുമ്പോൾ ω/2π ആണ്. ഓൾസോ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ ആണ്. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/k ആണ്. റെഡി? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലാംഡ ആണല്ലോ. അപ്പൊ ന്യൂക്ക് പകരം ഞാൻ ω/2π കൊടുക്കുന്നു. ലാംഡക്ക് പകരം ഞാൻ 2π/k കൊടുക്കുന്നു. 2π ക്യാൻസൽ ചെയ്യുന്നു. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ω/k എന്ന് കിട്ടും. റെഡി? അപ്പൊ വെലോസിറ്റി കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐദർ നിങ്ങൾക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω/k നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ സാധനങ്ങൾ? അങ്ങനെയെങ്കിൽ ഇത്രയും നമ്മൾ നേരം പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലാണ്. ക്വസ്റ്റ്യൻ എന്താ? വേവ് ഇസ് റെപ്രസെന്റഡ് ബൈ ദി ഇക്വേഷൻ a sin kx plus ω/t. അങ്ങനെയെങ്കിൽ ഇത് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ? മക്കളെ ഈ ഒരു മോഡൽ ഇക്വേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് വേവ് തന്നെയാണ്? എപ്പോഴും ട്രാവലിംഗ് വേവ് ആയിരിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ റെപ്രസെന്റ്? എന്താണ് ഒമേഗ? പറഞ്ഞേ മക്കളെ, കമന്റ് ബോക്സിൽ ഇങ്ങോട്ട് കത്തിച്ചേ നോക്കട്ടെ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആംഗുലർ ഫ്രീക്വൻസി അല്ലേ. അടുത്തത് ആരാ? കെ എന്ന് പറഞ്ഞാൽ ആരാടാ? ഇറ്റ് ഇസ് എ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഫ്രം ദ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് കാണണം? വേവ് ലെങ്ത് കാണണം. മക്കളെ വേവ് ലെങ്ത് എങ്ങനെയാ കാണാ? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾക്കറിയാം K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ ആണ് അല്ലെ. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. അപ്പൊ വേവ് ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? 2π/k ചെയ്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യൂലേ? ശ്രദ്ധിച്ചോ, ഒരു വേവ് ഉണ്ട്, y is equal to 0.005 sin 80x - 3t എന്നാണ് നമ്മുടെ വേവ്. ഓക്കെ, ക്വസ്റ്റ്യൻ അതാണ്, കാൽക്കുലേറ്റ് ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, പീരീഡ് ആൻഡ് ഫ്രീക്വൻസി, സ്പീഡ് ഓഫ് ദ വേവ്. ഇങ്ങനെ 4 സാധനങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. റെഡി? അപ്പൊ മക്കള് തുടങ്ങിക്കോ, ഉത്തരം പറയാൻ വേണ്ടി തുടങ്ങിക്കോ. അവിടെ ഒന്നാമത് ചോദിച്ചത് ആംപ്ലിറ്റ്യൂഡ് ആണ് മക്കളെ. ഇവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് കാണാം? നിങ്ങൾക്ക് ഇതുപോലെ ഏത് ഇക്വേഷൻ കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളതാണ്. a sin kx ± ω/t. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നേ?
0.005. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എത്ര? 0.005 ആണ്. അടുത്ത ചോദിച്ചാൽ എന്താ? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? സിംപ്ലി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ ആണ്. അപ്പൊ ലാംഡ കാണാൻ എന്ത് ചെയ്യണം? 2π/k ചെയ്താൽ മതി. പോരെ? കെയുടെ വാല്യൂ എത്രയാ? ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാടാ? 80 ആണ്. സോ k ലാംഡ എത്ര ആയിരിക്കും? 2π/80. റെഡിയല്ലേ? റെഡിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 2 × 3.14 ഡിവൈഡഡ് ബൈ 80. കാൽക്കുലേറ്ററിൽ ചെയ്താൽ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പീരീഡും ഫ്രീക്വൻസിയും കാണണം. ഇതിന് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? പീരീഡും ഫ്രീക്വൻസിയും കാണാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒമേഗ ഉണ്ട്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/t ആണ്, അല്ലെങ്കിൽ 2π ആണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ടി കാണാം, എന്നിട്ട് 1/t എടുത്താൽ ഫ്രീക്വൻസി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ന്യൂ കാണാം, എന്നിട്ട് 1/new എടുത്തു കഴിഞ്ഞാൽ ടൈം പീരീഡ് കിട്ടും. എന്താണെങ്കിലും ചെയ്യാം. ഇനി അതല്ല രണ്ട് ഇക്വേഷനും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം. സോ ക്വസ്റ്റ്യനിൽ ഒമേഗ എത്രയാടാ? 3 ആണ്. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 3. ടിയുടെ കൂടെ ഉള്ള ആളായിരിക്കും ഒമേഗ. അപ്പൊ നോക്കിക്കേടാ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/t ആണ് അല്ലെ? അപ്പൊ ടൈം പീരീഡ് കാണാൻ പറ്റും എത്രയാ? 2π/3 ആണ് എന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × 3.14/3 വരും. ഇതാണ് എന്ത്? ടൈം പീരീഡ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഫ്രീക്വൻസി എങ്ങനെ കാണും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. സോ എന്ത് ചെയ്താൽ മതി? 3/2 × 3.14 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തും കിട്ടും? ഫ്രീക്വൻസിയും കിട്ടും. ക്ലിയർ അല്ലേ സാധനങ്ങളൊക്കെ? റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പീഡ് ഓഫ് ദ വേവ് കാൽക്കുലേറ്റ് ചെയ്യണം. എടാ, സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് v = ന്യൂ ലാംഡ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടിട്ടുള്ള ന്യൂവും നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ലാംഡേനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ω/k. ഇതുപോലെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എപ്പോഴും നല്ലത് എന്താ? ω/k എടുക്കുന്നത്. കാരണം രണ്ട് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നെ തന്നിട്ടുണ്ടാവും. ഒമേഗ എത്ര ഇവിടെ? 3 ആണ്. കെയുടെ വാല്യൂ 80 ആണ്. സോ എത്ര കിട്ടും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3/80 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെ? അതായത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടു, അതിനുശേഷം നമ്മൾ എന്തൊക്കെ കണ്ടു? പീരീഡ്, ഫ്രീക്വൻസി, ലാംഡ കാണാന്, ഇനീഷ്യൽ ഫേസ് ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതിന് മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഇത് ഒരു ഇയർ മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഇതിന്റെ റിപ്പീറ്റിംഗ് ഇയർ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ സാധനങ്ങൾ എങ്ങനെ? ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പൊ ഈ സാധനങ്ങൾ കാണുന്നത് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. A steel wire 70 cm long has mass of 7 gram. If the wire is under a tension of 100 Newton, what is the speed of transverse wave in the wire? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എടാ, ഇവിടെ സ്റ്റീൽ വയർ ഉണ്ട്. സ്റ്റീൽ വയറിന്റെ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 70 സെന്റിമീറ്റർ ആണ്. ഓക്കെ, മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 7 grams ആണ്. If the wire is under a tension of 100 Newton, tension നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 100 ആണ്. What is the speed of transverse wave in the wire ആണ്? എടാ, speed of transverse wave on a string കാണാനുള്ള ഇക്വേഷൻ ആണ് v is equal to √t/μ എന്നുള്ളത്. where t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെൻഷൻ ആണ്, ആൻഡ് mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത്, അഥവാ ലീനിയർ ഡെൻസിറ്റി എന്ന് വിളിക്കൂ കേട്ടോ. ലീനിയർ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? mu എന്ന് നമ്മൾ പറയുന്നത്. സോ √t/μ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രിങ് അല്ലെങ്കിൽ ഓൺ എ വയർ എന്ത് ചെയ്യും? നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ കാണുവടാ? നമ്മളോട് ചോദിച്ചത് എന്താ? വെലോസിറ്റി കാണാനാ. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടെൻഷൻ നമ്മുടെ കയ്യിലുണ്ട് എത്രയാ? 100 ആണ്. മ്യൂ നമ്മൾക്ക് തന്നിട്ടുണ്ടോ? നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ വെച്ച് കാണാൻ പറ്റും. എടാ, മ്യൂ കാണാൻ ആദ്യം മാസ് എടുക്കുന്നു. മാസ് എത്രയാ? 7 grams. 7 ഞാൻ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നപ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ ലെങ്ത് ചെയ്യണം എത്രയാ? 70 സെന്റിമീറ്റർ. അപ്പൊ 70 × 10⁻² അല്ലേ? ഇതിന്റെ ആൻസർ എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 7 × 10⁻³ എന്ന് പറയുമ്പോൾ 7/17 നമുക്ക് 10 വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പൊ 10⁻³ × 10⁻⁻1, അതായത് 10⁻² എന്ന് വരും. എന്ത്? മ്യൂ. So 100/10⁻². This is equal to root of 100 into 10⁻² മുകളിൽ എത്തുമ്പോൾ again 100 ആവൂലേ? അപ്പൊ root of 100 into 100 എന്താ? 100 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രക്ചർ സ്ട്രിങ്ങിലുള്ള വെലോസിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് √t/μ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വാട്ട് ആർ ദ കറക്ഷൻസ് മെയ്ഡ് ബൈ ലാപ്ലേസ് ഇൻ ന്യൂട്ടൺസ് ഫോർമുല?
ലാപ്ലേസിന്റെ ഫോർമുലയിൽ ന്യൂട്ടൺ വരുത്തിയ കറക്ഷൻ എന്താണ്? അതിന് ലാപ്ലേസിന്റെ ഫോർമുല എന്താണെന്ന് അറിയണം. ലാപ്ലേസ് പറഞ്ഞ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഇൻ ഫ്ലൂയിഡ്സ്, അഥവാ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ആരാ? നമ്മുടെ ഗ്യാസ്, ലിക്വിഡ്സ് ഒക്കെ. ഈ ഫ്ലൂയിഡ്സിലൂടെ നമ്മളെ ഏതൊരു സാധനം ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് p/ρ ആണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആര് പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞതിനുള്ള ഫോർമുല. ഓൾസോ ഹി ടോൾഡ് നമ്മുടെ എയറിലൂടെ സൗണ്ട് പോകുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ് ആണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞു. അങ്ങനെ ആൾക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് v = റൂട്ട് p/ρ. പക്ഷേ ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി 280 ആണ്. പക്ഷെ ആക്ച്വലി അതെന്താ 330 ആണ്. അപ്പോഴാണ് ലാപ്ലേസ് വന്നിട്ട് ഇതിൽ കുറച്ച് കറക്ഷൻ ചെയ്തത്. ലാപ്ലേസ് ചെയ്ത കറക്ഷൻ എന്താ? ആള് പറഞ്ഞു ഈ പ്രോസസ് എന്താണ്? അഡിയബാറ്റിക് പ്രോസസ് ആണ്. ആള് പറഞ്ഞു ഇത് അഡിയബാറ്റിക് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ വരുന്നുണ്ടാവുക റൂട്ട് ഗാമ p/ρ ആണ്. ഗാമ p/ρ ആണ്. ഇൻ വിച്ച് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cp/Cv. നിങ്ങൾ പഠിച്ചാലേ Cp എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. Cv എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. P എന്ന് പറയുമ്പോൾ പ്രഷർ ആണ്. ആൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസിങ് ലാപ്ലേസ് ഇക്വേഷൻ ഫൈൻഡ് ദ കറക്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് കൊടുത്താൽ മതി. സോ എയറിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ 1.44 ആണ്. പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10⁵ പാസ്കൽ ആണ്. റോ എന്ന് പറയുന്നത് 1.293 ആണ്. എടാ ഇത് മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 330 m/s എന്ന് കിട്ടും. റെഡിയാണോ? ക്ലിയർ ആണോ? അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. റെഡി? അങ്ങനെയെങ്കിൽ നോക്കിക്കേടാ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ സ്റ്റാൻഡിംഗ് വേവ്സ് ഓർ ഹൗ സ്റ്റാൻഡിംഗ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? എന്താണ് സ്റ്റാൻഡിംഗ് വേവ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്റ്റാൻഡിംഗ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മക്കളെ? എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതായത് നമ്മുടെ രണ്ട് വേവുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. ഒരു വേവ് ഈ ഡയറക്ഷനിൽ നിന്ന് വരുവാണ്, ഒരു വേവ് ഈ ഡയറക്ഷനിൽ നിന്ന് വരുവാണ്. ഇവർ രണ്ടുപേരും എന്ത് സംഭവിക്കും? ഒരു പോയിന്റിൽ എത്തുമ്പോൾ കൂട്ടിമുട്ടും അല്ലേ? ഇങ്ങനെ കൂട്ടിമുട്ടാൻ വരുന്ന വേവ്സിന് ഒരേ ആംപ്ലിറ്റ്യൂഡാണ്, ഒരേ ഫ്രീക്വൻസിയാണ്, ഒരേ വേവ് ലെങ്ത് ആണടാ. ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൂട്ടിമുട്ടുമ്പം അവിടെ ഉണ്ടാകുന്ന വേവാണ് സ്റ്റാൻഡിങ് വേവ്സ്. അപ്പൊ രണ്ട് ടൈപ്പ് വേവ് ഉണ്ട്, ട്രാവലിംഗ് വേവും അതേപോലെ സ്റ്റാൻഡിങ് വേവ്സും. ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നേരെ നേരെ അങ്ങനെ പോണ ആൾക്കാരാണ് ട്രാവലിംഗ് വേവ്. എന്നാൽ ഒരു രണ്ട് പോയിന്റിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡിംഗ് വേവ്സിനെ വിളിക്കുന്ന പേരാണ്, സോറി, അതെങ്ങനെ ഉണ്ടാവുന്നതാടാ? രണ്ട് വേവുകൾ വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നതാടാ? സ്റ്റാൻഡിംഗ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാൻഡിംഗ് വേവ്സ് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? when two waves of same amplitude, same frequency, same wavelength traveling in opposite direction interferes and produce standing waves. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? സ്റ്റാൻഡിംഗ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡി ആണോടാ മക്കളെ? ആണോ? ഇതെന്താ ഇപ്പം ബിലാൽ ബിലു ഒരു ഇക്വേഷൻ ഒക്കെ ഇട്ടുണ്ടല്ലോ, 2a sin kx cos ωt എന്നൊക്കെ. ഇതെന്താ സംഭവം? യെസ്, സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? അത് നമ്മൾ പറയാൻ പോവാണ്. സോ ഇതാണ് എന്താടാ സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെന്ത് ചെയ്യും? ഇതേപോലെ മേലോട്ട് വരും, താഴോട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് വേവ്സിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. റെഡി? അതായത് രണ്ട് സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമ്മൾ വിടർത്തി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാവുക, മുകളിലുണ്ടാവും, താഴെ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ രണ്ട് പോയിന്റിന്റെ ഇടയിൽ മാത്രം നിൽക്കുന്ന വേവ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഗിറ്റാർ വായിക്കുന്നുണ്ട്, ഗിറ്റാറിൽ എന്താ പ്രത്യേകത? സ്ട്രിങ് ആണ് അല്ലെ? കുറെ സ്ട്രിങ്ങുകൾ തന്നെ വെച്ചിട്ടുണ്ടാവും. ഈ സ്ട്രിങ്ങുകൾ രണ്ടറ്റത്ത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തേക്കുക. അപ്പൊ ഈ സ്ട്രിങ്ങിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്ട്രിങ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എടാ ഈ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ സ്ട്രിങ്ങിൽ ഒരു വേവ് ഉണ്ടാകുന്നില്ലേ? അപ്പൊ നിങ്ങളൊരു നൂലിങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുക, എന്നിട്ട് നടുവിൽ ഇങ്ങനെ ഒരു പ്ലക്ക് ഇട്ട് നോക്കിക്കേ, ഇങ്ങനെ ഡ്രെന്ന് പറഞ്ഞിട്ട് വേവ് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് സ്റ്റാൻഡിംഗ് വേവ്. ഇതിന്റെ പ്രത്യേകത എന്താ? ആ രണ്ട് പോയിന്റിന്റെ ഇടയിൽ മാത്രമായിരിക്കും ഈ വേവ് ഉണ്ടാവുക, വേറെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ആ വേവിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് വേവിന്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? a sin kx + or - ωt + or - 5. അങ്ങനെയെങ്കിലടാ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഇക്വേഷൻ ഏതാണ്? y = എന്താ ഇക്വേഷൻ? y = 2a sin kx cos ωt. എന്താ ഇക്വേഷൻ? 2a sin kx cos ωt. മക്കളെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ 2a sin kx എന്നുള്ള ഈ മൊത്തം ടേം ആയിരിക്കും എന്ത്? നമ്മുടെ സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ
ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്നത് 2a sin kx cos omega t ആണ്. അതിൽ ഈ 2a sin kx ആണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നു. മൊത്തം ആംപ്ലിറ്റ്യൂഡ് എന്താ 2a sin kx എന്നുള്ള ഫുൾ ടേം ആണ് കേട്ടോ. നമ്മൾ y = a sin kx minus omega t പറയുമ്പോൾ a മാത്രമല്ല 2a sin kx എന്നുള്ള മൊത്തം ടേം ആയിരിക്കും എന്ത് സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റെഡി മക്കളെ? അങ്ങനെയെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡിന് രണ്ട് പോയിന്റുകൾ ഉണ്ടായിരിക്കോടാ, നോഡുകളും ഉണ്ടാകും ആന്റി നോഡുകളും ഉണ്ടാകും. എന്താണ് നോഡുകളും ആന്റി നോഡുകളും? എടാ ഇതാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് വേവ്സ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാൻഡിംഗ് വേവ്സിൽ രണ്ട് പോയിന്റുകൾ ഉണ്ടാവും, നോഡുകൾ ഉണ്ടാവും, ആന്റി നോഡുകൾ ഉണ്ടാവും. എടാ ഇങ്ങനെയുള്ള പോയിന്റ്, അതായത് മീൻ പൊസിഷനിൽ തന്നെ നിൽക്കുന്ന പോയിന്റുകളാണ് നോഡുകൾ. അതായത് ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവർ ഈ അനങ്ങൂല ഈ പോയിന്റുകൾ എന്ത് ചെയ്യും? ഫിക്സ്ഡ് പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. സോ they are points in standing waves where displacement is 0. അതാണ് എന്ത് നോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ ആന്റി നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലടാ? ആന്റി നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, ഇവിടൊക്കെ ഇവരുടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആന്റി നോഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദ പോയിന്റ്സ് ഓൺ സ്റ്റാൻഡിംഗ് വേവ്സ് വേർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് മാക്സിമം, ആ പോയിന്റുകളാണ് എന്ത് മക്കളെ ആന്റി നോഡുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, വേർ ക്യാൻ വി ഹിയർ മാക്സിമം സൗണ്ട് അറ്റ് നോഡ്സ് ഓർ ആന്റി നോഡ്സ്? എവിടെയാണ് നമുക്ക് മാക്സിമം സൗണ്ട് കേൾക്കാൻ പറ്റുക? നോഡുകളിലാണോ ആന്റി നോഡുകളിലാണോ? ഉത്തരം പറഞ്ഞേടാ, പെട്ടെന്ന് കമന്റ് ബോക്സിൽ പെട്ടെന്ന് പറ ഉത്തരം പറ. ഏത് പോയിന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൗണ്ട് കേൾക്കാൻ പറ്റുക? നോഡിലാണോ ആന്റി നോഡിലാണോ? വേഗം കമാൺ. യെസ്, നോഡ്സിലാണ് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുക അല്ലെ? എന്തുകൊണ്ടാണെന്നറിയോ? നോഡിലായിരിക്കും ഏറ്റവും മാക്സിമം സൗണ്ട് കേൾക്കുക. ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് പ്രഷർ വേരിയേഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഈ പ്രഷർ വേരിയേഷൻ മാക്സിമം ഉള്ളത് എവിടെയാണ്? നോഡ്സിലാണ്. നോഡ്സിൽ എന്താണ്? പ്രഷർ വേരിയേഷൻ മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ നോഡിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൗണ്ട് വേവ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുക. സോ ഇപ്പോൾ നോഡാണ് ആൻസർ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ എത്തി. ഒരു 3 ഡെറിവേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു കേട്ടോ. റെഡി? അപ്പൊ നോക്കിക്കേ, draw the first two harmonics of vibrations of a structured string fixed at both ends and mark nodes and antinodes. എന്നിട്ട് എന്ത് ചെയ്യണം? Prove that frequencies of vibrations in a structured string are in the ratio 1:2:3. ലാപ്ലേസ് കറക്ഷന്റെ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ ചാൻസ് ഇല്ല. ലാപ്ലേസ് കറക്ഷനും സ്റ്റാൻഡിംഗ് വേവ്സ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. റെഡി? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇതിലെ മെയിൻ ആയിട്ടൊരു ഡെറിവേഷൻ വരുന്നത് നമ്മുടെ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിലെ ഡെറിവേഷൻ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ ഡെറിവേഷൻ, ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഡെറിവേഷൻ. ഈ 3 ഡെറിവേഷൻസും ആണ് ഇനി നമുക്ക് വരുന്നത്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ ഇസ് കംപ്ലീറ്റഡ്. റെഡി? അപ്പൊ നോക്കിക്കേ, സ്ട്രക്ചർഡ് സ്ട്രിങ്ങിലെ ഡെറിവേഷൻ നമ്മൾ പറയുന്ന സമയത്ത് നോക്കിക്കോ, അതായത് നമ്മളിപ്പോ ഏതും സ്ട്രക്ചർഡ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ ഗിറ്റാറിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ആ സ്റ്റാൻഡിംഗ് വേവ് ആണ് സ്ട്രക്ചർഡ് സ്ട്രിങ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 3 മോഡുകളാണ് പറയാം. ഇപ്പൊ ഗിറ്റാറിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വേറൊരു വൈബ്രേഷനിൽ സൗണ്ട് കിട്ടുക. അപ്പൊ ഡിഫറെന്റ് മോഡുകളിലാണ് നമ്മൾ ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള സൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഗിറ്റാറിൽ തന്നെ ഡിഫറെന്റ് സൗണ്ട് നമുക്ക് വരൂലേ? അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് മോഡുകളിലാണ് ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ 3 മോഡുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. റെഡി മക്കളെ? ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ പറയണ്ട, ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് വേവ്. ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് ഉണ്ട്. ആ വേവിന്റെ തന്നെ മുകളിലുള്ള ആൾക്കാർ എവിടെ എത്തും? താഴെ എത്തും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇത് ആന്റി നോഡാണ്. മക്കളെ, ഇങ്ങനെ ഒരു ഫുൾ വേവിന്റെ ലെങ്തിനെ നമ്മൾ ലാംഡ എന്നല്ലേ വിളിക്കുക? റെഡി? അങ്ങനെയെങ്കിലടാ ഒരു നോഡും തമ്മിൽ ഇത് എവിടെ കിടക്കുന്നത്? ഈ ലാംഡന്റെ പകുതിക്കല്ലേ? എന്ന് വെച്ചാല് ഈ ഡിസ്റ്റൻസ് λ/2 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? λ/2 ആണ്. റെഡി? നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണ്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ആന്റിനോഡും നോഡും എവിടെ കിടക്കുന്നത്? λ/2ന്റെ പകുതിക്ക. അപ്പൊ ആന്റിനോഡും നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? λ/4 ആയിരിക്കൂലേ? λ/2ന്റെ പകുതി. അപ്പൊ λ/2/2, ദാറ്റ് ഇസ് λ/4. എന്ന് വെച്ചാൽ നോഡും ആന്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര മക്കളെ? λ/4
4 ആയിരിക്കും. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ ഒരു നോഡും നമ്മളെ ഡിസ്റ്റൻസ് λ/2 ആണ്. ഒരു നോഡും ആന്റി നോഡും നമ്മളെ ഡിസ്റ്റൻസ് എത്രയാടാ? λ/4 ആണ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ മോഡിന്റെ ഫിഗർ ഇതാണ് കേട്ടോടാ. ഫിഗർ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ അങ്ങനെ തന്നെ വരയ്ക്കാൻ ചോദിക്കും. അത് മാത്രമല്ല അതിലെ നോഡും ആന്റി നോഡും മാർക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. റെഡി? അപ്പൊ നോക്കിക്കോ, ഇതാണ് ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത്. സോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്ട്രിങ്ങിന്റെ ലെങ്തിനെ ഞാൻ എന്തെടുക്കുവാണ്? L എന്ന് എടുക്കുവാണ്. റെഡി? അങ്ങനെയെങ്കിലടാ എനിക്ക് L is equal to ഈ L എവിടെ കിടക്കുന്ന? രണ്ട് നോഡുകൾക്കിടയിലാണ്. അപ്പൊ എനിക്ക് നോഡും നമ്മളെ ഡിസ്റ്റൻസ് എത്രയാ? λ/2 ആണ്. അപ്പൊ L is equal to λ/2 എന്ന് നമുക്ക് പറഞ്ഞൂടെ? പറയാം. അപ്പൊ ഇവിടുന്ന് λ is equal to 2L എന്ന് കിട്ടൂലേ? 2നെ പുറത്തേക്ക് കൊണ്ടുപോയി λ is equal to 2L എന്ന് വന്നു. എടാ നിങ്ങൾക്കറിയാം v വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലാംഡ ആണ്. നമ്മളവിടെ ഫ്രീക്വൻസി കാണാൻ പോണേ. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ അല്ലേ? ആണ്. എടാ ഇത് ഒന്നാമത്തെ മോഡ് ആയതുകൊണ്ട് ന്യൂ1 എന്ന് എഴുതാം. ന്യൂ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v അങ്ങനെ നിൽക്കട്ടെ. ലാംഡക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2L എന്ന് കൊടുക്കാം. സോ ഇതാണ് ഒന്നാമത്തെ മോഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കടാ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. റെഡി ആണോ? ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ക്ലിയർ മക്കളെ? ഒന്നാമത്തെ മോഡ് റെഡി? ഇനി രണ്ടാമത്തെ മോഡിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. ദിസ് ഇസ് മോഡ് നമ്പർ 2. രണ്ടാമത്തെ മോഡലടാ. നോഡ് നിങ്ങൾ നോക്കിക്കേ, രണ്ടുണ്ട. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഫിഗറിന്. ഒന്നാമത്തെ മോഡൽ ഒരു ഉണ്ട, രണ്ടാമത്തെ മോഡൽ രണ്ടുണ്ട. എങ്ങനെയുണ്ട്? മൂന്നാമത്തെ മോഡൽ മൂന്നുണ്ട. ഒന്നാമത്തേൽ ഒരു ഉണ്ട, രണ്ടാമത്തേൽ രണ്ടുണ്ട, മൂന്നാമത്തേൽ മൂന്നുണ്ട. റെഡി? അപ്പൊ രണ്ടാമത്തെ മോഡൽ നിങ്ങൾ നോക്കിക്കേടാ. ഇതിന്റെ ഈ സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത്, ഇത് ഗിറ്റാറിന്റെ സ്ട്രിങ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഈ സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ എന്തെടുക്കുന്നു? L എന്ന് എടുക്കുന്നു. എടാ അപ്പൊ L is equal to എന്തെഴുതാൻ പറ്റും? എടാ ഇത് ഒരു λ/2 അല്ലെ? ഇത് എത്രയാ? 2 λ/2. അപ്പൊ ഇവിടെ ഒരു λ/2 ഉണ്ട്, ഇവിടെ ഒരു λ/2 ഉണ്ട്. അപ്പൊ Lനെ നമുക്ക് 2 λ/2 എന്ന് എഴുതാലോ. 2 ക്യാൻസൽ ചെയ്യും. L is equal to λ എന്ന് കിട്ടൂലേ? കിട്ടും. അപ്പൊ നോക്കിക്കേടാ, ന്യൂ അഥവാ ഫ്രീക്വൻസി ന്യൂ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് v/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? L കൊടുക്കുന്നു. സോ v/L എന്ന് കിട്ടും. മക്കൾ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ മോഡ് v/2L ആണ്. ഇതിന് ഇൻറ്റു 2 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? v/L കിട്ടുക അല്ലേ? സോ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമോടാ? 2ν1 എന്ന് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? 2ν1 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? സെക്കൻഡ് ഹാർമോണിക്സ് അഥവാ ഫസ്റ്റ് ഓവർടോൺ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഫസ്റ്റ് ഓവർടോൺ എന്നും പറയാറുണ്ട് കേട്ടോ. സോ സെക്കൻഡ് ഹാർമോണിക്സ് അഥവാ ഫസ്റ്റ് ഓവർടോൺ എന്ന് നമ്മൾ വിളിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മോഡ് നോക്കിക്കേടാ. മൂന്നുണ്ട് മൂന്നാമത്തെ മോഡിൽ കേട്ടോ. മോഡ് നമ്പർ 3. ഇവിടെ നമ്മൾ സെയിം മെത്തേഡ് ആണ്. നമ്മൾ L ലെങ്ത് എടുക്കുന്നു. സോ L is equal to എന്ത് എഴുതാം? എടാ ഒരു λ/2, 2 λ/2, 3 λ/2. സോ Lനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 λ/2 എന്ന് എഴുതാൻ പറ്റും. എഴുതിക്കൂടെ? അപ്പൊ ലാംഡ എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇങ്ങോട്ട്, 3 താഴോട്ട്. അപ്പൊ 2L/3 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിലടാ ന്യൂ3 മൂന്നാമത്തെ മോഡല്ലേ, v/λ ആണ്. ലാംഡക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2L/3 കൊടുക്കാം. അപ്പൊ v/2L/3 എവിടെ എത്തും? മുകളിലെത്തും. സോ 3v/2L എന്ന് കിട്ടും. മക്കളെ v/2L ഒന്നാമത്തെ മോഡല്ലേ അല്ലേ? ഇതിന് ഇൻറ്റു 3 ചെയ്താലല്ലേ ഈ കിട്ടുന്ന സാധനം. അപ്പൊ ഇതിനെ നമുക്ക് 3ν1 എന്ന് വിളിക്കാം. സോ നമ്മൾ എന്തിനു വിളിക്കുന്നു? തേർഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നു. ഇതിന്റെ പേരാണ് തേർഡ് ഹാർമോണിക്സ് അഥവാ സെക്കൻഡ് ഓവർടോൺ. ഞാൻ ഓട്ടിന്ന് എഴുതുന്നു കേട്ടോ. സെക്കൻഡ് ഓവർടോൺ എന്ന് നമ്മൾ വിളിക്കും. ഇതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഫിഗർ ഡെറിവേഷൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, ഒന്നാമത്തെ മോഡിന് v/2L, രണ്ടാമത്തെ മോഡിന് 2v/2L, മൂന്നാമത്തെ മോഡിന് 3v/2L. അപ്പൊ നമുക്ക് n-ാമത്തെ മോഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? n × v/2L എന്ന് പറഞ്ഞാൽ പോരെ? n × v/2L എന്ന് പറഞ്ഞൂടെ? അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിക്കേ, ഒന്നാമത്തെ മോഡിന് n-ന് 1 കൊടുക്കുക, രണ്ടാമത്തെ മോഡാണെങ്കിൽ n-ന് 2 കൊടുക്കുക, മൂന്നാമത്തെ മോഡാണെങ്കിൽ n-ന് 3 കൊടുക്കുക, നാലാമത്തെ മോഡാണെങ്കിൽ n-ന് 4 കൊടുക്കുക. സിമ്പിൾ. റെഡി? അങ്ങനെയെങ്കിലടാ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യാണ്? ന്യൂ1 is to ന്യൂ2 is to ന്യൂ3 ചെയ്ത് നോക്കുക. ന്യൂ1 എന്ന് പറഞ്ഞാൽ ന്യൂ1 ആണ്. ഇവിടെ ന്യൂ2 എന്ന് പറഞ്ഞാൽ 2ν1 ആണ്. ന്യൂ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ν1 ആണ്. എടാ ഫ്രീക്വൻസിയുടെ റേഷ്യോ എടുക്കുന്ന സമയത്ത് ന്യൂ1 കട്ടാകുന്നു. 1 is to 2 is to 3 എന്ന് കിട്ടും. ക്ലിയർ ആണോ സാധനം? എടാ ഈ സാധനം അധികം ഈ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ?
ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ആദ്യം പറഞ്ഞത് 2 ഹാർമോണിക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫിഗർ 2 വരച്ചു വെക്കുക, എന്നിട്ട് അതിലെ നോഡും ആന്റിനോഡും മാർക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദ ഫ്രീക്വൻസീസ് ഇൻ എ സ്ട്രക്ചർ സ്ട്രിംഗ് ആർ ഇൻ ദ റേഷ്യോ 1:2:3 ആണ്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ വെച്ച് വരയ്ക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫിഗർ വെച്ച് വരയ്ക്കേണ്ട നിർബന്ധമില്ല, നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ജനറൽ ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n/v/12 ആണ് ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചർ സ്ട്രിംഗ് എന്ന് എഴുതിയിട്ട് എന്നിന് 1 കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് v/12 കിട്ടും. എന്നിന് 2 കൊടുക്കുക, 2v/12 കിട്ടും. അപ്പോൾ അത് ഈക്വൽ ടു 2 ന്യൂ 1 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഫ്രീക്വൻസി എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അതല്ല ഫിഗർ വരച്ചിട്ടാണ് ഡെറിവേഷൻ നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സിമ്പിൾ മെത്തേഡ് ഏതാ, നമ്മുടെ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണോ സാധനം? അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലെറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് 45 ഹെർട്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ വയർ ഇസ് 87.5 സെന്റിമീറ്റർ. ഇഫ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ വയർ ഇസ് 4 × 10⁻², ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. കിളിപോയോ? എടാ കിളിയോ, എന്താ പരിപാടി? എടാ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്, സ്ട്രക്ചർ സ്ട്രിംഗിലെ വെലോസിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ, ν1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/2l ആണ് അല്ലേ, v/2l ആണ്. പക്ഷേ ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞത് ടെൻഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഈ v/2l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നിങ്ങൾ എന്ത് കാണണം, ടെൻഷൻ കാണണം. എവിടുന്ന് കിട്ടും? എടാ കുറച്ച് മുന്നേ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, സ്ട്രെച്ചഡ് സ്ട്രിംഗിലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √T/μ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇല്ലേ? അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ പോരെ. അപ്പൊ √T/μ/2l ആണ് എന്ത് 45 എന്ന് പറയുന്നത്. മ്യൂടെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെലോസിറ്റി ആദ്യം കാണാം. അല്ല, വെലോസിറ്റി കാണണ്ട, √T/μ/2l ആണ് എന്ത് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ √T/μ എന്തായിരിക്കും, 45 × 12 ആയിരിക്കും. എല്ലിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ലെങ്ത്, എത്രയാടാ, 87.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 45 × 2 × 87.5 × 10⁻², അല്ലേ? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻². റെഡി? നോക്കിക്കേ, എടാ എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള പ്രശ്നം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ പ്രോബ്ലംസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ, ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങൾ എഴുതി വെക്കുക. അതായത് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എഴുതുക, v/2l തന്നിട്ടുണ്ട് 45 ആണെന്ന് എഴുതി വെക്കുക. അടുത്തത് എന്താ തന്നത്, L നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 87.5 എന്ന് എഴുതി വെക്കുക. അടുത്തത് എന്താ തന്നത്, മ്യൂ തന്നിട്ടുണ്ട് 4 × 10⁻² എന്ന് എഴുതി വെക്കുക. അടുത്തത് എന്താ തന്നത്, ടെൻഷൻ ഉണ്ട്, അത് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 4 സാധനം ഇങ്ങനെ വരിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവും എന്ന് മനസ്സിലാവും. ആദ്യം നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത്, എന്താണോ കാണാനുള്ളത്, ആ സാധനങ്ങളൊക്കെ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി v/2l 45 ആണ്, അതിൽ L തന്നിട്ടുണ്ട്. അപ്പൊ v കാണാൻ എന്തോ ഒരു വഴി ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്ട്രെച്ചർ സ്ട്രിംഗ് ആണ്, വെലോസിറ്റിയുടെ ഇക്വേഷൻ √T/μ ആണ്. ആ 2 ആൾക്കാർ ഇവിടെ ഉണ്ട്, അവിടുന്ന് T കാണാൻ പറ്റും. ആ രീതിയിലായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. ഇതേപോലെ ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന്റെ മെയിൻ പ്രശ്നം ഏതാ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്ന സാധനങ്ങളും കാണാനുള്ള സാധനം എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. റെഡി? ആ രീതിയിൽ ഒന്ന് എന്ത് ചെയ്യുക, പ്രോബ്ലം അപ്രോച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √T/μ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ, യെസ്, √T/μ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 × 2 × 87.5 × 10⁻² ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൈഡും എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ചെയ്താൽ മതി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, T/μ ഇസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ കിട്ടും 45 × 2 × 87.5 × 10⁻² നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക, അതിന്റെ സ്ക്വയർ എടുക്കുക. റെഡി? ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഒരു ആൻസർ കിട്ടും. അപ്പൊ T/μ ആണ് ഇത്. മ്യൂടെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 × 10⁻². അതിന് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷന്റെ വാല്യൂ കിട്ടുമല്ലോ. ഇതിന്റെ ആൻസർ നിങ്ങൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ആഫ്റ്റർ ലൈവ് നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? വേഗം എടുത്തോ? യെസ്, ഡൺ. അങ്ങനെയെങ്കിലടാ നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ കേസ് ആണ് കേട്ടോ. ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ ഫ്ലൂട്ട് ഒക്കെ അല്ലേ, ഫ്ലൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഗിറ്റാർ പോലെ സാധനമാണ് ഫ്ലൂട്ട്. ഈ ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ഓർഗൻ പൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും തുറന്നെടുക്കുന്ന പൈപ്പിനെയാണ് നമ്മൾ ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് വിളിക്കുക. അപ്പൊ ഇതിലും എന്തുണ്ട്, ഇതേപോലെ ഡിഫറെന്റ് മോഡിൽ വൈബ്രേഷൻ നടക്കുന്നുണ്ട്. ഇനി അതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ ഒന്നാമത്തെ മോഡാണെടാ ഈ കാണുന്നത്, ദിസ് ഇസ് മോഡ് നമ്പർ 1. എടാ ഇത് ഒന്നാമത്തെ മോഡാണ്. ഈ മോഡിൽ എന്താ സംഭവിക്കാം,
ഈ മോഡൽ എന്താ സംഭവിക്കാം? ഈ മോഡൽ എന്താ സംഭവിക്കുക? എടാ രണ്ട് ഓപ്പൺ ഓർഗൻ പൈപ്പാണ് കേട്ടോ. ഓപ്പൺ പൈപ്പ് ആകുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിക്സ്ഡ് എൻഡിൽ എപ്പോഴും ഉണ്ടാവല് നോഡുകളായിരിക്കും, ഓപ്പൺ എൻഡിൽ എപ്പോഴും ആരായിരിക്കും? ആന്റി നോഡുകളായിരിക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കുക, ഇവിടെ ആന്റി നോഡ്, ഇവിടെ നോഡ്, ഇവിടെ അഗൈൻ ആന്റി നോഡ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത്തിന് ഞാൻ എന്തെടുക്കാണ്? L എന്ന് എടുക്കാണ്. എടാ ടോട്ടൽ ലെങ്ത്തിന് L എന്ന് എടുത്തു കഴിഞ്ഞാൽ L is equal to, നിങ്ങൾ നോക്കിക്കേ, നോഡും ആന്റി നോഡും നമ്മളെ ലെങ്ത് എത്രയാ? λ/4 ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു λ/4 ഉണ്ട്, ഇവിടെ ഒരു λ/4 ഉണ്ട്. അപ്പൊ നമുക്ക് L is equal to 2 λ/4 എന്ന് എഴുതാലോ. അവിടെ നിന്ന് 2 ഉം 4 ഉം കട്ട് ചെയ്യും, λ/2 എന്ന് വരും L അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം ν1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/λ ആണ്. സോ L is equal to λ/2. അപ്പൊ λ equal to 12 എന്ന് കിട്ടും. അപ്പൊ ലാംഡക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 12 കിട്ടുന്നു. അഗെയിൻ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ആരുടെ സെയിം ആണ്? നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സെയിം ആണ് കേട്ടോ. റെഡി? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സെയിം ഇക്വേഷൻസ് ആണ് ആർക്ക് വരുന്നത്? ഓപ്പൺ ഓർഗൻ പൈപ്പിന് വരുന്നത്. എന്നാ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ വേഗം വേഗം വേഗം. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ഓപ്പൺ ഓർഗൻ പൈപ്പും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെയും ഇക്വേഷൻസ് രണ്ടും സെയിം ആണ്. എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? ഫിഗറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കേടാ, ഇത് ഒന്നാമത്തെ മോഡാണ്. ഇനി രണ്ടാമത്തെ മോഡിന്റെ ഫിഗർ ഇങ്ങനെയാണ് വരിക. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഇത് ഉണ്ടല്ലാത്ത മിഠായി, ഇത് ഒരു ഉണ്ടുള്ള മിഠായി, ഇത് രണ്ട് ഉണ്ടുള്ള മിഠായി. രസമല്ലേ? ഇത് ആദ്യത്തേത് ഉണ്ടല്ലാത്ത മിഠായി, രണ്ടാമത്തത് ഒരു ഉണ്ടുള്ള മിഠായി, മൂന്നാമത്തത് മൂന്നുണ്ടുള്ള മിഠായി, സോറി രണ്ടുണ്ടുള്ള മിഠായി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് മോഡ് നമ്പർ 2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത് L എന്ന് എടുക്കുവാണ്. മക്കളെ എത്ര λ/4 ഉണ്ടെന്ന് പറഞ്ഞേ? എത്ര λ/4 ഉണ്ട് ഇവിടെ? ഒരു λ/4, ഒരു λ/4, അടുത്ത λ/4, അടുത്ത λ/4 അല്ലേ? അപ്പൊ 1 2 3 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? L is equal to 3 λ/4 എന്ന് എഴുതാം. അവിടെ നിന്ന് λ is equal to 4 അങ്ങോട്ട് 3 താഴോട്ട് 4L/3 എന്ന് കിട്ടും. എടാ ν2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/λ അല്ലേ? ദിസ് is equal to V/4L. സോറി, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. 3 λ/4 അല്ല, സോറി, ഇറ്റ് ഇസ് 4 λ/4. നമ്മൾ എന്ത് പൊട്ടത്തരായി ചെയ്യുന്നല്ലേ? ദിസ് ഇസ് 4 λ/4. 4 λ/4കളില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? L is equal to 1 2 3 4. അപ്പൊ 4 λ/4, 4 4 ക്യാൻസൽ ചെയ്യുന്നു, L equal to λ കിട്ടുന്നു. സോ ν2 is equal to V/λ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? V/L എന്ന് എഴുതുന്നു. എടാ V/2L നെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? V/L ആണ് കിട്ടുക. സോ ദിസ് ഇസ് 2ν1. എന്താ വിളിക്കും നമ്മള്? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും, സെയിം ആസ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അപ്പൊ അടുത്ത മോഡാണെങ്കിലോ, എടാ L is equal to മോഡ് നമ്പർ 3 ആണ് കേട്ടോ. ഇതിന് നമ്മൾ ടോട്ടൽ L എന്ന് എടുക്കുവാണ്. അപ്പോൾ എത്ര λ/4 ഉണ്ട്? 1 2 3 4 5 6 λ/4. അപ്പൊ L is equal to 6 λ/4. 6 ഉം 4 ഉം കട്ട് ചെയ്യുന്നു, 3/2 കിട്ടും. അപ്പൊ L is equal to 3 λ/2. അപ്പൊ അവിടെ നിന്ന് ലാംഡയോ 2 അങ്ങോട്ട് 3 താഴോട്ട് 2L/3 അല്ലേ? അപ്പൊ ν3 is equal to V/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ V/2L/3 എടുത്തും മുകളിലെത്തും, വിച്ച് ഇസ് 3ν1. എവിടെ പോലെ തന്നെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ സെയിം പരിപാടി. റെഡി? ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും. റെഡി ആണോടാ? തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും. ഇനി ജനറൽ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അതും സെയിം തന്നെയാണ്, N/V/2L ആണ്. ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണടാ? 1:2:3 തന്നെയാണ്. ബാക്കി എല്ലാം സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സെയിം ആണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നോക്കിക്കേടാ, നമ്മുടെ which harmonic mode of the pipe is resonantly exerted by 1.1 kilohertz in an open pipe of length 30 cm? ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഏത് ഹാർമോണിക് മോഡ് ഓഫ് ദ പൈപ്പ് ആണ് 1.1 കിലോഹെർട്സിൽ എന്ത് ചെയ്യുന്നത്? റെസൊനേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞത് ഏതോ ഒരു N/V/2L ഫ്രീക്വൻസി 1.1 കിലോഹെർട്സ് അഥവാ 1.1 × 10⁻³ ആണ്. ഏതോ ഒരു N ഫ്രീക്വൻസി, ഏതാണെന്ന് നമുക്ക് അറിയില്ല, ഏതോ ഒരു N ഫ്രീക്വൻസിയാ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ N കാണാൻ പറ്റും അല്ലെ? അപ്പൊ N × വെലോസിറ്റി 330 ആണ്, ഡിവൈഡഡ് ബൈ 2 × ലെങ്ത് എത്രയാടാ? 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ 30 × 10⁻². ഇതാണ് എന്ത്? 1.1 × 10⁻³ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുന്ന് N എങ്ങനെ കാണാം? ബാക്കി എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നോ. അപ്പൊ 1.1 × 10⁻³ ഇവരെ മേലോട്ട് വരും അല്ലെ? 2 × 30 × 10⁻² ഡിവൈഡഡ് ബൈ ആര് വരും? 330 വരും. റെഡിയാണോ? ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N is equal to നിങ്ങൾക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ സാധനം? ക്ലിയർ ആണോ സാധനം? റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഡെറിവേഷൻ ആണ്, ക്ലോസ്ഡ് പൈപ്പിന്റെ ഡെറിവേഷൻ കൂടെയാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ മോഡാണിത്.
ക്വസ്റ്റ്യൻ ഒക്കെ ഒരേപോലെ വരിക. ആദ്യം നിങ്ങളോട് ഫിഗർ വരയ്ക്കാൻ പറയും, എന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറയും. സെയിം രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. റെഡി? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ക്ലോസ്ഡും ഒരു സൈഡ് ഓപ്പണും ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് സൈഡിൽ എപ്പോഴും ആരുണ്ടാവുക? നോഡുകളായിരിക്കും. ഓപ്പൺ എൻഡിൽ എപ്പോഴും എന്തുണ്ടാവും? ആന്റി നോഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോഡ്, ഇവിടെ ആന്റി നോഡ്. മക്കളെ ഇതിന്റെ ടോട്ടൽ ലെങ്ത്തിന് നമ്മൾ എന്തെടുക്കുവാണ്? L എന്ന് എടുക്കുവാണ്. അപ്പോൾ L is equal to എന്ത് എഴുതാം? ഒരു നോഡും ഒരു ആന്റി നോഡും നമ്മൾ ലെങ്ത് എത്രയാടാ? λ/4 ആണ്. അപ്പോൾ L is equal to λ/4. അപ്പോൾ λ equal to 4L എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫ്രീക്വൻസി ν1 is equal to V/λ ആണ്. നമുക്ക് എന്ത് ചെയ്താം? V/4L. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാണ്? V/4L ആണ്. സോ ദിസ് ഇസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് എന്താ നോക്കിക്കേ, ഇത് രണ്ടാമത്തെ മോഡാണ് കേട്ടോ. രണ്ടാമത്തെ മോഡിൽ എന്താ? രണ്ടാമത്തെ മോഡിൽ നിങ്ങൾ നോക്കിയേ, ഇതാ L ആണ് കേട്ടോ. അത് ടോട്ടൽ ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ 1 λ/4, 2 λ/4, 3 λ/4. അപ്പോൾ L is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 2 3 അല്ലേ? L equal to 3 λ/4. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇങ്ങോട്ട് 3 താഴോട്ട് 4L/3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ν2 is equal to V/4L/3 ഉണ്ടാവും. അത് മുകളിലെത്തും. അപ്പോൾ 3V/4L എന്ന് കിട്ടും, which is 3ν1. എടാ ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ 3 ടൈംസ് അല്ലേ? അപ്പോൾ 3ν1 എന്ന് എഴുതാൻ പറ്റും. റെഡി ആണോ? ഇതിനെ നമ്മൾ 3ν1. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 1ν1 കഴിഞ്ഞതിന് ശേഷം 3ν1 ആണ്. ഇവിടെ 2ν1 മിസ്സിംഗ് ആണ്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? തേർഡ് ഹാർമോണിക്സ് എന്നാണ് വിളിക്കുക കേട്ടോ. തേർഡ് ഹാർമോണിക്സ്. ഇനി അടുത്ത മോഡ് നോക്കിക്കേ, മോഡ് നമ്പർ 3. മോഡ് നമ്പർ 3യിൽ ടോട്ടൽ ലെങ്ത് നമ്മൾ L എന്ന് എടുക്കുവാണ്. എത്ര λ/4 ഉണ്ടടാ? 1 2 3 4 5 അല്ലേ? അപ്പോൾ L is equal to 3 λ/4 ഉണ്ട്. L is equal to 3 λ/4 ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ലാംഡ is equal to 4 അങ്ങോട്ട് 3 താഴോട്ട് 4L/3 എന്ന് വരും അല്ലേ? സോറി, L equal to 5 λ/4 അല്ലടാ, 5 λ/4 അല്ലേ? L is equal to 5 λ/4 ആണ്. അപ്പോൾ L is equal to 5 λ/4 ആണ്. അപ്പോൾ ലാംഡ is equal to 4L/5 എന്ന് വരും. റെഡി? അവിടുന്ന് ν3 മൂന്നാമത്തെ മോഡാണ്. സോ ν3 is equal to V/λ ആണ്. ലാംഡക്ക് പകരം 4L/5. അപ്പോൾ V/4L/5 എവിടെ എത്തും? മുകളിലെത്തും. അപ്പോൾ 5V/4L എന്ന് കിട്ടും. റെഡി മക്കളെ? അപ്പോൾ ഇത് നോക്കിക്കേടാ, ഇത് 5ν1 ആണ്. ഇവിടെ ആര് മിസ്സിംഗ് ആ? ഫിഫ്ത്ത് ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. ഫോർത്ത് ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫിഫ്ത്ത് ഹാർമോണിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കേ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ 1 3 5 ഒക്കെ ആണുള്ളത്. 2 4 6 ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ എന്ത് ചെയ്യില്ല? ഫ്ലൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തേ ചെയ്യുള്ളൂ? ഓപ്പൺ ഓർഗൻ പൈപ്പ് മാത്രമേ എടുക്കുള്ളൂ. ക്ലോസ്ഡ് നമ്മൾ എന്ത് ചെയ്യില്ല? എടുക്കൂല. കാരണം ക്ലോസ്ഡിൽ എന്തില്ല? ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ക്ലോസ്ഡ് പൈപ്പിനെ നമ്മൾ ചൂസ് ചെയ്യില്ല. ഇനി ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലടാ 2n - 1/2 × V/2L ആണ്. ഓക്കെ, 2n - 1/2 × V/2L ആണ്. ഓഡ് ആയതുകൊണ്ട് 2n - 1/2 × V/2L എന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ n-ന് 1 കൊടുത്താൽ ഒന്നാമത്തെ മോഡ് കിട്ടും, n-ന് 2 കൊടുത്താൽ രണ്ടാമത്തെ മോഡ് കിട്ടും, n-ന് 3 കൊടുത്താൽ മൂന്നാമത്തെ മോഡ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓരോ മോഡിന്റെ ഫ്രീക്വൻസി കാണാം. ഇനി ഇവിടുത്തെ റേഷ്യോ എടുക്കുമ്പോഴോ ν1 ν2 ν3 ആണ് അല്ലേ? അപ്പോൾ ν1 ν2 എന്ന് പറഞ്ഞാൽ 3ν1 ആണ്. ν3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ν1 ആണ്. സോ ഇതിന്റെ ഫ്രീക്വൻസി റേഷ്യോ എത്ര വരും? 1:3:5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓപ്പൺ ഓർഗൻ പൈപ്പും അതേപോലെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പും. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഷോ ദാറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ഈസ് ട്വൈസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ് ഓഫ് ദ സെയിം ലെങ്ത്. എന്താ പറഞ്ഞത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് പറയുന്നത് എത്രയാടാ? V/2L ആണ്. ഇതെന്താക്കണം? പ്രൂവ് ചെയ്യണം നിങ്ങൾ. 2 × ഫണ്ടമെന്റൽ ഓഫ് ക്ലോസ്ഡ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാ? V/4L ആണ്. ഇതിന് × 2 ചെയ്താൽ എന്താ കിട്ടുക? കട്ട് ചെയ്തു പോകും. യു ഗെറ്റ് V/2L. ഇത്രേ ഉള്ളൂ. ഇത്ര പ്രൂഫേ ഉള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപ്ലി എന്തെന്നെ കിട്ടുക? V/2L ആണ് കിട്ടുക. കുഞ്ഞു പ്രൂഫാണ്. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ബീറ്റ്സ് ആർ ഫോംഡ് ആൻഡ് ഗീവ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ബീറ്റ്സ്. എങ്ങനെയാണ് ബീറ്റ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകുന്നത്? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ ജനറൽ ഇക്വേഷൻ പഠിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫിഗർ വെച്ച് പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിഗർ വെച്ച് പ്രൂവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
പക്ഷേ നിങ്ങൾ ഈ ആദ്യം ഫിഗർ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ വരും, രണ്ടാമത്തേൽ ഫ്രീക്വൻസി മാത്രം പ്രൂവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഈ ഫ്രീക്വൻസി പ്രൂവ് ചെയ്യുന്ന സമയത്ത് ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ വരച്ച് കുറേ സാധനങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുന്ന കുറേ സമയം എന്ത് ചെയ്യും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജനറൽ ഇക്വേഷൻ പഠിക്കുന്നത് ഇറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, രണ്ടിൻ്റെയും ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് ഫ്രീക്വൻസി പ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നോക്കിക്കോ, ബീറ്റ്സ് എന്ന് പറയുന്ന ഫിനോമിന. സ്റ്റാൻഡിങ് വേവ്സ് എങ്ങനെയായിരുന്നു? ഒരേ ഫ്രീക്വൻസി, ഒരേ വേവ് ലെങ്ത്, ഒരേ ഇതിൽ വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ബീറ്റ്സ് എങ്ങനെ ഉണ്ടാകുന്നത്? ബീറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് സൗണ്ട് വേവ്സ് ഓഫ് നിയർലി സെയിം ഫ്രീക്വൻസീസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഏകദേശം ഒരേ ഫ്രീക്വൻസിയും ഒരേ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ തമ്മിൽ ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ബീറ്റ്സ് ഉണ്ടാകുന്നത്. അതിൻ്റെ അപ്ലിക്കേഷൻ അഥവാ അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ട്യൂണിങ്ങിനാണ് നമ്മൾ ഈ ബീറ്റ്സ് എന്ന ഫിനോമിന യൂസ് ചെയ്യുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ ഒരു ബീറ്റ് ഫ്രീക്വൻസി എന്ന് മാത്രമല്ല, അതായത് രണ്ട് ഫ്രീക്വൻസി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസി, ഇപ്പോൾ ഒരാളുടെ ഫ്രീക്വൻസി N2 ഒരാളുടെ ഫ്രീക്വൻസി N1 ആണെന്നുണ്ടെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N12 മൈനസ് N1 ആണ്. ബീറ്റ് ഫ്രീക്വൻസി നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? രണ്ട് ഫ്രീക്വൻസിനെയും ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 220 മൈനസ് 215 ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 220 മൈനസ് 215, അതായത് 5 ഹെർട്സ് എന്ന് കിട്ടും. സോ ബീറ്റ് ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ടുപേരുടെയും ഡിഫറൻസ് എടുത്താൽ മതി. സോ ഇതോടുകൂടി നമ്മുടെ വേവ്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആശിക്കാൻ മോനെ, ആരാ നെക്സ്റ്റ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, CK. യെസ്, ഇപ്പൊ CK സാർ വരും കേട്ടോ. V2 മൈനസ് V1 എന്ത്? ആ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് നിങ്ങൾ എടുക്കുക. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഏത്? നമ്മുടെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ ഡെറിവേഷൻ, ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഡെറിവേഷൻ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ ഡെറിവേഷൻ. എൻ്റെ മനസ്സ് പറയുന്നത് മിക്കവാറും നിങ്ങളോട് ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഡെറിവേഷൻ ചോദിക്കാനാണ് സാധ്യത മോഡൽ എക്സാമിന്. പബ്ലിക്കിന് മിക്കവാറും സ്ട്രെച്ചഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും, അതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ ഓപ്പൺ ഓർഗൻ പൈപ്പ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. സ്ട്രെച്ചഡിന്റെ ഇക്വേഷന്റെ സെയിം ആണ് ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഇക്വേഷൻ. അതായത് ഫ്ലൂട്ടിന്റെ കേസ് എന്ത്? ടീച്ചർ ഒരു ബൈ പറഞ്ഞിട്ട് ഭയം പോയില്ലല്ലോടാ, പോകുമ്പോഴല്ലേ ബൈ പറയാം. എവിടെ CK? എടാ, ഫ്ലൂട്ടിന്റെ കേസ് ഒന്നുമില്ല. ഫ്ലൂട്ടിന്റെ കേസ് ബീറ്റ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ ബീറ്റിന്റെ ക്വസ്റ്റ്യൻ ഒന്നും. അപ്പോൾ ഫ്ലൂട്ട് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ കേസിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ, ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. പക്ഷെ ഫ്ലൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ ഓർഗൻ പൈപ്പാണ്, അവിടെ എല്ലാ ഫ്രീക്വൻസീസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എടുത്തിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഫ്ലൂട്ട് ഊതുന്ന സമയത്ത് ചിലപ്പോൾ ചില സൗണ്ട് ഒന്നും വരില്ല. റെഡി? അപ്പോൾ ഹാർമോണിക്സ് മിസ്സിംഗ് ആയതുകൊണ്ടാണ് അതിന്റെ റീസൺ. അപ്പോൾ ഫ്ലൂട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുണ്ടാക്കുക? ഫ്ലൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആര് യൂസ് ചെയ്യുക? ഓപ്പൺ ഓർഗൻ പൈപ്പിനെ. റെഡി? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വേവ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ടാറ്റാ. അപ്പോൾ നാളെ കാണാം. നീ ഞാൻ വരില്ലല്ലോ, നാളെ കാണാം. ടാറ്റാ. എടാ മക്കളെ, അപ്പോൾ യൂണിറ്റ്സ് വളരെ ചെറിയ പാടാണ്. നമുക്ക് 10 മിനിറ്റ് യൂണിറ്റ്സ് പഠിക്കാം അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ലോസ് ഓഫ് മോഷനും 2D ഒക്കെ പഠിക്കാനാണ് കേട്ടോ. സോ ഇത് ചാപ്റ്റേഴ്സ് ഇതൊക്കെ എളുപ്പത്തിൽ സ്കോർ ചെയ്യണം. യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ അവിടുന്ന് പ്രോബ്ലം വന്നാൽ തെറ്റിക്കും. സോ കുറച്ച് വെറൈറ്റി പ്രോബ്ലങ്ങൾ, ടഫുള്ള പ്രോബ്ലംസ് നമുക്കിപ്പോൾ ചെയ്യാം. കാരണം എന്താണ്? സ്ഥിരം ക്ലീഷേ ക്വസ്റ്റ്യൻസ് അവർ മാറ്റി വരുന്നുണ്ട്. അത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് കണ്ടതാണ്. പബ്ലിക് എക്സാമിന് അത് അതേപോലെ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്, മോഡലൊക്കെ ചാൻസ് ഉണ്ട്. സോ കുറച്ച് ക്ലീഷേ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യണം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ച് തീർത്തതല്ലേ? അപ്പൊ അതിന്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിന്റെ പ്രത്യേകിച്ച് ആ ഡയമെൻഷൻ അനാലിസിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി? ഇമ്പോർട്ട് ചെയ്തോ. അതിനാ എങ്ങനെ കിടക്കണ്? ഡൗൺലോഡ് ചെയ്തില്ല? റെഡി? ഇനി എവിടുന്ന് ഓപ്പൺ ആക്കണ? നോട്ടിലോ? യെസ്, റെഡി. നോട്ട് ഇതാ വരുന്നു, നോട്ട് വരുന്നു. റെഡി? അവിടെ ഭക്ഷണമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോ? ഞാനോ അങ്ങനെ നല്ല സേവ് ചെയ്ത്. അതന്നെ, മറിച്ചിട്ട് അതന്നെ. യെസ്, റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പഠിച്ചോ. അതൊക്കെ ചെറിയ കുഞ്ഞു പാടാണ്, ഒരു പ്രശ്നമില്ല കേട്ടോ. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്റർ നമ്പർ 1 ആട്ടോ. നിലവിൽ പണ്ട് 2 ആയിരുന്നു, ഇപ്പം 1. റെഡി? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ചോദ്യം. കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റം ഒക്കെ എല്ലാവർക്കും അറിയുന്ന. FPS ആണെങ്കിൽ ലെങ്ത്തിലാണെങ്കിൽ ഫൂട്ട് എന്നാണ് ഉണ്ടാവുക. ലെങ്ത്തിലാണെങ്കിൽ ഒരു മിനിറ്റ്. യെസ്, റെഡി.
എടാ മക്കളെ നോക്ക് 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 എല്ലാവരും ഒന്ന് ഉറക്കത്തിൽ എണീച്ച ക്ഷീണാക്കുന്നുണ്ടാവും. ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എണീച്ച് കയ്യും കാലൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യടാ. ജസ്റ്റ് ചുമ്മാ സ്ട്രെച്ച് ചെയ്ത് നോക്ക്. കുറെ നേരമായി ചടച്ചിരിക്കുന്നത്. ചടപ്പ് ആ ഒരു മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമൊന്നുമില്ല. പക്ഷെ എക്സാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചേ പറ്റൂ. നമ്മളെ മുമ്പിൽ അതേ രക്ഷയുള്ളൂ അല്ലേ. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അല്ലാണ്ട് ഒരു ടയർഡ്നെസ്, ഒരു മടുപ്പ് തോന്നുകയാണ്, ജസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക. എന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, റാൻഡം ആയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. എങ്കിലും ഫോണെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈ ഇങ്ങനെ മൂവൊക്കെ ചെയ്ത് ഇങ്ങനെ ചുമ്മാ ഒന്ന് വൈബാക്കിയിട്ട് എന്ത് ചെയ്യുക, റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം കേട്ടോ. നിങ്ങൾക്ക് പ്രാന്താന്നൊക്കെ വീട്ടുകാർ വിചാരിക്കും, പക്ഷേ എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ ലെങ്ത്തിൻ്റെത് ഫൂട്ടാണ്, ഫൂട്ട് എന്നാണ്. മാസമാകുമ്പോൾ എന്താവും, അതിൽ പൗണ്ടാണ്. FPS പൗണ്ടാണ്. ടൈം സെക്കൻഡാണ്. CGS എന്താണ്, സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ആണ്. അറിയുന്ന കാര്യം ഇതൊക്കെ അത് ചുമ്മാ പറയാം. മാസിനാണെങ്കിൽ ഗ്രാം ആണ്. CGS ടൈമിന് എന്താണ്, സെക്കൻഡാ. ഇനി MKS ലെങ്ത്തിന് എന്താണ്, മീറ്റർ ആണ്. മീറ്ററിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. മാസ് കിലോഗ്രാം ആണ്. ടൈം എന്താണ്, സെക്കൻഡ് തന്നെ. റെഡി. നെക്സ്റ്റ് 1 ആങ്സ്ട്രം. 1 ആങ്സ്ട്രം സ്പെഷ്യൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ഉണ്ട്. 1 ആങ്സ്ട്രം 1A എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിൽ വട്ടിടും. ദാറ്റ് ഈസ് ഇക്വൽ ടു 10⁻⁻10 മീറ്റർ. 10⁻⁻10 മീറ്റർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10⁻⁻10 മീറ്റർ ആണ്. ചില ആൾക്കാർ 10⁻⁻10 മാത്രം എഴുതും. ദാറ്റ് ഈസ് റോങ്. നിങ്ങൾക്ക് അര മാർക്ക് നഷ്ടപ്പെടും. അവിടെ മീറ്ററിന് തന്നെ എഴുതുക. 10⁻⁻10 അല്ല, 10⁻⁻10 മീറ്ററിനാണ് ആങ്സ്ട്രം എന്ന് പറയാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ? ഞാൻ പറഞ്ഞ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താ? പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ എന്നാണ് കേട്ടോ. RAD എന്നാണ് സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ? ഇറ്റ് ഈസ് സ്റ്റെറേഡിയൻ. സ്റ്റെറേഡിയൻ. SR എന്നാണ്. SR. ഇതൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക. അടുത്ത്, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പ്ലെയിൻ ആംഗിൾ? നോ ഡയമെൻഷൻ. പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിളിനും എന്തും ഇല്ലടാ, ഡയമെൻഷൻ ഇല്ല കേട്ടോ. ശരി. അടുത്തത്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ്. നെയിം എനി ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ രണ്ടെണ്ണമായില്ലേ. സ്ട്രെയിൻ, നമ്മൾ പഠിക്കുന്ന സ്ട്രെയിൻ ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഫ്ലൂയിഡ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. ഇത്രയും ആൾക്കാർക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഇനി ചില നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല. നമ്പറിന് ഡയമെൻഷൻ ഇല്ല. നമ്പർ. പിന്നെ ആരാ, ആംഗിൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ട്രിഗ്നോമെട്രിക് റേഷ്യോസിനൊന്നും ഇതില്ല, ഡയമെൻഷൻ ഇല്ല കേട്ടോ. ജസ്റ്റ് പഠിച്ചാൽ ഒരു 2-3 പഠിച്ചു വെക്കാം. അടുത്തത്, സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എല്ലാവർക്കും അറിയില്ലേ. ഡയമെൻഷൻ ഓഫ് LH ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. ആ പരിപാടിയൊക്കെ നിങ്ങൾക്ക് അറിയാലേ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഓൺലി ക്വാണ്ടിറ്റീസ് ഹാവിംഗ് സെയിം ഡയമെൻഷൻ ക്യാൻ ബി ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്, ഓർ ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് ഇൻ ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം എന്നുള്ള സംഭവം ഒക്കെ യൂസ് ചെയ്യാം. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഇറ്റ് ഈസ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഷുവർ. ഏത് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ക്യാൻ ടൈം ആൻഡ് വെലോസിറ്റി ബി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോ എന്നാണ് ആൻസർ. അതിന് കാരണം എന്താ, ടൈമിന്റെ ഡയമെൻഷൻ എന്താ, ടൈമിന്റെ ഡയമെൻഷൻ T⁻1 ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. രണ്ടും സെയിം ആണോ? ഇല്ല. അപ്പൊ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എയും ബിയും ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ, എന്റെ ഡയമെൻഷനും ബിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. ഇത് തന്നെയാണ് ബേസിക്കലി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. സോ ദിസ് ഈസ് അക്കോർഡിംഗ് ടു വിച്ച് പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരമാണ് ഇത് പറ്റാത്തത് കേട്ടോ. റെഡി. അടുത്ത എന്താ, യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ക്വസ്റ്റ്യൻ നോക്കുക. V² = U² + 2S. ഇത് കറക്റ്റ് ആണ്. ഇത് ചെക്ക് ചെയ്യണം അല്ലേ ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. V² ഡയമെൻഷൻ എന്താ, V² ഡയമെൻഷൻ V എന്ന് പറഞ്ഞാൽ ടൈം വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ, ഹോൾ സ്ക്വയർ. അപ്പോൾ L⁻1 T⁻, അല്ലേ, LT⁻⁻1 ഹോൾ സ്ക്വയർ എന്നല്ലേ V² വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി ആകുമ്പോൾ L⁻2 T⁻⁻2 എന്ന് കിട്ടി. അപ്പോൾ V² ഡയമെൻഷൻ L² T⁻⁻2. ഇനി നമുക്ക് U² ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കാം. U² എന്താ, സെയിം LT⁻⁻1 ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ സെയിം L² T⁻⁻2 കിട്ടി. അപ്പൊ രണ്ട് കാര്യം ഈക്വൽ ആണ്. ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്താൽ മതി. അല്ലേ. 2AS ചെക്ക് ചെയ്യാലോ. 2ASന്റെ എങ്ങനെ, 2ന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, മൈൻഡ് ചെയ്യണ്ട. എന്റെ എന്താ ആക്സലറേഷൻ എന്താ മക്കളെ, L⁻1 T⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് L⁻1. സോ L² T⁻⁻2 കിട്ടിയോ? സെയിം അല്ലേ. സോ V², U², 2AS സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? റെഡി. അത് കഴിഞ്ഞു കേട്ടോ. സോ V² U², 2AS ഓക്കെ ആണ്. സോ കറക്റ്റ് ആണ്. അവിടെ നിങ്ങൾ എഴുതാ LHSന്റെ ഡയമെൻഷനും RHSന്റെ ഡയമെൻഷനും ഈക്വൽ ആണ്. Therefore കറക്റ്റ് ആണ് നിങ്ങൾ എഴുതാ കേട്ടോ. ദാറ്റ്സ് ഇറ്റ്.
സെറ്റ് അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ സ്പീഡ് ഓക്കെ അല്ലേ മക്കളെ? ഈ സ്പീഡ് ഓക്കെ അല്ലടാ. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച കൂട്ടിലല്ലേ ഇത്? ജസ്റ്റ് ക്വിക്കായി റിവൈൻഡ് ചെയ്യല്ലേ വേണ്ടി യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. വേമ്പറ സെറ്റ് അല്ലേ? വേഗം ഗ്രീൻ ടിക്ക് ഇടാ. സ്പീഡ് ഓക്കെ ആണേ റെഡി അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. പോട്ടെ വേഗം ഗ്രീൻ ടിക്കറ്റ്. ഫുഡ് കഴിച്ചോ? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ആണ് ആക്ച്വലി നിങ്ങളെ ബ്രേക്ക്. നിങ്ങൾക്ക് മനഃപൂർവ്വം വെച്ചതാ ഒരു ബ്രേക്ക്, റിലാക്സേഷൻ്റെ പാടാ കേട്ടോ. സെറ്റ് ready വേഗം green tick ready green tick വന്നു തുടങ്ങി. So next question, the displacement of x of a particle depends on time t. ഡിസ്പ്ലേസ്മെന്റ് x ആണ്, ടൈം t ആന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലായി എന്താണ്? എക്സിന്റെ ഡയമെൻഷൻ എന്താണ്? l⁻⁴ ആണ്. ടിന്റെ ഡയമെൻഷൻ എന്താണ്? ഇറ്റ് ഈസ് t⁻⁴. റെഡി. ഇത് രണ്ടും മനസ്സിലായി. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്റെ ഡയമെൻഷൻ, ബിന്റെ ഡയമെൻഷൻ, സിന്റെ ഡയമെൻഷൻ, ഡിന്റെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞു. എങ്ങനെ കാണാൻ പറ്റും? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പ്രകാരം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു, ഈ ടേം ആരാ? ഇതാണ് എക്സ്, ഇതാണ് അടുത്ത ടേം ഇയാളാണ്, അടുത്ത ടേം ഒന്നായിട്ട് ഇയാളാണ് അല്ലേ? അപ്പൊ ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ബൈ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ബൈ ഡി പ്ലസ് 1. സെറ്റ് ആണോ? ഇതുവരെയുള്ള ഓക്കെ ആണോ? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ബൈ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ബൈ ഡി പ്ലസ് 1. ഈ ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്ത് ഇനി നമുക്ക് എന്റെ ഡയമെൻഷൻ കാണാൻ പറ്റും. എന്റെ ഡയമെൻഷൻ എങ്ങനെ? അത് അവിടെ തന്നെ ഉണ്ട്. ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു, എന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വലാ? എക്സിന്റെ ഡയമെൻഷൻ ഈക്വലാ. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അല്ലെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ l⁻⁴. അപ്പോൾ എന്റെ ഡയമെൻഷൻ കണ്ടി, ഒരു പ്രശ്നമില്ല. എന്റെ ഡയമെൻഷൻ കാണാൻ ഒരു പ്രശ്നമില്ല അല്ലെ? ഇനി ആരതാ കാണണ്ടേ? ഇനി ബിന്റെ ഡയമെൻഷൻ കാണണം. ബിന്റെ ഡയമെൻഷൻ കാണാൻ ഞാൻ എന്തെടുക്കുന്നു? ഡയമെൻഷൻ ഓഫ് ടി ബൈ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ള, ഡയമെൻഷൻ ഓഫ് ടി ബൈ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ള ഇത് എടുക്കുകയാണ്. ഡയമെൻഷൻ ഓഫ് ടി ബൈ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ളത് എടുക്കുകയാണ്. ഓർ ഇതൊന്ന് ഡയമെൻഷൻ ഓഫ് ടി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ബീനെ അങ്ങോട്ട്, സോറി ഇത് ബി അല്ല എനിക്ക് വേണ്ടി, ബി അല്ല കാണണ്ടേ, ബി അങ്ങോട്ട് പോയി, എക്സ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിന് എനിക്ക് ഇങ്ങനെ ബീന്റെ ഡയമെൻഷൻ എഴുതാൻ പറ്റുക? ഇതെങ്ങനെയാ ബീന്റെ ഡയമെൻഷൻ എഴുതാൻ പറ്റുക? ബി അങ്ങോട്ട് പോയി, എക്സ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ടി ഡിവൈഡഡ് ബൈ എക്സ്, ഇതല്ലേ കാണുക? അപ്പൊ ഡയമെൻഷൻ കാണാലോ. എന്താ എങ്ങനെ കാണാൻ പറ്റുക? എങ്ങനെ കാണാൻ പറ്റുക? ഡയമെൻഷൻ ഓഫ് ടി, ടൈമിന്റെ ഡയമെൻഷൻ t⁻⁴, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് l⁻⁴. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അയ്യോ ഒരു മിനിറ്റ് എഴുതിയത് ക്ലിയർ ആയി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ടിന്റെ ഡയമെൻഷൻ t⁻⁴, എക്സിന്റെ ഡയമെൻഷൻ l⁻⁴, അത് മുകളിലോട്ട് വന്നാൽ l⁻⁻1. l⁻⁻1 അപ്പുറത്ത് എഴുതിയാലും കുഴപ്പമൊന്നും കേട്ടോ, എവിടെ എഴുതിയാലും മതി. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. അപ്പോൾ ബിന്റെ ഡയമെൻഷൻ കിട്ടി. സെറ്റ്. ഇനി സിയും ഡിയും കാണണം. ഇനി എന്താ വേണ്ടി? സി വേണം, ഡി കാണണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആരെടുക്കുന്നു? ഈ പാർട്ടിനെ എടുക്കുന്നു. ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ള ഭാഗം എടുക്കുകയാണ്. ഡയമെൻഷൻ ഓഫ് സി ബൈ ഡി പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ള ഭാഗം ഞാൻ എടുക്കുകയാണ്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഇനി ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഈ പാർട്ട് നിങ്ങൾ നോക്കുക. ഡീനെ ഒന്നിനോട് ആഡ് ചെയ്യുന്നുണ്ട്, ഡിയും ഒന്നും ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഡിയും ഒന്നും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഇവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ? ഡീനെ ഒന്നിനോട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇതിനുള്ള കണ്ടീഷൻ ഡയമെൻഷൻ ഓഫ് ഡിയും ഡയമെൻഷൻ ഓഫ് 1ഉം എന്താണ്? ഈക്വൽ അല്ലെ? അത് ഈക്വൽ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിയും, നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞതാ വെലോസിറ്റി, ഇതാ മനസ്സിലാവുന്നവർ ഇവിടെ നോക്കിക്കേ. ടൈം വെലോസിറ്റി ആഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ എന്താ ഉണ്ടായിരുന്നു? അവർ രണ്ടും ഡയമെൻഷൻ എന്തല്ല, ഈക്വൽ അല്ലാത്തതുകൊണ്ടായിരുന്നു അല്ലെ? അപ്പൊ രണ്ടുപേരെ ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? അവരുടെ ഡയമെൻഷൻസ് ഈക്വൽ ആവുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡിയും 1ഉം ആഡ് ചെയ്തു. അപ്പൊ അതിനർത്ഥം എന്താ? ഡിന്റെ ഡയമെൻഷൻ 1ന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പൊ ഡിന്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടി. ഡിന്റെ ഡയമെൻഷൻ എന്താ? 1ന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സോ നോ ഡയമെൻഷൻ. കിട്ടിയോ? ഡി കിട്ടിയോ? സിമ്പിൾ ലോജിക് ആണ്. ഡീനെ ഒന്നിനോട് ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡിന്റെ ഡയമെൻഷനും 1ന്റെ ഡയമെൻഷൻ ഈക്വലാ. 1ന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഡിക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഇനി നോക്കാം, ഇനി എങ്ങനെ കാണാം? ഇവിടെ തന്നെ സിന്റെ ഡയമെൻഷൻ എങ്ങനെ കാണാം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ താഴത്തുള്ളതിന്റെ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, 1. അത് എന്തിന്റെ ഡയമെൻഷൻ ഈക്വലാ? അത് എന്തിന് ഈക്വലാ? എക്സിന്റെ ഡയമെൻഷൻ ഈക്വലാ. സാർ അത് അങ്ങനെ ഡി എവിടെ പോയി? ഡയമെൻഷൻ വൈസ് ആയിട്ട് എഴുതി. ഈ താഴെയുള്ള രണ്ടുപേർക്കും എന്തില്ല? നോ ഡയമെൻഷൻ. രണ്ടുപേർക്കും ഡയമെൻഷൻ ഇല്ല. അപ്പൊ താഴെയുള്ളവർക്ക് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ 1 എഴുതി. അപ്പൊ സിന്റെ ഡയമെൻഷൻ എന്തിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും? എക്സിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻ l⁻⁴. കിട്ടിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കിട്ടിയോ? സെറ്റായോ? നോക്ക്, ഇത് നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഒറ്റ തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം.
പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എഴുതാം. എക്സിന്റെ ഡയമെൻഷൻ എന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും, T/Bക്ക് ഈക്വൽ ആയിരിക്കും, C/D+1 ഈക്വൽ ആയിരിക്കും. ഇനി എന്താ എഴുതണ്ടേ? എന്റെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ ഈക്വലാ, എക്സ് എന്ന് പറഞ്ഞാൽ L/1 A കിട്ടി. ഇനി ബി എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് T/B ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. അപ്പോൾ ബി കിട്ടണമെങ്കിൽ ബി അങ്ങോട്ട് പോയി എക്സ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു T/X. അപ്പോൾ ബി ഈക്വൽ ടു ടീന്റെ എന്താ T/1, എക്സിന്റെ എന്താ L/1 താഴെയാണ്, അത് മുകളിലോട്ട് വന്നുമ്പോൾ L/-1 T/1. അടുത്തത് ഈ ഭാഗം ദാ ഡയമെൻഷൻ ഓഫ് സി ബൈ ഡയമെൻഷൻ ഓഫ് C/D+1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് ഇനി ഇവിടെ നോക്കിയാൽ ഡിന്റെ ഡയമെൻഷനും ഡിയും 1ഉം ആഡ് ചെയ്തിട്ടുണ്ട്. ഡിയും 1 ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഡിന്റെ ഡയമെൻഷൻ ഷുഡ് ബി ഈക്വൽ ടു 1ന്റെ ഡയമെൻഷൻ. അപ്പോൾ അത് നമ്മൾ എഴുതി. 1ന്റെ ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് നോ ഡയമെൻഷൻ എഴുതി. ഇനി ഇവിടെ നോക്കുക, 2 ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തു, കിട്ടുന്ന ആൾക്കൊന്നുമില്ല, ഡയമെൻഷൻ ഇല്ല. 2 ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്താൽ കിട്ടുന്നതിനും എന്താണ്? നോ ഡയമെൻഷൻ. അപ്പോൾ താഴത്ത് ഞാൻ 1 എഴുതി. അപ്പോൾ C/1 ഈക്വൽ ടു എക്സ് ഓർ C ഈക്വൽ ടു എക്സിന്റെ ഡയമെൻഷൻ തന്നെ. അപ്പോൾ എന്താ? L/1. ദാറ്റ്സ് ഇറ്റ്. സെറ്റ് ആട്ടോ, റെഡി. അത്ര പഠിച്ചാൽ മതിടാ, അതേ ഉള്ളൂ. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ ബാക്കി ക്ലീഷ ക്വസ്റ്റ്യൻസ് ഇല്ലേ? ക്ലീഷ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ക്ലീഷ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്ത്. റെഡി. അപ്പോൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്ലീഷ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന്റെ തലേന്ന് ഷുവർ ക്വസ്റ്റ്യനിൽ വീണ്ടും കാണാം അല്ലേ? ഏതാ ക്ലീഷ ക്വസ്റ്റ്യൻ ഏതാ അറിയോ? S = UT + ½ AT². പിന്നെ ഏതാ? T = 2π√L/G. ഇതൊക്കെ ക്ലീഷേ ക്വസ്റ്റ്യൻ ആട്ടോ. കൈനറ്റിക് എനർജി K = ½ mv². ഇതൊക്കെ ഡയമെൻഷനിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്ലീഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പക്ഷെ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തു കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇനി സീരിയസ് പറയാം. ഇനി ഏതാ? ലോസ് ഓഫ് മോഷൻ. റെഡി സെറ്റ്. ഓക്കെ സെറ്റ്. ലോസ് ഓഫ് മോഷൻ 2D മക്കളെ കംപ്ലീറ്റ് ആവും ആഫ്റ്റർ. ഓക്കെ നോ നെക്സ്റ്റ് മാറ്റില്ല. നോ നെക്സ്റ്റ്. യെസ് എടാ സെറ്റ് അല്ലേ? യെസ് എടാ പെട്ടെന്ന് ആക്കടാ. എടാ ഇതിനിടെ ഫുഡ് ഒന്ന് കഴിക്കണേ. പ്രാക്കണ്ട് നിൽക്കാനേ, മുഖത്ത് പ്രാക്കണ്ട് നിൽക്കാനേ. പക്ഷേ എടാ നമുക്കറിയാലോ ആ ബ്രേക്ക് വന്ന് ഞാൻ സീനോ അതുകൊണ്ട് കേട്ടാ. യെസ് സീക്ക് എത്ര പേജാണുള്ളത്? ഇതല്ലേ യെസ് യെസ്. നെക്സ്റ്റ് മോഷൻ അപ്ലൈ. തീപ്പൊരി ഓ ഇവിടെ ഉണ്ട്. ഇതെല്ലാം എടാ ഞാൻ എടാ എന്റെ യാസീൻ പോയാ? ഞാൻ അപ്പ യാസീൻ അത് യാസീനെ മുത്ത. യെസ് എടാ ഓക്കെ. നമുക്ക് എടാ ചാമ്പിക്കോ, 2 ചാമ്പിക്കോ. 2 ഫസ്റ്റ് ഇത് ഇത് കയറ്റിയോ. രണ്ടും ഒരുമിച്ച് തരാൻ പറ്റും? എനിക്ക് ഒറ്റയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? എന്നെ വിളിക്കാം. യെസ് അപ്പം റെഡി. എടാ ഇപ്പം സെറ്റാക്കണം മുത്തേ, സെറ്റാക്കാം. എടാ അടുത്തൊരു ചാപ്റ്റർ എടാ ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞ് മോഷൻ പ്ലെയിൻ. അതോട് കൂടി സെറ്റോസ്കി ആവും. ഓ യെസ് അത് ലോസ് ഓഫ് മോഷൻ എടാ. യെസ് വേണ്ട ഫസ്റ്റിൽ ഞാൻ പറയാം. യെസ് എടാ മോഡ് ഏതാ മറ്റേ തളിരി തെളും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ തുടങ്ങാം. എടാ എത്ര കാലം ഓഫാക്കാതെ പോയ അട്ടി തരില്ലാക്കി ഞാൻ. എടാ തുടങ്ങാം സാർ. ലോസ് ഓഫ് മോഷൻ സിമ്പിൾ ആയ സാധനടാ. ബാങ്ക് ഓഫ് ഫ്രൂട്ട്സ് ബാക്കിയൊന്നും വേണ്ട എന്ന് പറയൂല, വേണം. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ. ഇന്നടാ പിടിച്ചോ ഏറ്റവുമായിട്ട് ഫസ്റ്റ് ടോപ്പിക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയും അതേപോലെ സെക്കൻഡ് ലോയും. തലയിൽ ആപ്പിൾ വീട്ട് മൊത്തം ഉണ്ടാക്കിയ ആളല്ലേ, അയാളെ പറ്റി നമുക്ക് പഠിക്കാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ദ എനർജി, ദ വർക്ക്, ദ ഇനേർഷ്യ ആൻഡ് ദ മൊമെന്റം. സർ ഇതിൽ ഏതാ നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്? എന്താ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്? സർ ഒരു ബോഡി അത് ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്യും. റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റിൽ തന്നെ, മോഷൻ ആണെങ്കിൽ മോഷനിൽ തന്നെ. എത്ര കാലം വരെ? unless it is acted by a force. No external force. No external എന്ത് ഫോഴ്സ് ആണ് സർ? അൺബാലൻസ്ഡ് ആയ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിലെ ആ ഒരു ബോഡിയുടെ അവസ്ഥ മാറ്റാൻ പറ്റൂ. അതായത് അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ ബോഡി എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ ഒരു ബോഡി അതിന്റെ അതേ അവസ്ഥ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയെ നമ്മൾ പറയുന്ന പേരാടാ എന്ത്? ഇനേർഷ്യ. സോ ദ ആൻസർ ഗോസ് ടു ഓപ്ഷൻ സി. ചപ്പാത്തി എന്ന് പറയണ്ട, ഫുഡ് കഴിക്കാൻ വിശക്കുണ്ടെന്ന് അറിയാം. സി വിച്ച് ഈസ് ഇനേർഷ്യ.
ഇനേഴ്ഷ്യ. എന്നാൽ സർ ഇതിൽ അടുത്ത ഒരു വെടിക്ക് മൂന്നാമത്തെ പക്ഷി എത്ര ടൈപ്പ് ഇനേഴ്ഷ്യ ഉണ്ട് എന്റെ മക്കൾ കമന്റ് ചെയ്തേ. സർ 3 ഇനേഴ്ഷ്യ ആണുള്ളത്. ഒന്നെന്താ ദ ഇനേഴ്ഷ്യ ഓഫ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും റെസ്റ്റ്. രണ്ടാമത്തെ എന്താ സർ ദ ഇനേഴ്ഷ്യ ഓഫ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും മോഷൻ. സർ മൂന്നാമത്തെ എന്താ ദ ഇനേഴ്ഷ്യ ഓഫ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും ഡയറക്ഷൻ. എന്തായിരിക്കും സർ ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വെച്ചാൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. മോഷൻ എന്തായിരിക്കും മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. ഡയറക്ഷൻ എന്തായിരിക്കും അതേ ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. സംഭവം സെറ്റ് അല്ലേ സർ? ഇതിനെങ്ങനെ ചോദ്യം വരാം? ഇന്ന പിടിച്ചോ. അടുത്ത ചോദ്യം. എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫാൾ ഫോർവേഡ്. ദിസ് ഈസ് ഡ്യൂ ടു. സർ ഒരു മൂവിംഗ് ബസ് ഏറ്റവും ആദ്യം എന്താ ഇനേഴ്ഷ്യ ഓഫ് മോഷൻ അല്ലേ? അതേ ഇനേഴ്ഷ്യ ഓഫ് മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിനർത്ഥം എന്താ അയാൾ അതേ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. പക്ഷെ പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് ചാടി ഇറങ്ങും മിന്നൽ മുരളി പോലെയൊന്നല്ല. നേരെ മൊക്കൊക്കെ ഇഞ്ചി മുട്ടായി നമ്മൾ നിൽക്കും. കാരണം എന്താ അയാൾക്ക് ഇനേഴ്ഷ്യ ഓഫ് മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. ഉത്തരം പറ സാറേ. ദിസ് ഈസ് ഡ്യൂ ടു ഏതാടാ ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേഴ്ഷ്യ ഓഫ് മോഷൻ ആണോ? എടാ മൂവിംഗ് ബസ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇനേഴ്ഷ്യ ഓഫ് ഐ റിപ്പീറ്റ് ഇനേഴ്ഷ്യ ഓഫ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും മോഷൻ. വെരി ഗുഡ്. അടുത്ത ചോദ്യം. വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദ എബവ് കൺസെപ്റ്റ്? എന്ത് ചോദ്യം സർ? ന്യൂട്ടൺസ് ലോ ഇനേഴ്ഷ്യ എന്ന് കേട്ട തിളക്കണം ചോരയല്ല തലയിൽ ബുദ്ധി. എന്ത് ന്യൂട്ടൺസിന്റെ ഏത് ലോയാണ് സർ? ന്യൂട്ടൺസിന്റെ. വെരി ഗുഡ്. വിച്ച് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ലോ. അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ എത്ര പേര് കമന്റ് ചെയ്യും ഞാൻ നോക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഒന്ന് കമന്റ് ചെയ്തടാ. വെരി ഗുഡ് സർ. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? എടാ ഇത് വന്നാ 3+1. ഓക്കെ എടാ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ എ ടേബിൾ? സർ ഒരു ബോഡി അത് റെസ്റ്റിലാവണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന സർ ശ്രദ്ധിക്കണേ അതിൽ ആക്ട് ചെയ്യുന്ന എന്താടാ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. അതിനർത്ഥം നെറ്റ് ഫോഴ്സ് 0 എന്ന് വെച്ചാൽ ബോഡി റെസ്റ്റിലാ. ചോദ്യം നോക്കി തിരിച്ച് എന്ത് ചോദ്യാടാ? നെറ്റ് ഫോഴ്സ് എത്രയാ സർ? വെരി ഗുഡ്. കോഴിമുട്ട കാണ്ടമുട്ട ആനമുട്ട. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അത്രയും സിമ്പിൾ ആയ കൺസെപ്റ്റ്സിലേക്ക് വരുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ്. സർ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഇത് നിർബന്ധ. ഇന്ന പിടിച്ചോ. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. അല്ലെങ്കിൽ ഈ ചോദ്യം സർ നേരെ തിരിച്ച് ഇങ്ങനെയും ചോദിക്കാം. യൂസിംഗ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ദ ഇക്വേഷൻ ഫോഴ്സ് F is equal to ma. എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞത്? ഫസ്റ്റ് ലോ പ്രകാരമുള്ള എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം സർ? അതിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ ഒരു കാര്യം സാറേ കിട്ടി. എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സിന്റെ ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേടാ. സർ F is equal to ma ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ? സർ എത്ര വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താ? ക്വാണ്ടിറ്റി ആണ്. എന്നാൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ലോ ഇല്ലേ സർ ഫസ്റ്റ് ലോ അതെന്താ? എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ആ ഫോഴ്സിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വാളിറ്റി ആണ്. സോ ശ്രദ്ധിക്കണം. ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എത്ര വേണം? ആ മരം പിടിച്ചു കുലുക്കി താഴെയുള്ള ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ ഇഞ്ചി മുട്ടായി പോയ വീഴണമെങ്കിൽ എത്ര ഫോഴ്സിലാണ് ആ മരം പിടിച്ചു കുലിക്കേണ്ടത്? ആ ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ആണ് സർ ഏത് പറഞ്ഞിരിക്കുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ. കൺസെപ്റ്റ് ഓഫ് ദ കൺസെപ്റ്റ് ആണ് സർ. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ദെൻ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞത്? അങ്ങനെ ആ ഫോഴ്സിന്റെ ക്വാണ്ടിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റത്തിന് പ്രൊപ്പോർഷണൽ ആണ്. എന്താ ലീനിയർ മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി. എന്താ ചേഞ്ച്? ഡെൽറ്റ പി. എന്താ റേറ്റ് ഓഫ് ചേഞ്ച് സർ? വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? dp ഡിവൈഡഡ് ബൈ dt അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് സർ ന്യൂട്ടൺ സെക്കൻഡ് ലോ. എന്നാൽ ഈ ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഇപ്പോൾ എവിടേക്കാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം ഉണ്ടാവുന്നത്. പരിപാടി കഴിഞ്ഞില്ലേ സർ? അങ്ങനെയാണെങ്കിൽ സാറ് ഞങ്ങളെ ചാമ്പിയില്ലേ? എന്ത് ചാമ്പി സർ? ഡിറൈവ് ചെയ്യണ്ടേ? ഡിറൈവ് ചെയ്യണം. ഡിറൈവ് ചെയ്യാൻ പോവാ. രണ്ട് സ്റ്റെപ്പ് എടാ. എടാ എഫ് ഈസ് പ്രപ്പോർഷണൽ ടു ഞാൻ ചോദിക്കട്ടെ എത്ര എഴുതിയിരിക്കുന്നത്? dp ബൈ dt അല്ലേ സർ? അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി മച്ചാ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. F is equal to k into dp ഡിവൈഡഡ് ബൈ dt. ഞാൻ k ന്റെ സ്ഥാനത്ത് ഒരു 1 കൊടുക്കാം. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? F is equal to dp ബൈ dt. വിളിച്ചു വരുത്തി അപമാനിച്ചു k നെ. എടാ dp പി എന്ന് വെച്ചാൽ എന്താ? എത്ര പേർക്ക് അറിയാം സർ? ലീനിയർ മൊമെന്റം. എടാ പി എന്ന് വെച്ചാൽ എന്താ? ലീനിയർ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ സർ ഒരു കാര്യം ചോദിക്കട്ടെ. പിന്റെ സ്ഥാനത്ത് മാസ് ഇൻടു വെലോസിറ്റി ചെയ്തേ. ഡി ബൈ ഡി ടി ഓഫ് പിന്റെ സ്ഥാനത്ത് മാസ് ഇൻടു വെലോസിറ്റി. സർ എഫ് ഇസ് ഈക്വൽ ടു മാസ് കോൺസ്റ്റന്റ് അല്ലേ?
പുറത്തേക്ക് വാ മച്ച. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ m into dv/dt പരിചയമുണ്ടോ? പരിചയമുണ്ടോ? കമന്റോസ്കി ആയിട്ട് പോരട്ടെ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, വയഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. എന്താണ് സർ? a ആക്സിലറേഷൻ. സോ എനിക്ക് എന്ത് കിട്ടി? f is equal to, എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു m into a. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് സർ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഏതൊക്കെ ഉത്തരം പറഞ്ഞാൽ എനിക്കറിയാം, അത് പോട്ടെ. പക്ഷേ ഡെറിവേഷൻ ക്ലിയർ ആയോ? ഇത്രയും വാല്യുവൽ ചെയ്തേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ വെറുതെ ഇതാക്കിയതാ. പക്ഷേ ക്ലിയർ ആയോ സാറേ? ഒരൊറ്റ തീപ്പൊരി, ഒറ്റ തീപ്പൊരി പോരട്ടെ. തീപ്പൊരിയോട് പോരട്ടെ. ക്ലിയർ ആണെങ്കിൽ മാത്രം തൊണ്ടയിൽ നിന്നല്ലാതെ മനസ്സിൽ നിന്നും കൈകളിലേക്ക് വരുന്ന ആ കമന്റ് ബോക്സ് ഞാനൊന്ന് കാണട്ടെ സാറേ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇന്ന പിടിച്ചോ. ഡിഫൈൻ ഇമ്പൾസ്. എന്താ സർ ഇമ്പൾസ് എന്ന് വെച്ചാൽ? ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ ടൈമിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ സർ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർ ഇമ്പൾസ്. വെരി 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 ഇമ്പോർട്ടന്റ്. ലാർജ് ഫോഴ്സ് സർ ശ്രദ്ധിക്കണേ, ആക്ടിങ് ഓൺ എന്താ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് ഇമ്പൾസ്. ഇങ്ങനെയാണോ ചോദിക്കുക? അല്ല. SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ചോദിക്കാം. ഇക്വേഷൻ വേണ്ടേ? എടാ ഇമ്പൾസിന്റെ SI യൂണിറ്റ് എന്താണ് കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ നോക്കിയാൽ മതി. ഫോഴ്സ് ഇൻടു ടൈം. മച്ചാമാര് കമന്റ് ചെയ്തേ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ആപ്പിള് ആര്? തലയിൽ ആരുടെ? ന്യൂട്ടന്റെ. യൂണിറ്റ് പറയടാ. ന്യൂട്ടൺ. ടൈമിന്റെ യൂണിറ്റ് എന്താ സാറേ? സെക്കൻഡ്. സോ ഇമ്പൾസിന്റെ SI യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റും. വെരി ഗുഡ് സർ, ന്യൂട്ടൺ സെക്കൻഡ്. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഹസീബ, എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടാ ഇതാണ് ഹസീബ. സോറി ഞാൻ ഡിലേ ആക്കുന്നില്ലടാ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഡിറൈവേഷൻ ഏതാടാ ഹസീ? മനസ്സിലായില്ല. ഇതാണോ സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ്? എടാ രണ്ടും സെയിം ആടാ. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്, ഡിറൈവ് ദ ഇക്വേഷൻ F is equal to ma. ഒന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു, രണ്ടാമത് F is equal to ma ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു. ഹസി ഓക്കെ എടാ? യെസ്. എടാ ഹസീബ് ഓക്കെ എടാ? ഓക്കെ ആണെന്ന് കമന്റ് ചെയ്യട്ടാ. റെഡി എടാ? അയ്യോ തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യം, അതുകൊണ്ട് വേണ്ട, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പറയട്ടാ. യെസ് എടാ സെറ്റോസ്കി, അത് മതി. ബിഗ് ബി സെറ്റ് അല്ലേ? യെസ്. എടാ എന്റെ യാസി റീൽ കാണാൻ പോയോ? ഞങ്ങൾക്ക് റീചാർജ് ചെയ്ത് കൊടുത്തു. കാര്യം പറയാം. 19 29 പേര് ചെയ്ത് കൊടുത്ത് ആണ്. ഡ്രീമേഴ്സ് ഇത് മതിയടാ. അല്ല ഞാൻ ഈ ക്വസ്റ്റ്യൻസ് മൊത്തല്ലേ പി വൈക്കാം, കഴിഞ്ഞ 10 കൊല്ലത്തെ പി വൈക്കാം. ഇനി ഇത് കൂടാതെ നാളെ രാത്രി 7 മണിക്ക് നമ്മൾ വേറെയും സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഐ മീൻ സെയിം അല്ല വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് പോരെ അളിയാ മച്ച, അത് പോരെ? സെറ്റ്. ഹസീനെ കാണാൻ റബ്ബേ. അതൊന്ന് വിഷയല്ല ഹസീബ, അത് മതി. അനക്ക് സെറ്റ് ആയാൽ പോലെ, എല്ലാവർക്കും സെറ്റ് ആയി. മുത്തേ എടാ റെഡി അല്ലേ? ഡ്രീമേഴ്സ് പിടിച്ചോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് ഈ ഇമ്പൾസ് വെച്ചുള്ള ചോദ്യം നിർബന്ധ. എന്ത്? ധോണി അണ്ണൻ ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് വന്ന് എന്ന് ചോദിക്കുന്ന ചോദ്യം അലറി വിളിച്ച് കാറിയതല്ല. അപ്പൊ എക്സാം ഹോളിൽ മനസ്സിലാക്കണം. താണി കിട്ടി ചോദിച്ച ചോദ്യം, വൈ ഈസ് ഇറ്റ് മോർ ഡേഞ്ചറസ് ടു ഫാൾ ഓൺ എ ഫ്രോസൺ ഐസ് ദാൻ ഫ്രഷ് സ്നോ? അതേപോലെ എ ക്രിക്കറ്റർ മൂവ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. വൈ? നമുക്ക് ഏറ്റവും ആദ്യം ബി ക്വസ്റ്റ്യൻ ചെയ്യാം. സർ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം എന്നാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇമ്പൾസ് ബൈ ടൈം. അതിനർത്ഥം ടൈം കൂടുമ്പോൾ ഇമ്പൾസ് എന്താവും? കുറയും. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം. എടാ ഞാനൊരു ഫ്രോസൺ ഐസിൽ വീഴുകയാണെങ്കിൽ ഐസിന്റെ മുകളിൽ വീഴാൻ ഞാൻ ചോദിക്കട്ടെ, ടൈമിന്റെ വാല്യൂ കുറവല്ലേ? ഇഞ്ചി മുട്ടായി. ടൈമിന്റെ വാല്യൂ കുറയുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ എന്ത് സംഭവിക്കും? കൂടും. എന്നാൽ സ്നോന്റെ മുകളിൽ മണാലി പോയി കഴിഞ്ഞ് നേരെ ചാടിക്കഴിഞ്ഞാൽ ടൈമിന്റെ വാല്യൂ കൂടുതലല്ലേ? അല്ല. എന്തേ ടൈം? മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. എടാ നമ്മളൊരു ബോൾ ഇപ്പൊ ക്യാച്ച് ചെയ്യുമ്പോൾ ആ ബോൾ നമ്മളെ കയ്യിൽ തട്ടിക്കഴിഞ്ഞ് ശേഷം അവിടെ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് ടൈം അല്ലേ? ആ ഫോഴ്സ് നമ്മളെ കയ്യിൽ ആക്ട് ചെയ്യുന്ന ടൈം, അതാണ് ഈ ടൈം ടി. അപ്പൊ നമ്മള് ആ സ്നോന്റെ മുകളിൽ സ്നോ ആണെങ്കിൽ താഴേക്ക് വീണ് പോവാ. അതാ ടൈം കൂടാ കുറയാന്ന് പറയാൻ കാരണം, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്നോയിൽ ടൈം കൂടുന്നു. ടൈം കൂടുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ എന്താ? കുറയുന്നു. സർ ഏതിനാണ് ലെസ് പെയിൻ? എടാ ഒന്ന് കമന്റ് ചെയ്തേ. ഏതിനാണ് സർ ലെസ് പെയിൻ? ഒന്ന് കമന്റ് ചെയ്തേ സർ. സ്നോ ആണോ അതോ ഐസ് ആണോ? സർ ലെസ് പെയിൻ, വേദന കുറവുള്ള സാധനം ഏതാ സർ? ലെസ് പെയിൻ. വെരി ഗുഡ്. ഏതാടാ? സ്നോ ആണ്. വെരി ഗുഡ്. എന്നാൽ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ പറയാൻ വേണ്ടി. യെസ് എടാ എന്റെ ഈ ഫോൺ പേ ഉണ്ട്. യെസ് എടാ 6876. എടാ ഫോൺ പേ ഓൺ ആക്കിയിട്ട് 6876 HDFC 6876 എന്റെ പിന്നെ പഠിക്കണ്ട. യെസ് എടാ അങ്ങനെയാണെങ്കിൽ എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. വൈ? സർ ആ ഒരു ബോൾ ബാക്കിലേക്ക് വലിക്കുമ്പോൾ അയാൾ ടൈം എന്താ ചെയ്യുക? എടാ കമന്റ് ബോക്സ് കാണുന്നില്ല, വിശക്കുന്നുണ്ടോ എന്നാ ഒന്നും നോക്കണ്ട. എടാ കമന്റ് ബോക്സ് കാണുന്നുണ്ട്, ടൈം കൂടല്ലേ? ടൈം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു സാറേ? ഫോഴ്സിന്റെ വാല്യൂ വെരി ഗുഡ് കുറയുന്നു. അങ്ങനെയാകുമ്പോൾ ധോണി അണ്ണന് കൈ വേദനിക്കൂല. അടുത്തൊരു 10 കൊല്ലത്തേക്ക് കളിക്കാനുണ്ടാവും. വേറെ കാര്യം പിടിച്ചോ. എന്ന അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. പ്രൂവ് ദാറ്റ്
ചേഞ്ച് ഇൻ ദ ലീനിയർ മൊമെന്റം ഗിവ്സ് ഇമ്പൾസ്. എടാ ലീനിയർ മൊമെന്റത്തിന് ചേഞ്ച് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് എന്ന് കിട്ടുന്ന ഈ ഒരു പ്രിൻസിപ്പളിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പൾ. ഞാൻ ഇതിൽ മറ്റൊരു സ്പിൻ ഓഫ് ആയ ഒരു വെടിക്ക് മൂന്നാമത്തെ പക്ഷേ ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമായിരുന്നു 2 ക്വസ്റ്റ്യൻ. ലീനിയർ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്, അതേപോലെ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സർ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം. എടാ ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ സർ? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? എടാ അങ്ങനെ യൂണിറ്റ് ഒന്ന് പറഞ്ഞേ സർ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. എന്ത് ക്വാണ്ടിറ്റി സാറേ? ഒന്നും നോക്കണ്ട മച്ചാ, തലയിൽ നേരെ എന്തുണ്ട് സാറേ? ഒരു തലവരയുണ്ട്. തലയിൽ തലവരയായി കഴിഞ്ഞാൽ തലയിൽ തലവരയായി കഴിഞ്ഞാൽ അതേ ബിഗ് ബി, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഏത് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ വിച്ച് ഈസ് നോൺ ആസ് വെക്ടർ ക്വാണ്ടിറ്റി. ശ്രദ്ധിക്കണം, ഒരു മാർക്കിന് മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, ശ്രദ്ധിക്കണം. തിരിച്ചു വരാം. പ്രൂവ് ദാറ്റ് ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം ഗിവ്സ് ഇമ്പൾസ്. അല്ലടാ ലീനിയർ മൊമെന്റത്തിന് ചേഞ്ച് ഇസ് ഈക്വൽ ടു ഇമ്പൾസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്റെ ഡൗട്ട് എന്താ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം? എടാ ലീനിയർ മൊമെന്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അപ്പൊ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റ് എത്രയായിരിക്കും? മാസ് ആണോ മാറോ, വെലോസിറ്റി ആണോ മാറുക? വെലോസിറ്റി അല്ലേ മാറുക. സർ അങ്ങനെയാണെങ്കിൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എന്നാ ചോദിച്ച ചോദ്യം എന്താ? ഇത് ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് കണ്ടെത്തണം? ഇമ്പൾസ് എന്ന് കണ്ടെത്തണം. അതല്ലേ ഹീറോയിസം? ഒരു ഹീറോയിസും ഇല്ല. മാസ് പുറത്തെടുക്കുക. മാസ് പുറത്തെടുത്താൽ വി മൈനസ് യു. അല്ല മച്ചാ, വി മൈനസ് യുവിന് എവിടെയോ പരിചയമുണ്ടല്ലോ. എ ഇസ് ഈക്വൽ ടു പഠിച്ചോർമുണ്ടോ? വി മൈനസ് യു ബൈ ടി. അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു എത്രയാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യിപ്പിള്ളച്ച എ ഇൻറ്റു ടി. വി മൈനസ് യു വി മൈനസ് യു മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ഇൻറ്റു ടി. പരിചയമുണ്ടോ? എം ഇൻറ്റു എ തലയിൽ ആപ്പിൾ വീണ ഫോഴ്സ് ഇൻറ്റു ടി പരിചയമുണ്ടോ? ഫോഴ്സ് ഇൻറ്റു ടൈം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുമെടാ? വെരി ഗുഡ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. എങ്ങനെയുണ്ട്? 3 സ്റ്റെപ്പ് 2 മാർക്ക്. തള്ളിയതല്ല, സീരിയസ്ലി പറഞ്ഞതാ. 3 സ്റ്റെപ്പ് സാറേ 2 മാർക്ക്. എത്ര പേർക്ക് സാറേ ഇത് ക്ലിയറോസ്കി ആയി പോകുന്നുണ്ട്? പോട്ടെ, പോട്ടെ. അവിടെ ക്ലിയർ ആയോ സർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സെറ്റോസ്കി അല്ലേ? ചാപ്റ്റർ പകുതിയായടാ, ചാപ്റ്റർ പകുതിയായി. അതായി ചാപ്റ്റർ ബ്യൂട്ടി. പവറോസ്കിയാടാ, സെറ്റോസ്കി. സർ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇമ്പൾസ് എന്ന് എങ്ങനെ ന്യൂമറിക്കൽ പ്രോബ്ലം വരാം? A large force acting for a short interval of time is called impulse. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല, ആരെ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ. What is the SI unit of impulse? Sir, SI unit of impulse മറന്നുപോയി, ഇക്വേഷൻ മറന്നുപോയി. വലിയ ഫോഴ്സ്, ചെറിയ ടൈം. സോ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും? യെസ്, ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. പറഞ്ഞ ക്വസ്റ്റ്യൻ പക്ഷെ ക്ലബ് ചെയ്ത് വന്നതാ. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, നിർബന്ധമായ ക്വസ്റ്റ്യൻ. പിടിച്ചോ. 2 billiard balls, each of mass 0.05 kilogram, moving in the opposite direction with a speed of 6 meters per second, collide and rebound with the same speed. വാലന്റൈൻസ് ഡേക്ക് 2 ബോൾ. ഇപ്പൊ എല്ലാവരും വാലന്റൈൻസ് ഡേയോ നോക്ക് ശ്രദ്ധിപ്പിക്കാതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എടാ 2 ബോൾ എയും ബിയും ഉണ്ട്. അവർ രണ്ടാളും പരസ്പരം അടുത്തേക്ക് വരികയാണ്. എന്നാൽ അടുത്തേക്ക് വന്നു, തെറ്റിപ്പിരിഞ്ഞു, ഇടിച്ച് കഴിഞ്ഞു, തെറ്റിപ്പിരിഞ്ഞു. ഇപ്പം എയും ബിയും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം തെറ്റിപ്പിരിഞ്ഞ സെയിം ഡയറക്ഷൻ ആണ് പോവുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നേരെ ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അതേ എ ആൻഡ് ബി. ആ എയും ബിയും അടുത്തേക്ക് വരുന്ന വെലോസിറ്റി ആണ് സർ എത്രയാ? സ്പീഡാണ് എത്ര? 6 മീറ്റർ പെർ സെക്കൻഡ്. 6 മീറ്റർ പെർ സെക്കൻഡ്. 6 മീറ്റർ പെർ സെക്കൻഡ്. തെറ്റിപ്പിരിഞ്ഞാലും അവരുടെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. അപ്പൊ എത്രയാ? 6 മീറ്റർ പെർ സെക്കൻഡ്. അതേപോലെ എത്രയാ? 6 മീറ്റർ പെർ സെക്കൻഡ്. തെറ്റിപ്പിരിഞ്ഞോ വേറെ കാര്യം. ചോദിച്ചെന്താ അറിയോ? വാട്ട് ഈസ് ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ഈച്ച് ബോൾ? പ്രശ്നം എന്താ അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സ് ഇല്ല, ടൈം ഇല്ല. എപ്പറാ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടൈം? അല്ല, അത് മാത്രമല്ല ഇക്വേഷൻ. പിന്നല്ല, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം. എടാ ഇമ്പൾസ് കണ്ടെത്തണമെങ്കിൽ ഫോഴ്സും ടൈമും മാത്രം, അത് മാത്രം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു, വെരി ഗുഡ് സർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പൾസിന്റെ മറ്റൊരു ഇക്വേഷൻ, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രകാരം ഡെൽറ്റ പി എന്തോ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം എന്തോ എം വി മൈനസ് എത്രയാടാ? എം യു. അങ്ങനെയാണെങ്കിൽ ബോൾ എന്റെ ഇമ്പൾസ് കണ്ടെത്തണമെങ്കിൽ എടാ ഇമ്പൾസ് ഓഫ് എ, ബോൾ എ ഞാൻ എടുക്കാം. മാസിന്റെ വാല്യൂ എത്രയാ സാറേ? 0.05 കിലോഗ്രാം. സോ 0.05 ഇൻറ്റു വി മൈനസ് യു എഴുതിയാ പോലെ. ഞാൻ എന്താ ചെയ്തത് സാറേ? കിളി പോവരുത്, എം പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു 0.05 ഇൻറ്റു, എന്റെ മക്കൾ കമന്റ് ചെയ്തേ, വരുന്ന വെലോസിറ്റി ശരി സർ യു, ഇടിച്ചു പോകുന്ന വെലോസിറ്റി വി. കമന്റ് ചെയ്യേണ്ടത് 6 - 6 ആണോ അതോ വേറെ വാല്യൂ ആണോ? എനിക്ക് ഇതിൻ്റെ ഉള്ളിലെ വാല്യൂ
വിത്ത് സൈൻ കൺവെൻഷൻ കമന്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യാം ഓവർ ആക്കാൻ വേണ്ടിയിട്ടില്ല. മനസ്സിലാവും എടാ നന്ദു അച്ചു ഐഷു എടാ അവിടെ കാര്യമായി നടക്കുന്നുണ്ട് അവിടെ എന്തോ. നന്ദു എന്താടാ വേണ്ടെന്നും പറയില്ല ആന്ന് അങ്ങനെ പഠിച്ചോട്ടെ. ഇത് കാര്യമായി നടക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാം, കുറച്ച് നിർത്തിക്കോളും, തിരിച്ചു വരാം. യെസ് സർ. എത്ര വാല്യൂ എനിക്കറിയാം. 6 - 6 0. എടാ സിമ്പിൾ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 6 - 6 എടാ തെറ്റിപ്പിരിയുമ്പോഴുള്ള വെലോസിറ്റിയും മുമ്പേ തെറ്റാൻ വേണ്ടി വരുന്ന വെലോസിറ്റിയും സാറേ സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഇവിടെ തെറ്റ് വരും. ആ തെറ്റ് വരാതിരിക്കാനാണ് തെറ്റോടെ പഠിപ്പിക്കുന്നത്. പിന്നെ മാറ്റുന്നതാ സാറേ സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിന്റെ ആ ഒരു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുമ്പോൾ സാർ സൈന് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊന്നെന്താ തെറ്റിപ്പിരിഞ്ഞില്ലേ? നെഗറ്റീവ് അല്ലേ? എടാ അങ്ങനെയാണെങ്കിൽ സർ വരുന്ന ആളോ പോകുന്ന ആളോ ഒന്നെങ്കിൽ പോസിറ്റീവ് ആക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കാം. ഫോർ എക്സാമ്പിൾ ഈ വി നിങ്ങൾ ഒരു പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ ഈ യു നിങ്ങൾ എന്താക്കി എടുക്കണം? ഒരു നെഗറ്റീവ് ആക്കി എടുക്കണം. ഇനി എന്റെ മക്കൾ കമന്റ് ചെയ്ത് 6 - 6 ആണോ? 6 - 6 ആണോ? എടാ മിടുക്കല്ലയാ. വെരി ഗുഡ് അഷ്പി, വെരി ഗുഡ്. എടാ 2MV ഇക്വേഷൻ അത് ചെയ്താലും കിട്ടും മുത്തേ. തീർച്ചയായിട്ടും. എടാ ഞാൻ എന്താ അറിയാം 2MV കൊടുക്കാത്ത കാരണം വെച്ചാൽ നാളെ ചിലപ്പോൾ ഒരേ ഡയറക്ഷനിലേക്കുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ അപ്പൊ നിങ്ങൾ ആ ഒരു സൈൻ കൺവെൻഷൻ എങ്ങനെ 2MV എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ നല്ലൊരു ഐഡിയ ചെയ്യുന്നുണ്ട് മുത്തേ, അത് അടിപൊളിയായിരുന്നു. വെരി ഗുഡ്. സോ 6 മൈനസ് എനിക്ക് എത്ര കിട്ടും? -6. 6 - -6 എത്ര സാർ? 6 + 6 12. സോ വിച്ച് ഈസ് 0.05 ഇൻറ്റു എത്ര കിട്ടും? 12 കിട്ടും. എന്റെ മക്കൾ കമന്റ് ചെയ്തേ സർ എത്രയാ? തീപ്പൊരിയായി കമന്റ് ചെയ്യടാ. 12 ഇൻറ്റു 0.05 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വിച്ച് ഈസ് 0.6. നമുക്ക് എത്ര കിട്ടും? യൂണിറ്റ് മറക്കരുത്, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര 0.06 which is എത്ര കിട്ടും? 0.06 which is ന്യൂട്ടൺ സെക്കൻഡ്. എടാ 0.06 ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. 0.06 ആണോ അതോ 0.6 ആണോ? ഞാൻ പറഞ്ഞ ശരിയാണല്ലോ. നിങ്ങൾ എന്നെ തെറ്റിച്ചോ? എന്നാലും മടിയില്ല. എടാ 0.6 ഞാൻ ചെയ്ത് നോക്കിയില്ല. യെസ് എടാ വെരി ഗുഡ്. 0.6 ന്യൂട്ടൺ സെക്കൻഡ്. പെർഫെക്റ്റ്. എന്താ ഡൗട്ട് ആയിക്കട്ടെ. എനിക്ക് നിങ്ങൾ ഇമ്പൾസിന്റെ ന്യൂട്ടൺ സെക്കൻഡ് അല്ലാത്ത അതർ യൂണിറ്റ് എനിക്കൊന്ന് പറഞ്ഞുതരോ? ന്യൂട്ടൺ സെക്കൻഡ് അല്ലാത്ത ഒരു അതർ യൂണിറ്റ് എനിക്കൊന്ന് പറഞ്ഞുതരും. ക്ലൂ പറഞ്ഞുതരാം. പ്രൂവ് ദാറ്റ് ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. എന്താ യൂണിറ്റ് മെഷർമെന്റ്സ് പഠിച്ചത്? ഇടത്തെ ഭാഗത്തുള്ള ആളും വലത്തെ ഭാഗത്തുള്ള ആൾക്കും ഒരേ യൂണിറ്റ് വേണം. ഇടത്തെ ഭാഗത്ത് ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം, വലത്തെ ഭാഗത്ത് ഇമ്പൾസ്. അതിനർത്ഥം ഇമ്പൾസിനും മൊമെന്റത്തിനും ഒരേ യൂണിറ്റ് ആയേ പറ്റൂ. പോരട്ടെ കമന്റ് ബോക്സ്. ന്യൂട്ടൺ സെക്കൻഡ് അല്ല എന്നല്ല ന്യൂട്ടൺ സെക്കൻഡ് അല്ലാത്ത മറ്റൊരു യൂണിറ്റ് മക്കളെ കമന്റ് ചെയ്യ് സാറുമാരെ. എടാ ഇമ്പൾസിനും എടാ ഓക്കെ. അപ്പൂസേ അതെന്താ എടാ വെരി ഗുഡ് സർ. ഇമ്പൾസിനും ലീനിയർ മൊമെന്റത്തിനും ഒരേ യൂണിറ്റ് ആയിരിക്കും വിച്ച് ഈസ് എത്രയാ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കണക്ഷൻ കണ്ടോ? വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കണക്ഷൻ സത്യം പറഞ്ഞാ ഓപ്പൺലി സ്പീക്കിംഗ് ഞാൻ ടൈം ഡിലേ ആക്കുന്നില്ല. ഈ ഒരു കണക്ഷൻ ആണ് നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിലും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ ഇത് ഇങ്ങനെ കിട്ടി ഇതിനാണ് റിവിഷൻ എന്ന് വെച്ചാൽ. അപ്പൊ ഇത് പഠിപ്പിക്കുന്നതിന്റെ കൂടെ സാർ ഒരു വെടിക്കാൻ മരത്തിലെ മൊത്തം പക്ഷി വെടിവെച്ചിടാണ്. അത് മനസ്സിലാക്കണം. ആ റിവിഷൻ കിട്ടണം സാർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സാറേ രണ്ടാമത്തെ ടോപ്പിക്. ആകെ 4 ടോപ്പിക്കുള്ളൂ. പരിപാടി കഴിഞ്ഞ്. ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. സർ എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ പറഞ്ഞത്? എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അയ്യേ സർ എന്നാലും അത് ഞങ്ങൾക്കൊന്ന് എഴുതിത്താ, കാരണം നാളെ എങ്ങാനും ചോദിക്കുകയാണെങ്കിലോ. പിന്നല്ല എടാ ന്യൂട്ടൺസ് തേർഡ് ലോ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് എന്താ? വെരി ഗുഡ്. എവറി ആക്ഷൻ ഹാസ്, ഐ റിപ്പീറ്റ്, എവറി ആക്ഷൻ ഹാസ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈക്വൽ ആൻഡ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനർത്ഥം ഞാനിപ്പം ആ മതിലിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് F1 ആണ് കൊടുക്കുന്നത്. ആ മതിൽ എനിക്ക് ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ മൈനസ് കൊടുക്കുന്നു. ചോദ്യം അതല്ല. എല്ലാരും പഠിച്ചു സെറ്റ്. ചോദ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ഔട്ട് ആയി പോകണ്ടേ? F1 ആക്ഷൻ, F2 റിയാക്ഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈക്വൽ ആണല്ലോ, ഓപ്പോസിറ്റ് ആണല്ലോ മൈനസ്. അപ്പൊ എന്താ ക്യാൻസൽ ഔട്ട് ആയി പോവാത്തത്? മച്ചാ ആക്ഷൻ എവിടേക്കാ? ഞാൻ ആ വാളിലേക്ക്. റിയാക്ഷൻ എങ്ങോട്ടേക്കാ? വാൾ എന്നിലേക്ക്. രണ്ടും ആക്ട് ചെയ്യുന്നത് ഒരു ബോഡീസിലേക്കാണോ? ഫോർ എക്സാമ്പിൾ എന്റെ ഒരു കാമുക്ക് ചിഞ്ചു 5 ന്യൂട്ടൺ ഫോഴ്സിൽ ഇവിടെയും വേറൊരു കാമുക്ക് മിഞ്ചു 5 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടേക്കുമാണെങ്കിൽ ആക്ഷനും റിയാക്ഷനും എന്തായി പോകും? ഞാൻ ക്യാൻസൽ ഔട്ട് ആയി പോകും. എന്റെ കാര്യം തീരുമാനമാവും. വേറെ കാര്യം. എന്നാൽ ഇവിടെ സർ സെയിം ബോഡിയാണോ? എന്റെ ബോഡിയിലല്ല സർ, മറിച്ച് ഡിഫറെന്റ് ബോഡിയിലാണ്. വെരി ഗുഡ്. സോ അതുകൊണ്ട് നോ 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 നോ. കാരണം എന്താ? ബിക്കോസ് ദേ ആക്ട് ഓൺ, ഐ റിപ്പീറ്റ്, ദേ ആക്ട് ഓൺ എന്ത് ബോഡീസ് ആണ് സർ? ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ്. ശ്രദ്ധിക്കണം. എന്നാൽ അത് ഒരേ ബോഡിയിലായിരുന്നുവെങ്കിൽ
ചിഞ്ചു മിഞ്ചു എത്രയായിരിക്കും എടാ എൻ്റെ മോളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ഐഡിയ മനസ്സിലാക്കണേ. ചിഞ്ചു മിഞ്ചിന് കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. അടുത്ത ചോദ്യം. എ മാൻ ഈസ് സ്റ്റാൻഡിങ് at the center of a large flat slab of ice. He can get himself to the edge of slab by splitting or blowing air in the forward direction. Name the principle or law involved in this. അതായത് ഞാൻ ഒരു ഐസിന്റെ ബോൾ നിൽക്കുന്നു, കണ്ടോളെ. ഇതിപ്പോ എന്താ ഇത്? ആക്ഷൻ റിയാക്ഷൻ, ആക്ഷൻ റിയാക്ഷൻ പോരട്ടെ. ആക്ഷൻ കൊടുക്കുന്നു, ബാക്കിലേക്ക് റിയാക്ഷൻ. ഏത് ലോയാ സാർ? എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ ഉണ്ടാവും. ഇത് ഫുള്ളും പഠിച്ചു കഴിഞ്ഞാൽ, ഇത് ഫുള്ളും പഠിച്ച ആശയം ഞാൻ ഉണ്ടാവും കൂടെ. ഇന്നടാ പിടിച്ചോ, വേഗം പഠിച്ചേ, എടാ പിടിച്ചോ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ സർ. ഇത് ഏത് ലോയാടാ? ഫസ്റ്റ് ലോ അല്ല, സെക്കൻഡ് ലോ അല്ല, തേർഡ് ലോ അല്ല. വെരി ഗുഡ്. അയ്യോ തേർഡ് ലോ ആണ്. ഫ്ലോ പോയി. എടാ അശിനെ, തേർഡ് ലോ. സ്നേഹം എന്ന് കേട്ടപ്പോ കിളി പോയി. എടാ തേർഡ് ലോ ഇന്ന പിടിച്ചോ. സോ ശ്രദ്ധിക്കണം, ഇതേ രീതിയിലുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. തേർഡ് ലോ. അപ്പോ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഡൗട്ട് ചോദിക്കട്ടെ. എഫ് ഇസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ച എന്താ? ഡി പി ബൈ ഡി ടി. എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഫോഴ്സ് 0 ആണെങ്കിൽ 0 ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ 0 ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി എന്ന് എഴുതാലോ. അതിനർത്ഥം ഡി പി ഓർ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 0. ഞാൻ ചോദിക്കട്ടെ, തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0. ഇവിടെ കൊമ്പില്ല. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എടാ പി ലീനിയർ മൊമെന്റം എന്തായേ പറ്റൂ? ഇൻക്രീസിംഗ് ആണോ, ഡിക്രീസിംഗ് ആണോ, അതോ കോൺസ്റ്റന്റ് ആണോ? എന്റെ മക്കൾ കമന്റ് ചെയ്തേ സർ. അതിനർത്ഥം ലീനിയർ മൊമെന്റം എന്തായേ പറ്റൂ എന്ന് കമന്റ് ചെയ്തേ. ലീനിയർ മൊമെന്റം എന്തായേ പറ്റൂ? കോൺസ്റ്റന്റ് ആയേ പറ്റൂ. നിങ്ങൾ പോലും അറിയാതെ സർ നമ്മൾ അടുത്ത ലോ പഠിച്ചിരിക്കുന്നു, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഒന്ന് വായിച്ചു നോക്കി. Arrive at the law of conservation of momentum from the second law. എവിടെ? ഇവിടുന്നല്ലേ നമ്മൾ പഠിച്ചത്. F is equal to dp by dt. ഇത് ഏത് ലോയാ? സെക്കൻഡ് ലോ. അതിൽ സർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറഞ്ഞത്, ഒരു ബോഡിയിലേക്ക് നിങ്ങൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 0 is equal to dp by dt. ബാക്കി അവിടെ നിൽക്കട്ടെ. ഫോഴ്സ് 0 ആണെങ്കിൽ dp or delta p is equal to 0. delta p 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റം എന്തായേ പറ്റൂ? കോൺസ്റ്റന്റ് ആയേ പറ്റൂ. ഈ ബാക്കി വായിച്ചേ. ഇഫ് ദർ ഈസ് നോ external force acting on a body, total linear momentum of a body is equal to എന്താ? കോൺസ്റ്റന്റ്. അതിനർത്ഥം ലീനിയർ മൊമെന്റത്തിന് ഒരു മാറ്റവും വരാൻ പാടില്ല. എടാ ലീനിയർ മൊമെന്റത്തിന് ഒരു മാറ്റവും വരാൻ പാടില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ ലീനിയർ മൊമെന്റത്തിന് ഇനീഷ്യൽ ആയിട്ടുള്ള വാല്യൂവും ആ ലീനിയർ മൊമെന്റത്തിന് ഫൈനൽ ആയ വാല്യൂ എന്തായേ പറ്റൂ? കോൺസ്റ്റന്റ് ആയല്ലേ പറ്റൂ. കാരണം ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താ? ലീനിയർ മൊമെന്റം. നമ്മൾ പറഞ്ഞതാ കൺസർവേഷൻ എന്നുള്ള വാക്ക് കേട്ടോ. കൂടുന്നില്ല, കുറയുന്നില്ല, കോൺസ്റ്റന്റ്. കൺസർവേഷൻ ഓഫ് എനർജി മാറുന്നില്ല. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താവുന്നില്ല സാറേ? മാറുന്നില്ല. വിച്ച് ഈസ് എത്രയാ? കോൺസ്റ്റന്റ്. അടിപൊളിയല്ലേ? എന്നാൽ എത്ര പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ ഇയാളത്? കുട്ടികളി അല്ല, പഠിക്കാനുള്ള സാധനം. വിച്ച് ഈസ് നോൺ ആസ് ദ റീകോയിൽ ഓഫ് ദ ഗൺ. പിടിച്ചു. അടുത്ത ചോദ്യം. വൈൽ ഫയറിംഗ് a bullet, the gun recoils. സർ അങ്ങനെ ഇതേപോലെ ഞാൻ ഒരു തോക്ക് ഇതേപോലെ ഞാൻ വെക്കുകയാണെങ്കിൽ, എൻ്റെ മന ജെയിംസ് ബോണ്ട് വരയ്ക്കും അതേപോലെ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ ഇതാക്കുമ്പോൾ ഞാൻ അവിടെ സർ ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഗണ്ണ് ബാക്കിലേക്ക് വരുന്ന റീകോയിൽ ചെയ്യുന്ന വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ദ റീകോയിൽ വെലോസിറ്റി. ഞാൻ തൽക്കാലം VG എന്ന് കൊടുക്കുന്നു, വെലോസിറ്റി ഓഫ് ദ ഗൺ. എന്നാൽ അങ്ങനെ ഞാൻ ഇതിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഇത് എന്തോ ഒരു സാധനം പോകുന്നുണ്ടല്ലോ. എന്താ മഴവില്ല പോണത്? അല്ല സർ, അതിലൂടെ പോകുന്ന സാധനമാണ് എന്ത്? ബുള്ളറ്റ്. അങ്ങനെ ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി ആണ് സർ എത്രയാ? വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ഈ ബുള്ളറ്റിന് ഒരു മാസ് ഉണ്ടാവില്ലേ സർ? അതിനെ ഞാൻ മാസ് ഓഫ് ദ ബുള്ളറ്റ് എന്നും, ഗണ്ണിനൊരു മാസ് ഉണ്ടാവില്ലേ സർ? അതിനെ ഞാൻ മാസ് ഓഫ് ദ ഗൺ എന്നും പറയുന്നു. സർ ഇത് ക്ലിയർ ആയോ? ഇത്രയുള്ള പരിപാടി. ഇതിനെയാണ് റീകോയിൽ വെലോസിറ്റി. ഇതിലെ ഈ VGയെ നമ്മൾ പറയുന്ന പേരാ, റിപ്പീറ്റ്, ഈ VGയെ നമ്മൾ പറയുന്ന പേരാണ് ദ റീകോയിൽ വെലോസിറ്റി എന്ന് നമ്മൾ പറയും. എടാ നോട്ട്സുകൾ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി, ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതേപോലെ VBയെ നമ്മൾ പറയുന്ന പേരാണ് സർ ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ചില സമയങ്ങളിൽ ഇതിനെ നമ്മൾ മൈൻകുട്ടി വി എന്നല്ല വിളിക്കുക, ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മസിൽ സ്പീഡ് എന്നും പറയാറുണ്ട്. എടാ മസിൽ സ്പീഡ് ഫിഗർ കാണും, പ്രോബ്ലം കാണും, മനസ്സിലാക്കണേ. വെരി ഗുഡ് സർ. എടാ റിമസ് ചെയ്യും മുത്തുമണിയെ നോക്ക്.
റീക്കോ ഒരു പ്രോബ്ലം, രണ്ട് പ്രോബ്ലം, ചറമറ പ്രോബ്ലം ഉണ്ട്. പിന്നെ എന്തിനാ മച്ചനെ ഞാൻ അവിടെ നിൽക്കുന്നത്? അപ്പൊ തിരിച്ചു വരാം, പിടിച്ചോ. എടാ, വിച്ച് കൺസർവേഷൻ ലോ ഹെൽപ്സ് യു ടു എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ? അതെന്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. എന്റെ സാറുമാര് കമന്റ് ചെയ്തേ പറ്റൂ. തീപ്പൊരിയെ ജാടയാണോ വാശിയാണോ? അല്ലടാ, ഒന്ന് ചെയ്യാൻ പറ്റും നോക്കി. എനിക്കറിയാം ചെയ്യാൻ പറ്റും നോക്കിയടാ. എടാ, കഴിയടി മാത്രം ചെയ്താൽ മതി. ഒന്ന് നോക്കിയേ സർ, ഏത് ലോയാണ് ഈ ഒരു റീകോൾ ആക്കുന്നത്? സർ, ഏത് ലോയാ? ആകെ ഈ ചാപ്റ്റർ ലോ മാത്രമേ ഉള്ളൂ. അങ്ങ് ചള്ളിക്കോ. എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് എഴുതരുത്. രണ്ട് തരത്തിൽ മൊമെന്റം ഉണ്ട്. ലീനിയർ മൊമെന്റും ഉണ്ട്, ആംഗുലാർ മൊമെന്റും ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ലീനിയർ മൊമെന്റം. വെരി ഗുഡ് സർ, അടിപൊളി. അല്ലെങ്കിൽ തേർഡ് ലോ ഒന്ന് എഴുതാം. തേർഡ് എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റോ അല്ലെങ്കിൽ തേർഡ് ലോ, രണ്ടും സാറേ ശരിയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഐ മീൻ വ്യത്യാസം ഇല്ല, രണ്ടും സർ ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഇൻ ദ ഫയറിംഗ് പ്രോസസ്. ഇത് നല്ലൊരു ചോദ്യമാണ്, സത്യം പറയാം. ഇത് കഴിഞ്ഞ വട്ടത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം, ഓപ്പൺലി സ്പീക്കിംഗ്, നല്ലൊരു ചോദ്യം. ഇൻ ദ ഫയറിംഗ് പ്രോസസ് ദ സ്പീഡ് ഓഫ് ദ ഗൺ ഈസ് വെരി ലോ കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ്. ശരിയാ, കാരണം ബുള്ളറ്റ് പോകുന്ന സ്പീഡ് ഫോർ എക്സാമ്പിൾ 100 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആ ഗണ്ണ് ബാക്കിലേക്ക് വരുന്ന സ്പീഡ് 0.01 ഉണ്ടാവുള്ളൂ. അല്ലാതെ അതും 100 ഇതും 100 ആണ്. ആലോചിക്കുക, വെടി വെച്ചവനും മരിക്കും, വെടി കൊണ്ടവനും മരിക്കും. ഒറ്റ ഉറപ്പായിരിക്കും. അത് ഉറപ്പല്ലേ? അതൊരിക്കലും നടക്കൂല. പക്ഷെ അതെങ്ങനെ നമുക്ക് ഒന്ന് വാക്കാല് പറയാൻ പറ്റുക? നല്ല ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കിയാലോ സർ? നമുക്ക് ഏറ്റവും ആദ്യം ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നോക്കാം. അല്ലടാ, ഞാൻ ഫയർ ചെയ്യുന്നതിന് മുന്നേ സർ അവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും. ഏറ്റവും ആദ്യം ഇനീഷ്യൽ മൊമെന്റം. ശ്രദ്ധിക്കണേ സർ, ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഇനീഷ്യൽ മൊമെന്റം എന്താ? ബിഫോർ എത്രയാ? ഫയറിംഗ്. ഒന്ന് സാറുമാര് നോക്കിയേ, ഇനീഷ്യൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്. അല്ല, ഗണ്ണ് റെസ്റ്റിലല്ലേ? ബുള്ളറ്റ് റെസ്റ്റിലല്ലേ? ഗണ്ണിന് വെലോസിറ്റി ഉണ്ടോ? ബുള്ളറ്റിന് വെലോസിറ്റി ഉണ്ടോ? എത്രയാ വാല്യൂ? എത്രയാ വാല്യൂ? എല്ലാവരും കമന്റ് ചെയ്തേ സർ. ഇനീഷ്യൽ മൊമെന്റം എത്രേ? ദേ തോക്കും കൂണ്ടി ഞാൻ ഇപ്പൊ വെക്കും. ഒറ്റ പേര് സായിപ്പ് ടോണി എന്ന് പറയുന്ന പോലെ വെക്കും. എത്രയാടാ? എത്രയാടാ വാല്യൂ? എത്രയാ വാല്യൂ? സാറേ സീറോ. ജസീലെ വെരി ഗുഡ് സർ. എത്രയാ? സീറോ. കോഴിമുട്ട കടമുട്ട. എന്നാൽ പിടിച്ചോ, ഫൈനൽ മൊമെന്റം സർ എത്രയാ? ആഫ്റ്റർ ഫയറിംഗ്, ഞാൻ ഫയർ ചെയ്തതിന് ശേഷമുള്ള വാല്യൂ. സർ, ഇവിടെ നമ്മുടെ ഗണ്ണിനുണ്ടാക്കുന്ന മൊമെന്റം കണ്ടെത്തണമെങ്കിൽ ഗണ്ണിന്റെ മാസ് ഇൻറ്റു ഗണ്ണിന്റെ വെലോസിറ്റി എത്രയാ? mg ഇൻറ്റു vg, മൊമെന്റം ഓഫ് ദ ഗണ്ണ്. എന്നാൽ ആ ഒരു ബുള്ളറ്റിന്റെ മൊമെന്റം കണ്ടെത്തണമെങ്കിൽ ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി. ബുള്ളറ്റിന്റെ മാസ് mb ആണ്, ബുള്ളറ്റിന്റെ വെലോസിറ്റി vb ആണ്. ഒറ്റ പേര് സായിപ്പ് ടോണി. ഇപ്പൊ ഉണ്ടാവുന്ന മൊമെന്റ് എത്ര? ഫയറിങ്ങിന് ശേഷം. ഫയറിങ്ങിന് ശേഷം രണ്ട് മൊമെന്റ് ഉണ്ടാവും. അങ്ങ് പ്ലസ് ചെയ്താൽ പോരെ? ആരെ മൊമെന്റം? ഗണ്ണിന്റെ മൊമെന്റം പ്ലസ് എത്രയാ? സായിപ്പ് ടോണി അല്ല, ബുള്ളറ്റിന്റെ മൊമെന്റം. അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യ് സർ. എത്ര കിട്ടും? mpvb പ്ലസ് എനിക്ക് എത്ര കിട്ടുമടാ? വെരി ഗുഡ്, mgvg. അല്ല മച്ചാനെ, ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റും. ആരും ഒന്നും കേസ് കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം സർ, അങ്ങനെ തന്നെ എഴുതണം. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം സർ, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. സീറോ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? mbvb പ്ലസ് എത്രയാ? mgvg. അല്ലെങ്കിൽ ഇതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ഇസ് ഈക്വൽ ടു mbvb പ്ലസ് mgvg എന്നാണെങ്കിൽ സർ, ഞാൻ ഈ ഒരു സാധനത്തിനെ ഇടത്തോട്ടേ കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? mgvg ഇസ് ഈക്വൽ ടു എനിക്ക് മൈനസ് mbvb. അല്ലെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ ഗൺ. ഏത് വെലോസിറ്റി? തിരിച്ചു വരുന്ന വെലോസിറ്റി. ആര്? ബുള്ളറ്റോ? ഇതെന്താ ബൂമറാങ്ങോ? അല്ല സർ, ഗണ്ണ് ബാക്കിലേക്ക് വരുന്ന വെലോസിറ്റി വിച്ച് ഈസ് ദ റീകോയിൽ ഓഫ് ദ ഗൺ. vg ഇസ് ഈക്വൽ ടു എന്താ? മൈനസ് mbvb ഡിവൈഡ് ബൈ എത്രയാടാ? കറസ്പോണ്ടിങ് mg. സാറേ, ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. എനിക്കറിയാം. എന്താ? ഇവൻ എന്താ ഇവിടെ കയറി നിൽക്കുന്നത്? എന്താടാ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്? എന്റെ മക്കൾ കമന്റ് ചെയ്തേ സർ. vb വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റും വെലോസിറ്റി ഓഫ് ദ ഗൺ ആർ ഇൻ ഡാഷ് ഡയറക്ഷൻ. എന്റെ മക്കൾ കമന്റ് ചെയ്ത് സാറേ, സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ? ആ ബെസ്റ്റ്, സെയിം. അതായത് ബുള്ളറ്റ് നമ്മൾ വെടിവെക്കുന്നു, സായിപ്പ് ടോണി ഗണ്ണും കൂടെ പോകുന്നു, എന്നാ തോക്കും കൂടി വെച്ച് വന്നോ. ഏതാണ്? സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ? എന്ത് ചോദ്യം സാറേ? ഓപ്പോസിറ്റ്. സോ വിബിയും വിജിയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ് എത്രയാ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ നെഗറ്റീവ് ആണ് സർ എന്ത് സൂചിപ്പിക്കുന്നത്? ഓപ്പോസിറ്റ് സൂചിപ്പിക്കുന്നത്. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഇത് പറഞ്ഞാലേ കിട്ടുള്ളൂ. ഇതിനർത്ഥം എന്താ? വെലോസിറ്റി ഓഫ് ദ ഗൺ, വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്, mp ആൻഡ് mg. ഇതിനർത്ഥം ദ വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു mg എന്ന് എഴുതാം. mb-യും vb-യും കോൺസ്റ്റന്റ് ആണെങ്കിൽ. സർ, മാസ് ഓഫ് ദ ഗണ്ണും സോറി എടാ ഇത് ഓക്കെ എടാ, mb vb എടാ
അതേപോലെ വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ MBVB ബൈ mg ചെയ്താൽ. എടാ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, നമ്മുടെ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഭയങ്കര കുറവല്ലേ? മാസ് ഓഫ് ദ ബുള്ളറ്റ് കുറഞ്ഞാൽ മാസ് ഓഫ് ദ ബുള്ളറ്റ് ന്യൂമറിക്കല്ല, ഐ മീൻ ന്യൂമറേറ്റർ അല്ല. വെലോസിറ്റി ഓഫ് ദ ഗണ്ണ് ലെസ് ആയിരിക്കോ ഹൈ ആയിരിക്കോ? മാസ് ഓഫ് ദ ബുള്ളറ്റ് ന്യൂമറേറ്ററിലാണ്. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ബുള്ളറ്റ്. മാസ് ഓഫ് ദ ബുള്ളറ്റ് കുറവാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ദ ഗൺ എന്തായിരിക്കും സർ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. വെരി ഗുഡ്. ലോ. ബുള്ളറ്റ് എന്താ 10 കിലോ ഉള്ള സാധനം? ഇതെന്താണ് പീരങ്കിയോ? അല്ലല്ല. അതുകൊണ്ടാണ് ഈ കൺസെപ്റ്റ്. സത്യം പറയട്ടെ, അടിപൊളി ക്വസ്റ്റ്യനാണ്. ഓപ്പൺലി സ്പീക്കിംഗ് അടിപൊളി ക്വസ്റ്റ്യനാണ്. കാരണം ഇക്വേഷൻ എല്ലാവരും പഠിക്കും. ഈ ഇക്വേഷൻ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റും കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്. സാറേ ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ സാറേ ഒരു തീപ്പൊരി കത്തിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്നട പിടിച്ചോ, നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനം. ഇതും കഴിഞ്ഞ് ഫ്രിക്ഷൻ കഴിഞ്ഞ ലോസ് ഓഫ് മോഷൻ കംപ്ലീറ്റ് ആയി. സാർ പിടിച്ചോ. എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്പീഡ് ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. മരിച്ചു. അല്ലേ സാർ, നടക്കൂല. അടുത്ത പ്രോബ്ലം നോക്കിയടാ. ദ മൊമെന്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ശരിയാണല്ലോ എടാ. MBVB ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാൻ പറ്റും? മൈനസ് MGVG. എടാ ഒരു കാര്യം, നിങ്ങൾ സ്കൂളിൽ ചിലപ്പെങ്കിൽ നമ്മുടെ ബുള്ളറ്റിന് മൊത്തം സ്മോൾ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ വിയും, ഗണ്ണിന് മൊത്തം എനിക്ക് തോന്നുന്നത് ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ വി ആയിരിക്കും. അതും ശരിയാട്ടോ, ഒരു തെറ്റുമില്ല. പക്ഷെ പറയാനുള്ള കാരണം MBVB MGVG ആകുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ബി ബുള്ളറ്റ്, വി ജി ഗണ്ണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാതെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, ഒരു ടെൻഷൻ ആവണ്ട. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എം വലുതാക്കിയോ അല്ലെങ്കിൽ ബി വലുതാക്കിയോ വി ചെറുതാക്കി ഇതിനെ അത് ശ്രദ്ധിക്കണം, മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞാട്ടോ. അപ്പൊ തിരിച്ചു വരാം. സർ ശരിയാണല്ലോ. ഓപ്ഷൻ ബി ബിരിയാണി ശരിയാണ്. കള്ളകാലമാട ബിരിയാണിയെ പറ്റി പറയല്ലേ. ഓക്കെ. ഓപ്ഷൻ സി മൊമെന്റം ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ശരിയാണല്ലോ. ആൻഡ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. അച്ചോ ചക്കൂടവേ ശരിയല്ലടാ. ഓപ്ഷൻ ഡി വെലോസിറ്റി ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. മരിച്ചു. പറ്റൂല. സോ ഓപ്ഷൻ ഡി പറ്റൂല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. By using a suitable conservation law in physics, prove your above answer. എന്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏത് ലോയാ? ആകെ ലോ മാത്രമേ പഠിക്കുന്നുള്ളൂ സാറേ, which is known as the law of the conservation of ഏത് മൊമെന്റാ? ആംഗുലർ മൊമെന്റം. അടി. അത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ല. ഏത്? ലീനിയർ മൊമെന്റം. മൊമെന്റം എന്ന് എഴുതരുത്. ഏത് മൊമെന്റം എഴുതണം സാറേ? ലീനിയർ മൊമെന്റം. സർ ഇത് കഴിഞ്ഞോ? ഓപ്ഷൻ ബി ആദർശ ബിരിയാണിയും എടാ കണ്ടോ, ഐഡിയ കിട്ടിയോ സർ? സെറ്റോസ്കി അല്ലേ? നേരത്തെ ഡ്രീമർ പറഞ്ഞ് ഡ്രീമറിന് പ്രോബ്ലം കിട്ടിയില്ല മുത്തേ. ഒന്നല്ല രണ്ടേ ഉള്ളൂ. ചെയ്ത് നോക്കാം. എടാ ബുള്ളറ്റോ. എടാ അതൊക്കെ തമാശക്ക് പറയട്ടെ മുത്തേ, കാരണം നിങ്ങൾ അത്രയും സ്ട്രെസ്സായി നിൽക്കുമ്പോൾ അതൊന്ന് ഫ്രീ ആയിക്കോട്ടെ വെച്ചിട്ടാ. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, അല്ല വീട്ടുകാരത് കാണില്ലേ? വീട്ടുകാരെന്നെ പറ്റി ഇത് പറയണ്ടാവും. എടാ പ്രാഗരുത് പറയണേ. അതുകൊണ്ടാണ് വീട്ടുകാർ ഉമ്മ അപ്പ അച്ഛ അമ്മ ഡാഡി മമ്മി അറിയാലോ. ഇതൊക്കെ കുട്ടികളത് ഫ്രീ ആയിക്കോട്ടെ വെച്ചിട്ടാ. തിരിച്ചു വരാം. സോ എ ബുള്ളറ്റ് ഓഫ് മാസ് 0.010 kilogram fired by a gun of mass 100 kilogram if the muzzle speed of the bullet. Oh, bullet speed na parayunna perana muzzle speed nu vechal. Ada undile brother. Hey amme. Then what is the recoil speed of the gun? Sir, equation marandu poi. Oru vishayum illa macha. Enda MBVB is equal to etraya minus MGVG. Idu matram padicha madi sir. Chodichadu enda recoil speed of the gun. Ambada maname teeputtikole. So VG is equal to etraya minus MBVB whole divided by എത്രയാടാ? MG. MB എന്ന് വെച്ചാൽ എന്താ? ബുള്ളറ്റിന്റെ മാസ്. അയ്യേ 0.010 സാറേ മൈനസ് ഇട്ടു ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി എത്രയാ? 50. തമ്പുരാനെ ജെയിംസ് ബോണ്ട് ഡിവൈഡ് ബൈ MG മാസ് ഓഫ് ദ ഗൺ. അത്യാവശ്യമുണ്ട് 100 കിലോ. ഇതൊക്കെ എങ്ങനെ പൊക്കാനാ തമ്പുരാനെ? 100. സോ 00 കട്ടായി. എത്ര പേർക്ക് ആൻസർ കിട്ടും? 0.010 ഡിവൈഡ് ഇൻറ്റു 5/10 സർ. 5/10 നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ബൈ 2. എത്ര പേർക്ക് ആൻസർ കിട്ടും? ശ്രദ്ധിക്കണേ, മീറ്റർ പെർ സെക്കൻഡിലാണ്. വിത്ത് മൈനസ് കൊടുക്കണം സർ. മൈനസ് സൂചിപ്പിക്കണം. 0.005 നമുക്ക് എത്ര കിട്ടും? വെരി ഗുഡ്. വിച്ച് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ്. അടിപൊളിയായി കിട്ടും. ബിഗ് ബി പണ്ടേ പുലിയ, ജസീൽ ഇപ്പൊ പണ്ടേ പുലിയ. എടാ അടിപൊളി. പെർഫെക്റ്റ് സർ. ക്ലിയർ ആയോ? ഈ ഒറ്റ പ്രോബ്ലം ക്ലിയർ ആണെങ്കിൽ ഒറ്റ ചെയ്യാൻ പറ്റുമോ? ഹോംവർക്ക് അല്ല. ഇപ്പൊ ഞാനൊരു 30 seconds തരാം. ചെയ്തില്ല ഒരു കുഴപ്പമില്ല. സ്വന്തമായി ചെയ്യാൻ പറ്റും നോക്കി. എടാ അതില്ലടാ, നമുക്ക് സ്വന്തമായി ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ആൻസർ പറയും. സ്വന്തമായി ചെയ്യാൻ പറ്റുണ്ടോ നോക്കി. ഒന്ന് നോക്കി. എ പേഴ്സൺ ഫയറിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ എക്സ്പീരിയൻസസ് എ ബാക്ക്വേർഡ് ജെർക്ക്. റൈറ്റ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദിസ്. ഈ പ്രിൻസിപ്പളിന്റെ പറയുന്ന പേരാണ്, ഒന്ന് നോക്കണ്ട, വിച്ച് ഈസ് നോൺ ആസ് ഇൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ലീനിയർ മൊമെന്റം. സർ അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഓഫ് മാസ് 15 ഗ്രാം. എടാ നന്ദു കാര്യമായിട്ട് നന്ദു പറയുന്നുണ്ട്. എടാ മാസ് 15 ഗ്രാം ആണ്, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫയർഡ് വിത്ത് വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം എ ഗൺ ഓഫ് മാസ് 2 കിലോഗ്രാം
ഫൈൻഡ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ. ഓ ചെയ്ത് നോക്കാം. വി ജിയുടെ ഇക്വേഷൻ എന്താ? മൈനസ് എം ബി വി ബി ഡിവൈഡ് ബൈ എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം ബിയുടെ സ്ഥാനത്ത് എടാ സ്വന്തം ചെയ്യാൻ പറ്റും നോക്കി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ്റെ കൂടെ മൈനസ് എം ബി ഇൻറ്റു എം ബിന്റെ സ്ഥാനത്ത് 15 ഗ്രാം ആണെങ്കിൽ 0.015, കാരണം ഇൻറ്റു 10⁻³ ആണല്ലോ നമ്മുടെ കിലോഗ്രാമിലെ കൺവേർട്ട് ചെയ്യാൻ. വി ബി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് എത്രയാ? 100 മീറ്റർ പെർ സെക്കൻഡ്. വീണ്ടും ജെയിംസ് ബോണ്ട് ആണ്. ബൈ ദ എം ജി 2 കിലോഗ്രാം. ഒരു സമാധാനം ബൈ 2. എത്ര ആൻസർ കിട്ടും? ഞാൻ വെയിറ്റ് ചെയ്യാം. യെസ് എടാ തീർത്ത പേടിച്ചയാ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, പ്രാകരുത്. എനിക്കറിയാം കമന്റ് ബോക്സിൽ മനസ്സിൽ പ്രാകണ്ട അറിയാം. കൊള്ള തീപ്പൊരി ഞങ്ങളൊന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. രാവിലത്തെ ഫസ്റ്റ് ഡ്രിങ്ക് ആണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ്. അല്ലെങ്കിൽ ഞാൻ ബോധം കിട്ടി വീഴും. അതുകൊണ്ടാണ് പ്രാകരുത് പ്ലീസ്. പ്രാഗൽ നിരോധിച്ചിരിക്കുന്നു. തിരിച്ചു പോരാം. യെസ് എടാ എത്ര ആൻസർ കിട്ടും? എടാ മൈനസ്. വെരി ഗുഡ് എടാ വെരി ഗുഡ് സർ. എത്ര കിട്ടും? is equal to very good sir minus അമ്പട മനമേ തീപ്പൊട്ടിക്കോലെ മൈനസ് എത്രയാടാ? 0.75. നമുക്ക് എത്ര കിട്ടും? wow which is equal to just looking like a legend എത്രയാ? -0.75 മീറ്റർ പെർ സെക്കൻഡ്. അതൊക്കെ ഈ രണ്ടെണ്ണത്തിലും നിങ്ങളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. വെലോസിറ്റി ഓഫ് ദ ഗണ്ണ് 0.75, വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് 100, വെലോസിറ്റി ഓഫ് ദ ഗണ്ണ് 0.0005 വൈബ്രേഷൻ പോലെ. എന്നാൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് 50 മീറ്റർ പെർ സെക്കൻഡ്. എന്താ ഫസ്റ്റ് ചോദ്യം? ബുള്ളറ്റിന്റെ വെലോസിറ്റി എപ്പോഴും ഗണ്ണിന്റെ വെലോസിറ്റിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. ഹെൻസ് പ്രൂവ്ഡ്. നേരത്തെ നമ്മൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ന്യൂമറിക്കലി അത് സാറേ സെറ്റാക്കി എന്ന് പറഞ്ഞു. നന്ദു ബാൻ ക്ലാസ്. എടാ മുത്തേ കുട്ടികൾ പഠിച്ചോട്ടെ നന്ദു. അതുകൊണ്ടാ ഇങ്ങോട്ട് വാ. എടാ അങ്ങനെയാണെങ്കിൽ പിടിച്ചോ. എടാ -0.75 മീറ്റർ പെർ സെക്കൻഡ്. സർ ക്ലിയർ അല്ലേ? സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്, ഫ്രിക്ഷൻ ലോസ് ആൻഡ് ദ ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈ ചാപ്റ്ററിനെ കംപ്ലീറ്റ് ആവും. ഇന്നട പിടിച്ചോ. ഏറ്റവും ആദ്യം എന്താ ഫ്രിക്ഷൻ? സർ ഒരു ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിനെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്പോസ് ചെയ്യുന്നതാണോ സപ്പോർട്ട് ചെയ്യുന്നതാണോ? എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. ഓപ്പോസിംഗ് ആണോ സപ്പോർട്ടിംഗ് ആണോ? എന്റെ സാറുമാര് കമന്റ് ചെയ്തേ. എടാ ഫ്രിക്ഷൻ എന്താ സർ? ഓപ്പോസിംഗ് ആണോ സപ്പോർട്ടിംഗ് ആണോ? സർ ഓപ്പോസ് ചെയ്യുന്ന. എന്താ സാറേ ഓപ്പോസ് ചെയ്യുന്ന? ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. അങ്ങനെയുള്ള ഒരു റെസിസ്റ്റീവ് ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേര് വെരി ഗുഡ് വിച്ച് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എത്ര ടൈപ്പ് ഉണ്ട് സർ? നമുക്ക് പറയാൻ പറ്റും 3 ടൈപ്പ് ആണ് സർ. ഒന്ന്, ആ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ടും ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആ ബോഡി മോഷനിലാണെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആ മോഷൻ തന്നെ സ്ലൈഡിംഗ് മോഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേര് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നും, റോളിംഗ് മോഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. സറേ കിളി പോയിട്ടുണ്ട്. ആകെ പഠിക്കേണ്ട ചോദ്യം ഇന്നാ പിടിച്ചോ. സത്യം പറയാം, ബേജാറാവാൻ വേണ്ടിയിട്ടല്ല. എടാ ദ മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ്. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ഞാൻ ഉണ്ടാൻ ശ്രമിച്ച് മാക്സിമം എത്തി. ഇപ്പൊ ആ ബോഡി റെസ്റ്റ് മോഷനിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാം. ഇപ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് വെരി ഗുഡ്. നമുക്ക് എന്ത് ഫ്രിക്ഷൻ എന്ന് പറയാൻ പറ്റും? വിച്ച് ഈസ് നോൺ ആസ് ദ ലിമിറ്റിംഗ് എന്തെന്ന് പറയാൻ പറ്റും? ഫ്രിക്ഷൻ. സോ ഇതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചത്. എന്നാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനും കഴിഞ്ഞ് ചോദ്യങ്ങൾ വരാം. സർ ലിമിറ്റിംഗ് ഫ്രിക്ഷനും കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും, എടാ ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, ഈ എഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബോഡി റെസ്റ്റിലാണോ മോഷനിലാണോ? എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? എടാ ക്ലാസ് മോർണിംഗ് 2 മാറ്റുക. ഈ 2 മണിക്ക് ഉണ്ടാവോ? ഈ ഉണ്ടെങ്കിൽ ഞാൻ 2 ക്ലാസ് എടുക്കും. ഞാൻ ഗൂഗിൾ മീറ്റ് ലിങ്ക് അയച്ചുതരാം. ഈ 2 മണിക്ക് വരണമെങ്കിൽ ഇന്ന് പൊളിച്ചക്ക് 2 മണിക്ക് ഞാൻ ക്ലാസ് എടുക്കും. ഞാൻ ഗൂഗിൾ മീറ്റ് ലിങ്ക് അയച്ചുതരാം. ഈ വേണമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ എൻ്റെ നമ്പർ ആക്കിയോ. ഞാൻ 2 ക്ലാസ് എടുക്കും. പൊളിച്ച 6 മണി വരെ 6 മണി വരെ ഈ ക്ലാസ് ഇരിക്കണം. ഞാൻ ഓരോ അരമണിക്കൂർ ക്വസ്റ്റ്യൻ ചോദിക്കും. പിടിച്ചോ. എടാ അങ്ങനെയാണെങ്കിൽ പി ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ സർ പറഞ്ഞേ അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ സർ എന്ത് ചെയ്യാൻ പറ്റും? എടാ ഹനിൻ എന്തിട്ടാ? യെസ് വെരി ഗുഡ്. അല്ല ഓരോ എടാ യെസ് വെരി ഗുഡ് സർ. അപ്പൊ രണ്ടാമത് കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എന്താ? ബോഡി എന്തിലായിരിക്കും? വെരി ഗുഡ്, മോഷനിലായിരിക്കും. നല്ല സെറ്റോസ്കി ആയി കിട്ടിയിട്ടില്ലേ സർ? ഫ്രിക്ഷൻ ക്ലിയർ ആയോ? എല്ലാവരും കമന്റ് ചെയ്തേ. എനിക്കറിയാം സർ സത്യം ലോസ് ഓഫ് മോഷനും മോഷനും പ്ലെയിനും കേട്ട് മടുത്ത സാധനം. പക്ഷേ അതിന്റെ എല്ലാ പെർസ്പെക്റ്റീവും ക്ലിയർ ആക്കണം. നന്ദോ നമ്പർ അയച്ചോ. ഞാൻ എന്തായാലും രാത്രി 2 മണിക്ക് മെസ്സേജ് അയക്കാം. ഉറപ്പാ നമ്പർ അയച്ചോ. ഞാൻ എന്തായാലും ചാറ്റ് ബോക്സ് നമ്പർ എന്തായാലും അയച്ചോ. യെസ് എടാ പറഞ്ഞോ. ഗൂഗിൾ മീറ്റിംഗ് ആയിക്കോട്ടെ. ഉറപ്പാ. യെസ് എടാ ഒന്ന് പറഞ്ഞേ സർ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ. എടാ എല്ലാവരും കമന്റ് ചെയ്ത് സർ ഇതുവരെ ഓക്കെ ആണോ? യെസ് അത് മതിയടാ. കാരണം ഞാൻ അറിയാലോ കുറേ നേരമായി ഞാൻ ഓക്കെ അല്ലേ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഐ മീൻ ഓക്കെ അല്ലേ ചോദിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് സെൻസ് ഓഫ് റീഅഷുറൻസിന് വേണ്ടിയിട്ട്. സെറ്റോസ്കി മച്ചാ എന്നാ പിടിച്ചോ. അടുത്ത ചോദ്യം, ഫ്രിക്ഷനിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കൺസെപ്റ്റും അല്ലെങ്കിൽ
ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കൺസെപ്റ്റും അല്ലെങ്കിൽ നമ്മുടെ ലോസോ ചോദിക്കാം. ഏത്? അതിന്റെ നിയമങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ സർ? എടാ ഞങ്ങൾ വെച്ച് എല്ലാവരും ഡ്രീമേഴ്സ് ആണെന്നും കുഴപ്പമില്ല. കമോൺ മാൻ പവറോസ്കി. എടാ ചോദ്യം സ്റ്റേറ്റ് ഡ്രീമേഴ്സ്, താങ്ക് യു ഫോർ ദ കെയർ. സ്റ്റേറ്റ് ദ അങ്ക് കഴിക്കാനുള്ള ഗ്യാപ്പിലാണോ? എടാ സ്റ്റേറ്റ് ദ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എടാ 2 ലോസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലോസും അതേപോലെ കറസ്പോണ്ടിങ് കൈനറ്റിക് ഫ്രിക്ഷൻ ലോസും. എടാ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതലും ചോദിക്കാറ്. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. എടാ ഫ്രിക്ഷനെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നോ. ഫ്രിക്ഷൻ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നോ. പിന്നെ സർ ആരെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത് സർ? ഒന്നും നോക്കണ്ട. ഫ്രിക്ഷൻ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചർ ഓഫ് സർഫേസ്. ഒരു ഹവായി ചെരുപ്പിട്ട് പോയാലും ഒരു ബൂട്ടിട്ട് മല കയറാൻ പോയി കഴിഞ്ഞാലും മുഖം അടിച്ച് ഇഞ്ചിമുട്ടായി ആവുന്നത് ഹവായി ചെരുപ്പിട്ടായിരിക്കും. അതെന്തുകൊണ്ടാ? ഹവായി ലോക്കൽ ആയതുകൊണ്ടല്ല. ഹവായിയുടെ നാച്ചർ ഓഫ് സർഫേസ് സ്മൂത്ത് ആണ്, ബൂട്ടിന്റെ നാച്ചർ ഓഫ് സർഫേസ് റഫ് ആണ്. അങ്ങനെ ഫ്രിക്ഷൻ എപ്പോഴും നാച്ചർ ഓഫ് സർഫേസിനെ മാത്രമേ എന്താക്കുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഫ്രിക്ഷൻ നാച്ചർ ഓഫ് സർഫേസിനെ മാത്രമല്ല, അത് കറസ്പോണ്ടിങ് ആയിട്ട് റിലേറ്റീവ് വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. ആൻഡ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് വെരി 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 ഇമ്പോർട്ടന്റ്, ഇൻഡിപെൻഡന്റ് ഓഫ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും സർ? ഏരിയയും ഇൻഡിപെൻഡന്റ് ആണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂനെ പറയുന്ന പേരെന്താ? ഞാൻ നോക്കട്ടെ. എടാ ഞാൻ പോയിക്കൊണ്ടോ എജുപോർട്ടിലേക്ക് വാ. ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. വേവാ. യെസ്. എടാ അങ്ങനെയാണെങ്കിൽ ഒന്ന് സാറന്മാരെ വേഗം കമന്റ് ചെയ്തേ. എടാ നമ്മുടെ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂനെ പറയുന്ന പേരെന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാ സർ, വിച്ച് ഈസ് നോൺ ആസ് എത്ര? കൈനറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെ എഫ് എസ് മാക്സിമത്തിനെ സർ, അല്ലെങ്കിൽ എഫ് കെ എഴുതല്ലേ, എഫ് എൽ എഴുതേണ്ട, എഫ് എസ് മാക്സിമം എഴുതിയാൽ മതി. അത് ആർക്ക് പ്രപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷന് പ്രപ്പോർഷണൽ ആണ്. എനിക്കറിയാം ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതെന്ത് സാധനവും പറഞ്ഞുതരാം സർ. ഇതേപോലെ ഒരു സർഫേസ് എടുക്കുകയാണെങ്കിൽ ആ സർഫേസിന് മുകളിൽ ഒരു വെയിറ്റ് വെക്കുകയാണെങ്കിൽ ആ വെയിറ്റിന്റെ എം ജിക്ക് ഈക്വലും സർഫേസിന് പെർപെൻഡിക്കുലർ ആയി ആക്ട് ചെയ്യുന്ന ഒരാളെ പറയുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ എൻ ഇസ് ഈക്വൽ ടു എം ജി. ഞാൻ ചോദിക്കുന്ന ചോദ്യം, സർഫേസ് ചിരിച്ചു, ഇപ്പൊ നോർമൽ റിയാക്ഷൻ 1 അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ കറസ്പോണ്ടിങ് 2 ഏതാ? എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? അയ്യോ എടാ ഞാൻ വരച്ചത് ക്ലിയർ ആയില്ലല്ലേ? യെസ്. എടാ അയ്യോ മിസ്റ്റേക്ക് പോയോ? എടാ പോയടാ. എടാ അങ്ങനെയാണെങ്കിൽ എടാ ഇത് ഫസ്റ്റ് വൺ, അതേപോലെ ഇത് സെക്കൻഡ് വൺ. എന്റെ മക്കൾ കമന്റ് ചെയ്തേ, ഏതാ നോർമൽ റിയാക്ഷൻ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഞാൻ എന്താ അയക്കും? ഞാൻ എന്തായാലും കഴിഞ്ഞ ഉറപ്പ് നമ്പർ കമന്റ് ചെയ്യണം മുത്തേ. എടാ ക്ലാസ് എടുക്കട്ടെ മുത്തേ പ്ലീസ്. എടാ യെസ്. എടാ കമന്റ് ചെയ്തേ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ സർ? വെരി ഗുഡ്, യു ഗോട്ട് ദ കൺസെപ്റ്റ്. കാരണം സർ സർഫേസ് ചെരിയുമ്പോൾ എന്ത് ചെരിയും സാറേ? കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ആ ഒരു നോർമൽ റിയാക്ഷനും ചെരിയും. അതാണ് കൺസെപ്റ്റ്. അങ്ങനെയാകുമ്പോൾ ചോദിക്കട്ടെ, എഫ് എസ് മാക്സിമം ഈസ് പ്രപ്പോർഷൻ നോർമൽ റിയാക്ഷൻ അല്ലേ? എഫ് എസ് മാക്സിമം ഒഴിവാക്കി തീപ്പൊരി. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആ പ്രപ്പോർഷനാലിറ്റി ഒഴിവാക്കി എനിക്ക് കിട്ടുന്ന ആളെ ഞാൻ പറയുന്ന പേരാണ് വിച്ച് ഈസ് എഫ് എസ് മാക്സിമം ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻടു എൻ. ആ മ്യൂ എസിനെ നമ്മൾ പറയുന്ന പേരാണ് ഒരു ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് എന്നാണ് പറയാം. ദ കോഎഫിഷ്യന്റ് ഓഫ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? വിച്ച് ഈസ് നോൺ ആസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഐഡിയ കിട്ടിയോ? അല്ലെങ്കിൽ എടാ മ്യൂ എസ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൽ മതി? എഫ് എസ് അല്ലേ? എഫ് എസ് മാക്സിമം അല്ലേ? സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? എഫ് എസ് മാക്സിമം ഡിവൈഡ് ബൈ എനിക്ക് എത്ര പറയാൻ പറ്റും? നോർമൽ റിയാക്ഷൻ. ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ബാങ്കിങ് ഓഫ് ദ റോഡ്സിലെ കൺസെപ്റ്റ് വരുന്നത്. കോഎഫിഷ്യന്റ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറ്റും. സർ ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? സെറ്റോസ്കി ആണെങ്കിൽ ദേ ഈ ഒറ്റ ഫിഗർ ഒന്ന് കണ്ടിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഒന്ന് വേഗം കമന്റ് ചെയ്തടാ. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. എടാ ട്രൂ ആണോ ഫാൾസ് ആണോ? പോടാ ഫാൾസ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. സാറേ പോടാ. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ. അയ്യോ പോടാ അല്ല, വാടാ മുത്തേ വാടാ. എടാ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. സർ ഓക്കെ ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ നോർമൽ റിയാക്ഷൻ. സർ ശരിയാണ്. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? എ ഫാൾസ് ആണ്, ബി സർ ട്രൂ ആണ്, ആൻഡ് സി നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ട്രൂ. എടാ എത്ര പേർക്ക്? വെരി ഗുഡ് വെരി ഗുഡ്, ട്രൂ. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് സെറ്റോസ്കി സാറേ. അങ്ങനെയാണെങ്കിൽ ഇന്നടാ പിടിച്ചോ. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് ടോപ്പിക്, മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് ആൻഡ് ബാങ്ക് റോഡ്. ഇഫ് യു ആർ റെഡി, ഐ ആം റെഡി. റെഡി ആണോ സർ? എല്ലാവരും പൊട്ടിച്ചിരിച്ചേ, എല്ലാവരും ഫ്രം ദ ഹാർട്ട്. എടാ 2:32 വിത്തിൻ ലൈക്ക് അറിയാലോ ഒരു 2:45 ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നു. ഒരു 3:30 ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ചാപ്റ്റേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാനാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണം, സ്പീഡ് കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം.
ബട്ട് സ്പീഡ് കൂട്ടുന്ന സമയത്ത് തന്നെ ഞാൻ പല രീതിയിൽ പല പെർസ്പെക്റ്റീവിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ബിക്കോസ് അറിയാലോ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പല രീതിയിൽ പല ആംഗിളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ദ എക്സാം ഈസ് ഈസി ഇറ്റ്സ് ഓക്കെ, ഇഫ് ദ എക്സാം ഈസ് ടഫ് അപ്പം പോലും നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടി പറഞ്ഞ പൊട്ടിച്ചിരിക്കുമുത്തേ എടാ 85 ലെജൻസ്, സല്യൂട്ട് ഫോർ ദാറ്റ്. സത്യം പറയാം 85 നമ്മുടെ 300 ആർമി ഒക്കെ പോലെ 85 ലെജൻസ് അത് മതിയടാ, എനിക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് ജെസിയിലെ. യെസ്, വെരി ഗുഡ്. അപ്പൊ സർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് ആൻഡ് ദ കറസ്പോണ്ടിങ് ബാങ്ക് റോഡ് ഒന്ന് ചെയ്ത് നോക്കില്ലേ സർ. എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു സാധാ ലെവൽ റോഡിൽ കാർ പോവാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പ്രഷൻ ഓഫ് സേഫ് സ്പീഡ് എത്രയാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഇതാണ് സ്ഥിരം ചോദിക്കുക. മച്ചാ ചെയ്ത് നോക്ക്. ഏറ്റവും ആദ്യം ഒരു കാർ ഒരു സർക്കുലർ മോഷനിൽ പോകുമ്പോഴാണെങ്കിൽ അപ്പൊ അതിനെ ഒരിക്കലും അപ്പുറത്തെ കണ്ടത്തിലെ ഫ്ലക്സ് ബോണ്ട് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് ഒരു അദൃശ്യനായ ഫോഴ്സ് ഉള്ളിലേക്ക് പിടിച്ചു വലിക്കണം. ആ അദൃശ്യനായ ഫോഴ്സിനെ പറയുന്ന പേരെന്താ? സർക്കുലർ മോഷനിൽ ഒരു ചെങ്ങായി ഇങ്ങനെ പോവാണെങ്കിൽ അതിന് ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അയാളുടെ ഇക്വേഷൻ ആയിരുന്നു വിച്ച് ഈസ് m ഇൻറ്റു ആ ഒരു സർക്കുലർ മോഷനിൽ പോകാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി സ്ക്വയർ ഡിവൈഡ് ബൈ എത്രയാ? റേഡിയസ്. വെരി ഗുഡ് സർ, വെരി ഗുഡ്. അപ്പോൾ ഡൗട്ട് ചോദിക്കട്ടെ, ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങനെ പൊട്ടി മുളച്ചു വരുമോ? ഇല്ല, അത് കൊടുക്കുന്ന ഒരാൾ വേണം. ഈ കേസിൽ ലെവൽ റോഡിൽ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ കാറിന്റെ ടയറും അതേപോലെ റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് മാക്സിമം ആണ് നമുക്ക് എന്തായിട്ട് കൊടുക്കുന്നത്? നമുക്ക് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഒരു വട്ടത്തെ എനിക്ക് തോന്നുന്നത് മോഡൽ 2020 ചോദിച്ച ചോദ്യം, ലെവൽ റോഡിൽ ഏത് കോമ്പണന്റ് ആണ് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? അതാണ് ഓപ്ഷൻ സി ചോദിച്ചത്. ഹൂ ഗീവ്സ് ദ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ എ ലെവൽ റോഡ്? ആരാണ് സർ? നമ്മുടെ എഫ് മാക്സിമം. ആരാ എഫ് മാക്സിമം എന്ന് വെച്ചാൽ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ്. അപ്പൊ നേരെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ആ കാറിന് നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിയാലോ. എടാ ഇതാണ് കാർ, അത് ഞങ്ങൾക്ക് അല്ലാതെ കാർ അല്ലാതെ ട്രെയിനിലൊക്കെ എല്ലാവർക്കും വരാം, ജസ്റ്റ് കിഡി. തിരിച്ചു വരാം. അപ്പൊ സർ ആ കാറിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എത്രയാ? mg. വെയിറ്റ് ഉള്ള സർഫേസും അതിന് പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന ആളെ വിച്ച് ഈസ് നോൺ ആസ് എത്രയാ? നോർമൽ റിയാക്ഷൻ. എന്നാൽ എടാ ഇപ്പൊ ഈ കാർ ഇങ്ങനെയാ പോണത്, അപ്പം അതിന്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് എഫ് മാക്സിമം വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച ഇക്വേഷൻ ആണ് എഫ് മാക്സിമം വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും? വെരി ഗുഡ്, മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ. സോ സിമ്പിൾ, അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, എത്ര ഫോഴ്സ് ഉണ്ട്? എന്റെ മക്കൾ കമന്റ് ചെയ്തേ, എത്ര ഫോഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഫോഴ്സസ്. ഇതാണ് ഫസ്റ്റ് ചോദ്യം. വാട്ട് ആർ ദ ഫോഴ്സസ്? എത്ര ഫോഴ്സ് ഉണ്ട്? എന്റെ മക്കൾ കമന്റ് ചെയ്തേ. 1 ആണോ 2 ആണോ 3 ആണോ? താഴേക്ക് mg, മോളിലേക്ക് നോർമൽ റിയാക്ഷൻ, ഉള്ളിലേക്ക് എഫ് മാക്സിമം. സാറേ 3 എണ്ണം. വാവ്. ഒന്നാരാ സർ? എഫ് മാക്സിമം. രണ്ടാമത്തെ ആരാണ് സർ? നോർമൽ റിയാക്ഷൻ. മൂന്നാമത്തെ ആരാണ് സർ? വിച്ച് ഈസ് ഈക്വൽ ടു വെരി ഗുഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു mg. അങ്ങനെയാണെങ്കിൽ വേർട്ടിക്കൽ ആയ ഫോഴ്സ് മൊത്തം ഇക്വേറ്റ് ചെയ്താലോ? എടാ താഴേക്ക് ആരാ സർ ഉള്ളത്? mg. ഓക്കെ സർ, അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്യുന്നു? mg ഈസ് ഈക്വൽ ടു മോളിലേക്ക് ആരുണ്ട്? നോർമൽ റിയാക്ഷൻ. കിടക്കട്ടെ, ഒന്നാമത്തെ കുതിരപ്പവൻ. രണ്ടാമത്തെ കുതിരപ്പവൻ എന്തോ ഈസ് ഈക്വൽ ടു എഫ് മാക്സിമം ആയിരിക്കും. അടുത്ത ഭാഗത്താരായിരിക്കും? കമന്റ് ചെയ്യണം. പിടിവാശിയല്ല. യെസ്, ആടെ കേറി വന്നാടാ. എന്തോ ഈ പോയില്ലേ? കേറി വാ, കേറി വാ. ആ ഫുഡ് വാങ്ങി തരാൻ മൊത്തം പഠിപ്പിച്ചിട്ടുള്ളൂ. വാ കേറി വാ, തപ്പി കണ്ടുപിടിക്കുക. യെസ്, തൃശ്ശൂർ ഇപ്പത്തി ഞാൻ തപ്പി കണ്ടുപിടിക്കുക. എടാ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എഫ് വെരി ഗുഡ് സർ. mv സ്ക്വയർ ബൈ ആർ. കാരണം എഫ് മാക്സിമം ആണ് അവിടെ എന്ത് കൊടുക്കുന്നത്? സെന്റിമീറ്റർ ഫോഴ്സ് കൊടുക്കുന്നത്. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? എഫ് സി വിച്ച് ഈ സെന്റിമീറ്റർ ഫോഴ്സ്. അപ്പൊ ഞാൻ സെന്റിമീറ്റർ ഫോഴ്സിന് സ്ഥാനത്ത് m ഇൻറ്റു സർ വി മാക്സിമം സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ആരാ വി മാക്സിമം? ആ കാർ അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോവാതെ മാക്സിമം സേഫ് ആയി ലെവൽ റോഡിൽ പോകാൻ പറ്റുന്ന വെലോസിറ്റി വിച്ച് ഈസ് എം വി മാക്സിമം സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സിമം എത്രയാണ് സർ? മ്യൂ എസ് ഇൻറ്റു എൻ. എടാ 1ഉം 2ഉം കിട്ടി സർ. 2/1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എടാ എം വി മാക്സിമം സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ ഹോൾ ഡിവൈഡ് ബൈ നമുക്ക് എത്ര കിട്ടും? നോർമൽ റിയാക്ഷൻ. സാറേ ഓ ആരോ കട്ടായി പോവല്ലോ സർ. ആരോ കട്ടായി പോവോ സർ. അയ്യോ എടാ എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡ് ബൈ എം ജി കേട്ടോ, ഡിവൈഡ് ബൈ എം ജി സർ. എന്നും കട്ടായി, എമ്മും കട്ടായി. ഈ ജി നേരെ മുകളിലേക്ക് പോലെ. സോ അങ്ങനെ ജി നേരെ മുകളിലേക്ക് പോവാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? എടാ കാണാൻ കഴിയുന്നില്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
V maximum square whole divided by RG. V maximum square by RG is equal to എനിക്ക് എന്ത് കിട്ടും mu s കിട്ടും. എടാ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യിപ്പിള്ളച്ച V maximum square is equal to എനിക്ക് എത്ര കിട്ടും mu s into RG. അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റുന്ന ആ കറസ്പോണ്ടിങ് ആയ മാക്സിമം വെലോസിറ്റി is equal to മാക്സിമം വെലോസിറ്റി V maximum is equal to എനിക്ക് എന്ത് എഴുതാൻ പറ്റും റൂട്ട് ഓഫ് mu into s into എനിക്ക് എത്ര കിട്ടും RG. പരിപാടി കഴിഞ്ഞോ? ഒറ്റ ചോദ്യം, ആർ എന്താ പറയും? അയ്യോ ചാലഞ്ച് ഒന്നുമില്ല. എന്താണ് ആറ്? ഇതൊരു സർക്കുലാർ പാത്ത് അല്ലേ? സർക്കുലാർ പാത്തിന്റെ ആർ എന്താ? ടാൻജന്റോ? സർക്കുലാർ പാത്തിന് ആർ എന്താ? സർക്കംഫറൻസോ? കമന്റ് ചെയ്യടാ, ഒന്ന് കമന്റ് ചെയ്ത് ഉഷാറായേ. എടാ ജസ്റ്റ് 3 മണിക്ക് 3:30 ആകുമ്പോൾ തീർക്കാൻ മുത്തേ. ഒരു ചാപ്റ്ററും കൂടി ഇല്ല, അതുകൊണ്ട് മുത്തേ എടാ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞ വെറുതെ തള്ളി പറയത്തില്ല, അതുകൊണ്ട് പറഞ്ഞ. യെസ് വെരി ഗുഡ് സർ. റേഡിയസ് ആറ് സർക്കുലാർ പാത്തിന് റേഡിയസ് ജി എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മ്യൂ എസ് എന്താ സർ? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എടാ ടഫ്, അത് ഡിപ്പെൻസ് ആണ്, നമുക്ക് നോക്കാം, നമുക്കത് ഇതാക്കാം. യെസ് എടാ അങ്ങനെയാണെങ്കിൽ മ്യൂസിന്റെ വാല്യൂ എത്ര? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സർ ക്ലിയർ ആയോ? ഇന്നടാ പിടിച്ചോ ഒരൊറ്റ ചോദ്യം. എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 18 km/h ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് എത്ര മീറ്റർ ആണ് സാറേ? 3 മീറ്റർ. വിതൗട്ട് റെഡ്യൂസിംഗ് ദ സ്പീഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് ഈസ് എത്രയാ? 0.1. വിൽ ദ സൈക്ലിസ്റ്റ് സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദ ടേൺ? ചെങ്ങായി പെയിന്റ് പോവോ? എവിടെ? കൈയിന്റെ പെയിന്റ് പോവോ എന്ന് ചോദിച്ചത്. എടാ അവൻ പോകുന്ന സ്പീഡ് എത്രയാ? 18 km/h. എടാ 18 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് 18 × 5/18. 18 കട്ടായി എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. ചെങ്ങായി പോകുന്ന പാട്ടും പാടി പോകുന്ന വെലോസിറ്റി എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ്. യെസ് എടാ അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ഒരു കുഴപ്പമില്ലല്ലോ. യെസ് എടാ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. എടാ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എന്റെ ഡൗട്ട്, ഈ ചെങ്ങായിക്ക് പോവാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വെലോസിറ്റി എത്രയാ സർ? ഒന്നെല്ലാവരും കമന്റ് ചെയ്തേ. മാക്സിമം വെലോസിറ്റി എത്രയാ? റൂട്ട് ഓഫ് എനിക്ക് എത്ര കിട്ടിയടാ? mu s into RG. എടാ റൂട്ട് ഓഫ് mu s ന്റെ വാല്യൂ എത്രയാ? 0.1 into r ന്റെ വാല്യൂ എത്രയാടാ? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 3. ജിന്റെ വാല്യൂ എത്രയാടാ? 9.8. എന്റെ മക്കൾ കമന്റ് ചെയ്ത് എത്ര ആൻസർ കിട്ടുക? ഞാൻ വെയിറ്റ് ചെയ്യാം സർ. അടിപൊളിയായി. യെസ് എടാ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. വി മാക്സിമം റൂട്ട് ഓഫ് എത്രയാ? mu s into RG. ഒന്ന് കമന്റ് ചെയ്ത്. അയ്യോ ഒന്ന് ആൻസർ കമന്റ് ചെയ്ത് സർ. വെരി ഗുഡ്. എടാ 1.22 ആണോ നോക്കിയേ? 1.7 വാല്യൂ വരിക. യെസ് ഇത്രയേ ഉള്ളൂ. 3 മാർക്കാ. ഒന്ന് പോത്തിപ്പൊരി. സത്യോ 3 മാർക്ക് ഓവർ ആക്കുന്നല്ല, 3 മാർക്ക്. പക്ഷെ കൺസെപ്റ്റ് കിട്ടണ്ടേ? എടാ ഒന്ന് കമന്റ് ചെയ്ത്. കാൽക്കുലേറ്റർ പിടിച്ചെങ്കിൽ ഞെക്കടാ. റൂട്ട് ഓഫ് എത്ര കിട്ടും? യെസ് വെരി ഗുഡ്. എടാ 9.2 നോക്കിയടാ. റൂട്ട് ഓഫ് 0.1 × 3 × 9 എത്ര കിട്ടും? യെസ് എടാ വെരി ഗുഡ് സർ. എടാ ഒന്ന് ചെയ്ത് ലാസ്റ്റ്. ഇനിയിപ്പോ നേരെ ബാങ്ക് ഓഫ് ഫ്രൂട്ട്സിന്റെ പരിപാടി കഴിഞ്ഞു. എടാ കമന്റ് ബോക്സ് എവിടെ മച്ചാ 0.1 × 3 × 9.8 കാണുന്നില്ല. എവിടെ മാക്സിമം വെലോസിറ്റിന്റെ വാല്യൂ കാണുന്നില്ലട്ടോ. വി മാക്സിമം ഇസ് ഈക്വൽ ടു സർ എത്ര കിട്ടും? അതന്നെ എവിടെയാണ് എല്ലാവരും? വെരി ഗുഡ് സർ. ജസീലെ മുക്കറത്തെ വെരി ഗുഡ് സർ. എത്ര കിട്ടും? 1.71 മീറ്റർ പെർ സെക്കൻഡ്. നോക്കിയേ എങ്ങനെ ഇരിക്കണ്? ചെങ്ങായിക്ക് പോകാൻ പറ്റുന്നത് 1.71 ആണ്. എടാ അപ്പോഴേക്കും ആൻസർ റോങ് ആണ്. അയ്യോ sin 45. എടാ sin 45 വേണ്ടല്ലോ മുത്തേ. sin 45 വേണ്ടല്ലോ. നമുക്ക് ഇത് റൂട്ട് ഓഫ് mu s RG പോരെ? sin 45 വേണ്ട കേട്ടോ. ഓക്കെ എടാ ഞാൻ ജസ്റ്റ് ഇതാക്കണ വെച്ച് പറഞ്ഞ കേട്ടോ. എടാ അങ്ങനെയാണെങ്കിൽ ചെങ്ങായിന്റെ പെയിന്റ് പോവോ? പറയടാ. സ്ലിപ്പ് ആവോ? യെസ് ഓർ നോ? എടാ ചെങ്ങായി പോണത് 5 മീറ്റർ പെർ സെക്കൻഡ് അല്ല, പോവാൻ പറ്റുന്നത് 1.71. എപ്പം പെയിന്റ് പോയി ചോദിച്ചാൽ മതി സാറേ, സ്ലിപ്പ് ആവും. എന്ത് ചോദ്യം? ദേ കിടക്കുന്ന ചെങ്ങായി എവിടെ? താഴെ അമ്മച്ചി പറഞ്ഞ കിടക്കുന്നത്. ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പോയി അത്രയേ ഉള്ളൂ. മരിച്ചീരെ പിടിക്കണം കണ്ട. യെസ് അടിപൊളിയായി കിട്ടി സർ. അപ്പോ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ? ലോസ് ഓഫ് മോഷൻ തീർത്താലോ? ബാങ്കിങ് ഓഫ് ഫ്രൂട്ട്സ്. എന്തിനാണ് ബാങ്കിങ് ഓഫ് ഫ്രൂട്ട്സ്? ചെങ്ങായിന് പോകാൻ പറ്റുന്ന വെലോസിറ്റി ഒക്കെ 1.7 മീറ്റർ പെർ സെക്കൻഡ്. നേരെ വെളുക്കും 4 ദിവസം കഴിയും. എവിടെ? 2 കിലോമീറ്റർ കിടക്കാൻ തീരുമാനമാവും. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിട്ട് കൂടുതൽ വെലോസിറ്റിയിൽ സ്കിഡ് ആവാതെ പെയിന്റ് പോവാതെ പോവാൻ വേണ്ടി നമ്മൾ ഒരു റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഇങ്ങനെ ചരിക്കുന്ന ആ പരിപാടിയെ പറയുന്ന പേരാണ് മുന്നേ എന്ത്? ലാലേട്ടനല്ല, ബാങ്കിങ് ഓഫ് ഫ്രൂട്ട്സ്. അങ്ങനെ ബാങ്കിങ് ഓഫ് ഫ്രൂട്ട്സിൽ നമ്മുടെ ആ ഒരു റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് എന്താക്കുന്നുണ്ട്? പൊക്കുന്നുണ്ട്. അങ്ങനെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് പൊക്കുന്ന ഈ ആംഗിൾ കണ്ടോ സർ? ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ആംഗിൾ ഓഫ് ബാങ്കിങ്, അല്ലെങ്കിൽ തീറ്റ എന്ന് വെച്ചാൽ. ഇതുവരെ ക്ലിയർ ആയോ സർ? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു? അല്ലല്ല, പെട്ടെന്ന് പരിപാടി കഴിയും. കാരണം ഈ
ആംഗിൾ ഓഫ് ബാങ്കിങ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആരായിരിക്കും ഒരു നെസസറി സെന്റിമീറ്റർ ഫോഴ്സ് കൊടുക്കുക? അത് ചെയ്ത് നോക്കാം, നമുക്ക് പിടിച്ചു. എൻ്റെ കയ്യിൽ സർ ഇതേപോലെ കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ശരി, ശ്രദ്ധിക്കണേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. സോ എനിക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ. എടാ ഏറ്റവും ആദ്യം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിയാലോ. കാറിന്റെ വെയിറ്റ് നേരെ എവിടേക്ക് ആക്ട് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും, W. എന്നാൽ കാറിന്റെ വെയിറ്റിന്റെ ഈക്വൽ വാല്യൂവും പക്ഷേ സർഫേസിന് പെർപെൻഡിക്കുലറുമായിട്ട് ഒരാൾ ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര പേര് കമന്റ് ബോക്സിൽ പറഞ്ഞ്? ഞാൻ വെയിറ്റ് ചെയ്യാം, കാരണം ഇത് ടൈം ലാഗ് ആവൂല, കാരണം ഇത് വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. എൻ്റെ മക്കൾ കമന്റ് ചെയ്ത് യെസ് യെസ് യെസ്. അയ്യോ നന്ദു വരാൻ പറ്റൂലേ? എടാ കടത്തി വിടില്ലാന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ പുറപ്പെട്ടില്ല, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ട? എടാ പറയണ്ടേ ചേട്ടാ, ഞങ്ങൾ ഡോർ തുറന്നിട്ട് എനിക്ക് 2 ഷവർമ്മ, ഞങ്ങൾക്ക് 2 ഷവർമ്മൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്കിടാ, 2 ഷവർമ്മൊക്കെ വാങ്ങി നിനക്ക് വേണ്ടിയിട്ട്. എടാ അടുത്ത വട്ടം വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. എടാ എടാ പഠിക്കണം മുത്തേ. യെസ് എടാ എടാ വെരി ഗുഡ് സർ. നോർമൽ റിയാക്ഷൻ അടിപൊളി സർ. കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ കാറ് വെച്ച് പോകുമ്പോ ആ കാറിന്റെ ടയറും റോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് സർ. എങ്ങോട്ടേക്ക് ആ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഉള്ളിലേക്ക് സർ. അതാണ് എത്രയാടാ? Fs മാക്സിമം. ഇത് ക്ലിയർ ആയോ സർ? വെരി ഇമ്പോർട്ടന്റ്. എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? കമന്റ് ചെയ്ത്. എടാ ലെസ് ദാൻ ഡെറിവേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ വേണ്ടത്? എടാ ഡ്രീം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് പറഞ്ഞുതരാം. എടാ ഇത് കൺസെപ്റ്റ് വെച്ചാല് ഇപ്പം ഇവൻ സേഫ് ആവണമെങ്കിൽ ഇവൻ പോവേണ്ട വെലോസിറ്റി ലെസ് ദാൻ വി മാക്സിമം ആയ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി മാക്സിമം ആയി കഴിഞ്ഞാൽ ഹി ഡു നോട്ട് എന്തായിരിക്കും? സ്കിഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇവന്റെ വെലോസിറ്റി ഇപ്പം 5 എന്നുള്ളത് 1.7 വരെ പോകാൻ പറ്റും. 1.72 ആയി കഴിഞ്ഞാൽ പോയി. അതുകൊണ്ട് പറഞ്ഞ എടാ ഡ്രീമർ നല്ല ചോദ്യം മൊത്തം, നല്ല ചോദ്യം. യെസ് യെസ് പറയാം. യെസ് എടാ യെസ് Fs മാക്സിമം ക്ലിയർ സർ. വെരി ഗുഡ്. എന്നാൽ ഇവിടെയാണ് കഥ ആരംഭിക്കാൻ പോണേ. എല്ലാവർക്കും കിളി പോകുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. എടാ ഈ Fs മാക്സിമത്തിന് എനിക്ക് 2 കോമ്പണന്റ് ആക്കാൻ പറ്റുമോ സർ? ശ്രദ്ധിക്കണേ, 2 കോമ്പണന്റ് ആക്കാൻ പറ്റുമോ? അതേപോലെ എനിക്ക് ഈ നോർമൽ റിയാക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോമ്പൗണ്ട് ഇങ്ങോട്ടേക്കും മറ്റൊരു കോമ്പൗണ്ട് ഇങ്ങോട്ടേക്കും. ശ്രദ്ധിക്കണേ സർ, ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എത്രയാ? ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാടാ? തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് ടോട്ടൽ 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ 90 തീറ്റ മൈനസ് ചെയ്തു, വിച്ച് ഈസ് 90 മൈനസ് തീറ്റ. സർ ഇത് തീറ്റ, ഇത് 90 മൈനസ് തീറ്റയാണെങ്കിൽ എന്റെ മക്കൾ കമന്റ് ചെയ്തേ, ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ തീറ്റ എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? വെരി ഗുഡ്. വിച്ച് ഈസ് ഈക്വൽ ടു സർ തീറ്റ. ഇത് ക്ലിയർ ആയോ? ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ, ഇത് ടോട്ടൽ 90 ആയതുകൊണ്ട് ടോട്ടൽ 90 തീറ്റ മൈനസ് ചെയ്താൽ ഈ ആംഗിൾ കിട്ടും, വിച്ച് ഈസ് 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ ആണെങ്കിൽ തീറ്റ, 90 മൈനസ് തീറ്റ തീറ്റ. ഇത് ക്ലിയർ ആയോ? ബാങ്കിങ് ഓഫ് ഫ്രൂട്ട്സ് പകുതി മനസ്സിലായി. സത്യം പറയും, ഓവർ ആക്കുന്നില്ല, കാരണം ഈ ഫിഗർ ആണ് വരയ്ക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ക്ലിയർ ആയോ സർ? വെരി ഗുഡ്. എടാ അങ്ങനെയാണെങ്കിൽ തീറ്റയ്ക്ക് അടുത്ത് നിൽക്കുന്ന കോമ്പൗണ്ട് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കോസ് തീറ്റ. സോ ഇതെന്താണ്? എൻ കോസ് തീറ്റ. എടാ ഇവൻ എന്താ? തീറ്റയ്ക്ക് എവേ ആയി നിൽക്കുന്ന ആള്, എനിക്ക് എന്ത് പറയാൻ പറ്റും? എൻ ഇൻറ്റു എത്രയാടാ? വെരി ഗുഡ്, സൈൻ തീറ്റ. എന്റെ മക്കൾ കമന്റ് ചെയ്ത സാറേ, ഇത് തീറ്റയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആള്, എനിക്ക് ഇയാൾ എന്ത് പറയാൻ പറ്റും? Fs മാക്സിമം ഇൻറ്റു എത്രയാടാ? കോസ് തീറ്റ. ഇയാൾ എത്രയാ സർ? Fs തീറ്റയ്ക്ക് എവേ ആയി നിൽക്കുന്ന ആള്. സോ Fs മാക്സിമം ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? സൈൻ തീറ്റ. ഒറ്റ ചോദ്യം, ഫിഗറിലെ ഓരോ ടേംസും മനസ്സിലായോ? ഓരോ ഫോഴ്സുകളും എങ്ങനെ വന്നു മനസ്സിലായോ? സത്യം പറഞ്ഞാൽ 3 ഫോഴ്സ് ഉള്ളൂ. ഒന്ന് നോർമൽ റിയാക്ഷൻ, രണ്ടാമത്തത് mg, മൂന്നാമത്തെ സർ Fs മാക്സിമം. പക്ഷേ ആ mg നോർമൽ റിയാക്ഷന് വീണ്ടും 2 കോമ്പണന്റ്, Fs മാക്സിമം 2 കോമ്പണന്റ്സ്. അതാ കൺസെപ്റ്റ്. സെറ്റ് ആയില്ലേ മുത്തേ? എന്നാ പിടിച്ചോ സർ. ഹൊറിസോണ്ടൽ ഫോഴ്സും അതേപോലെ വെർട്ടിക്കൽ ഫോഴ്സും ഇന്നാ പിടിച്ചോ. എടാ വെർട്ടിക്കലായി നിൽക്കുന്ന ഫോഴ്സ് ആരൊക്കെയാ? മുകളിലേക്ക് എൻ കോസ് തീറ്റ, താഴേക്ക് വെയിറ്റും ഉണ്ട്, Fs മാക്സിമം സൈൻ തീറ്റയും ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും സർ? വെരി ഗുഡ്. വിച്ച് ഈസ് n corresponding, yes, n cos theta is equal to എനിക്ക് എത്ര പറയാൻ പറ്റും? താഴേക്ക് വെയിറ്റ് mg പ്ലസ് എത്രയാടാ? Fs മാക്സിമം ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? സൈൻ തീറ്റ. എടാ Fs മാക്സിമത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ? എത്രയാ സർ? മ്യൂ എസ് ഇൻറ്റു എൻ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ് സാറേ. n cos theta is equal to mg പ്ലസ് മ്യൂ എസ് ഇൻറ്റു n ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? സൈൻ തീറ്റ. mg അവിടെ നിൽക്കുന്ന അത്ര ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യോ? mg is equal to mg ഒറ്റക്കാക്കാൻ വേണ്ടി n cos തീറ്റ മൈനസ് ഞാൻ എത്ര കൊടുക്കുന്നു? മ്യൂ എസ് ഇൻറ്റു n ഇൻറ്റു സൈൻ തീറ്റ. കുതിര പവൻ 1.
ക്ലിയർ ആയോ? ഞാൻ എം ജി ഒറ്റക്കാക്കി മ്യു എസ് എൻ സൈൻ തീറ്റ ഇടത്തോട്ടേക്ക് പോയി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സർ ക്ലിയർ ആയോ? ഫസ്റ്റ് വരെ കിട്ടിയവരാണെങ്കിൽ കൈ പൊക്കി. വെറും 6 സ്റ്റെപ്പ് പരിപാടി കഴിഞ്ഞു. ബാങ്കിങ് ഓഫ് ഫ്രൂട്ട്സ് കഴിഞ്ഞു. 2 പ്രോബ്ലം ചാപ്റ്റർ ഇസ് കംപ്ലീറ്റഡ്. സർ ഒന്ന് കൈപ്പൊക്കി, എല്ലാവരും ഒന്ന് കൈപ്പൊക്കി സർ. ക്ലിയർ ആയോ സർ? എം ജി ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് മ്യു എസ് എൻ സൈൻ തീറ്റ. പോരട്ടെ, കൈ പൊക്കടാ മുത്തേ. നോ തൊണ്ട, ഹാർട്ട് സെറ്റോസ്കിയർ. അത് മതിയെ സർ, അത് മതി. അടുത്ത ചോദ്യം നിങ്ങൾ എല്ലാവരും ഞാൻ കുഴപ്പിക്കാൻ പോവാ. കാരണം തീപ്പൊരി അല്ല. ഹൊറിസോണ്ടലായ ഫോഴ്സ് എഫ് എസ് കോസ് തീറ്റ, അതേപോലെ എൻ സൈൻ തീറ്റ. ശരി, അങ്ങനെയാണെങ്കിൽ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് മാക്സിമം ഇൻറ്റു കോസ് തീറ്റ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. എഫ് എസ് മാക്സിമത്തിന് എനിക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും? മ്യു എസ് ഇൻറ്റു എൻ. ആരായിരിക്കും ഇടത്തെ ഭാഗത്ത്? ശ്രദ്ധിക്കണേ, ഇത് രണ്ടും കൂടിയും ആ കാറിനെ ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. ആരായി ഫോഴ്സ്? കമന്റ് ചെയ്യണം. പെർഫെക്റ്റ് കൺസെപ്റ്റ്. ഈ 2 ഫോഴ്സ് ഉള്ളിലേക്ക് ആക്ട് ചെയ്തിട്ടാണ് അദൃശ്യനായ അമരേന്ദ്ര ബാഹുബലി ഈ ചെങ്ങായി അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോവാത്ത ഫോഴ്സ്. വെരി ഗുഡ് ജസീലെ. അയാളെ പറയുന്ന പേരാണ് സർ എന്ത്? ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ ഈ സ്റ്റെപ്പ് മനസ്സിലാക്കണം. നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ്. ശ്രദ്ധിക്കണം, നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ ബാങ്ക്ഡ് റോഡ് ആരൊക്കെയാടാ? ഈ 2 ആൾക്കാരാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് സിയും അതേപോലെ കറസ്പോണ്ടിങ് ഇതും. സോ ശ്രദ്ധിക്കണം, നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരൊക്കെയാണ്? ശ്രദ്ധിക്കണം, എഫ് സി ആരൊക്കെയാണ് സർ? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് മാക്സിമം കോസ് തീറ്റ. സർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടാ. എം ഇൻറ്റു വി മാക്സിമം സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എടാ എഫ് എസ് മാക്സിമത്തിന്റെ സ്ഥാനത്ത് മ്യു എസ് ഇൻറ്റു എൻ ഇൻറ്റു എത്ര കൊടുക്കുന്നു? കോസ് തീറ്റ. രണ്ടാമത്തെ ഇക്വേഷൻ. സർ പരിപാടി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. തള്ളുന്നല്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. എടാ സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫസ്റ്റ് ഇക്വേഷൻ. സർ കൂടെ വരണേ, ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് മാറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറയാണ്. സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ. എന്താ സർ സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞത്? എം വി മാക്സിമം സ്ക്വയർ ബൈ ആർ. സോ എം വി മാക്സിമം സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഡിവൈഡ് ബൈ ഫസ്റ്റിന്റെ എൽ എച്ച് എസ് ആർ എഴുതണ എം ജി. സോ ഡിവൈഡ് ബൈ എം ജി ഈസ് ഈക്വൽ ടു, നേരെ ഞാൻ അടുത്തിലേക്ക് എഴുതാൻ പോവാണ്, എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് എൻ കോസ് തീറ്റ. ഓക്കെ സർ, എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഇൻറ്റു എൻ ഇൻറ്റു കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ എന്ത് എഴുതണം സർ? എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് എൻ സൈൻ തീറ്റ. എൻ കോസ് തീറ്റ മൈനസ് എത്രയാണ് സാറേ? മ്യൂ എസ് ഇൻറ്റു എൻ ഇൻറ്റു സൈൻ തീറ്റ. ഞാൻ ചെറിയ ഉടായ്പ ചെയ്യാൻ പോവാം. ഉടായ്പൊന്നല്ല, നല്ല കിണ്ണം കഴിച്ച സാധന. ഞാൻ ഇതിൽ ഓരോ ടേംസിനും ഡിവൈഡ് ബൈ കോസ് തീറ്റ ചെയ്യാൻ പോവാം. എന്താ സാറേ ചെയ്തത്? ഡിവൈഡ് ബൈ കോസ് തീറ്റ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ. അയ്യവ അല്ലടാ, അതിന് മുന്നേ എന്നും 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 കട്ടായി പോവൂലേ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ സാർ? ടാൻ തീറ്റ. അങ്ങ് എഴുതു മച്ചാ. എം വി മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആ ഒരു കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആർ ഇൻറ്റു ജിയിലെ ഇതിൽ എം കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സർ ബാക്കി കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു യെസ് വി മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എനിക്ക് എന്ത് കിട്ടും? ആർ ജി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? ടാൻ തീറ്റ. എടാ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആണ്. സോ പ്ലസ് മ്യൂ എസ് ഹോൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആണ്, മൈനസ് മ്യൂ എസ് ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. സോ 1 മൈനസ് മ്യൂ എസ് ഇൻറ്റു ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ വി മാക്സിമം സ്ക്വയർ കണ്ടെത്തണം. എടാ യെസ്, എടാ ലെവൽ റോഡിന്റെ പിക്ചർ വേണം. എടാ മുത്തേ സത്യം പറയട്ടെ, രണ്ടിന് പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ആ പിക്ചർ വരച്ച് അതിന് ഫോഴ്സ് മാർക്ക് ചെയ്യണം, നിർബന്ധം. ഞാൻ ഓവർ ആക്കുന്നുണ്ടോ? എന്നാലേ നിങ്ങൾക്ക് 3 മാർക്കാണ് 1 മാർക്കായിട്ടുണ്ട്. അതായത് പിക്ചർ വരച്ച് അതിന് മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വെറും പിക്ചർ വരച്ച് ഒരു ഓടി കാർ വരച്ചിട്ട് കാര്യമില്ല. ഓടിയുടെ മുകളിൽ അംബാസിഡറിന്റെ മുകളിലോ സർ എന്ത് വേണം? ഫോഴ്സിന്റെ ഫിഗർ വേണം. അതാണ് ഇമ്പോർട്ടൻ്റ്. വെരി ഗുഡ് സർ. എടാ അങ്ങനെയാണെങ്കിൽ ആരുടെ വെരി ഗുഡ്? എന്നോട് തന്നെ, എന്നാലും വേണ്ടിയില്ല. എടാ അങ്ങനെയാണെങ്കിൽ വി മാക്സിമം സ്ക്വയർ കണ്ടെത്താനോ? ആർച്ചി വലത്തോട്ടേക്ക് പോടാ. അപ്പൊ സർ വി മാക്സിമം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർച്ചി വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആർച്ചി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ എനിക്ക് എത്ര കിട്ടുമടാ? 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. സർ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ? വെരി ഗുഡ്. വി മാക്സിമം സ്ക്വയർ, വി മാക്സിമം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ എനിക്ക് എത്ര പറയാൻ പറ്റും? 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അടിപൊളിയായി സറേ. ഈ ഇക്വേഷൻ ക്ലിയർ ആയവരാണെങ്കിൽ സറേ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു നീലാകാശം ഇപ്പടണ്ട. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മതി. 2 കേസ് നമുക്ക് വേണ്ടത്.
if there is no banking. എടാ ബാങ്കിങ് ഒന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? എടാ അത് എന്ത് റോഡാ സാറേ? വെരി ഗുഡ്, ഒരു ലെവൽ റോഡാണ്. എടാ ലെവൽ റോഡ് ആയി കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എത്രയാ? 0 ഡിഗ്രി. അതിനർത്ഥം ഇത് 0, ഇത് 0. ഇക്വേഷൻ തൊട്ട് മുന്നേ കിട്ടിയ റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി ആയല്ലേ പറ്റൂ. അതല്ലേ ഹീറോയിസം? അതാണ് ഹീറോയിസം. ഒന്ന് കണ്ടുനോക്കി. വി മാക്സിമം ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് 0 ബൈ 1 മൈനസ് 0. എത്രയാടാ? മ്യൂ എസ്. സോ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് വിച്ച് ഈസ് റൂട്ട് ഓഫ്, എനിക്ക് എത്ര കിട്ടും? മ്യൂ എസ് ആർ ജി. എങ്ങനെയുണ്ട് പരിപാടി? വി മാക്സിമം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. എടാ ലെവൽ റോഡ് സത്യം പറയട്ടെ, എന്നാ ലെവൽ റോഡ് ചിലർ പഠിക്കൂല. കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ലെവൽ റോഡ് വെച്ച് ബാങ്ക് റോഡ് വെച്ചില്ല. ഒരു മോഡൽ എക്സാമിൽ ലെവൽ റോഡ് വെച്ച് ബാങ്ക് റോഡ് വെച്ചില്ല. അതുകൊണ്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറയാം, ഓപ്പൺ ആയിട്ട് പറയാം, രണ്ടും കൂടെ സ്കിപ്പ് ചെയ്യരുത്. വേറെ അങ്ങനെ എന്ത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഈ ചാപ്റ്ററിൽ ലെവൽ റോഡ്, ബാങ്ക് റോഡ്, ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം എൻ്റെ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഡിറൈവേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം സെക്കൻഡ് ലോ, ഈ 4 എണ്ണെങ്കിലും മിനിമം പഠിക്കണം. സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശമാണെങ്കിൽ 8 മാർക്കാണ് വെയിറ്റേജ്. 8 മാർക്കാ വെയിറ്റേജ്. ഖലീഫ അതെനിക്ക് ഇഷ്ടമായി. നീലാകാശം കൊള്ളാം. എടാ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഈ 4 എണ്ണം എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും എഴുതി പോകണം. യു നോ വാട്ട് ഐ മീൻ. പിടിച്ചോ. അപ്പൊ റൂട്ട് ഓഫ് എത്രയാ? മ്യൂ എസ് ഇൻറ്റു ആർ ജി. അടുത്ത ചോദ്യം, ഇഫ് ബാങ്ക് റോഡ് ഈസ് പെർഫെക്റ്റ്ലി സ്മൂത്ത്. അതിനർത്ഥം റോഡ് നല്ല സ്മൂത്താ. സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവോ? ഇല്ല. ഫ്രിക്ഷൻ 0 ആണെങ്കിൽ മ്യൂ എസിന്റെ വാല്യൂ എത്രയാ? 0. മ്യൂ എസിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്റെ ടയർ തേയ്മാനം ഉണ്ടാവോ? ഇല്ലടാ. അതിനർത്ഥം ടയറിന് നോ വിയർ ആൻഡ് ടിയർ. എന്റെ മോനെ കാലാകാലം ടയർ യൂസ് ചെയ്യാ. അങ്ങനെയാണ് മ്യൂ എസിന്റെ വാല്യൂ 0 ആക്കി കൊടുത്താൽ ഇത് 0 ആയി, ഇത് 0 ആയി. നമുക്ക് എത്ര കിട്ടും? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. ഇങ്ങനെ ഇപ്പം കിട്ടുന്ന നോ വിയർ ആൻഡ് ടിയറിന്റെ ഈ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ഒപ്റ്റിമം വെലോസിറ്റി, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു മ്യൂ എസിന്റെ വാല്യൂ 0 ആവുന്ന വെലോസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എടാ ഇത് ക്ലിയർ ആയോ? എടാ യാസീന താങ്ക്സ് ടു. എടാ പോടാ, താങ്ക്സോ എന്ത്? കം ഓൺ മാൻ, ജസ്റ്റ് ബി കിഡിങ്. യാ സർ പൈച്ചിരിക്കാണ് സാർ എനിക്ക്. ഓക്കെ എടാ ശരി. എടാ അങ്ങനെയാണെങ്കിൽ സാർ ഓപ്പൺ വെലോസിറ്റി, ഒപ്റ്റി വെലോസിറ്റി കിട്ടിയില്ലേ? ഇന്നാ പഠിച്ചോ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഒറ്റ ഡൗട്ട് ചോദിക്കട്ടെ. Various forces acting on a car in a circular motion through a banked road is shown. Write the name of forces A and B. സർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഈ വെലോസിറ്റി കണ്ടോ? ഈ വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഒന്നെങ്കിൽ സേഫ് വെലോസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ സാറേ പെർമിസിബിൾ വെലോസിറ്റി എന്ന് പറയും. ഞാനിത് പറയാനുള്ള കാരണം, എക്സാമിന് ഫൈൻഡ് ദ പെർമിസിബിൾ വെലോസിറ്റി, ഫൈൻഡ് ദ സേഫ് വെലോസിറ്റി എന്ന് ചോദിക്കാം. അപ്പൊ കുടുങ്ങിപ്പോവും. കാരണം നമുക്കറിയില്ല. എടാ ശ്രദ്ധിക്കണം, അതാണ് രണ്ട് രീതി ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ഫോഴ്സസ് എ ആൻഡ് കറസ്പോണ്ടിങ് ബി. എടാ ഒന്ന് നോക്കിയേ സർ, എയും ബിയും നോക്കിയടാ. എടാ ഈ എ ആരാ? എത്ര പേർക്ക് പറയാൻ പറ്റും? എനെ പറയുന്ന പേരെന്താ സർ? തൊട്ട് മുന്നേ പറഞ്ഞതാണ്. എടാ ഇത് തീറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ കോസ് തീറ്റയാണെങ്കിൽ ഇതാരാടാ? വെരി ഗുഡ്, എൻ ആയിരുന്നു. സർ ബി ആരാ? 2 കോമ്പണൻസ് ഉണ്ട്. ഒന്ന് എഫ് എസ് മാക്സിമത്തിന്റെ കോസ് തീറ്റ കോമ്പണന്റും, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിന്റെ എന്ത് കോമ്പണന്റും? സൈൻ തീറ്റ കോമ്പണന്റും. ഈ 2 കോമ്പണന്റ് ആണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്? ഒരു നെസസറി, ശ്രദ്ധിക്കണം, ഒരു നെസസറി എന്ത് കൊടുക്കുന്നത്? ഒരു സെൻട്രിപിറ്റൽ എന്ത് കൊടുക്കുന്നത്? ഫോഴ്സ് ഇൻ ഏത് റോഡ്? സർ നേരത്തെ പറഞ്ഞതാണ്, ഇൻ എ ബാങ്ക്ഡ് റോഡ്. സർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം, എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 meter ഈസ് ബാങ്ക്. 300 meter എന്താണ്? F1 ട്രാക്കോ? ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 150. ഇതെന്താണ്? പൈസ 15 degree. If the coefficient of friction between the wheels of the car and road is 0.2, what is, ശ്രദ്ധിച്ചേ, ഒപ്റ്റിമം സ്പീഡ്. ഒപ്റ്റിമം സ്പീഡ്, ഒപ്റ്റിമം സ്പീഡ്, ഒപ്റ്റിമം സ്പീഡ് ഏതാ? ഇത് മ്യൂ എസിന്റെ വാല്യൂ എത്രയാ? 0. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടിയാൽ മതി. സോ വാട്ട് ഈസ് ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദ കാർ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ? സർ ഈ വാക്ക് കണ്ടോ? ഒപ്റ്റിമം എന്ന് കണ്ടോ? മ്യൂ എസിന്റെ വാല്യൂ എത്ര കൊടുക്കണം? 0. സോ വി ഒപ്റ്റിമം ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. റൂട്ട് ഓഫ് ആറിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 300. സോ 300 ഇൻറ്റു ജിന്റെ വാല്യൂ 10 കൊടുത്തോളൂ, ഇൻറ്റു ടാൻ ഓഫ് തീറ്റയുടെ വാല്യൂ എത്ര കൊടുക്കണം? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 15 degree. എടാ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കിയാൽ സർ എത്ര കിട്ടും? ആൻസർ കിട്ടും. വെരി ഗുഡ്, മീറ്റ് അപ്പ് സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ ആയ ക്വസ്റ്റ്യൻ വരാൻ പോവാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എ സർക്കുലർ ട്രാക്ക് of radius 300 meter is banked at an angle of 15 degree. Same question. സാറെ പൊട്ടത്തരം ചെയ്യല്ലേ? അല്ല, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചെയ്യണേ. മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്.
ഇവിടെ ഏത് വെലോസിറ്റിയാ? നമ്മുടെ പാരന്റ് വെലോസിറ്റി അല്ലേ? ഏതാടാ പാരന്റ് വെലോസിറ്റി? എടാ പെർമിസിബിൾ വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പാരന്റ് വെലോസിറ്റി എത്രയാ? റൂട്ട് ഓഫ് ആർ ജി, ഐ റിപ്പീറ്റ്, റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ എത്രയാടാ? 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. സർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, ആറിന്റെ വാല്യൂ എത്രയാ സാറേ? 300. തൊട്ട് മുന്നേ സെയിം ചോദ്യ. എടാ ജിന്റെ വാല്യൂ 10, ആർ ജി ഇൻറ്റു, സർ ശ്രദ്ധിക്കണേ, മ്യൂ എസിന്റെ വാല്യൂ എത്ര കൊടുക്കണം? മ്യൂ എസിന്റെ വാല്യൂ 0.2. അപ്പൊ 0.2 പ്ലസ് ടാൻ ഓഫ് തീറ്റന്റെ വാല്യൂ എത്രയാ? 15 ഡിഗ്രി ബൈ 1 മൈനസ് എത്രയാ മ്യൂ ടാൻ തീറ്റ? 0.2 ഇൻറ്റു എത്രയാ? ടാൻ 15 ഡിഗ്രി. എടാ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്കറിയാം ചിലപ്പം കിളി പോയിട്ടുണ്ടാവും, ഒപ്റ്റിമം ആയി കഴിഞ്ഞാൽ മ്യൂ എസിന്റെ വാല്യൂ 0, വിയർ ആൻഡ് ടിയർ എന്ന് കണ്ടു കഴിഞ്ഞാലും മ്യൂ എസിന്റെ വാല്യൂ 0. എന്നാൽ സേഫ് സ്പീഡ്, പെർമിസിബിൾ സ്പീഡ്, മാക്സിമം സ്പീഡ് എന്നോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരും 0 അല്ല. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. സർ ക്ലിയർ ആയോ സർ? സെറ്റോസ്കി ആണോടാ? ക്ലിയർ ഓസ്കി ആണെങ്കിൽ സാറേ പരിപാടി കഴിഞ്ഞു. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയണേ, മനസ്സ് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് റോഡിൽ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന, നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ ബാങ്ക് റോഡ്, യാ ദേ പ്രൊവൈഡ് ഓർ ദീസ് പ്രൊവൈഡ്. എടാ ഇത് എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഒരു മാർക്ക്, എടാ ഞാൻ എന്നെ അങ്ങനെ വിശ്വസിക്കാതിരിക്കല്ലേ എന്ന് പറയുന്നതല്ല, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് കോമ്പണൻസ് പ്രൊവൈഡ് എഫ് എസ് മാക്സിമം. അതായത് ഈ രണ്ട് കോമ്പണൻസ് സാറേ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സർ ക്ലിയർ ആണെങ്കിൽ എടാ ഇതുവരെ ക്ലിയർ ഒന്നും പോയിട്ടില്ല, അടിപൊളി അടിപൊളി. എടാ സെറ്റ്. എടാ ലുക്മാൻ അടുത്ത ചാപ്റ്റർ, ലുക്മാൻ എടാ ലുക്മാൻ ഇപ്പൊ വരുന്നതാണ് സുഹൃത്തുക്കളെ. യെസ് എടാ വെരി ഗുഡ്. യാസീനെ എടാ മുത്തേ, യാസീനെ കോയിത്തരം കാണിക്കല്ലേ, ഞാനോട് അപ്പേ പറയണേ, പഠിക്കൂ. ചാറ്റ വിഷയമല്ല, രസമല്ലടാ ചാറ്റ്. യെസ് എടാ വെരി ഗുഡ്. സേവ് ചെയ്യണം മറ്റേ ഫാൻസ് നീന കളി തന്നെ, പൊളി തന്നെ കേട്ടാ. എന്താ? ഓ യെസ് എടാ പോട്ടെ. എടാ റെഡി, അന്റെ പുക കണ്ട് അടങ്ങൂടാ. എടാ റെഡി. എടാ ലുക്മാനെ, എടാ എത്ര പേർക്ക് ലുക്മാനെ കാണണം നോക്കിയേ. എടാ ലുക്മാനെ കാണുന്ന പോലെ ഒന്നല്ല. ലുക്മാൻ ബിടെക് കഴിഞ്ഞ് എംടെക് കഴിഞ്ഞ് ആക്ച്വലി ഒരു കോളേജിൽ പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതൊന്നുമല്ല, ബികോം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾ അപരാധിക്കുമ്പോൾ സുഖം നോക്കുമ്പോൾ അച്ഛനെ സ്വാമി പവർ ഫോർ ദ മോഷൻ പ്ലെയിൻ. എടാ ഇതൊക്കെ ഒരു ഫണ്ണാക്കി എടുക്കണ്ട മക്കളെ. കാരണം എനിക്കറിയാലോ നമ്മൾ കുറേ ചടപറാന്നിങ്ങനെ പറഞ്ഞ് പിന്നെ ഒരു ലൈക്ക് അതല്ല, അത് ആക്ച്വലി ഒരു മൈൻഡ് കർവ് അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് മാക്സിമം 25 മിനിറ്റ്സ് ലിസൺ ചെയ്യാൻ പറ്റൂ. അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. അതാണ് ഏറ്റവും അടിപൊളി ടെക്നിക്ക് പഠിക്കുന്ന പറയും, പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയും. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ നിങ്ങൾ ആക്ച്വലി പഠിക്കുക 1/2 മണിക്കൂറായിരിക്കും. എന്നാൽ 1 മണിക്കൂർ നിങ്ങൾ 25 മിനിറ്റിന്റെ 2 ടൈമർ വെച്ച് എടുക്കുകയാണെങ്കിൽ 25 മിനിറ്റിന് ആ ടൈമർ സുനാമി വന്നാലും എണീറ്റ് പോകരുത്. ആ 25 മിനിറ്റ് ഒറ്റ ടൈമർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് ബ്രേക്ക്, അടുത്ത 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾ 50 മിനിറ്റ് പഠിച്ചേ പറ്റും. അതുകൊണ്ട് അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ സെറ്റ് ആക്കാൻ പറ്റുക. എന്തിനാ പറഞ്ഞാൽ എനിക്കല്ല. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. എടാ ലാസ്റ്റ് ചാപ്റ്റർ സർ, വിച്ച് ഈസ് ദ മോഷൻ ഇൻ എ പ്ലെയിൻ. എന്താ പഠിക്കണ്ടേ? എന്തൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത്? പ്രൊജക്ടൈൽ മോഷൻ എങ്ങനെയെങ്കിലും എഴുതി പോകണം. റേഞ്ച്, ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈ അടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ പാരലോഗ്രാം ലോ. ഇത് മൂന്നും വിട്ട കളിയില്ല. ഓക്കെ ആണല്ലോ? ഇത് മൂന്നും വിട്ട കളിയില്ല. അപ്പൊ സാറേ അങ്ങ് തുടങ്ങാം. ഏറ്റവും ആദ്യം വെക്ടേഴ്സിനെ വെച്ചങ്ങ് തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം, 1 മാർക്കിന് സ്കേലാറോ വെക്ടറോ അല്ലെങ്കിൽ ഏത് നൾ വെക്ടറോ ഈക്വൽ വെക്ടറോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടറോ ഈ ടൈപ്പ് ഓഫ് വെക്ടേഴ്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദ്യങ്ങൾ നോക്കുക തീപ്പൊരി. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് എ വെക്ടർ ഇഫ് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഈസ് സ്കേലാർ. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻടു സ്കേലാർ ആൻഡ് വെക്ടർ. ഓ എല്ലാം തന്നിട്ടുണ്ടല്ലോ. എടാ ഓപ്ഷൻ എ ഫോഴ്സ്. സർ എന്ത് ക്വാണ്ടിറ്റിയാ? എസ് ആണോ വി ആണോ? ഫോഴ്സ് സർ എന്ത് ക്വാണ്ടിറ്റി? ചോദ്യം എന്ത്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി. ആംഗുലാർ മൊമെന്റം സർ എന്ത് ക്വാണ്ടിറ്റി? ഒരു വെക്ടർ ക്വാണ്ടിറ്റി. ടൈം എന്ത് ക്വാണ്ടിറ്റി? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. എത്ര പേർക്ക് പറയാൻ പറ്റുമെടാ? വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാ സാറേ? വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാ? എന്റെ മക്കൾ പറഞ്ഞു സർ വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാ? വെരി ഗുഡ്. വർക്ക് ഈസ് ഓൾസോ എന്ത് ക്വാണ്ടിറ്റി സാറേ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. അടിപൊളി അടിപൊളി സർ, വെരി ഗുഡ്. ക്ലിയർ ആയി സർ. ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ വേണം നിർബന്ധ. എന്നാൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് എ നൾ വെക്ടർ or zero vector? Give any two properties. എന്താ സർ നൾ വെക്ടർ എന്ന് വെച്ചാൽ? പലർക്കും കൺഫ്യൂഷനാ. എടാ ഞാനിപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പേന ഞാൻ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ സർ എറിയുന്നു. എറിയുമ്പോൾ ഒരു 4 മീറ്റർ പെർ സെക്കൻഡ് 4 3 2 1 ടോപ്പ് പോസ്റ്റ് പോയിന്റിൽ ഇതിന്റെ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാ? 0. എന്നാൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ?
ഡയറക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, തമ്പുരാനറിയാം, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ പറയാൻ പറ്റൂല. അങ്ങനെ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ഉള്ളിൽ ഒന്നുമില്ല സാറേ, നള്ളാണ്. അങ്ങനെ 0 മാഗ്നിറ്റ്യൂഡും പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ പറയാതെ എവിടേക്കെങ്കിലും ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് വെക്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് നൾ വെക്ടർ അല്ലെങ്കിൽ 0 വെക്ടർ. ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു ബോഡി ഇനീഷ്യൽ പൊസിഷൻ റിട്ടേൺ ചെയ്യുന്ന കേസ് ആവട്ടെ, അല്ലെങ്കിൽ ടു ടോപ്പ് മോസ്റ്റ് പോയിന്റ് എ ബോഡി ത്രോൺ അപ്വേർഡ്, ഇതൊക്കെ നൾ വെക്ടറിന്റെ കേസാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വാട്ട് ആർ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 0 വെക്ടർ? ഗിവ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഫിസിക്സ്. സാറേ കാര്യമായ സിഗ്നിഫിക്കൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? സർ എല്ലാവരും എന്നോട് ആദ്യം വേണ്ട സാധനം യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? സർ എന്റെ മക്കൾ കമന്റ് ചെയ്ത് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ഒന്ന് പറഞ്ഞേടാ. മാഗ്നിറ്റ്യൂഡ് സർ ഒന്നായി കഴിഞ്ഞാൽ വെരി ഗുഡ്, ഒരു യൂണിറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. സോ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, എനിക്ക് എത്ര പറയാൻ പറ്റും? 1 യൂണിറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ് ജസീലെ. സർ അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇങ്ങനെ യൂണിറ്റ് വെക്ടറിന് ചറപറ ഉണ്ടോ? ചറപറ ഇല്ല. അങ്ങനെ എക്സ് ആക്സിലൂടെയും അതേപോലെ വൈ ആക്സിലൂടെയും അതേപോലെ സെഡ് ആക്സിലൂടെയുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റീവ്ലി പറയുന്ന പേരാണ്. എക്സ് ആക്സിലൂടെ യൂണിറ്റ് വെക്ടറിനെ ഐ ക്യാപ്പ് എന്നും വൈ ആക്സിലൂടെ യൂണിറ്റ് വെക്ടറിനെ ജെ ക്യാപ്പ് എന്നും സെഡ് ആക്സിലൂടെ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കെ ക്യാപ്പ് എന്നും പറയുന്നു. സാറേ ഐയും ജെയും കെയും തമ്മിൽ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി അല്ലേ? അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന, മ്യൂച്വലി 90 ഡിഗ്രി ആയി നിൽക്കുന്ന എക്സിലൂടെയും വൈയിലൂടെയും സെഡിലൂടെയും യൂണിറ്റ് വെക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർത്തോഗണൽ. എന്താ തോന്നിയ ഏർന്നോന്ന് വരുന്നുണ്ട്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ. ഒരു ഇത് പഠിക്കട്ടോ അങ്ങോട്ടായി. അതായത് മോനെ നോക്കിക്കോ മോനെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഈ ഫിസിക്സ് എന്തായാലും പഠിക്കണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മെഡിക്കലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ അതല്ലെങ്കിൽ സയൻസ് ഏത് ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ IJK വരും. നിങ്ങൾ അതായത് ചെറിയ ക്ലാസ്സിൽ കൂട്ടാൻ WB പോട്ടെ, അത് ഈക്വൽ അല്ലേ? WB പോട്ടെ എടാ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ കൂട്ടാനും കുറയ്ക്കാൻ പഠിച്ച പോലെ തന്നെ ഇയാളെ പഠിക്കുക കേട്ടോ, ആ സീരിയസ്നെസ്സിൽ. അതായത് പോസിറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഐ ക്യാപ്പ് ആയിരിക്കും. അപ്പൊ ഇനി നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിലോ അതേതായിരിക്കും? മൈനസ് ഐ ക്യാപ്പ് ആയിരിക്കും കേട്ടോ. സോ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ കൂടി. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സ് പോവുകയാണെങ്കിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഐ ക്യാപ്പ് യൂസ് ചെയ്യും. സോ നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ മൈനസ് ഐ ക്യാപ്പ്, ഈ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. സോ അങ്ങോട്ട് ഐ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തുണ്ട്? നെഗറ്റീവ് എക്സ് ആക്സിൽ മൈനസ് ഐ ഉണ്ട്, അതും കൂടി നോക്കാം കേട്ടോ. റെഡി സെറ്റ് അല്ലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇത് പഠിച്ചില്ലേ? അപ്പൊ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം പെർപെൻഡിക്കുലർ എന്നുള്ള കേട്ടോ. ഇവരെല്ലാവരും പരസ്പരം പെർപെൻഡിക്കുലർ. ഇനി യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും കേട്ടോ. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഫോർ ഇക്വാലിറ്റി ഓഫ് 2 വെക്ടേഴ്സ്? വാട്ട് ആർ ദ കോർഡിനേഷൻ കണ്ടീഷൻ ഫോർ ഇക്വാലിറ്റി ഓഫ് 2 വെക്ടേഴ്സ്? സോ രണ്ട് വെക്ടർ ഈക്വൽ ആവണമെങ്കിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അയാൾക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഡയറക്ഷൻ മാത്രം ഈക്വൽ ആയാൽ മതിയോ? പോരാ. മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയിട്ട് കാര്യമുണ്ടോ? അതും കാര്യമില്ല, രണ്ടും സംഭവിക്കണം കേട്ടോ. സോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ 2 വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. സോ സെയിം ഡയറക്ഷൻ ആയിരിക്കണം, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അടുത്തത് പൊസിഷൻ വെക്ടർ ഓഫ് ആർ. വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ. ഫുഡ് ക്ലാസ് എടുത്തോ, ഞാൻ കഴിക്കാം. വേണ്ടോ? എന്നോട് ക്ലാസ് എടുത്തോന്ന് പറഞ്ഞിട്ട് അണ്ണ ഫുഡ് കഴിക്കുക. എടാ ക്ലാസ് എടുത്തോ? വാടാ എടുത്തോ ക്ലാസ് എടുത്തോ. അണ്ണൻ നല്ല മൂഡ് തന്നെയല്ലേ? നല്ല അടിപൊളി ചിക്കൻ റാപ്പ്, ഇതേതാ ജ്യൂസ്? പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, വൈബ് എന്നല്ലേ? എടാ നിങ്ങൾ ഇതേപോലെ ഞങ്ങളെ ക്ലാസ് കണ്ടുകൊണ്ട് കഴിച്ചോട്ടാ. പൊസിഷൻ വെക്ടർ ആർ ഓഫ് എ പാർട്ടിക്കിൾ പി ഈസ് ലൊക്കേറ്റഡ് ഇൻ XY പ്ലെയിൻ ഇൻ ഷോൺ ദി ഫിഗർ. അപ്പൊ XY പ്ലെയിനിലാണ് ഉള്ളത്. റെഡി? അങ്ങനെയാണെങ്കിൽ റീഡ്രോ ദ ഫിഗർ ബൈ ഷോയിങ് ദ റെക്ടാങ്കുലാർ കമ്പോണൻസ്. സോ റെക്ടാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്നെ സാറ് പഠിപ്പിച്ച എപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ച സാർ എങ്ങനെ പഠിപ്പിച്ച റെക്ടാങ്കുലർ കമ്പോണന്റ് ആക്കാന്നാണ്. ഇതാ ഈ വെക്ടറെ പിടിച്ച് തുറന്നിട്ട് എന്ത് ചെയ്യുക? 2 പീസ് ആക്കുക. സോ ഒരു വെക്ടറെ തുറക്കാന്ന് സാറ് പഠിപ്പിച്ചത്. അങ്ങനെ കറക്റ്റ് സയന്റിഫിക് ഒന്നുമല്ല, പക്ഷെ ബേസിക്കലി വെക്ടർ എന്ത് ചെയ്യാണ്? 2 പീസ് ആക്കുക. ഇങ്ങനെയുള്ള വെക്ടറെ പിടിച്ച് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ആക്കി. അപ്പൊ ഒന്നിങ്ങനെ എക്സ് ആക്സിൽ, അതായത് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കൽ അല്ലെ. അപ്പൊ വെക്ടറെ പിടിച്ച് തുറന്നു. ഒന്ന്
ഹൊറിസോണ്ടൽ ആയിട്ടും ഒന്ന് വെർട്ടിക്കൽ ആയിട്ടും. ഇതാണ് ബേസിക്കലി റെക്ടാങ്കുലർ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്സ് ആക്സുമായിട്ട് മാർക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ സാധാരണ തീറ്റ എന്ന് മാർക്ക് ചെയ്യാറ് കേട്ടോ. വൈ ആക്സുമായിട്ട് തീറ്റ എഴുതാറുണ്ട്, പക്ഷെ നമ്മൾ സാധാരണ എഴുതാറ് എക്സ് ആക്സുമായിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിരിക്കും എക്സ് ആക്സിസിൽ അതിനെ ആർ എക്സ് എന്നാ, നീ എന്താ ആർ എക്സ് എന്താ പഠിപ്പിക്കല്? ആർ എക്സ് തന്നെ എഴുതല്. കാരണം വെക്ടർ ആർ എന്നല്ല പറഞ്ഞ, വെക്ടർ ആർ എന്ന് തന്നെ പറഞ്ഞേ. വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ് കമ്പോണന്റ് ആർ എക്സ് ഈസ് ഈക്വൽ ടു, അത് എത്ര ആയിരിക്കും? എക്സ് കമ്പോണന്റ്, അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി ആർ കോസ് തീറ്റ, വേർ ആർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഇതാണ് കേട്ടോ ഹൊറിസോണ്ടൽ എന്ന് പറയാ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഹൊറിസോണ്ടൽ. അതേപോലെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ആരാടെ വെർട്ടിക്കൽ? വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്. ഇറ്റ് ഈസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് അതേതായിരിക്കും? അത് ആർ വൈ ആയിരിക്കും, അത് ആർ സൈൻ തീറ്റ. ഇതാണ് നിങ്ങൾ എ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ എ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. അടുത്ത് റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണന്റ്. റെക്ടാങ്കുലർ കമ്പോണന്റ് യൂസ് ചെയ്തിട്ട് ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ എഴുതാൻ. അപ്പൊ തീർന്നില്ല, ഇത് ഇതിന്റെ ആ ഒരു എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം. അതായത് ഈ ഒരു നീളമാണ് മോനെ ആർ കോസ് തീറ്റ. ഈ ഒരു നീളമാണ്, ആ ഒരു മാഗ്നിറ്റ്യൂഡാണ് ആര്? ആർ സൈൻ തീറ്റ. അപ്പൊ ഇത് ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ തരുന്നുള്ളൂ അല്ലെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ തരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിന് എന്തും കൂടി ചെയ്യണം? അതിന്റെ കൂടെ അതിന്റെ യൂണിറ്റ് വെക്ടർ ഡയറക്ഷനും കൂടി കൊടുക്കണം. അതായത് നീളം ഇതിൽ കിട്ടി, എക്സ് ആക്സിൽ എത്ര നീളം ഉണ്ട്, എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് ആർ കോസ് തീറ്റ കണ്ടാൽ മതി. വൈ ആക്സിൽ എത്ര മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്താ ഈ ആർ സൈൻ തീറ്റ കണ്ടാൽ മതി. പക്ഷെ അതിന് ഡയറക്ഷൻ സെൻസ് കൊടുക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ഐ ജെ ഒക്കെ കൊടുക്കണം. സോ അതിന് നിങ്ങൾ വേണ്ടി വെക്ടർ ആർ ഈസ് ഈക്വൽ ടു, ആദ്യം എക്സ് ആക്സിൽ എത്ര നീളം, എക്സ് ആക്സിൽ എത്ര നീളം? ആർ കോസ് തീറ്റ ഇൻറ്റു അതിന്റെ ഡയറക്ഷൻ. അത് ഏത് ഡയറക്ഷനാ? പോസിറ്റീവ് എക്സ് ആക്സ് അല്ലേ? പോസിറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ അത് ഏത് ഡയറക്ഷനാ? ഐ ക്യാപ്പിന്റെ ഡയറക്ഷനാ, ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ഇനി ആര്? അപ്പൊ ഇനി എക്സ് ആക്സിൽ ആരും ഇല്ല, ഇനി വൈ ആക്സിൽ അല്ലെ, വൈ ആക്സിൽ ആരാ മോനെ പറടാ? ആർ സൈൻ തീറ്റ. തീർന്നോ? ഇല്ല, അതിന്റെ കൂടെ അതിന്റെ ഡയറക്ഷൻ. അയാൾ വൈ ആക്സ് പോസിറ്റീവ് വൈ ആക്സ് എന്ന് പറയാൻ എന്ത് വേണം? നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഡയറക്ഷൻ ഏതാ? ഈ ഡയറക്ഷൻ അല്ലേ ജെ ക്യാപ്പ്, ഈ ഡയറക്ഷൻ അല്ലേ ജെ ക്യാപ്പ്. അപ്പൊ ഇൻറ്റു ജെ ക്യാപ്പ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് കേട്ടോ എഴുതാ. കിട്ടിയ ആൾക്കാർ പച്ച കത്തിച്ച പച്ച 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 പോരട്ടാ, പച്ച പിടിക്കട്ടെ. നമ്മളെ ലൈവും നിങ്ങളും ഒക്കെ പച്ച പിടിക്കട്ടെ കേട്ടോ. റെഡി സെറ്റ്. പച്ചകൾ വരട്ടെ പച്ച. റെഡി. അപ്പൊ ഇനി തിരിച്ചു കഴിഞ്ഞാലും ആർ സൈൻ തീറ്റ ഐ ക്യാപ്പ് പാടില്ല കേട്ടോ. ആർ കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് ആർ സൈൻ തീറ്റ ജെ ക്യാപ്പ് തന്നെ എഴുതണം കേട്ടോ. തിരിച്ചു എഴുതുന്ന പരിപാടിയില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ആർ സൈൻ തീറ്റ ഐ ക്യാപ്പ് എന്ന് എഴുതിയാൽ തെറ്റിപ്പോയി, ആർ കോസ് തീറ്റ ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. നോട്ട് പോസിബിൾ. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ തീറ്റ മറ്റേതായിട്ട് എടുക്കണം, പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. ഇതെന്താ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ? സ്ട്രേറ്റ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഒന്നുമില്ലടാ, നമുക്ക് നമ്പേഴ്സിനെ 2 + 3 കൂട്ടാം. ഒന്നുമില്ല, 2 3 കൂട്ടിയാൽ 5 കിട്ടും, അത് മതി. 2 3 കൂട്ടിയാൽ 5 കിട്ടും. ഇനി മോനെ ഒരു വെക്ടർ ഇതാ എ എന്നുള്ളൊരു വെക്ടർ, എ എന്ന് പറഞ്ഞ വെക്ടർ. ഓക്കെ, ഇയാളെ കിടന്നോ നല്ല ഫുഡ് അടിച്ച് കിടക്കണോ നോക്കി. എ എന്ന് പറഞ്ഞ വെക്ടർ ബി എന്ന് പറഞ്ഞ വെക്ടറിനോട് ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ വിചാരിക്കും. ഇയാളെ കൂട്ടാൻ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്പർ പോലെ കൂട്ടാൻ പറ്റില്ല, കാരണം അവർക്ക് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ കൂട്ടാൻ നമുക്ക് പല വഴികളുണ്ട്, അതിൽ ഒരു വഴി മാത്രമാണ് മോനെ ട്രയാങ്കുലർ ലോ. വീണ്ടും പറയാണ്, കൂട്ടാൻ നമുക്ക് പല വഴികളുണ്ട്. ഓക്കെ, ട്രയാങ്കുലർ ലോ ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉണ്ട്, ഏതെങ്കിലും പ്രകാരം മതി. അപ്പൊ ഒന്ന് കൂട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 വെക്ടേഴ്സിന് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിളിലെ 2 അഡ്ജസന്റ് സൈഡ്സ് ആക്കാം, 2 സൈഡ്സ് ആക്കാം. അതെങ്ങനെ അറിയാക്കേണ്ടി? എനെ ബിനോടാണ് കൂട്ടുന്നെങ്കിൽ, അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൂട്ടുന്നെങ്കിൽ എന്റെ തലയിൽ ബിന്റെ വാല് വെക്കണം. അപ്പൊ എന്റെ തല എവിടെ? എന്റെ തലതാ റെഡി. എന്റെ ഹെഡ് എവിടെ? ഇത് അവിടെ ബിന്റെ വാല് വെക്കണം അല്ലെ. അപ്പൊ ബിന്റെ ടെയിൽ അവിടെ വെക്കാം. റെഡി. ഇപ്പൊ ഒരു ട്രയാങ്കിളിൽ ഇതായി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണേ, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്റെ തലയിൽ ബിന്റെ വാല്. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്റെ തലയിൽ ബിന്റെ വാല് വെക്കണം ട്രയാങ്കുലർ ലോ പ്രകാരമെങ്കിൽ. അങ്ങനെയാണ് തിരിച്ചാലോചിച്ച് നോക്കടാ, ബി പ്ലസ് എ എന്ന് പറഞ്ഞാലോ ബിന്റെ തലയിൽ എന്റെ വാല് വെക്കണം അല്ലെ. ഇപ്പൊ നിലവിൽ നമുക്ക് എ പ്ലസ് ബി മതി. ഇപ്പൊ ഇത് ട്രയാങ്കിൾ ആയോ? ഇല്ല. ട്രയാങ്കിൾ ആവാൻ എന്ത് വേണം? ട്രയാങ്കിൾ ആവാൻ വേണ്ടി 3rd സൈഡ് വരയ്ക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഒരാളെ തലയിൽ മറ്റാളെ വാല്, ഹെഡ് ടൈൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ അത് സെയിം ഓർഡർ, അത് റിവേഴ്സ് ഓർഡർ അല്ല, ദാറ്റ് ഈസ് സെയിം ഓർഡർ. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചില്ലേ നീ?
സെയിം ഉണ്ട് അല്ലേ? സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരാളെ തലയിൽ മറ്റാളെ വാലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ, അതായത് വാലും വാലും തലയും തലയും. സോ സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ തലയും വാലും ആണ്. റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ തലയും തലയും വാലും വാലും. അപ്പൊ തേർഡ് സൈഡ് ഞാൻ ഇങ്ങനെ വരച്ചതാ. ഇതാണ് മോനെ എന്ത്? എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ. അതിനെ നമ്മൾ റിസൾട്ടന്റ് വെക്ടർ ആർ എന്ന് വിളിക്കും. സോ അതാണ് റിസൾട്ടന്റ് വെക്ടർ. ഇനി പറഞ്ഞേ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ്, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡിന്റെ റിവേഴ്സ് ഓർഡർ വിൽ ഗിവ് ദ, അത് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയാൽ മതി. ഇത് പഠിച്ചോ? ട്രയാങ്കിളുള്ള പഠിച്ചില്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതെന്താ? അയ്യോ പേടിച്ചു. ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ ആകെ പേടിച്ചു. എന്റെ കണ്ണൊക്കെ മഞ്ഞൾ, ഞാൻ വെയിലത്തുനിന്ന് വരാം. Find the magnitude and direction of the resultant of two vectors A and B in terms of their magnitude and angle theta between them. ഇത് കണ്ടാൽ എനിക്കറിയാം സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതെന്ത് തേങ്ങയാന്നൊക്കെ നോക്കൂ അല്ലെ. ബേസിക്കലി എന്താണ് ഉദ്ദേശിച്ചത്? ഇത് പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് ഈ റിസൾട്ടന്റ് എന്ന് പറഞ്ഞ വെക്ടർ ഇല്ലേ, റിസൾട്ടന്റ്, ഇവർക്കിടയിലുള്ള ആംഗിൾ കാണാനാ, ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എന്താ അപ്പോ അത് റിപ്പീറ്റേഷൻ മനസ്സിലായി. അപ്പൊ അതെന്താ അറിയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ റിസൾട്ടന്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പാരലോഗ്രാം നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ വെക്ടർ എ. വെക്ടർ ബി നമ്മൾ നേരത്തെ ചെയ്ത വെക്ടർ ബി ഇല്ലടാ, ഈ വെക്ടർ ബി ഇല്ലേ, ആ വെക്ടർ ബി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പാരലോഗ്രാം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? നേരത്തെ എന്റെ തലയിൽ ബീന്റെ വാല് കൊണ്ടുവച്ചു. നേരത്തെ എ പ്ലസ് ബി ചെയ്തപ്പോൾ എന്റെ തലയിൽ ബീന്റെ വാല് കൊണ്ടുവച്ചു. അതാണ് ട്രയാങ്കുലർ ലോ പറയാം അല്ലെ. എന്നാൽ ഇവിടെ പാരലോഗ്രാം ആക്കാൻ എന്റെ വാലില്, അതായത് ബേസിക്കലി രണ്ട് വെക്ടേഴ്സും ഒരു സെയിം പോയിന്റ് ഒറിജിനേറ്റ് ആണ്. ശരിക്കും അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ തലയും വാലും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നേ ഉള്ളൂ. ശരിക്കും അതിന്റെ കൺസെപ്റ്റ് ഇതാണ്. ഒരു സെയിം പോയിന്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ, ഒരു സെയിം പോയിന്റ് എന്ത് ചെയ്യുക? ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ എന്ത് ചെയ്യുക? രണ്ട് വെക്ടേഴ്സിനെ വരച്ചു. കണ്ടോ? കോമൺ പോയിന്റ് എന്നല്ലേ രണ്ടുപേരും വരച്ചേ. അപ്പൊ അതിനെങ്ങനെയും വേണം പറയാ? എന്റെ ടെയിൽ ബീന്റെ ടെയിൽ എന്ന് പറയാം. അതായത് റിവേഴ്സ് ഓർഡറിലാന്ന് പറയാം അല്ലെ. ഇപ്പൊ എന്താണ്? ഒരു പാരലോഗ്രാം ആയോ? ഇല്ല. പാരലോഗ്രാം ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്തു? സൈഡ്സ് ഇങ്ങനെ ഇമാജിൻ ചെയ്തു. റെഡി. ഇങ്ങനെ ഇമാജിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇയാൾക്ക് രണ്ട് ഡയഗണൽ ഉണ്ട്. ഒന്നാമത്തെ ഡയഗണൽ ഇതായിരിക്കും, ഒന്നാമത്തെ ഡയഗണൽ ഇതായിരിക്കും. സോ രണ്ട് ബോഡി ഡയഗണൽ ഉണ്ട്, ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. സോ കോമൺ പോയിന്റിൽ നിന്ന്, ഏത് കോമൺ പോയിന്റ്? ഇവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്ത കോമൺ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിരിക്കണം അതിന്റെ റിസൾട്ടന്റ് ഡയഗണൽ, അവർ റിസൾട്ടന്റ് വെക്ടർ. സോ ദിസ് വിൽ ബി ഇറ്റ്സ് എ പ്ലസ് ബി. എ പ്ലസ് ബി അതെന്നാണ് എന്ത്? റിസൾട്ടന്റ്. അതിനാണ് നമ്മൾ വിളിക്കുക റിസൾട്ടന്റ്. എടാ നേരത്തെ സെയിം ആൻസർ നോക്ക്. ട്രയാങ്കുലറിൽ എന്താണ്? എ ബി. റിസൾട്ടന്റ് എങ്ങനെ? അങ്ങനെ. ഇപ്പൊ പാരലോഗ്രാം വെച്ചിട്ട് എ ബി, റിസൾട്ടന്റ് എങ്ങനെ? സെയിം. ഒരു മാറ്റം ഉണ്ടോ? ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മക്കളെ, ട്രയാങ്കുലർ ലോയിൽ നോക്ക് എയും ബിയും ആഡ് ചെയ്ത് റിസൾട്ടന്റ് എങ്ങനെ? എ പ്ലസ് ബി എങ്ങനെ? ഇത് അങ്ങനെ അല്ലെ. ഇവിടെ നോക്ക് എ ബി, ഇത് പാരലോഗ്രാം വഴിയാ. റിസൾട്ടന്റ് നോക്ക് എ പ്ലസ് ബി എങ്ങനെ? ഇത് അങ്ങനെ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? രണ്ടും സെയിം ആട്ടോ. സോ എത്ര പേർക്ക് ക്ലിയർ ആണ്? എത്ര പേർക്ക് ക്ലിയർ ആയി? ട്രയാങ്കുലർ ലോയും പാരലോഗ്രാമും എന്താണ്? ഒരേ കാര്യത്തിന്റെ രണ്ട് ഡിഫറെന്റ് മെത്തേഡാ. എയിൽ നിന്ന് ഒരു സംഭവം കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് മാത്രമാണ് ഇയാൾ. ഇനി നമ്മളോട് പറയാണ്, യെസ്, ഓ എന്റെ മോനെ ടെക്സ്റ്റ് ഫുൾ പ്രിപ്പയർഡാ, ഫുൾ സാധനങ്ങളുണ്ട്. നോക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് അങ്ങനെയുള്ളതാ. കണ്ടോ? എ എന്ന് പറഞ്ഞ വെക്ടർ, ബി എന്ന് പറഞ്ഞ വെക്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്, പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എ ക്യൂ എന്നൊക്കെ കുറെ പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും പേര് കണ്ടാൽ കുട്ടിയെ കൺഫ്യൂഷൻ ആവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പേടിയും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എ, ഇത് ബി. എന്നിട്ട് എന്ത് ചെയ്യുക? ക്യൂ ആർ ഇല്ലേ? ആറ് ഇവിടെ ഉണ്ട്. ഇതാണ് ആറ്. അപ്പൊ ക്യൂ എസ് എൻ പി എന്ന് കൊടുത്താൽ മതി. തീർന്നു. ഇനി ആംഗിൾ മാർക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നമ്മളിതാ ഇവിടെ തന്നെ പഠിക്കണം. ഈ ആംഗിൾ ഇല്ലേ, നമ്മളുടെ വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ഇല്ലേ, ഈ വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ഇതാ, ഈ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യട്ടോ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടേഴ്സിന്റെ ഇടയിൽ. അതെപ്പോ അവരെ ടെയിൽ അല്ലെ കോമൺ പോയിന്റ് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള ആംഗിളാണ് തീറ്റ. റെഡി. അതാണ് ഇവിടെ ഉള്ള തീറ്റ. ഇവിടെ കാണാം, നിങ്ങൾക്ക് തീറ്റ എന്ന് കാണാം. സിമിലർലി വേറെ ചില ആംഗിൾസും കൂടി കൊടുക്കും. അതായത് നമ്മളുടെ റിസൾട്ടന്റും വെക്ടർ എയും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. ഓക്കെ, ആൽഫ. ബീറ്റ എന്നുള്ളൊരു ആംഗിൾ അവിടെ ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ വേണമെന്നില്ല, അവിടെ നിൽക്കട്ടെ. ബീറ്റ ഇപ്പൊ വേണമെന്നില്ലല്ലോ, വേണ്ട. അപ്പൊ ആൽഫ ആവശ്യമില്ല, ഇപ്പൊ ആവശ്യമില്ല. റെഡി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി എന്താ ഈ ആർ എന്ന് പറഞ്ഞ ഇതിന്റെ ലെങ്ത് കാണാതാ, ഇയാളുടെ ലെങ്ത് കാണാതാ. ഇതിന്റെ ലെങ്ത് എങ്ങനെയാ കാണുക? സിമ്പിൾ ആയിട്ട് ആലോചിക്കടാ. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് സങ്കല്പിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇത് കത്തുള്ളൂ. നോക്ക്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഇതാരാ ബേസ്, ഇതാരാ ആൾട്ടിറ്റ്യൂഡ്. മോനെ ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡ് അല്ലെ. അപ്പൊ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ പറയാ, ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു, ഒറ്റയടി എഴുതാൻ പറ്റും. അതായത് ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു, ഒറ്റയടി എഴുതിക്കോ. പോയാ ഇല്ല അല്ല, ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഓർ ഹൈറ്റ് സ്ക്വയർ എന്നല്ലേ. ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ ഏതാ ഹൈപ്പോട്ടനസ്? ഏതാ? ഇതാണ് ഹൈപ്പോട്ടനസ്. ഈ നീളത്തിന് വിളിക്കുന്ന പേരാണ് റിസൾട്ടന്റ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ. എത്ര ആണ് മോനെ? ഈ നീളല്ലേ നമ്മളുടെ വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് a. ഈ നീളല്ലേ വെക്ടർ ഇതിന്റെ a. തീർന്നോ? പോരാ, അതിന്റെ കൂടെ ചെറിയൊരു കുഞ്ഞി പീസ് ഇല്ലേ, ഒരു കുഞ്ഞി പീസ്. ഈ പീസ് എത്ര ആയിരിക്കും ആഷിഖ് സാറേ? ഈ പീസിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും അറിയോ? ബി കോസ് തീറ്റ ആയിരിക്കും. അതെങ്ങനെ അറിയുന്നേ? നമ്മൾ എന്ത് ചെയ്യാ അറിയോ? ഈ ബി എന്നുള്ള വെക്ടറിനല്ലേ, ഇത് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരേക്ക്. ഈ ബി എന്നുള്ള വെക്ടർ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഷിഫ്റ്റ് ചെയ്ത്. എന്തൊരു മറ്റേ പരിപാടി ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? തുറക്കുന്ന പരിപാടി ഓർമ്മയില്ലേ? തുറക്കുന്ന പരിപാടി ബീനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുറന്നു. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇത് ബി കോസ് തീറ്റ. ഈ നീളം എത്ര ആയിരിക്കും? ബി കോസ് തീറ്റ. അപ്പൊ ഈ നീളം എത്ര ആയിരിക്കും? ബി സൈൻ തീറ്റ. റെഡി. അപ്പൊ ഇത് ബി കോസ് തീറ്റ. അപ്പൊ ഇത് എത്ര ആയിരിക്കും സാറേ പറ, എത്രയായിരിക്കും? അത് ബി സൈൻ തീറ്റ ആയിരിക്കും. കത്തിയോ? ഒറ്റ ഫിഗറിൽ കിട്ടും. നോക്കിക്കോ. ഈ നീളം എന്തായിരിക്കും? ഈ നീളം എ. ഈ നീളം എന്തായിരിക്കും? എടാ ആലോചിച്ച് നോക്കടാ. ഈ ബീനെ പിടിച്ച് അങ്ങോട്ടാക്കി. അപ്പൊ തുറക്കുമ്പോ എന്തായിരിക്കും? ഈ നീളായിരിക്കും ബി കോസ് തീറ്റ. ഇതായിരിക്കും ബി സൈൻ തീറ്റ. അപ്പൊ പറയടാ, ഇതിന് കൊടുത്തു നോക്ക്. ബേസ് സ്ക്വയർ എത്ര ആയിരിക്കും? എ പ്ലസ് ബേസ് ടോട്ടൽ ആവാൻ ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്ര? ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. സെറ്റ് അല്ലേ? സോൾവ് ആയി. ഇനി സിംപ്ലിഫൈ ചെയ്താ പോരെ? സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, എടാ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരാം അല്ലെ. ബിന്റെ കൂടെ ആരുണ്ട്? അപ്പൊ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab എന്നാണ് അല്ലെ. 2 ഇൻറ്റു എ ആരാ? എ എന്നെ. ബി ആരാ? ബി കോസ് തീറ്റ. എ ബി കോസ് തീറ്റ പ്ലസ് ഇനി ആര്? ഇത് സ്ക്വയർ ചെയ്താൽ എന്തോവും? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി ആരൊക്കെ കോമൺ എടുക്കാം? റൂട്ട് ഓഫ് എ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് കണ്ടോ? ഇത് രണ്ടിലും ബി സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടിലും ആരുണ്ട്? ബി സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ ബി സ്ക്വയറിനെ കോമൺ എടുത്തു. ബ്രാക്കറ്റിൽ ആരാ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബാക്കി ആരാളെ? 2ab കോസ് തീറ്റ. 2ab കോസ് തീറ്റ. അപ്പൊ എത്രയായിരിക്കും ഫൈനൽ ആൻസർ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ട്രിഗ്നോമെട്രിക് ബേസിക് ഐഡന്റിറ്റി. സോ ഫൈനൽ ആൻസർ ആയി റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab സൈൻ തീറ്റ. സൈൻ തീറ്റ അല്ല, കോസ് തീറ്റ. സൈൻ തീറ്റ ബി 2ab കോസ് തീറ്റ. കിട്ടിയോ? ഡെറിവേഷൻ നോക്കി എത്ര മാർക്കാ? 3 മാർക്കൊക്കെ അല്ലേ വരുള്ളൂ? 4 വരുമോ? യെസ്. ഇതെത്ര അറിയോ? ഇതിന് 3 മാർക്ക്. കിട്ടിയൊരു വേഗം കൈബുക്ക്. കിട്ടിയോ? വേം പറ. പ്ലേസ് എവിടെയാണ്? എന്നോടല്ല സ്ഥലം ചോദിച്ചതെന്ന് അറിയാം. എന്നാലും ഞാൻ എന്റെ സ്ഥലത്തിന്റെ പേര് പറയാം. എന്റെ സ്ഥലത്തിന്റെ പേര് കോഴിക്കോട്. നിന്റെ സ്ഥലം എവിടാടാ? ഓനെ അതിന്റെ ഉള്ളിലൂടെ ഉണ്ടാക്കുക. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തത് മാഗ്നിറ്റ്യൂഡ് കിട്ടി, റിസൾട്ടന്റ് കിട്ടി അല്ലെ. മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി എന്താ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താ ഈ ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത്? എടാ ഡയറക്ഷൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? അവിടുത്തെ ആംഗിൾ ആണ്. ഏത് ആംഗിൾ അറിയോ? എടാ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അതങ്ങനെ ഒരു ഡയറക്ഷൻ എന്ന് പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തമ്മിലുള്ള ആംഗിൾ അല്ലേ. ഇനി ഇതാ ഇവർക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട്. ദാറ്റ് ആംഗിൾ ഈസ് ആൽഫ. ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? ആൽഫ ആരൊക്കെ തമ്മിലുള്ളതാണ്? നോക്കിക്കേ. തീറ്റ ആർക്കൊക്കെ ഇടയിലുള്ളതാണ്? തീറ്റ വെക്ടർ എന്റെയും വെക്ടർ ബിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് അല്ലെ. തീറ്റ എന്റെ ബിന്റെ ഇടയിലുള്ളതാ. ഇനി ആൽഫ ആർക്കിടയുള്ളതാ? ആൽഫ വെക്ടർ എന്റെയും റിസൾട്ടന്റിന്റെ ഇടയിലുള്ള ആംഗിൾ. നമുക്ക്
ഇത് എ, ഇത് റിസൾട്ടന്റ്, ഇവർക്കിടയിലുള്ള ആംഗിളാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ പറയടാ, ഈ ആൽഫ കാണാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ആൽഫ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ടാൻ ആൽഫ ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത്? ടാൻ ആൽഫ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്താ ചെയ്യുന്നത്? ടാൻ ആൽഫ ചെയ്യുന്നു. ഞാൻ എന്താ ചെയ്യുന്നത്? ടാൻ ആൽഫ ചെയ്യുന്നു. എങ്ങനെയാടാ ടാൻ കാണുക? ടാൻ എന്ന് പറഞ്ഞാൽ ആരാടാ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ആരാ? ബി സൈൻ തീറ്റ. ഓപ്പോസിറ്റ് ആരാ? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആരാ? അഡ്ജസന്റ് ആരാ? എ പ്ലസ് ബി കോസ് തീറ്റ. എ പ്ലസ് ബി കോസ് തീറ്റ. റെഡി? അപ്പൊ ആൽഫ എങ്ങനെ കാണാം? ടാൻ അങ്ങോട്ട് പോട്ടെ, അപ്പൊ ഇൻവേഴ്സ് ആവും. ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതിനാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഒരു ഡയറക്ഷനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അത് പറഞ്ഞാൽ മതി, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയി. ഇതാണ് ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അടുത്ത ഒരു മാർക്കും കിട്ടും കേട്ടോ. ഇതിനൊരു മാർക്ക് ഒരു തരുള്ളൂ. 2 മാർക്ക് തരാൻ ചാൻസ് ഉണ്ടോ? ഒരു മാർക്കുള്ളൂ. കാരണം ഇതും 3യും ഇതിനും ഒന്നും കൂടി ടോട്ടൽ 4 മാർക്ക്. സെറ്റ് ആയോ? ക്ലിയർ ആയോ? എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. അപ്പൊ ഇനി ബാക്കി ആശിക് സാർ കണ്ടോ? കണ്ടോ? നിങ്ങൾ ക്ലാസ് എടുക്കാനുള്ള എനർജി ഈ പള്ളയിൽ അദ്ദേഹം കേട്ടിട്ടുണ്ട്. യെസ്, ഇനി നോക്കട്ടെ. റെഡി? എടാ പിടിച്ചോ. എടാ ഞാൻ അതിൽ തന്നെ കുറെ സാധനം. യെസ്. എടാ അടുത്ത ചോദ്യം വരുന്നത്, എടാ ഇത് റിസൾട്ടിന് തന്നെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അതേപോലെ റിസൾട്ടിന് ന്യൂമറിക്കൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് നോക്കി ക്വസ്റ്റ്യൻ വേഗം പിടിച്ചോ സർ. ഇന്ന് എവിടെ നമ്മൾ സാധനം? യെസ്. എടാ റിസൾട്ടിന്റെ വേഗം വാല്യൂസ് നോക്കാം. ഒന്ന് തിക്നെസ് കുറയ്ക്കട്ടെ സർ. യെസ്. എടാ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ മാക്സിമം ആൻഡ് ദ മിനിമം വാല്യൂ ഓഫ് റിസൾട്ടൻ ആൻഡ് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ആംഗിൾ വെൻ ദ മാക്സിമം ആൻഡ് റിസൾട്ടൻ. സർ എപ്പോഴാ മാക്സിമം ആവുക സർ? എടാ രണ്ട് വെക്ടേഴ്സ് മാക്സിമം ആവണമെങ്കിൽ ആ 2 വെക്ടർ നിങ്ങൾ എന്താക്കിയാൽ മതി? കൂട്ടിയാൽ മതി. 2 വെക്ടേഴ്സ് മിനിമം ആവണമെങ്കിൽ ആ 2 വെക്ടേഴ്സ് നിങ്ങൾ എന്താക്കിയാൽ മതി? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. എന്റെ മക്കൾ കമന്റ് ചെയ്ത് എടാ യാസിനോ എടാ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ആവണമെങ്കിൽ സർ രണ്ടും ഒരേ ഡയറക്ഷൻ ആവണ്ടേ? അപ്പൊ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? എടാ 0 ഡിഗ്രി. സർ എ മൈനസ് ബി ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവണ്ടേ? സോ തീറ്റയുടെ വാല്യൂ എത്രയായി പറ്റൂ? 180 ഡിഗ്രി. എന്ത് സിമ്പിൾ ആയ കൺസെപ്റ്റ്, അടിപൊളി. സർ 90 വരുന്നല്ല, 90 അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കി. ഇഫ് ഫൈൻഡ് ദ റിസൾട്ടൻ ബിറ്റ്വീൻ 2 ഫോഴ്സസ് 6 Newton and 8 Newton. I repeat, 6 Newton and 8 Newton when they are perpendicular to each other. Sir, 6 ന്യൂട്ടണും 8 ന്യൂട്ടണും സർ ഇതേപോലെ 6 ന്യൂട്ടൺ അതേപോലെ 8 ന്യൂട്ടൺ സർ പെർപെൻഡിക്കുലർ ആണ്. എടാ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിസൾട്ടിന്റെ ഇക്വേഷന്റെ സാറുമാർ പറഞ്ഞ്, എടാ 1 സെക്കൻഡ്, എടാ റിസൾട്ടിന്റെ ഇക്വേഷന്റെ സാറുമാർ പറഞ്ഞ് യെസ്. എടാ R is equal to നമുക്ക് എത്ര കിട്ടും? വെരി ഗുഡ്, which is equal to root of p square plus q square plus എത്ര കിട്ടും? എടാ 2 into p into q into cos theta. തീറ്റയുടെ വാല്യൂ എത്രയാ സാറേ? 90 ഡിഗ്രി. അങ്ങനെ അപ്പൊ കോസ് എത്ര കിട്ടിയടാ? കോസ് 90 കിട്ടി, സൈൻ 0. അപ്പൊ റിസൾട്ടിന്റെ വാല്യൂ വെൻ ദേ ആർ പെർപെൻഡിക്കുലർ ഈസ് എത്രയാ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. സർ പിന്റെ വാല്യൂ എത്രയാ? 6, ക്യൂന്റെ വാല്യൂ എത്ര? 8. അത് എങ്ങനെ കൊടുത്താലും മതി. സോ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, 6 സ്ക്വയർ 36 ആണ്, 8 സ്ക്വയർ 64 ആണ്. സോ 36 പ്ലസ് 64 which is equal to വെരി ഗുഡ് റൂട്ട് ഓഫ് 100 which is equal to എത്ര കിട്ടിയടാ? 10 ന്യൂട്ടൺ. അടിപൊളി. സർ ക്ലിയർ ആയോ? റിസൾട്ടന്റ് കഴിഞ്ഞു. ഒരൊറ്റ ക്വസ്റ്റ്യൻ കഴിയുന്നു. നേരെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ പറയുന്നു. 10 മിനിറ്റോടെ പ്രൊജക്ടൈൽ മോഷനും നേരെ യൂണിഫോം സർക്കുലർ മോഷൻ പരിപാടി കഴിഞ്ഞു. ഇന്നടാ പിടിച്ചോ വർക്കിംഗ് ഓഫ് എ സ്ലിംഗ്. സാറേ തെറ്റാലി എന്ന് പറയാറില്ലേ? അത് ഏത് ലോയാ സർ? നോക്കിയടാ, ഇവിടെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടേക്കൊരു ഫോഴ്സ് സർ, 2 ഫോഴ്സ് ഒരു ആംഗിൾ തീറ്റയില് ട്രയാങ്കുലർ ലോ ആണോ പാരലോഗ്രാം ലോ ആണോ? ഒന്ന് കമന്റ് ചെയ്യ് വർമ്മ സാറേ. വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ് ഏത് ലോയാടാ? ദ പാരലോഗ്രാം ലോ. വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് വെലോസിറ്റി അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. വാട്ട് ഈസ് ദ ട്രജക്ടറി ഓഫ് ദ ബോൾ? വെരി ഇമ്പോർട്ടന്റ്. എടാ ഒരു ബോയ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് വെർട്ടിക്കൽ. ഇപ്പം ആ ചെങ്ങായി ഇങ്ങനെ ഒരു ബോൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ ത്രോ ചെയ്തിരിക്കുന്ന വെലോസിറ്റി u ആണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇപ്പൊ ഉണ്ടാവുന്ന ട്രജക്ടറി എന്താ? പാത്ത് എന്താ? പോരട്ടെ. വെരി ഗുഡ്, പാരബോള. സർ ഇങ്ങനെ പാരബോളയായി നിൽക്കുന്ന ഈ ഒരു മോഷനെ നമ്മൾ പറയുന്ന പേരാ മച്ചാനെ? ഒന്ന് കമന്റ് ബോക്സിൽ കത്തിച്ചേടാ. ആ മോഷനെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ്
പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ സർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ സാറേ ഡൗട്ട്? എടാ വൺ സെക്കൻഡ് എടാ ഒരു ഡൗട്ട് ഉണ്ട്. എന്താ സാറേ ഡൗട്ട്? എടാ ഇതിൽ സർ ആ ഒരു യു എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണെങ്കിൽ സർ ഇപ്പം ഹൊറിസോണ്ടലായി കോമ്പൗണ്ട് ഉണ്ടാവില്ലേ? ഉണ്ട്. വെർട്ടിക്കലായ കോമ്പൗണ്ട് ഉണ്ടാവില്ലേ? ഉണ്ട്. എടാ തീറ്റക്ക് അടുത്ത് നിൽക്കുന്ന ആളെ എന്താ സി കെ പഠിപ്പിച്ചത്? കോസ് തീറ്റയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് യു കോസ് തീറ്റയും വെർട്ടിക്കൽ കോമ്പൗണ്ട് എപ്പോഴും എത്രയായിരിക്കും? യു സൈൻ തീറ്റ ആയിരിക്കും. എന്നൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തി. ഇപ്പോ യു കോസ് തീറ്റ ഉണ്ടാവോ? എടാ ലോജിക്ക് നോക്കിയേ. ആ ബോളിനെ യു കോസ് തീറ്റ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നു, അതേപോലെ യു സൈൻ തീറ്റ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ മുകളിലേക്ക് പോകുന്നില്ല. എടാ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ യു എക്സിന്റെ വാല്യൂ എത്രയെ, അതേപോലെ യു വൈന്റെ വാല്യൂ എത്രയെ? എടാ യു എക്സിന്റെ വാല്യൂക്ക് ഒരു മാറ്റമില്ല, യു കോസ് തീറ്റ. യു വൈന്റെ വാല്യൂ എത്രയെ? എടാ യു വൈന്റെ വാല്യൂ ഉണ്ടാവണമെങ്കിൽ അതിനർത്ഥം ഈ പോയിന്റ് ബോൾ ഇനി മുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. യു വൈന്റെ വാല്യൂ എത്രയായേ പറ്റൂ? 0 ആയേ പറ്റൂ. സർ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലോ എടാ ഇത് താഴേക്ക് വരികയാണ്, അതേപോലെ ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാടാ? യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ. താഴേക്ക് സർ ഒരാളുണ്ട്, എത്രയാ സർ? വിച്ച് ഇസ് ഈക്വൽ ടു യു വൈ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, യു സൈൻ തീറ്റയാണോ മൈനസ് യു സൈൻ തീറ്റയാണോ? ഫ്രീ ഫാള്, ഡൗൺവേർഡ് മോഷൻ, നെഗറ്റീവ്, മൈനസ് യു സൈൻ തീറ്റയാണോ പ്ലസ് യു സൈൻ തീറ്റയാണോ? വെരി ഗുഡ്, മൈനസ് യു സൈൻ തീറ്റ. ഇതിനർത്ഥം എന്ത് മനസ്സിലാക്കാം? ഏത് കോമ്പണന്റ് ആണ് കോൺസ്റ്റന്റ്? യു കോസ് തീറ്റയ്ക്ക് ഒരു മാറ്റവുമില്ല. സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഹൊറിസോണ്ടൽ കോമ്പണന്റ്, ഐ റിപ്പീറ്റ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയ യു കോസ് തീറ്റ എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്നാൽ സർ നമ്മുടെ വെർട്ടിക്കൽ ആയ കോമ്പണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റ അത് സർ എപ്പോഴും എന്താണ്? ചേഞ്ചിങ് ആണ്. സർ ഒരു ഭാഗത്ത് യു സൈൻ തീറ്റയാണ്, ഒരു ഭാഗത്ത് 0 ആണ്, ഒരു ഭാഗത്ത് മൈനസ് യു സൈൻ തീറ്റ. കൺസെപ്റ്റ് സർ, കൺസെപ്റ്റ്. ഇത് വിട്ടൊരു കളിയില്ല. അടുത്ത ചോദ്യം, what is the shape of the path followed by a projectile? സർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ? പാരബോളയാണ്. സർ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കിയേ. ഇന്നടാ പിടിച്ചോ, കഴിഞ്ഞ വട്ടത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. Bharat wants to draw the variation of a velocity components of a projectile motion with time. Help him with a current diagram. ചെയ്തു നോക്കാം. യു കോസ് തീറ്റ മാറുന്നുണ്ടോ? ഇല്ല. അതായത് ഞാൻ വൈ ആക്സിൽ യു കോസ് തീറ്റയും അല്ലെങ്കിൽ യു കോസ് തീറ്റയും എക്സ് ആക്സിൽ ടൈം വെക്കുകയാണെങ്കിൽ എപ്പോഴും ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. എന്നാൽ വൈ ആക്സിൽ കറസ്പോണ്ടിങ് ആയി ഒരു യു സൈൻ തീറ്റയും എക്സ് ആക്സിൽ ടൈമുമാണെങ്കിൽ ഏറ്റവും ആദ്യം യു സൈൻ തീറ്റ, ഓക്കെ സർ. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 0, ഓക്കെ സർ. ഇവിടുത്തെ പോയിന്റിൽ മൈനസ് യു സൈൻ തീറ്റ, ഓക്കെ സർ. രണ്ടും സ്ട്രേറ്റ് ലൈൻ അല്ലേ? സ്ട്രേറ്റ് ലൈൻ ആണ്. ഒന്ന് പാരലും രണ്ടാമത്തെ എന്താ? ഇൻക്ലൈൻഡും. ശ്രദ്ധിക്കണം, ഇത് ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? യു കോസ് തീറ്റ വേഴ്സസ് ടൈമും. ഇതെന്താ സർ? നമ്മുടെ ഇത് കറസ്പോണ്ടിങ് വെർട്ടിക്കൽ വേഴ്സസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ടൈമാണ്. ഇത് ക്ലിയർ ആയോ സർ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കത്താൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ ഈ ഫിഗർ കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടി. ഈ ഫിഗർ കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടി. എന്നാൽ ഒരു ഡൗട്ടും കൂടിയുണ്ട് സർ. ഇവിടെ നമ്മുടെ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണ്? അതായത് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ തന്നെ ഫിഗർ ആയിട്ട് വരയ്ക്കാൻ പോകും. യെസ്, എടാ ക്വസ്റ്റ്യൻ. During the projectile motion, what is the velocity and acceleration at the highest point? Okay, sir. Highest point le velocity de value എത്രയാണ്? ux is equal to u cos theta. Sir, acceleration de value എത്ര? എൻ്റെ സാറുമാര് കമന്റ് ചെയ്തേ. എടാ x ആക്സിലേക്ക് ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ax ന്റെ വാല്യൂ 0 ആണ്. ay യുടെ വാല്യൂ എത്രയാ സർ? എപ്പോഴും ഈ ബോളിനെ താഴേക്ക് 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 പിടിച്ചു വലിക്കുന്ന ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്ക് നെഗറ്റീവ് ആണ്. സോ ay is equal to കമന്റ് ബോക്സ് ഞാൻ കാണുന്നില്ല, കമന്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട്. എക്സിന്റെ വാല്യൂ മാത്രമാണ് 0. എ വൈന്റെ വാല്യൂ എത്രയാ സർ? എ വൈന്റെ വാല്യൂ എത്ര? ജി ആണോ മൈനസ് ജി ആണോ? ജി ആണോ മൈനസ് ജി ആണോ? സർ മുകളിലേക്കാണോ താഴേക്കാണോ? മമ്മൂട്ടി താഴേക്ക്. സർ ചോദ്യം വായിച്ചു നോക്കിയേ. Will the acceleration will be there in the x and y direction at the highest point? Yes or no? എക്സ് അതായത് ഹയസ്റ്റ് പോയിന്റിൽ എ എക്സ് ഉണ്ടാവും, അതും എ വൈ ഉണ്ടാവും. യെസ് ഓർ നോ? എക്സ് ഇല്ല സർ, എ വൈ മാത്രമേ ഉള്ളൂ. എന്ത് പറയാൻ പറ്റും? നോ 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 എന്ന് പറയാൻ പറ്റും സർ. നെഹി എന്ന് വെച്ചാൽ നെഹി താൻ പോടോ ഹേ. പ്രൊജക്ടൈൽ മോഷനിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ട്. തീപ്പൊരി പഠിപ്പിച്ചോണ്ട അല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാടാ. അല്ല ഞാൻ പഠിപ്പിച്ചു വലിയ സമയം അങ്ങനെ ഒന്നുമില്ലടാ, ആ ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാ. സరే അപ്പൊ ഇനി
നമ്മൾ നിർബന്ധമായിട്ടും വരുന്ന റേഞ്ചും ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും കഴിഞ്ഞ് പരിപാടി അങ്ങ് നിർത്താം. സറി പിടിച്ചു. A javelin is projected at an angle of 30 degrees with an initial velocity of 5 meters per second from the ground. What are its velocity and acceleration at the highest point? Sir, highest point velocity ന്റെ വാല്യൂ എത്രയാണ്? ux ന്റെ വാല്യൂ എത്ര? u cos theta. uy ന്റെ വാല്യൂ എത്രയാ? 0 ആണ്. സോ u cos theta എടുക്കുകയാണെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. സോ എത്രയാ? 5 into cos of theta യുടെ വാല്യൂ എത്രയാ? 5 cos 30. സർ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാ? ay മാത്രമേ ഉള്ളൂ. എത്രയാ? -g which is equal to എത്രയാ? -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സർ ക്ലിയർ ആയിട്ടില്ലേ? സെറ്റോസ്കി അല്ലേ? അടിപൊളി സാറേ. പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ഡിറൈവ് an expression for the time of flight of a projectile using the given figure. സർ ചെയ്തു നോക്കിയല്ലേ സാറേ? ഈ ഒരു പ്രൊജക്ടൈൽ പോകുന്ന ഈ പാരബോളിക് പാത്ത് ആയിട്ടുള്ള OAB കവർ ചെയ്യാൻ എത്ര സമയം എടുത്തോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതാ കൺസെപ്റ്റ്. ദ ടൈം ടേക്കൺ സർ ആ ഒരു ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. ദ ടൈം ടേക്കൺ ടു കവർ ദ പാരബോളിക് പാത്ത്. ശ്രദ്ധിക്കണേ സാറേ, ടു കവർ ദ പാരബോളിക് പാത്ത് ഏതാണ്? OAB. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എന്താണ്? ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. സർ അങ്ങനെയാണെങ്കിൽ എടാ അറ്റ് എയിൽ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ സർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കൺസെപ്റ്റ് കിട്ടി നിങ്ങൾക്ക് എല്ലാം കിട്ടി. അറ്റ് പോയിന്റ് എ നമ്മൾ മോഷൻ സ്റ്റക്ക് ആണെന്ന് വിചാരിച്ചു. അതായത് O മുതൽ A വരെയുള്ള മോഷൻ ആണ് നിങ്ങൾ എടുക്കുന്നത്. എടാ പോയിന്റ് എ, അതായത് O മുതൽ A വരെയുള്ള മോഷൻ എടുത്തു, പിന്നെ ബാക്കി നോക്കുന്നില്ല, ബാക്കി എന്തെങ്കിലും ആവട്ടെ. എടാ O മുതൽ A വരെ എത്താൻ ആവശ്യമായ ടൈം സ്മോൾ ആയിട്ട് ടിയും A മുതൽ B വരെ എത്താൻ ആവശ്യമായ സ്മോൾ ആയിട്ട് ടി ആണെങ്കിൽ എത്രയായിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ്? ഞാൻ വെയിറ്റ് ചെയ്യാം. ടി ഇൻറ്റു എത്രയാ? 2 ആണോ 3 ആണോ 4 ആണോ? രണ്ട് റിലേഷൻ ഉണ്ടാവും. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ടുള്ള ഈ ക്യാപിറ്റൽ ടി ആണെങ്കിൽ എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്ത്. എടാ എല്ലാം വെരി ഗുഡ് സർ. എടാ അതിനർത്ഥം ഇ പ്ലസ് ഇ ടി അതാണ് സർ എന്ത്? ക്യാപിറ്റൽ ലെറ്റർ ടി. സർ ഇവിടുന്ന് ഇവിടെ വരെയുള്ള സമയം പ്ലസ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള സമയം. എന്ത് ചോദ്യ തീപ്പൊരി. അപ്പൊ സർ ഒരു ടി കണ്ടെത്തി ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപാരം തന്നെ, വയറു നിറച്ച ബുദ്ധിയാണല്ലോ. എന്നാ പിടിച്ചോ, നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് നോക്കാം. സർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഞാൻ ചോദിക്കട്ടെ, ആ ബോൾ ഫൈനൽ വെലോസിറ്റി അവല് ചെയ്യുക. സോ വിന്റെ വാല്യൂ എത്രയാ? 0. സർ എന്റെ വാല്യൂ എത്രയാ? -g. എടാ യുന്റെ വാല്യൂ എത്രയാ? സർ ഇത് വെർട്ടിക്കൽ മോഷൻ അല്ലേ? അപ്പൊ എനിക്ക് എത്ര പറയാൻ പറ്റും? uy വിച്ച് ഈസ് ഈക്വൽ ടു u sin തീറ്റ. എടാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് v ഇസ് ഈക്വൽ ടു u പ്ലസ് at. അത് ഫ്രീ ഫാൾ ആണെങ്കിൽ വിന്റെ സ്ഥാനത്ത് 0 ആയി, യുന്റെ സ്ഥാനത്ത് സർ u sin തീറ്റ ആയി, എന്റെ സ്ഥാനത്ത് സർ -g ആയി. ഈ ടി ആണ് നമ്മൾ കണ്ടെത്തുന്ന ടി. സോ 0 ഇസ് ഈക്വൽ ടു മച്ചാനെ വേഗം പറഞ്ഞോ, u sin തീറ്റ -gt അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ gt is equal to u sin theta അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ t is equal to എത്ര കിട്ടി സാറേ? u sin theta by g. മച്ചാനെ കമന്റ് ചെയ്യ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ 2 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ t is equal to എനിക്ക് എത്ര കിട്ടുമെടാ? 2u sin theta divided by g. സർ 3 മാർക്ക് ഉറപ്പിക്കാം. ഇത് മനസ്സിലായവരാണെങ്കിൽ മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. 5 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററും ഫുൾ മാരത്തോണും കംപ്ലീറ്റ് ആയി. സർ ക്ലിയർ ആയോ സർ? യെസ്. എടാ എടാ ആസിഫെ അലാസിലെ എങ്ങനെയും ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാം. ഞാൻ സിംപ്ലസ്റ്റ് ആയ മെത്തേഡ് പറഞ്ഞാട്ടാ മൊത്തം എങ്ങനെ ചെയ്താലും കിട്ടും. സർ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്നാ പിടിച്ചോ. കുറച്ച് ഡിസ്റ്റന്റ് ഡെഡ്യൂസ് എൻ എക്സ്പ്രഷൻ. യെസ് എടാ ഡെഡ്യൂസ് എൻ എക്സ്പ്രഷൻ എവിടെ പോടാ? യെസ് എടാ ഈ ഒരു ചോദ്യം നോക്കണേ. ഫൈൻഡ് ദ ടൈം ടേക്കൺ ടു റീച്ച് maximum height. Find the time taken to reach maximum height. Option A 2u sin theta by g. Option B u sin theta by g. എത്ര പേർക്ക് പറയാൻ പറ്റും? മാക്സിമം ഹൈറ്റ് ആണ്. അതിനർത്ഥം ഈ പോയിന്റ് എ ഒ ബി. എടാ 2 ഇട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടും. അയ്യോ എടാ 2 എടാ 2 എടാ മുത്തേ. എടാ ഏത് 2 എടാ? മാർക്ക് കിട്ടില്ല മുത്തേ. അയ്യോ എടാ മുഹമ്മദേ എടാ അപ്പേ 2u sin theta by g ആവുള്ളൂ. അതുകൊണ്ടാ കേട്ടോ. എടാ വെരി ഗുഡ് സർ. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ്. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയാൽ ഈ ടൈം ആണ്. ഏത് ടൈം? സ്മോൾ ടി. ഏതാ? വെരി ഗുഡ് സർ. എത്ര കിട്ടിയടാ? മട്ടിപ്പൊളി. u sin theta by g. യു ഗോട്ട് മൈ മാൻ. എടാ ബിഗ് ബി വെരി ഗുഡ് സർ. എടാ ഉഷാറല്ലേ? അപ്പൊ നേരെ നമുക്ക് അടുത്ത സാധനം ഡിറൈവ് ചെയ്തല്ലോ, മാക്സിമം ഹൈറ്റ്. സർ നമ്മുടെ പ്രൊജക്ടൈല് പോകുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് സർ ശ്രദ്ധിക്കണം. എന്താണ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ചോദിച്ചാലും എന്റെ സാറുമാര് താഴരുത്. ദ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. ഐ റിപ്പീറ്റ്, ദ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ബൈ ദ പ്രൊജക്ടൈൽ സർ. അതിനെ പറയുന്ന പേരാണ് ദ എച്ച് മാക്സിമം. സർ എച്ച് മാക്സിമം കണ്ടെത്താൻ വേണ്ടി വീണ്ടും അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ സർ ഞാൻ എന്തെടുക്കുന്നു? ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എനിക്ക് എന്തെടുക്കാൻ പറ്റും സർ? എയില്
വിന്റെ വാല്യൂ 0 ആണ്, യുന്റെ വാല്യൂ സർ യു സൈൻ തീറ്റയാണ്, എന്റെ വാല്യൂ മൈനസ് ജി ആണെങ്കിൽ സർ ഞാൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ സർ ട്വിസ്റ്റ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. ഇവിടെ ഈ എസ് കണ്ടോ, ഈ എസ് ആണ് നമ്മുടെ ഹൈറ്റ് മാക്സിമം സുരേഷ് ഗോപി വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. എടാ ഒന്ന് കമന്റ് ചെയ്തേ. വിന്റെ സ്ഥാനത്ത് 0, യുന്റെ സ്ഥാനത്ത് സർ യു സൈൻ തീറ്റ, എന്റെ സ്ഥാനത്ത് മൈനസ് ജി, എസിന്റെ സ്ഥാനത്ത് സാറേ എച്ച് കൊടുക്കുകയാണെങ്കിൽ 0 ഇസ് ഈക്വൽ ടു യുന്റെ സ്ഥാനത്ത് യു സൈൻ തീറ്റ, ശ്രദ്ധിക്കണേ, ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച്. മൈനസ് 2gh അങ്ങോട്ട് പോവാണെങ്കിൽ 2gh ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. എത്ര കിട്ടുമെടാ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എന്റെ മക്കൾ കമന്റ് ചെയ്തേ. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ fill in the blanks. Fill in the blanks മച്ചാ. u square sin square theta whole divided by എനിക്ക് എത്ര കിട്ടി? wow, which is equal to 2g. എന്ത് കിട്ടി സർ? h ന്റെ വാല്യൂ കിട്ടി. എങ്ങനെയുണ്ട്? എങ്ങനെ ഇരിക്കണേ? ഒരു ഡൗട്ട് വയ്ക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ ഏത് ആംഗിൾ എറിയണം? എന്റെ സാറുമാര് കമന്റ് ചെയ്തേ. മാക്സിമം ഹൈറ്റ്, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹൈറ്റ്? അതേപോലെ അത് ഏത് ആംഗിൾ തല സറേ? സർ ഹൈറ്റിന്റെ ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചു, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. സോ എടാ ഹൈറ്റ് മാക്സിമം ആണെങ്കിൽ 3 കേസാണ്. സോ മാക്സിമം ആണെങ്കിൽ ഒന്നെങ്കിൽ യു മാക്സിമം ആവണം, അത് ബാഹുബലിനെ കൊണ്ട് അറിയിപ്പിക്കണം, പയ്യൂല സറേ. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ എന്താവണം? മാക്സിമം ആവണം. സൈൻ സ്ക്വയർ തീറ്റ മാക്സിമം ആവുന്ന വാല്യൂ 1 ആണ്. അല്ലെങ്കിൽ സാറേ ജിന്റെ വാല്യൂ എന്താവണം? മിനിമം ആവണം. പോയി ചന്ദ്രനിൽ പോയി എറി സാറേ, പറ്റൂല. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ മാക്സിമം ആവണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ മാക്സിമം ആവുന്ന വാല്യൂ എത്രയാ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാ സർ? 90 ഡിഗ്രി. കുത്തനേറി ഇഞ്ചി മുട്ടായി തലയിൽ വീണു. എടാ സർ ഓ ഡെറിവേഷൻ ഉണ്ടാവും, ഷെൽ ബി ഉണ്ടാവും കേട്ടോ. വെരി ഗുഡ് സർ. അങ്ങനെയാണ് എന്റെ മക്കള് പറഞ്ഞ് എച്ച് മാക്സിമം അറ്റ് വിച്ച് ആംഗിൾ? At which angle? Theta is equal to 90 degree is equal to എത്ര ആൻസർ കിട്ടുക? യു സ്ക്വയർ സൈൻ സ്ക്വയർ 90 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ എനിക്ക് എത്ര പറയാൻ പറ്റും? 2g. ക്ലിയർ ആയോ സർ? ക്ലിയർ ആയോ? യെസ്. എടാ ജസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറൈവേഷൻ, പ്രൊജക്ടൈൽ മോഷൻ, റേഞ്ച്, ടൈം ആൻഡ് ഹൈറ്റ്. അത് വിട്ട കളിയില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രിഫറൻസ് മാത്രം പാരലോഗ്രാം കൊടുത്താൽ മതി. എടാ ഐ ഹോപ്പ് സോ. ചിലപ്പോൾ മോഡൽ ആയതുകൊണ്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇത് പഠിച്ചിട്ട് ബാക്കി പഠിച്ചാൽ മതി. ഇത് ഉറപ്പാണ് വരുന്നതാണ് എന്റെ വിശ്വാസം. എടാ പ്രാഗരുത്, അതുകൊണ്ട് പറഞ്ഞതാ. എടാ ക്ലിയർ ആയോ സർ? ഒന്ന് വേഗം നോക്കി സർ. ക്ലിയർ ആയോ? ഇത് എ പ്ലസ് എന്ന് പറയാൻ പറ്റൂല, ബട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ സർ. പിടിച്ചു സാറേ കമന്റ് ബോക്സ്. എവിടെ സർ? കാണുന്നില്ല. പോരട്ടെ സർ. എച്ച് മാക്സിമം ഈസ് ഈക്വൽ ടു എത്രയാടാ? യു സ്ക്വയർ ബൈ 2. എവിടെ മച്ചാനെ കമന്റ് ബോക്സ്? ഒരു 10 മിനിറ്റ് വിളിച്ചോ. റേഞ്ച് കൂടെ ഉള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞ മോനെ ഇതും പിന്നെ ഇത് പറഞ്ഞേ. ഇത് കഴിഞ്ഞ മോഡലിൽ കുട്ടികളെ കുഴപ്പിച്ച ഈ സാധനം maximum value of height equal to dash time maximum range. അവിടെ എത്തിയില്ലല്ലേ? റെഡി. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? റെഡി. ഓക്കെ. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. h is equal to u square sin square theta by 2g അല്ലേ? റെഡി. അപ്പൊ അങ്ങനെ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? പറഞ്ഞോ? അത് കൂടെ പറഞ്ഞോ. ഓക്കെ. ചോദ്യം അല്ലേ? അപ്പൊ ഞാൻ റേഞ്ചും കൂടി ഉള്ളൂ അല്ലെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങ് തൊട്ടിട്ട് ദിങ്ങ് വരെ അല്ലെ? ദാറ്റ് ഈസ് റേഞ്ച്. അതന്നെ ഞാൻ ഇന്റെ സ്റ്റെപ്പ് അതാണ്. റെഡി. അപ്പൊ നമ്മൾ എന്ത് ആക്സ് മാത്രം എടുത്താൽ മതി? ഓൺലി എക്സ് ആക്സിസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സ് ആക്സിസ് മാത്രം എടുത്താൽ മതിടാ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. റെഡി. ഇത്രല്ലേ? അപ്പൊ എക്സ് ആക്സിൽ എന്ത് മോശനാ? എക്സ് ആക്സിൽ ഇങ്ങനെ യൂണിഫോം മോശനാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ എഴുതി നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ എന്താ പറടാ? അല്ല നമുക്കിപ്പോ റേഞ്ച് അല്ല വേണ്ടി, ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ വേണ്ടി. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മോഷൻ എഴുതണ്ടേ? സെക്കൻഡ് ഇക്വേഷൻ മോഷൻ എഴുതാക്കാം. അപ്പൊ എസ് എക്സ് 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 എൽ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് ടി. ഏത് ടൈമാ? ഇത് തൊട്ട് ദേ അങ്ങ് വരെ വേണം അല്ലെ? അപ്പൊ എന്തായാലും ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ എന്നാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ് എന്താ? ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് റേഞ്ച്. ആൻഡ് ഇനീഷ്യൽ യു എക്സിന്റെ വാല്യൂ എത്ര? ഇറ്റ് ഈസ് യു കോസ് തീറ്റ. ദാറ്റ് ഈസ് യു കോസ് തീറ്റ. റെഡി. ആൻഡ് ഇവിടെ എടുക്കുന്ന ടൈം എത്രടാ? ഇവിടെ തൊട്ട് അവിടെ വരെ എടുക്കുന്ന ടൈം എത്ര? ഇറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ വാല്യൂ നീ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? 2u sin theta by g. 2u sin theta divided by g എന്നാണ്. ഇതാണ് എന്ത്?
ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ. അങ്ങനെയാണ് ഇതൊക്കെ കൂടി ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം എസ് എക്സിന് പകരം ആർ വരും. ആർ ഈസ് ഈക്വൽ ടു യു എക്സിന് പകരം യു കോസ് തീറ്റ ഇൻറ്റു ടിക്ക് പകരം 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ഓക്കെ റെഡി. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഇയാളൊന്ന് സ്റ്റൈലാക്കി ചെയ്താൽ യു ഇൻറ്റു യു. അപ്പം എന്താവും 2 ആദ്യം ചെയ്താൽ 2u ഇൻറ്റു യു സ്ക്വയർ 2u സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇത്ര മതിയടാ, ഇത്ര മതി. നിങ്ങൾ സ്റ്റൈലൊന്നും ആക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റൈലാക്കണമെങ്കിൽ ആക്കിക്കോ. നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ എഴുതി നിർത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് വരും. ഇനി നിങ്ങളോട് റേഞ്ചിന്റെ സ്പെസിഫിക് ഇക്വേഷൻ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ നിങ്ങൾ അതിലേക്ക് പോകേണ്ടുള്ളൂ. ഏത് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ഒക്കെ വേണമെങ്കിൽ, അല്ല അത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ കൂടെ മതി. ഇത് എഴുതിയാൽ മാർക്ക് വരും, ഫുൾ മാർക്ക് വരടാ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക് വരും കേട്ടോ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി ഇയാൾ എങ്ങനെ കൊല മാറ്റി ചെയ്താ, എങ്ങനെ കൊല മാറ്റിയാ, ഇവിടാണ് ഞാൻ തെറ്റിച്ചെന്ന്. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ ആണ് അല്ലേ. റെഡി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും കേട്ടോ. റെഡി. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് എഴുതിയാലും മതി. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ അതെന്തായാലും അറിയണം. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് റേഞ്ച്. റേഞ്ചിന്റെ മാക്സിമം വാല്യൂ എന്താ, റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ജി. ഇവനുള്ളപ്പോ ഈ പേടിയാ, ഇവന് ഇവിടുത്തെ ആവശ്യമില്ലാതെ മോട്ടിവേഷൻ തരുന്നുണ്ട്. സൈൻ 2 തീറ്റ ബൈ ജി. റെഡി. ഇനി ഇവിടെ നിങ്ങൾ നോക്കാം, നിങ്ങളോട് മാക്സിമം വാല്യൂ ഓഫ് റേഞ്ച് ചോദിച്ചാൽ, മാക്സിമം വാല്യൂ അതായത് ആർ മാക്സിന്റെ വാല്യൂ ചോദിച്ചാൽ, ആർ മാക്സിന്റെ വാല്യൂ കിട്ടാൻ ഏക ഓപ്ഷനുള്ളൂ ഇവിടെ സൈൻ 2 തീറ്റന്റെ വാല്യൂ എന്താവാ, സൈൻ 2 തീറ്റന്റെ വാല്യൂ 1 ആവുക അല്ലെ. സൈൻ 2 തീറ്റന്റെ വാല്യൂ ആവുക. അങ്ങനെയാണ് 2 തീറ്റ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി 90 ഡിഗ്രി. അപ്പൊ തീറ്റന്റെ വാല്യൂ എത്ര ആയിരിക്കണം, 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ 45 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സൈൻ 2 തീറ്റന്റെ വാല്യൂ 1 കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു സ്ക്വയർ ബൈ ജി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് എന്ത്, മാക്സിമം വാല്യൂ. ആർ മാക്സിന്റെ വാല്യൂ അതായത് മാക്സിമം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന റേഞ്ച് യു സ്ക്വയർ ബൈ ജി എന്നാണ്. അന്നേരം ആംഗിൾ എന്തായിരിക്കും, 45 ഡിഗ്രി. ജാവലിൻ ഫസ്റ്റ് ഉണ്ടെങ്കിൽ 45 എറിയണമെന്നാണ് ആഷിഖ് സാർ പറഞ്ഞത്. 45 എറിഞ്ഞാൽ മാത്രം മതിയോ, എറിയണ പവർ കൂടി കൂട്ടണം കേട്ടോ. യു കൂടണോ, യു ജി എന്തായാലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, യു കൂടണോ. അപ്പോൾ നിങ്ങൾ 45 ഡിഗ്രിയിൽ ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ നിങ്ങൾ വേറെ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ആ യു മാക്സിമം എറിയുന്ന സ്പീഡ് മാക്സിമം സ്പീഡിൽ 45 എറിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് അടിക്കും കേട്ടോ. അതിനാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. 40 എറിയാൻ നിങ്ങൾ എളുപ്പമാണ്, പക്ഷെ അത് എറിയുന്ന സ്പീഡ് നിങ്ങൾ മാക്സിമം ആക്കാം. ഇനി മാക്സിമം വാല്യൂ ഓഫ് ഹൈറ്റ്, ആർ മാക്സിന്റെ കഴിഞ്ഞ മോഡൽ എക്സാമാ, മോഡൽ എക്സാമിന് നിങ്ങളെ കുഴപ്പിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ആർ മാക്സിന്റെ വാല്യൂ എന്താ, ആർ മാക്സിന്റെ വാല്യൂ ഈസ് യു സ്ക്വയർ ബൈ ജി എന്നാണ്. ഇനി എച്ച് മാക്സ് മാക്സിമം ഹൈറ്റിന്റെ വാല്യൂ എത്ര അറിയോ, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്നാ. അത് കിട്ടിയ പഠിപ്പിക്കുന്നുണ്ടോ, പഠിപ്പിച്ചു കൊടുത്ത്. ഇത് രണ്ട് കമ്പയർ ചെയ്തടാ. ആർ മാക്സ് അല്ലെ, ഇവിടെ താഴെ ഒരു 2 ഡിവൈഡ് ചെയ്താൽ പോരെ, ഇവിടെ താഴെ ഒരു 2 വന്നു കഴിഞ്ഞാൽ എച്ച് മാക്സ് ആവൂലേ. അപ്പൊ നമുക്ക് എഴുതാം എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു ഹൈറ്റിനല്ല അതന്നെ, എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു, ഓ സിമ്പിളടാ. അത് നോക്കടാ, എച്ച് മാക്സ് യു സ്ക്വയർ ബൈ 2g. അതെങ്ങനെ കിട്ടും, ഇവിടെ ആർ മാക്സിന്റെ അടി 2 കൊടുത്താൽ പോരെ, ബൈ 2 കൊടുത്താൽ പോരെ. അപ്പൊ ആർ മാക്സ് ബൈ 2 നടത്താൻ പോരെ, സിമ്പിൾ. അങ്ങനെ ആലോചിക്കടാ. ഓർ നിങ്ങൾക്ക് റേഷ്യോ കൈ പറയുകയാണെങ്കിൽ എച്ച് മാക്സ് ബൈ ആർ മാക്സ് എന്തായിരിക്കും, 1/2 ആയിരിക്കും. അല്ല ആർ മാക്സ് ബൈ എച്ച് മാക്സ് എന്തായിരിക്കും, തിരിച്ച് 2/2:1 ഒക്കെ ആയിരിക്കും. ഇതൊക്കെ പോട്ടെ, ഇക്വേഷൻ ഒക്കെ പോട്ടെ. മോനെ നോക്ക് എക്സാമ്പിൾ സാറ് പറയാം, നോക്കിക്കോ. നിങ്ങൾക്ക് ലോജിക്ക്, നിങ്ങൾക്ക് 100 മീറ്റർ നിങ്ങൾക്ക് ഇതാ മാക്സിമം അറിയാൻ പറ്റിയ നീളല്ലേ ഇതില്ലേ, ഇതല്ല ആർ മാക്സ്. ഇത് ഫോർ എക്സാമ്പിൾ 100 മീറ്റർ ആ വിചാരിക്കും. 100 മീറ്റർ ആണ് നിങ്ങൾക്ക് എറിയാൻ പറ്റിയ മാക്സിമം ദൂരം. നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊജക്റ്റിൽ ഏറ്റവും നീളത്തിൽ എറിയാൻ പറ്റുന്ന 100 മീറ്റർ ആ വിചാരിക്കും. 100 ആണ് നിങ്ങൾക്ക് എറിയാൻ പറ്റുന്നതെങ്കിൽ വിചാരിക്കും 100 മീറ്റർ ആണ് നിങ്ങൾക്ക് എറിയാൻ പറ്റുന്ന മാക്സിമം എങ്കിൽ ഈ ലോജിക്ക് പ്രകാരം എന്താ, നിങ്ങൾക്ക് എറിയാൻ പറ്റുന്ന മാക്സിമം ആയിട്ട് എത്ര, ആർ മാക്സിനെ നേരെ ബൈ 2 ആയിരിക്കും. അപ്പൊ 100 മീറ്റർ ആണ് നിങ്ങൾക്ക് നേരെ എങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുത്തനെ മുകളിലോട്ട് എറിയുന്ന എത്ര ആയിരിക്കും, നേരെ അതിന്റെ പകുതി 50 മീറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മുകളിലോട്ട് എത്ര പറ്റൂ, മുകളിലോട്ട് മാക്സിമം എത്രേ പറ്റൂ, അത് എത്രേ പറ്റൂടാ, എത്രേ പറ്റൂ, 50 മീറ്ററേ പറ്റൂ. സിമ്പിൾ ലോജിക് അല്ലേ. അല്ല എത്ര ആലോചിക്കുക, നിങ്ങൾക്ക് മാക്സിമം ഇങ്ങനെ മുകളിലോട്ട് എത്ര ഹൈറ്റ് കയറാൻ പറ്റും, അതിന്റെ ഡബിൾ ലെങ്ത്തിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്
ലെങ്ത്തിൽ അറിയാം. ഈ ലോജിക് കിട്ടിയ ഇത് ആലോചിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈക്വേഷൻ പഠിച്ചാൽ മതി. എച്ച് മാക്സ് ഇസ് ആർ മാക്സ് ബൈ 2. ഇനി എന്താ ഇഫ് തീറ്റ ഈക്വൽ ടു 1, ഇഫ് തീറ്റ ഈക്വൽ ടു 1 വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ പ്ലസ് 2? ഓ അപ്പൊ അതാ റിസൾട്ട് പഠിപ്പിച്ചു കൊടുക്കണ്ട. ആ യെസ്, സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. റെഡി. അപ്പൊ നോക്കിക്കോ, ഇത് കുറച്ചൊരു A+ ലെവൽ ചോദ്യം കേട്ടോ. അതായത് നിങ്ങളോട് പറയാണ് ഒരു പ്രൊജക്ടൈൽ എറിഞ്ഞി, അന്നേരം ആംഗിൾ എത്ര അറിയോ? അന്നേരം ആംഗിൾ θ1. കുറച്ച് കഴിഞ്ഞപ്പം നമ്മളുടെ ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് വെർട്ടിക്കലും വരച്ചു വെക്കാം. വെർട്ടിക്കലും വരച്ചു വെച്ചു. റെഡി. പിന്നെ അതെത്ര? θ2 ആ, θ2. വേറൊരു സാധനം എറിഞ്ഞി, വേറൊരു പ്രൊജക്ടൈൽ എറിഞ്ഞി, സെയിം ഇനീഷ്യൽ വെലോസിറ്റി കേട്ടോ, സെയിം ഇനീഷ്യൽ വെലോസിറ്റി ആണ്. രണ്ടും എന്താണ്? യു എന്താണ്? സെയിം ആണ്. പക്ഷെ ഇയാൾ ഇവിടെ ആംഗിൾ ഉണ്ടാക്കുന്ന എത്ര? ഹൊറിസോണ്ടൽ ഉണ്ടാക്കുന്ന ആംഗിൾ θ2. സോ θ1ഉം θ2ഉം യു സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് θ2 ആണ്. θ2ന്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഒന്ന് ഡിറൈവ് ചെയ്യണം. ദിസ് ഇസ് ആൻ A+ ക്വസ്റ്റ്യൻ. ട്രിഗ്നോമെട്രി ചെറുതായിട്ടൊക്കെ അറിയണം അല്ലെ? ഡിറൈവ് ചെയ്യണ്ട, പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ മോനെ നോക്കിക്കോ തീറ്റ ആൻഡ് തീറ്റ 90 മൈനസ് തീറ്റ ഇവരെ കേസിൽ റേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. കണ്ടീഷൻ എന്താ? യു സെയിം ആയിരിക്കണം. കണ്ടീഷൻ എന്താ? യു സെയിം അല്ലാതെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. കണ്ടീഷൻ എന്താണ്? യു മസ്റ്റ് ബി സെയിം. യു മസ്റ്റ് ബി സെയിം. യു സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണ് നോക്കടാ. രണ്ടുപേരുടെ റേഞ്ച് ഈക്വൽ ആണെങ്കിൽ അപ്പൊ തീറ്റ എന്തായിരിക്കണം? θ1 മറ്റേ എത്ര ആയിരിക്കണം? 90 മൈനസ് θ1 ആയിരിക്കണം കേട്ടോ. സിമ്പിൾ ലോജിക്. സോ തീറ്റയും 90 മൈനസ് തീറ്റക്കും എന്താണ്? തീറ്റക്കും 90 മൈനസ് തീറ്റക്കും റേഞ്ച് സെയിം ആണ്. ബേസിക് തിയറി കേട്ടോ. ഇത് ബേസിക് തിയറിയാണ്. ഓർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ θ1 ഈസിക്കൽ ടു 30 ഡിഗ്രി എന്നാണ്. θ1 ഈസിക്കൽ ടു 30 ഡിഗ്രി എന്നാണ്. അപ്പൊ θ2ന്റെ വാല്യൂ എന്തായിരിക്കും? 90 മൈനസ് θ1. റേഞ്ച് സെയിം അല്ലേ? സെയിം ഇനീഷ്യൽ അല്ലേ? അപ്പൊ 90 മൈനസ് 30. സോ θ2ന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി കേട്ടോ. സോ ഇതാണ് തിയറി. ഇത് ഓർത്ത് വെക്കട്ടോ. കഴിഞ്ഞോ? പ്രൊജക്റ്റിൽ കഴിഞ്ഞോ? അയ്യോ ഇത് ഞാനില്ല, ഇത് എനിക്ക് ഇഷ്ടമില്ല. ഐ ഹേറ്റ് ഇറ്റ്. ഇത് വരച്ചു പറഞ്ഞോളാം. അത് വേണ്ട, വരച്ചു പറഞ്ഞോടുക്ക്. അല്ല സെൻട്രൽ ബ്ലാസ്റ്റ് ഓക്കെ. എടാ യെസ് എടാ ഒരൊറ്റ ഡൗട്ട് ചോദിക്കട്ടെ. ഇത് സത്യം പറയട്ടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സറിയായിട്ടോ പിടിച്ചോ. എടാ എൻ്റെ കയ്യിൽ ഇതേപോലെ 3 പാത്തുണ്ട്. 1 2 3. ഇത് 1, ഇത് 2, അതേപോലെ ഇത് 3. ഏത് പാത്തിനാണ് റേഞ്ച് മാക്സിമം? അതേപോലെ ഏത് പാത്തിനാണ് യു കോസ് തീറ്റ ഓർ ദ ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാക്സിമം? നല്ല ക്വസ്റ്റ്യൻ ആണ്. പാത്ത് 1 ആണോ 2 ആണോ 3 ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ് ദർശന, വെരി ഗുഡ്. എടാ റേഞ്ച് മാക്സിമം ആവുന്നത് എന്ത് ചോദ്യമാണ് സാറേ? പാത്ത് 3 ആണ്. എടാ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിനർത്ഥം യു കോസ് തീറ്റ മാക്സിമായ റേഞ്ച് മാക്സിമം. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും സർ? ഏതായിരിക്കും മാക്സിമം യു കോസ് തീറ്റ? പാത്ത് 3. നല്ല ചോദ്യം, നല്ല ലെവൽ ചോദ്യം. ഐഡിയ കിട്ടിയ സർ. എന്നാ പിടിച്ചോടാ സർക്കുലർ മോഷൻ. എടാ നമുക്കിതൊരു ബ്ലാങ്ക് സൈഡ് വെക്കാം. സർ നമ്മൾ ഒരു ബോഡി ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടുന്ന് ഒരു പോയിന്റ് എന്ന് ഇങ്ങനെ ഒരു ആംഗിൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറയുന്നത്. സർ ഇതിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് സർ എല്ലാവർക്കും അറിയാം, വിച്ച് ഈസ് നോൺ ആസ് എത്രയാണ്? റേഡിയൻ എന്ന് വെച്ചാൽ. എന്നാൽ ഇപ്പം ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു ഫുൾ സർക്കിൾ ആയി കഴിഞ്ഞാൽ, ഫുൾ സർക്കിൾ ആക്കി കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു ഫുൾ സർക്കിൾ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫുൾ സർക്കിൾ ആ കറസ്പോണ്ടിങ് തീറ്റ എത്ര ടൈം കൊണ്ടാണോ ട്രാവൽ ചെയ്തത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒമേഗ, വിച്ച് ഈസ് നോൺ ആസ് ദ ആംഗുലാർ വെലോസിറ്റി. സർ ശ്രദ്ധിക്കണം, അതിനെ പറയുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി. സർ ഇതിന്റെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. എടാ തീറ്റ ബൈ ടി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒമേഗ. എത്ര പേർക്ക് യൂണിറ്റ് പറയാൻ പറ്റും? വിച്ച് ഈസ് നോൺ ആസ് തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്,
വിച്ച് ഈസ് നോൺ ആസ് റേഡിയൻ പെർ സെക്കൻഡ്. എന്നാൽ ഒരാളും കൂടിയുണ്ട് സർ. ഈ ഒമേഗയ്ക്ക് തന്നെ ഒരു ചേഞ്ച് വന്നു, ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി. സർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടൈം ആരനുസരിച്ചാ മാറുന്നത്? ടൈമിനനുസരിച്ച് ആരാ മാറുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. അയാളെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ, വിച്ച് ഈസ് എത്രയായിരിക്കും യൂണിറ്റ്? സർ ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ എനിക്ക് എത്ര കിട്ടും? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. സോറി ഫോർ മൈ ബാഡ് ഡ്രോയിങ്, ഐ എം സോ സോറി ഫോർ ദാറ്റ്. ബട്ട് ഇത് മൂന്നിലും ഒരു മാർക്കിന് ചോദിക്കാൻ വകുപ്പുണ്ടാവാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. സർ ക്ലിയർ ആണോ സർ? എന്നാ പിടിച്ചോ. ആംഗുലാർ വെലോസിറ്റിയും ഒമേഗയും ലീനിയർ വെലോസിറ്റി വിയും തമ്മിലുള്ള റിലേഷൻ സറേ സോറി ആംഗുലാർ വെലോസിറ്റി ഒമേഗയും അതേപോലെ സർ ലീനിയർ ആണെടാ. ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ സറേ നമ്മൾ ഒന്ന് ഡിറൈവ് ചെയ്യാൻ പോവാ. വി എടാ നമുക്കറിയാം ഒരു ബോഡി ഇതേപോലെ സർക്കുലർ മോഷനിൽ പോവാണെങ്കിൽ സർ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് ഒമേഗയുടെ വാല്യൂ. ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി. ഒരു കുഴപ്പമില്ല അല്ലേ സർ? ഞങ്ങൾ പണ്ട് പഠിച്ചാണല്ലോ. ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറഞ്ഞത് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. കുഴപ്പമൊന്നുമില്ല. അല്ല ആർക്ക് എന്ന് വെച്ചാൽ എന്താ? ഇത് എയും ഇത് ബിയും ഇത് റേഡിയസ് ആറും ആണെങ്കിൽ എന്റെ മക്കൾ കമന്റ് ചെയ്തേ ആർക്കിന്റെ വാല്യൂ എത്രയാണ് സർ? വെരി ഗുഡ്, എ ബി ഡിവൈഡ് ബൈ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ, ഒന്നാമത്തെ കുതിരപ്പവൻ. എടാ ക്ലിയർ ആയോ? വെരി ഗുഡ് സർ. എന്നാൽ ഒറ്റ ഡൗട്ട്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എ ബി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എസിന്റെ സ്ഥാനത്ത് എ ബി ബൈ ടൈം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. എ ബി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി, ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ടൈം. ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആർ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? വെലോസിറ്റി ഇൻറ്റു ടൈം. അങ്ങനെ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ആർ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ടൈം ആണെങ്കിൽ ആർ ഇൻറ്റു തീറ്റ ബൈ ടി ഇസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് പറയാം. എന്താടാ തീറ്റ ബൈ ടി? ഒമേഗ. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? വി ഇസ് ഈക്വൽ ടു വെരി ഗുഡ് വിച്ച് ഈസ് ഒമേഗ ഇൻറ്റു ആർ. ക്ലിയർ ആയോ സർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ പരിപാടി? ഒരൊറ്റ കേസും കൂടി കഴിഞ്ഞാൽ എടാ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ക്ലിയർ ആയേ? എടാ ഒറ്റ കേസും കൂടി കഴിഞ്ഞാൽ സാറേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എടാ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ഞാൻ നേരെ ആംഗുലാർ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ആണെന്ന് വെച്ചോളൂ. അയ്യോ ഞാൻ നേരത്തെ വെറുതെ മാറ്റിയില്ല, ഈ പൊട്ട തീപ്പരിന്റെ കാര്യം ഞാൻ തന്നെ. എടാ നമുക്ക് എല്ലാവർക്കും ഇക്വേഷൻ അറിഞ്ഞൂടെ? എന്താ സർ? വി ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് വി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ നമ്മൾ പഠിച്ചു. എടാ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയുടെ ഇക്വേഷൻ എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ എത്രയാ? ഡി ടി. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ലീനിയർ വെലോസിറ്റിയും അതേപോലെ കറസ്പോണ്ടിങ് ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ വെലോസിറ്റിയും അതേപോലെ ആംഗുലാർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ് ചോദിച്ചത്. ചെയ്ത് നോക്കല്ലേ? എടാ സത്യം പറഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ മാത്രം മതി. എടാ ഇത് ക്ലിയർ ആയി സർ? എത്ര പേർക്ക് ആൻസർ കിട്ടും? ഒന്നെല്ലാവരും കമന്റ് ചെയ്തേ. എത്ര പേർക്ക് സർ ആൻസർ കിട്ടും? ഞാൻ അറിയുന്ന കാര്യങ്ങൾ മൊത്തം എഴുതിയിട്ടുണ്ട്. എന്റെ സാർമാരെന്ന് കമന്റ് ചെയ്തേ. എന്റെ സാർമാരൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര പേർക്ക് സർ ആൻസർ കിട്ടും? പോരട്ടെ. വെരി ഗുഡ്. യെസ് എടാ പോരട്ടെ. യെസ് എടാ സെറ്റ് അല്ലേ? യെസ് എടാ ഓക്കെ എടാ യാ വെരി ഗുഡ്. യെസ് അടിപൊളി. യെസ് എടാ യെസ് അടിപൊളി. യെസ് എടാ സെറ്റ് അല്ല. അപ്പൊ എടാ നമുക്ക് ഇത് ലാസ്റ്റിലേക്ക് ചെയ്യാം അല്ലെ? കുറച്ച് ലാസ്റ്റിലേക്ക് ചെയ്യാം. പിടിച്ചോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം സാർ. പിടിച്ചോ. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ കൺസെപ്റ്റ് ശ്രദ്ധിക്കണേ. The figure shows the path. എടാ ഇത് മറ്റേ ലാസ്റ്റിലേക്ക് ചെയ്യാം കേട്ടോ. ടൈമിന്റെ ലാസ്റ്റിലേക്ക് ചെയ്യാം, കാരണം അത് അത്ര ചോദിച്ച് കണ്ടില്ല, അതുകൊണ്ടാണ്. The figure shows the path of an object in uniform circular motion. Redraw the figure and mark the directions of the velocity and acceleration of the particle. സർ ഒരു ബോഡി സർക്കുലർ മോഷനിലായി കഴിഞ്ഞാൽ ആ ബോഡിയുടെ സർക്കുലർ മോഷനിലൂടെ പോകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഇതേപോലെ ഒരു സർക്കുലർ മോഷനിൽ അതിന്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതുണ്ടാവാൻ കാരണം ഒരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. കാരണം എന്താ സർ? ഈ ബോഡി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെയാവട്ടെ എന്റെ മക്കൾ പറഞ്ഞ് സ്പീഡിന്റെ വാല്യൂ മാറുന്നുണ്ടോ? ഇല്ല. വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടോ? ഇല്ല. മക്കള് കമന്റ് ചെയ്തടാ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഡയറക്ഷൻ മാറുന്നുണ്ട്. അങ്ങനെ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ അവിടെ ഒരു ഡയറക്ഷനിലെ ഒരു മാറ്റം കാരണം സർ അതാണ് ഇമ്പോർട്ടന്റ്. ഡ്യൂ ടു എന്താ കാരണം? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ എന്താ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അത് കാരണം ആ ഒരു സർക്കിളിന്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ആക്സിലറേഷനെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അതാണ് എന്തുണ്ടാക്കുന്നത്? ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നോക്കിയേ, വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡയറക്ഷൻ ഉള്ളിലേക്കാണ്. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം.
Figure shows a path of object in uniform circular motion. Redraw the figure and mark the direction of velocity and acceleration. ഒറ്റ ചോദ്യം, തമ്മിൽ ആംഗിൾ എത്ര? ആക്സിലറേഷൻ ഉള്ളിലേക്കാണ്, വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്. തമ്മിൽ ആംഗിൾ എത്രയാ സർ? കമന്റ് ബോക്സ് പോരട്ടെ. 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിഗ്രി 90 സർ. അങ്ങനെ അടുത്ത ചോദ്യം, an object moving uniformly in a circular path of radius 12 centimeter completes 7 revolutions in 100 seconds. What is the angular speed omega and the corresponding linear speed? എടാ ഒമേഗ കണ്ടെത്തിയ വി കണ്ടെത്തിയ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, v is equal to omega. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് കറസ്പോണ്ടിങ് ഒമേഗ കണ്ടെത്തിയാലോ? എടാ ഒമേഗയുടെ ഇക്വേഷൻ എന്താ സാറേ? തീറ്റ ഡിവൈഡഡ് ബൈ ടി. എടാ എത്ര റെവല്യൂഷനാ? 7 റെവല്യൂഷനാ. അല്ല, ഒരു റെവല്യൂഷന് നമ്മൾ പോകുന്ന തീറ്റ എത്രയാ സർ? 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയാ? 2π. അപ്പൊ 2 റെവല്യൂഷന് 2 × 2π. അങ്ങനെയാണെങ്കിൽ 7 റെവല്യൂഷനോ സാറേ? എന്ത് ചോദ്യം? 7 × 2π വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 14π. സോ 7 റെവല്യൂഷൻ എടുക്കുമ്പോൾ അവിടുത്തെ തീറ്റ എത്രയായിരിക്കും? 14π ഡിവൈഡ് ബൈ ടൈമിന്റെ വാല്യൂ എത്രയാ സർ? 100 സെക്കൻഡ് സർ. അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? എടാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ എത്രയാ കിട്ടുക? എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. എന്റെ മക്കൾ കമന്റ് സാറേ. 14 × എടാ പൈന്റെ വാല്യൂ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും സാറേ? 22/7 കൊടുക്കാം. ഡിവൈഡ് ബൈ 100. അങ്ങനെ 7 14 കട്ടായി. 2 × 22 44 ആണ്. 44/100 വിച്ച് ഈസ് 0.44. ശ്രദ്ധിക്കണം, റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഒമേഗ കിട്ടിയില്ലേ? എടാ ലീനിയർ വെലോസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? ഒമേഗ × r. ഒമേഗന്റെ വാല്യൂ 0.44. റേഡിയസിന്റെ വാല്യൂ 12 സെന്റിമീറ്റർ. 12 എഴുതരുത്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എത്ര ആൻസർ കിട്ടും? ഞാൻ വെയിറ്റ് ചെയ്യാം. എടാ അടിപൊളി കമന്റ് ചെയ്യണ്ട ജസീലെ. വെരി ഗുഡ് മുത്തേ, വെരി ഗുഡ് വെരി ഗുഡ്. അയ്യോ ബാക്കിയുള്ളൊരു വെരി ഗുഡ് അല്ല നട്ടല്ലോ. വെരി ഗുഡ് വെരി ഗുഡ്. ഐ മീൻ ആ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അപ്രീഷിയേഷൻ വേണ്ടിയിട്ട് അടിപൊളി സർ, വെരി ഗുഡ്. എടാ അടിപൊളി. 0.439 സർ. എത്ര കിട്ടും? എടാ അല്ല അല്ല വീന്റെ വാല്യൂ സർ. എഡ്യൂപോർട്ടിൽ സാറാവാനുള്ള ക്വാളിഫിക്കേഷൻ എടാ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായാൽ മതി. അതിനകത്ത് എനിക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉദ്ദേശിച്ചത് അതാ ഞാൻ ഒന്ന് നിർത്തിച്ച് വെച്ചാൽ. അയ്യോ ഞാനത് പറയുമ്പോൾ എന്നെ ബ്രാഗ് ചെയ്യുന്ന പോലാണോ. നന്നായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുണ്ടായാൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാളിഫിക്കേഷൻ മാൻ, ഇറ്റ്സ് അബൌട്ട് ദ ടോക്കിംഗ്. ആ ടോക്കിംഗ് അല്ല. യെസ് വെരി ഗുഡ് എടാ, വെരി ഗുഡ്. സോ 0.0528 മീറ്റർ പെർ സെക്കൻഡ്. +2 തോറ്റിട്ട് സാറാവാൻ വരണം കേട്ടോ, വെറുതെ വേണം കേട്ടോ. ഇറ്റ്സ് സംതിങ് അബൌട്ട് ക്വാളിഫിക്കേഷൻ, ബട്ട് മോസ്റ്റ് തിങ് ഈസ് അറിയാലോ ടീച്ചിങ് എബിലിറ്റി അതാണ്. യെസ് വെരി ഗുഡ് സർ. അപ്പൊ പരിപാടി കഴിഞ്ഞു. എടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ദ ആക്സിലറേഷൻ വെക്ടർ ഈസ് എ കോൺസ്റ്റന്റ് വെക്ടർ. വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? സർ ആക്സിലറേഷൻ വെക്ടർ കോൺസ്റ്റന്റ് വെക്ടർ ആണോ സർ? എപ്പോഴും ഉള്ളിലേക്കല്ലേ. അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ അതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ ആണ് v²/r. ഇനി വിന്റെ സ്ഥാനത്ത് ഒമേഗ r കൊടുക്കുകയാണെങ്കിൽ v² ω² r²/r. ആറും ആറും കട്ടായി വിച്ച് ഈസ് ഒമേഗ r. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ v/ω എന്ന് കൊടുക്കാം. ഈ ആക്സിലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. മക്കളെ ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ സർക്കുലർ മോഷൻ. ആക്സിലറേഷൻ ഇൻ ദ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ടാൻജൻഷ്യൽ. ശരിയാണോ സാറേ? അല്ല. ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്ട്ലി റേഡിയൽ ഇൻവേഴ്സ്. ശരിയാണ് സർ. വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ശരിയാണ് സർ, ഡയറക്ഷനാണ് മാറുന്നത്. വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്ട്ലി റേഡിയൽ ഇൻവേഴ്സ് അല്ല സർ, എപ്പോഴും എന്താണ്? ടാൻജൻഷ്യൽ ആണ് സർ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഏതൊക്കെയാ ട്രൂ ഏതൊക്കെയാ ഫോൾസ് കിട്ടി സ്ഥിതിക്ക് വി ആർ ഗോയിങ് ഫോർ സർ the last question. Define centripetal acceleration and derive the value of centripetal acceleration. Derive the value, derive the equation, derive the centripetal acceleration equation. Centripetal acceleration, very 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 important. എക്സാം പേപ്പർ ടഫ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാവും, ഞാൻ കൂടെ വരാം. യെസ് സാർ, ഒരു ബോഡി പോയിന്റ് ബിന്ന് പോയിന്റ് സിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ കിട്ടിയാൽ നിങ്ങളെല്ലാവരും, ഞാൻ ആ ട്രയാങ്കിളിനെ ബിന്ന് സിയിലേക്ക് ആക്കി. പോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന വെലോസിറ്റി v1 പോയിന്റ് സിയിൽ ഉണ്ടാവുന്ന വെലോസിറ്റി v2 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം v1 അതേപോലെ v2 എന്താണ് സർ? മാഗ്നിറ്റ്യൂഡ് പ്രകാരം സെയിം, ഡയറക്ഷൻ സെയിം അല്ല, ഡയറക്ഷൻ സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ ഈ v1 വെക്ടർ ഞാൻ ഇവിടെയും ഈ v2 വെക്ടർ ഇവിടെയുമായി കഴിഞ്ഞാൽ ഈ v1 വെക്ടർ ആണ് ഈ ചെങ്ങായി, ഈ v2 വെക്ടർ ആണ് ഇതെങ്കിൽ ഞാൻ ഇപ്പം വരയ്ക്കുന്ന ഇത് എന്തായിരിക്കും? ഡെൽറ്റ വി അല്ലേ? എത്രയാ ഡെൽറ്റ വിന്റെ വാല്യൂ? വിച്ച് ഈസ് ഈക്വൽ ടു v2 - v1. ഫിഗർ എനിക്കറിയാം ബുദ്ധിമുട്ടാണ്, പക്ഷേ ജസ്റ്റ് മനസ്സിലായോ? കാരണം ബിക്കോസ് എനിക്ക് ഒരു വട്ടം കൂടി വായിച്ചാലേ മനസ്സിലാവുള്ളൂ. എനിക്കറിയാം നിങ്ങൾ താഴ്ച നല്ലത് അങ്ങനെയാടാ. 4 സ്റ്റെപ്പ് പരിപാടി കഴിഞ്ഞു. ഇത് മനസ്സിലായോ സർ? എന്നാ പിടിച്ചു. നമ്മൾ സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ് എടുക്കാം. സർ, ഈ
സൈഡ് ബൈ ഈ സൈഡ് ഈസ് ഈക്വൽ ടു എനിക്ക് ഈ സൈഡ് ബൈ ഈ സൈഡ് എടുത്തൂടെ. നോക്കിയേ, ഇത് രണ്ടുമാണ് തുറന്നു കിടക്കുന്ന ഭാഗം, ഇത് രണ്ടുമാണ് തുറന്നു കിടക്കുന്ന ഭാഗം. രണ്ട് ഭാഗം തുറന്നു കിടക്കുന്നതിന് മുകൾ ഭാഗത്ത് ഇത് ബൈ തുറക്കുന്ന ഏതെങ്കിലും ഒരു കൈ, തുറന്ന ഭാഗം ബൈ തുറക്കുന്ന ഏതോ ഒരു കൈ. സർ ക്ലിയർ അല്ലേ? വെരി ഗുഡ്. എടാ അങ്ങനെയാണെങ്കിൽ ഈവൻ ബൈ ഇത് എത്രയാ സർ? അതെത്രയാ? ഡെൽറ്റ ആർ. അതെങ്ങനെ കിട്ടി സർ? ഇത് ആറും ഇത് ആറും ആണെങ്കിൽ ഇത് എത്രയാ? ഡെൽറ്റ ആർ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ റേഡിയസ്. ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു തുറന്ന ഭാഗം ഡെൽറ്റ വി ഡിവൈഡ് ബൈ എത്രയാടാ? V1. എടാ V1 ആവട്ടെ V2 ആവട്ടെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? സോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? V എന്ന് എഴുതാൻ പറ്റും. എടാ രണ്ട് ഭാഗത്തും എന്റെ സാറുമാരെ ഒന്ന് ഡെൽറ്റ ടിയെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഡെൽറ്റ ആർ by delta t into r is equal to delta v by v into delta v by v into delta t. പരിചയമുണ്ടോ? ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. എടാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി. ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. പരിചയമുണ്ടോ? ആക്സിലറേഷൻ. ഇവിടെ ആരാ? ഉള്ളിലേക്കുള്ള ആക്സിലറേഷൻ, സെന്റിമീറ്റർ ആക്സിലറേഷൻ. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? v by r is equal to AC by V. സർ V ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെന്റിമീറ്റർ ആക്സിലറേഷൻ AC is equal to V സ്ക്വയർ ഡിവൈഡ് ബൈ R. 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യ. പക്ഷേ ഞാൻ പറയട്ടെ, എടാ ലിയ 3.14 എടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എടാ 80 കേസപ്പായോ മുത്തമണികളെ? എടാ എന്നാ നോക്കോ, നിങ്ങൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ പോണത്. ഫുൾ ചാപ്റ്റർ സാറേ റിവൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതോട് കൂടി എൻഡ് ചെയ്യാൻ പോവാണ്. എടാ താങ്ക്സ് ലോഡ്. എടാ ഫ്രം ദ ഹാർട്ട് ആയിട്ട് പറയണം, രാവിലെ 9 മണിക്ക് തുടങ്ങിയാണ്. നെവർ ഇതൊരിക്കലും ഒരു ഇമോഷണൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതല്ല. ഇടയ്ക്ക് എൻ്റെ എനർജി ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ട്, ഇടയ്ക്ക് സി കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് 4 മണി, അതായത് അറൗണ്ട് 7 മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട്. വർത്ത് ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. തൊണ്ടയെന്ന് മാത്രം പറഞ്ഞാൽ മതി, മനസ്സെന്ന് പറഞ്ഞാൽ മതി. ഹെൽപ്ഫുൾ. ആ 7 മണിക്കൂർ വേസ്റ്റ് ആയി തോന്നിയാടാ, അല്ലെങ്കിൽ വർത്ത് ആയിരുന്നു. പലതരത്തിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ആ 96 അല്ലെ 88 ലെജൻസ് ഉണ്ടല്ലോ മുത്തേ, അത് മതി. സോളെ അത് വിഷയമല്ലടാ. ഉള്ള ആൾക്കാർ കയറി ഇറങ്ങി എത്രയോ ആൾക്കാരുണ്ടാവും. ബട്ട് ഇപ്പം നിൽക്കുന്ന ആ 88 ലെജൻസും സാറേ വർത്ത് ആയിരുന്നു. നമ്മൾ ഇടയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഐ നോ. ആ സമയത്ത് സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ 6 മണിക്കേ തീരുള്ളൂ. എടാ ജസീലെ, അതേപോലെ കുറെ ആൾക്കാർ, ജസീൽ, ആദർശ്, ലിയ, ദേവിക എല്ലാവരും ഉണ്ട്, അപ്പൂസ് എല്ലാവരും ഉണ്ടായിരുന്നടാ. അതേപോലെ ഞാൻ ഇടയ്ക്ക് റീചാർജ് ചെയ്തത് എൻ്റെ യാസീൻ ഉണ്ട്, ദർശനടാ, ലവ് യു എടാ. എടാ ക്ലിയർ ആയിരുന്നെങ്കിൽ സാറേ എല്ലാവരും ഒന്നൊന്നര തീപ്പൊരിയിട്ട് അങ്ങ് സെറ്റോസ്റ്റി ആയി കഴിഞ്ഞാൽ സാറേ നമ്മൾ ഇവിടെ പറയാൻ പോവാ ഒരൊന്നൊന്നര തീപ്പൊരി. എടാ ഫ്രം ദ ഹാർട്ട് ആവണം. ഒരൊന്നൊന്നര തീപ്പൊരിയിട്ട് അത് വേർത്തായി ഇനി 7 മണിക്ക് സാറേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അങ്ങ് സെറ്റോസ്റ്റി ആക്കാൻ പോവാ സാർ. അതാണെങ്കിൽ അത് മതിയടാ. എടാ ഡാറ്റ്സ്ക്യൂൻ, ദേവിക, ആദർശേ, ഫ്രം ദ ഹാർട്ടാണ്. ഒരു വ്യൂ കൂട്ടാനോ ഒരു റീൽ ഇടാൻ വേണ്ടിയിട്ടോ അല്ല ഞാനിത് പറയുന്നത്. ഫ്രം ദ ഹാർട്ട്. അതിന്റെ മോൻ കാണാൻ മനസ്സിലാവും. ഫ്രം ദ ഹാർട്ട് സല്യൂട്ട് ഫോർ ദ 81 ആൾക്കാർക്ക്, 88 ആൾക്കാർക്കും താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അസ് ആൻഡ് താങ്ക്സ് ഫോർ ബിലീവിംഗ് അസ്. എടാ താങ്ക്സ് ഫോർ മുത്തുമണികളെ. അപ്പൊ എടാ 7 മണിക്ക് കാണാം. എല്ലാ ഫ്രണ്ട്സിനും കൂട്ടി പോന്നേക്ക്. ബ്രഹ്മയുഗം പോലെ ഇത് മോഡൽ എക്സാമാ, പബ്ലിക് എക്സാമിന്റെ ഒരു മുന്നൊരുക്കം. മറ്റേ ബൈറ്റടാ. എടാ ശരി. എടാ എനിക്കറിയാം ഫുഡിന് ബ്രേക്ക് ഇട്ടിട്ടില്ല. ഇനി ഇപ്പൊ തൽക്കാലം എടാ നോട്ടൊക്കെ എത്തും. ഇപ്പൊ ഒന്നും ചെയ്യാതെ കുറച്ച് വെള്ളം കുടിക്കാം, ഒന്ന് ഫ്രീ ആയിട്ട്. കുറേ നേരം ഫോണിൽ കളിച്ചെന്നല്ലേ, കുറേ നേരം ഫോൺ നോക്കില്ല, ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക, വീട്ടുകാരൊക്കെ സംസാരിക്കുക, ഒന്ന് പുറത്തൊന്ന് വാക്കൊക്കെ ചെയ്ത് ഒന്ന് പതുക്കെ വന്ന് ഒന്ന് മൈൻഡ് ഫ്രീ ആക്കി ഇനി പഠിക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഇറ്റ്സ് അബൌട്ട് ദ മെന്റൽ ഹെൽത്ത് ഓൾസോ. സോ എടാ ലവ് യു ഓൾ. ഹാപ്പി നിൽക്കട്ടോ. മിസ് ലൈൻ സെറ്റ് ആക്കി തരാം. ഫിസിക്സ് ഫുൾ മാർക്ക് വാങ്ങിച്ചേക്കാം, ഞാൻ ബാക്കി സെറ്റ് ആക്കി തരാം. എടാ ശരി. എടാ സെറ്റോസ്കി. എടാ ബൈ.